ഹായ് മക്കളെ, നമ്മൾ ഇന്ന് അപ്പോൾ മറ്റന്നാളത്തെ എക്സാമിന് വേണ്ടിയില്ലേ പ്ലസ് ടുവിലെ ലാസ്റ്റ് ഒരു ഫൈനൽ റിവിഷനിലാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ എന്തൊക്കെ നമ്മൾ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ കണ്ടന്റ് അറിഞ്ഞിരിക്കണം അല്ലേ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ റിവിഷൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തതിൽ ഒരു 95% ക്വസ്റ്റ്യൻസും അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു പ്ലസ് വൺ കെമിസ്ട്രി ഈ പറയുന്ന റാപ്പിഡ് റിവിഷനിൽ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പ്ലസ് ടുവിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് റിവിഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫൈനൽ റൗണ്ടിൽ നമ്മൾ ഇനി മറന്നുപോയ കാര്യങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനോ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാനോ ഉള്ള ഒരു മൊമെന്റ് ആയിട്ട് ഇതിനെന്ത് ചെയ്യുക, മാറ്റുക. സോ ഈ പ്ലസ് ടു കെമിസ്ട്രി റിവിഷനിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ അതിൽ എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ആണ് ഞാൻ പറയുക. അതിൻ്റെ അപ്പുറത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടന്റും അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അത് റിലേറ്റ് ചെയ്ത് വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തിയറി പറയുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മയില്ല അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ക്ലിയർ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ അപ്പം തന്നെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഈ വീഡിയോ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. ഓക്കെ, എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പറഞ്ഞ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗങ്ങളൊക്കെ വീണ്ടും പോയിട്ട് ഒന്ന് ഇന്ന് തന്നെ പോയി ഒന്ന് എടുത്ത് പഠിച്ച് നാളെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ എല്ലാവരും എന്ത് ചെയ്യുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ എനിവേ ആദ്യം തന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ അടുത്ത എക്സാമിന്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ഒരു സെഷനിലോട്ട് കടക്കാം. ഓക്കെ, സോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ചിലരൊക്കെ ഈ പറയുന്ന ഇത് ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, സമയം ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മളെല്ലാ ഫ്രണ്ട്സിനും നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അമാൻ, ഷഹീൽ, ആദി, സോ ഹിയർ അൺനോൺ. ഓക്കെ, എല്ലാവരും ഒന്ന് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മക്കളെ, അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. ഇതിൽ ഇന്ന് ഞാനും CR സാറും ആയിരിക്കും ഈ ഒരു സെഷൻ കൊണ്ടുപോകുക. അപ്പോൾ ഒരു പകുതി ചാപ്റ്റേഴ്സ്, ഒരു 4-5 ചാപ്റ്റേഴ്സ് ഞാൻ എടുക്കും, ബാക്കി CR സാർ ആയിരിക്കും കൈകാര്യം ചെയ്യുക. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിക് ചാപ്റ്റേഴ്സ് CR കൈകാര്യം ചെയ്യും. ഇനോർഗാനിക് അതേപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഞാനും എന്ത് ചെയ്യും, എടുക്കും. ഓക്കെ, സോ എനിവേ നമുക്ക് നേരെ ചാപ്റ്റേഴ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, വന്നിട്ട് ലൈവ് ചാറ്റിൽ ചാറ്റ് ചെയ്യാം. ഓക്കെ, സോ എനിവേ നമുക്ക് നേരെ കോൺസെപ്റ്റിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ സൊല്യൂഷൻ ആണ് അല്ലേ. സൊല്യൂഷൻ ആണ് നമ്മളുടെ പ്ലസ് ടു കെമിസ്ട്രിയിലെ ഇപ്പോഴത്തെ ഫസ്റ്റത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ചാപ്റ്ററിനെ 3 തിരിക്കാം അല്ലേ. അതിൽ ഫസ്റ്റ് ഭാഗമാണ് കോൺസെൻട്രേഷൻ ടേംസ്. ഈ കോൺസെൻട്രേഷൻ ടേംസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും മോൾ ഫ്രാക്ഷൻ്റെയും മൊളാരിറ്റിൻ്റെയും ഡെഫിനിഷൻ ഒന്ന് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോവുക. അതേപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻസ്, ഈ മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റിൻ്റെ ഇക്വേഷൻസ്, ഡെഫിനിഷൻസ്, പ്രോബ്ലംസ് അല്ലേ. ഇക്വേഷൻ പഠിച്ചാൽ തന്നെ ഡെഫിനിഷനും ആയി, പ്രോബ്ലം ആയി. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ദെൻ അതേപോലെ തന്നെ അടുത്തതാണ് ഹെൻറീസ് ലോ. ഓക്കെ, സോ ഹെൻറീസ് ലോ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെൻറീസ് ലോന്റെ 2-3 അപ്ലിക്കേഷൻ എഴുതാൻ ചോദിക്കും. പിന്നെ ടെമ്പറേച്ചറും ഹെൻറീസ് ലോ കോൺസ്റ്റന്റും തമ്മിലുള്ള അല്ലെങ്കിൽ ടെമ്പറേച്ചറും ഈ പറയുന്ന സോലിബിലിറ്റിയും തമ്മിലുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ റയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൻറീസ് ലോ എന്ന് നോക്കുക, ഹെൻറീസ് ലോവും അതിൻ്റെ അപ്ലിക്കേഷനും. അതേപോലെ തന്നെ അടുത്തതാണ് നമുക്കറിയാം റൗൾട്ട്സ് ലോ അല്ലേ. ഈ റൗൾട്ട്സ് ലോയിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ റൗൾട്ട്സ് ലോന്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. റൗൾട്ട്സ് ലോന്റെ പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ 2 ലോ, ഹെൻറീസ് ലോയും റൗൾട്ട്സ് ലോയും. പിന്നെ നമുക്ക് അടുത്തത് ഓക്കെ എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും വരാറുണ്ട്, ഐഡിയൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡീവിയേഷനെ പറ്റിയോ നെഗറ്റീവ് ഡീവിയേഷനെ പറ്റിയോ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പലപ്പോഴും ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഐഡിയാലിറ്റി അതേപോലെ തന്നെ നോൺ ഐഡിയാലിറ്റി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും, അതേപോലെ തന്നെ അസിയോട്രോപ്പ്, എന്താണ് അസിയോട്രോപ്പിന്റെ ഡെഫിനിഷൻ, അതേപോലെ തന്നെ അസിയോട്രോപ്പിൽ തന്നെ മിനിമം ബോയിലിംഗും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും അതിന്റെ എക്സാമ്പിൾസും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ദെൻ നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ദ എൻറ്റയർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ബോർഡ് എക്സാമിനേഷൻ. ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്ക് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാനില്ല. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്ന് ചോദിക്കും, അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ചോദിക്കും. അപ്പോൾ ഡെഫിനിഷൻ ഏതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, ദെൻ ഓരോരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്നും അത് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പിന്നെ അതിൽ
വരുന്നൊരു കാര്യമാണ്. ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ നമ്മൾ പഠിക്കാറുണ്ട്. ഈ റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്നും അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി, ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടുതൽ ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാൻ ഹോഫ് ഫാക്ടർ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് വാൻ ഹോഫ് ഫാക്ടർ എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു എന്താ പറയുക ഡിഗ്രി നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്ത് ചെയ്യാം വന്നേക്കാം. അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുള്ള വാൻ ഹോഫ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. സോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഏതൊക്കെയാണ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഏരിയ എന്നൊക്കെ പരമാവധി ടച്ച് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. അതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതി വെക്കുക. ദെൻ നമുക്ക് ഇതിൻ്റെ ശേഷം എന്ത് ചെയ്യാം, അതൊന്നും കൂടി എന്ത് ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. സോ എനിവേ മക്കളെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലോട്ട് അടക്കാം. ഓക്കെ അല്ലേ, എല്ലാവരും റെഡി അല്ലേ? Okay, yeah, Eva and Aman. Okay, so anyway, okay guys, നമുക്ക് അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലോട്ട് അടക്കാം. Then first question, define molarity ആണ് അല്ലേ. define molarity എന്താ molarity? നമ്മൾ +1 മുതലേ പഠിച്ചു വരുന്ന ഒരു സാധനമാണ്. number of moles of solute in 1 liter solution is known as molarity അല്ലേ. അപ്പോൾ എന്താ molarity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ number of moles of solute in solute in 1 liter solution is known as molarity. അപ്പോൾ ഇതാണ് മൊളാരിറ്റിന്റെ ഡെഫിനേഷൻ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആരുടെ ഡെഫിനേഷനും പഠിക്കാം, മൊളാലിറ്റിന്റെ ഡെഫിനേഷനും പഠിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 kilogram solvent is known as molality. അപ്പോൾ അതുമായി ദെൻ മോൾ ഫ്രാക്ഷന്റെ ഡെഫിനേഷൻ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം അല്ലേ. ഇത് number of moles of component in total number of moles of solution is known as mole fraction. ഇതിന്റെയൊക്കെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. അപ്പോൾ മൊളാരിറ്റിന്റെ ഇക്വേഷനൊക്കെ നമുക്ക് പോകാം. കാരണം അടുത്ത നമ്മളുടെ ക്വസ്റ്റ്യനിൽ മൊളാരിറ്റിന്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 10 gram NaOH in 415 ml സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ സൊല്യൂഷന്റെ വോളിയം 450 തന്നിട്ടുണ്ട്. 450. ദെൻ WB NaOHന്റെ മാസ് 10 gram ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. NaOHന്റെ മോളാർ മാസ് നമുക്കറിയാം 40 gram ആണ്. ദെൻ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് മൊളാരിറ്റിന്റെ ഇക്വേഷൻ മൊളാരിറ്റി ഈക്വൽ ടു N ഡിവൈഡഡ് ബൈ V ആണ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ആണ് നമുക്കറിയാം മൊളാരിറ്റിന്റെ ഡെഫിനിഷൻ. ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ WB/MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ എന്ന് എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ WB എത്രയാടാ 10, MB എത്രയാണ് 40 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എത്രയാണ് 415. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ അതും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല അല്ലേ. ഇനി അല്ലെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് 1000 ഡിവൈഡഡ് ബൈ 250. ഓക്കെ, 5/9. ഓക്കെ, 5/9 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ അപ്പോൾ അത് പരിപാടി കഴിഞ്ഞു. ഇത്രയാണ്. അപ്പോൾ മൊളാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും മോൾ ഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. സ്റ്റേറ്റ് ഹെൻറീസ് ലോ. സോ ഹിയർ ഹെൻറീസ് ലോ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കാവുന്ന. ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് 1 മാർക്കോ 2 മാർക്കോ. ദെൻ അടുത്തത് അതിൻ്റെ അപ്ലിക്കേഷൻ ചോദിക്കാൻ ഒരു 2 മാർക്കിന്. അങ്ങനെ ഒരു 3-4 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ആണ് ഈ പറയുന്ന ഹെൻറീസ് ലോ. ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പറയുന്ന ഒരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടായാൽ മതി അല്ലേ. P = എന്താണ്, KH × chi. ഈ ഒരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഹെൻറീസ് ലോ സുഖമായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കിക്കോ, P = KH × chi അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ദ വേപ്പർ പ്രഷർ അല്ലെങ്കിൽ എന്താണ് ദ പ്രഷർ. നോക്കിക്കോ, ഇതാ ഹെൻറീസ് ലോ. P = എന്താണ്, KH × chi അല്ലേ. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് proportional to mole fraction of the gas in solution. Here the partial pressure of a gas in vapor phase is directly proportional to mole fraction of gas in the solution. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, അടാ ഹെൻറീസ് ലോക്കുള്ള മാർക്ക് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. P = KH × chi is known as Henry's law. So P = KH × chi. അങ്ങനെയാണെങ്കിൽ the partial
partial vapor pressure of a gas in vapor phase is proportional to mole fraction of gas in solution. ഈ mole fraction പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം, solubility എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ബിക്കോസ് solubility-നെ റെപ്രസെന്റ് ചെയ്യാനാണ് അവിടെ എന്തുള്ളത്, ആ mole fraction of gas ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റേറ്റ് ചെയ്യാം. The partial pressure of a gas in vapor phase is directly proportional to എന്താണ്, solubility of that gas in solution എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം അല്ലേ, the solubility is directly proportional to vapor pressure എന്നൊക്കെ പറയാം. എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോ, എന്ത് എഴുതിയാലും നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഈ പറയുന്ന കോൺസെപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. സോ എനിവേ, മെൻഷൻ ടു അപ്ലിക്കേഷൻ ഓഫ് എൻട്രീസ് ലോ അല്ലെ. എൻട്രീസ് ലോന്റെ 2 അപ്ലിക്കേഷൻ എഴുതാനാണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് 3 അപ്ലിക്കേഷൻ പറഞ്ഞുതരാം. സോ ഒന്നാമത്തെ അപ്ലിക്കേഷൻ നമുക്കറിയാം, ഹൈ പ്രഷർ കണ്ടെയ്നർ ഓഫ് എന്താണ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെ. നമ്മൾ ഈ സോഡ പോലെയുള്ള ഡ്രിങ്ക്സ് നമ്മൾ എപ്പോഴും ഹൈ പ്രഷർ കണ്ടെയ്നറിലാണ് എന്ത് ചെയ്യാറ്, നമ്മൾ സൂക്ഷിച്ചു വെക്കാറ്. അപ്പൊ ഈ ഹൈ പ്രഷർ കണ്ടെയ്നർ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പറയുന്ന ഹൈ പ്രഷറിൽ സോലിബിലിറ്റി കൂടും. കണ്ട, പ്രഷർ കൂടുമ്പോൾ സോലിബിലിറ്റി കൂടും. അപ്പോഴേ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നന്നായിട്ട് എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ ഡിസോൾവ് ചെയ്യുള്ളൂ. അപ്പോഴേ നമുക്ക് അതിൽ നന്നായിട്ട് എന്ത് കിട്ടുള്ളൂ, ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ദെൻ അതേപോലെ തന്നെ രണ്ടാമത്താണ് ബെൻസ് അല്ലെ. നമ്മുടെ സ്ക്യൂബ ഡൈവേഴ്സ് നമ്മൾ പറയാറുണ്ട് ബെൻസ്. അതേപോലെ തന്നെ അനോക്സിയ ഇൻ മൗണ്ടൻ ക്ലൈംബേഴ്സ്. ഈ 3 എണ്ണം നമുക്ക് എൻട്രീസ് ലോന്റെ എന്ത് പറയാം, ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇനി ഇൻഡയറക്റ്റ് അപ്ലിക്കേഷൻ ഒരുപാടുണ്ട്. അതായത് P equal to KH കൈ അല്ലാതെ വരുന്ന അപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ഈ ക്വസ്റ്റ്യൻ തന്നെ അങ്ങനത്തെ ഉള്ള ഒരു അപ്ലിക്കേഷൻ ആണ്. അക്വാട്ടിക് ഓർഗാനിസം ആർ മോർ കംഫർട്ടബിൾ ഇൻ aquatic organism are more comfortable in cold water. Why എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അക്വാട്ടിക് ഓർഗാനിസം കോൾഡ് വാട്ടറിൽ മോർ കംഫർട്ടബിൾ ആണ്. എന്താണ്, നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ എന്ത് ചെയ്യാം, അതിന്റെ റീസൺ ഉണ്ടാക്കിയെടുക്കാം. എടാ നമ്മളുടെ ഇതെന്താണ്, ലോ ഏതാണ്, P equal to KH കൈ അല്ലേ. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ പ്രഷറിനെ അങ്ങ് കോൺസ്റ്റന്റ് ആക്കി വെച്ച് വിചാരിച്ചോ. ബിക്കോസ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ KH ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എന്ത് വരും, എക്സ് എന്ന് വരും. എ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ കൈ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം KH ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, കൈ ആണ്, അഥവാ എന്താണ്, സോലിബിലിറ്റി ആണ്. അപ്പോൾ KH കുറയുമ്പോൾ ആക്ച്വലി സോലിബിലിറ്റി എന്ത് ചെയ്യും, KH കുറയുമ്പോൾ സോലിബിലിറ്റി എന്ത് ചെയ്യും, കൂടും. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ KH-ഉം ടെമ്പറേച്ചറും ഞാൻ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. KH-ഉം ടെമ്പറേച്ചറും എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ അപ്പോൾ കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, കുറയാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രോബബ്ലി KH എന്ത് ചെയ്യും, കുറയും. ഒരു ഗ്യാസിന്റെ KH വാല്യൂ എന്ത് ചെയ്യും, കുറയും. KH വാല്യൂ കുറയുമ്പോൾ പ്രോബബ്ലി സോലിബിലിറ്റി എന്ത് ചെയ്യും, കൂടും. സോലിബിലിറ്റി എന്ത് ചെയ്യും, കൂടും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ഓർത്ത് വെക്കാൻ പറ്റൂലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക. സോ ടെമ്പറേച്ചർ കുറയുമ്പോൾ സോലിബിലിറ്റി എന്ത് ചെയ്യും മക്കളെ, കൂടും. ടെമ്പറേച്ചറും സോലിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ കോൾഡ് വാട്ടറിൽ പ്രോബബ്ലി ഗ്യാസസിന്റെ സോലിബിലിറ്റി കൂടും. നമ്മൾ ഏത് ഗ്യാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അക്വാട്ടിക് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ അക്വാട്ടിക് ബോഡീസിന് നന്നായിട്ട് ഡിസോൾഡ് ഓക്സിജൻ വേണം. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഡിസോൾഡ് ഓക്സിജന്റെ സോലിബിലിറ്റി കൂടും. നമ്മുടെ അക്വാട്ടിക് ഓർഗാനിസത്തിന് നന്നായിട്ട് ഓക്സിജൻ കിട്ടും. അവരൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. അവരൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇതാണ് പരിപാടി. അപ്പൊ ഈ മാർക്കും നമുക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ഇതിന് എങ്ങനെ ആൻസർ ചെയ്യുക, when the temperature decreases the solubility of dissolved oxygen increases, hence the aquatic organisms are more comfortable in cold water than hot water. Okay, so അപ്പോൾ അതും കഴിഞ്ഞു. Then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. The next important one is Raoult's law ആണ്. So state Raoult's law and draw a plot of vapor pressure and mole fraction of an ideal solution at a constant pressure പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാര്യം എന്താ റൗൾട്ട്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗൾട്ട്സ് ലോ ഈക്വൽ ടു P ഈക്വൽ ടു എന്താടാ, PA ഈക്വൽ ടു PA0 ഇൻറ്റു കൈയാണ് അല്ലേ. അതായത് ഒരു പെർട്ടിക്കുലർ നമുക്കറിയാം എന്ത് എടുക്കാൻ പോവാണ്, നമ്മൾ 2 കോമ്പണന്റ് എടുക്കാൻ പോവാണ്. സോ ഹിയർ അതിൽ ഒരു കോമ്പണന്റിന്റെ partial vapor pressure നോക്കാൻ പോവാണ്. നോക്കടാ, the partial vapor pressure of each component of the solution is directly proportional to its mole fraction present in solution. That means നിങ്ങൾ ഇതാ ഒരു P1 എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് എടുക്കുകയാണ്. ഈ P1 എന്ന് പറയുന്ന കോമ്പണന്റിന്റെ ഈ പറയുന്ന വേപ്പർ പ്രഷർ ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അതിന്റെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹെൻസ് P1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്
കോൺസ്റ്റന്റ് P10 ഇൻറ്റു എന്തായിരിക്കും chi1 ആയിരിക്കും. ഇതാണ് ആര് സ്റ്റേറ്റ് ചെയ്യുന്നത്? റൗൾട്ട്സ് ലോ എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റൗൾട്ട്സ് ലോ. അപ്പോൾ എന്താ റൗൾട്ട്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ കമ്പണന്റ്, ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ കമ്പണന്റ് in the solution, the partial pressure of a component in the solution is directly proportional to its mole fraction in solution തന്നെ പറയണം. ഈ in solution important ആണ്, കാരണം മോൾ ഫ്രാക്ഷൻ ആർക്കും ഉണ്ട്. നമ്മളൊരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ ഈ സൊല്യൂഷനിലെ മോൾ ഫ്രാക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ഈ വാപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷനും ഉണ്ട്. അപ്പോൾ ഈ മോൾ ഫ്രാക്ഷൻ അല്ല ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഈ മോൾ ഫ്രാക്ഷൻ ആണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഇൻ സൊല്യൂഷൻ തന്നെ പറയണം. ദിസ് ഇൻ സൊല്യൂഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാർക്കൊക്കെ ചിലപ്പോൾ തന്നേക്കാം, പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഒരു അരമാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? അതിനെ പിടിക്കും. കാരണം അതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻ സൊല്യൂഷൻ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഇനി അടുത്ത ക്വസ്റ്റ്യനും ഇത് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഡ്രോ എ പ്ലോട്ട് ഓഫ് വാപ്പർ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് ആൻ ഐഡിയൽ സൊല്യൂഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഈ ഗ്രാഫാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? ഇതാ ഈ പറയുന്ന ഒരു വാപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് എടുക്കുക. ഈ ഗ്രാഫിൽ നമുക്കറിയാം ആദ്യം മോൾ ഫ്രാക്ഷൻസ് പുട്ട് ചെയ്യുക. സോ ഹിയർ chi1 ഈക്വൽ ടു എന്ത് എടുത്തിട്ടുണ്ട്? അവർ 1 എടുത്തിട്ടുണ്ട്. chi2 ഈക്വൽ ടു എന്താണ്? അപ്പോൾ 0 ആയിരിക്കും. കാരണം ഇവിടെ ഈ പറയുന്ന ഒന്നാമത്തെ കോമ്പണന്റ് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു കേസിൽ ഒന്നാമത്തെ കോമ്പണന്റ് ഇല്ല, ആര് മാത്രമേ ഉള്ളൂ? രണ്ടാമത്തെ കോമ്പണന്റ് മാത്രമേ ഉള്ളൂ. ഹെൻസ് ദ കോമ്പണന്റ് 2ന്റെ മോൾ ഫ്രാക്ഷൻ എത്രയായി മക്കളെ? 1 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന മോൾ ഫ്രാക്ഷൻ, നിങ്ങൾക്കറിയാം ഇവിടുത്തെ മോൾ ഫ്രാക്ഷൻ, ഇനി നമ്മളറിയാം ഈ chi1ന്റെ മോൾ ഫ്രാക്ഷൻ ആണ് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ chi1 എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട് അല്ലേ? 1ൽ നിന്ന് 0ക്ക് വരികയാണ്. നേരെ മറിച്ച് chi2 എന്ത് ചെയ്യാണ്? കൂടുകയാണ്. അപ്പോൾ പ്രോബബ്ലി നമുക്കറിയാം chi1 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ വാപ്പർ പ്രഷർ എന്ത് ചെയ്യണം? കുറയണം. കറക്റ്റ് ആണ്. കണ്ടോ? P1 എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇനി P2 നോക്ക്, P2 എന്ത് ചെയ്യാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എന്ത് ചെയ്യണത്? കൂടുക ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സോ ഹിയർ P1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു chi1. കണ്ടോ? അപ്പോൾ chi1 കുറയുമ്പോൾ P1 എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇനി P2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് പറയേണ്ടി വരും? chi2 എന്ന് പറയേണ്ടി വരും. അപ്പോൾ കണ്ടോ? chi2 കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? P2 എന്ത് ചെയ്യുന്നുണ്ട്? chi2 കൂടുമ്പോൾ P2 എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന നമ്മളുടെ ഈ പ്ലോട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു മാർക്ക് കിട്ടും. സോ ഈ പ്ലോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ്റെ അതേപോലെ തന്നെ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഒക്കെ എന്ത് ചെയ്യണം? ഗ്രാഫ് എന്ത് ചെയ്യണം? നമ്മൾ പ്രോബബ്ലി പഠിച്ചു വെക്കണം. ഈ ഗ്രാഫുകളൊക്കെ ചോദിക്കാറുണ്ട്. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, സോ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരിക? ഇവിടെ നേരെ ഇങ്ങനെ വരച്ചാൽ മതി. ഇതായി പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് അല്ലേ? ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് വരിക. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് വരുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ ഈ ഗ്രാഫ് ഇതാ നേരെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് എന്തിന്റെ ഗ്രാഫായി മക്കളെ? നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഈ ഗ്രാഫുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗ്രാഫുകൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ? ഗിവ് 1 എക്സാമ്പിൾസ് അല്ലേ? സോ എന്താ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഐഡിയൽ സൊല്യൂഷൻസ് ആർ ദോസ് സൊല്യൂഷൻസ് വിച്ച് ഒബേ റൗൾട്ട്സ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ കണ്ടീഷൻ അല്ലേ? എടാ എല്ലാ ടെമ്പറേച്ചറിലും കോൺസെൻട്രേഷനിലും റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ പറയുന്ന ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻ. ഇനി എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നിയർലി ഐഡിയൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. ആരൊക്കെ പറയാൻ പറ്റും? ഇതാ ഒരു എക്സാമ്പിൾ പിടിച്ചോ. നോർമൽ എക്സൈന് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളെ സ്ട്രക്ചറിലൊക്കെ സിമിലാരിറ്റി ഉള്ള ആൾക്കാർ ഇവർ അധികം ആൾക്കാരും ഇങ്ങനത്തെ ആൾക്കാർ തന്നെ ആയിരിക്കും. നോർമൽ എക്സൈൻ അതേപോലെ തന്നെ നോർമൽ ഹെപ്റ്റൈന് കണ്ടോ? നോർമൽ എക്സൈനും നോർമൽ ഹെപ്റ്റൈനും അതേപോലെ തന്നെ നമ്മളെ ബെൻസീന് അതേപോലെ തന്നെ ബെൻസീന് ആൻഡ് ടൊളുവീന് ബെൻസീനും ടൊളുവീനും കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലോറോബെൻസീൻ ക്ലോറോബെൻസീൻ ആൻഡ് ബ്രോമോബെൻസീൻ ആൻഡ് ക്ലോറോബെൻസീനും അതേപോലെ തന്നെ ബ്രോമോബെൻസീനും നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇനി ക്ലോറോ ഈഥൈനും അതേപോലെ തന്നെ ബ്രോമോ ഈഥൈനും പറയാം. CCl4ഉം SiCl4ഉം പറയാം. പക്ഷെ നമ്മളോട് ആകെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ 2-3 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇത് തന്നെ ഇനഫ്. ഓക്കെ, സോ ഈ പറയുന്ന എക്സാമ്പിൾസ് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നോർമൽ എക്സൈന് നോർമൽ ഹെപ്റ്റൈന് ബെൻസീന് ടൊളുവീന് ക്ലോറോബെൻസീൻ ആൻഡ് ബ്രോമോബെൻസീൻ ഒക്കെ നമ്മളുടെ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? എക്സാമ്പിൾസ് ആണ്. ഓക്കെ അല്ലേ? സോ ആരാണ്? എന്താ ലൈവ് ചാറ്റിലൊന്നും ആരും ഇല്ലല്ലോ. ഓക്കെ, സോ മക്കളെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. Okay, yeah. So, are you guys? ഇവിടെ പോയി
So anyway, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. The vapor pressure of pure liquids A and B are 400 mm and 600 mm Hg respectively. Okay, yeah. So pure liquid ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? PA0 എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? PB0 എന്ന് വിളിക്കാം. Calculate the vapor pressure of solution in which mole fraction of B equal to 0.4. So here chi B equal to എന്ത് പറഞ്ഞിട്ടുണ്ടാ? 0.4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ chi A equal to എത്രയായിരിക്കും? 0.6 ആയിരിക്കും. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? Calculate the vapor pressure of solution ആണ്. That means P total ആണ് നമുക്ക് കാണേണ്ടത്. ഈ ഇക്വേഷൻ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ് അല്ലേ? ഏതാ ഇക്വേഷൻ? P total equal to PA0 into chi A plus PB0 into എന്താണ്? chi B. ഓക്കെ, സോ ഇതിലെ chi ബിന്റെ ടേംസിൽ മാത്രം ആക്കണ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. chi A കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ chi B കിട്ടിക്കഴിഞ്ഞാൽ മറ്റാൾ നമുക്ക് ഭയങ്കര അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ PA0ന്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 400. സോ 400 ഇൻറ്റു chi A 0.4 ആണ്. 0.4ന് ഞാൻ 4/10 എന്ന് ഉപയോഗിക്കുന്നു. ദെൻ PB0 എത്രയാടാ? 600 ആണ് ഇൻറ്റു സോ വെയിറ്റ് ഹിയർ chi A equal to 0.6 ആണ്. അതുകൊണ്ട് ഞാൻ 6/10 ഉപയോഗിക്കുന്നു. 6/10. Then here it is equal to 600 into chi B equal to 0.4. അപ്പം ഞാൻ 4/10 ഉപയോഗിച്ചു. ഓക്കെ, യാ. Then 6 ഇൻറ്റു 40, അപ്പോൾ 240 പ്ലസ് 4 ഇൻറ്റു 6 അഗെയിൻ 240. അപ്പോൾ എത്ര വരും? 450 mm Hg വരും. ഓക്കെ, സോ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എടാ, അവർ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. വിച്ച് ഒബേ റൗൾസ് ലോ അല്ലേ? അവർ റൗൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്, ഒന്നാമത്തെ പോയിന്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, അങ്ങനെ റൗൾസ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം അല്ലേ? അവരുടെ കേസിൽ PA ഈക്വൽ ടു എന്തായിരിക്കും? PA0 ഇൻറ്റു chi A ആയിരിക്കും. ആൻഡ് PB ഈക്വൽ ടു എന്തായിരിക്കും? PB0 ഇൻറ്റു chi B ആയിരിക്കും. ആൻഡ് P ടോട്ടൽ ഈക്വൽ ടു PA0 chi A പ്ലസ് PB0 എന്തായിരിക്കും? chi B ആയിരിക്കും. ഇതൊരു പോയിന്റ് ആണ്. ഇങ്ങനത്തെ പോയിന്റുകളും പഠിച്ചു വെക്കണം. ദെൻ അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഡെൽറ്റ വി മിക്സിങ് 0 ആയിരിക്കും. അതേപോലെ തന്നെ ഡെൽറ്റ H മിക്സിങ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇന്ററാക്ഷൻ ആണ് നിങ്ങൾ പറയണമെങ്കിൽ AB ഇന്ററാക്ഷൻ ഈക്വൽ ടു AA ആൻഡ് എന്തായിരിക്കും? BB ഇന്ററാക്ഷൻ ആയിരിക്കും. AB ഇന്ററാക്ഷൻ ഈക്വൽ ടു AA ആൻഡ് BB ഇന്ററാക്ഷൻ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾക്ക് പോകാത്തത്. അപ്പോൾ ഇവരിവിടെ പറഞ്ഞിട്ടുള്ളത് ഡെൽറ്റ H മിക്സിങ് greater than 0 എന്നാണ്. that is wrong. delta H mixing equal to 0, yeah, that will be probably correct. Then delta V mixing is greater than 0, that will be wrong. delta H mixing is less than 0, so option B is the right answer. അപ്പോൾ ഒരു മാർക്കിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകല്ലേ? ഓക്കെ, ഓക്കെ, ദെൻ നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം? കിടക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ പോസിറ്റീവ് ഡീവിയേഷൻ ഓഫ് സൊല്യൂഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എടാ, ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുക? കൂടുക. ഈ വേപ്പർ പ്രഷർ കൂടണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് വേപ്പേഴ്സ് എന്ത് ചെയ്യണം? ഈ ഫ്രീ സ്റ്റേറ്റിലോട്ട് അവരെന്ത് ചെയ്യണം? വേപ്പർ ഫേസിലോട്ട് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം വെച്ചിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഇവിടുത്തെ AB ഇൻട്രാക്ഷന് വളരെ വീക്കറാണ് ആരെക്കാളും? AA ഇൻട്രാക്ഷനേക്കാളും അതേപോലെ തന്നെ BB ഇൻട്രാക്ഷനേക്കാളും. അപ്പോൾ ഈ ഒരൊറ്റ പോയിന്റ് ഞാനിത് ബിൽഡ് ചെയ്യാൻ പോവാണേ. ഓയിക്കോ, അപ്പോൾ എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് സൊല്യൂഷൻസ് വിച്ച് ഡു നോട്ട് ഒബേ റൗൾസ് ലോ, those solutions which do not obey Raoult's law due to a weaker solvent solute interaction than solvent and solute interaction. Yeah, that's all. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ വീക്ക് AB interaction എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഒബ്വിയസ് ആണ്, അവരുടെ വേപ്പർ പ്രഷർ കൂടുതലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ. സോ അപ്പോൾ എന്താ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those solutions which do not obey Raoult's law and the solvent solute interaction is weaker
than solvent and solute interaction, so it show probably a positive deviation from Raoult's law. Okay, so അപ്പോൾ ആ പരിപാടി അങ്ങോട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാ ഇവന്മാർ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ അസിയോട്രോപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ എന്താണ് അസിയോട്രോപ്പ് എന്ന്? മക്കളെ എന്താണ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസിയോട്രോപ്പിന്റെ അസിയോട്രോപ്പിന് നമുക്ക് ഒരുപാട് ഡെഫിനിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസിയോട്രോപ്പിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. അസിയോട്രോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ബൈനറി മിക്സ്ചർ. ഇവിടെ ഒരു കയ്യ ഉണ്ട് ആൻഡ് കൈബി ഉണ്ട് എന്ന് വിചാരിച്ചോ. കയ്യ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, കൈബി ഉണ്ട്. ഈ കയ്യ ഒരു 1:2 റേഷ്യോയിലാന്ന് വിചാരിച്ചു നിങ്ങൾ. കയ്യ ഈസ് ടു കൈബി റേഷ്യോ ഒരു 1:2 ആണെന്ന് വിചാരിച്ചു വെറുതെ. അല്ലെങ്കിൽ കയ്യ ഇവിടെ എത്രയാണ്, ഒരു 0.4ഉം കൈബി എത്രയാണ്, ഒരു 0.6 ആണെന്ന് വിചാരിച്ചോ. ഇനി വാപ്പർ ഫേസിലുള്ള ഇവന്മാരുടെ മോൾ ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് YA ആൻഡ് YB, ഇതും ഈ പറയുന്ന പോലെ 0.4ഉം 0.6ഉം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സോ ദീസ് ആർ ബൈനറി മിക്സ്ചേഴ്സ് ഹാവിങ് സെയിം കോമ്പോസിഷൻ ഇൻ വാപ്പർ ഫേസ് ആസ് വെൽ ആസ് ഇൻ എന്താണ്, ലിക്വിഡ് ഫേസ് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പൊ എന്താ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദീസ് ആർ ബൈനറി മിക്സ്ചർ having same composition in vapor phase as well as in liquid phase. അപ്പൊ ഇങ്ങനെ ഒരു വാപ്പർ ഫേസിനും ലിക്വിഡ് ഫേസിനും കോമ്പോസിഷൻ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം എന്ത് ചെയ്യും, ഒരു മാർക്ക് സുഖമായിട്ട് കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ഒരു കാര്യം കൂടെ പറയാം. ഈ വാപ്പർ ഫേസിലെ ഈ പറയുന്ന മോൾ ഫ്രാക്ഷനും അതേപോലെ തന്നെ ഈ പറയുന്ന എന്തിലെ കോമ്പോസിഷനും ലിക്വിഡ് ഫേസിലെ കോമ്പോസിഷനും സെയിം ആയതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ഒരിക്കലും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റൂല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. സോ അപ്പൊ നമുക്ക് അതും കൂടെ പറയാം. ഡു നോട്ട് separated by using fractional distillation. അപ്പൊ ഇവന്മാർ എന്താണ്, ഒരു കോൺസ്റ്റന്റ് ബോയിലിംഗ് ലിക്വിഡ് ആണ്. ഒരു കോൺസ്റ്റന്റ് ബോയിലിംഗ് ലിക്വിഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എന്ത് ചെയ്യാം, പറയാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, പറയാം. അപ്പൊ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ്, ആദ്യത്തെ പോയിന്റ് ആണ് കുറേ കൂടി അഭികാമ്യം. സോ ആ പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ ബൈനറി മിക്സർ ഹാവിംഗ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ഫേസ് ആൻഡ് വാപ്പർ ഫേസ്. ഓക്കെ, സോ ഈ ഡയഗ്രം ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം എന്ത് ചെയ്യും, അത് സുഖമായിട്ട് എന്ത് ചെയ്യാം, അതിന്റെ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കാണ്. ഫോർ എത്തനോൾ അസറ്റോൺ മിക്സ്ചർ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇന്ററാക്ഷൻ. ഓക്കെ, ഇത് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, നോക്കടാ, എത്തനോളും അസറ്റോണും ആണ്. ഇങ്ങനെ ആലോചിക്കുക, സോൾവെന്റ് ഇന്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ AB interaction is weaker than AA and BB interaction എന്ന് പറഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, ഇവിടെ പ്രോബബ്ലി വാപ്പർ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം ഇവരുടെ ഇന്ററാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ വാപ്പർ ഫേസിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ വാപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ ഇത് ഏത് ഡീവിയേഷൻ ആണ്, ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് നമ്മോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഡസ് ദിസ് സൊല്യൂഷൻ ഒബേ റൗൾട്ട്സ് ലോ എന്നാണ്. നോ, ദിസ് സൊല്യൂഷൻ റൗൾട്ട്സ് ലോ എന്ത് ചെയ്യില്ല, ഒബേ ചെയ്യൂല. ബിക്കോസ് ഇതെന്താണ്, ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്, ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് പറയാം. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ഇനി ഗിവ് ദ വാപ്പർ pressure mole fraction graph for this solution. എടാ, അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കണ് എത്തനോളും അസറ്റോണും. അതേപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറെ എക്സാമ്പിൾസ് ഉണ്ട്. എത്തനോൾ വാട്ടർ, ഓക്കെ, എത്തനോൾ വാട്ടർ, എത്തനോൾ H2O ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബബിളി ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു ആൽക്കഹോളിനെ കണ്ടു കഴിഞ്ഞാൽ പ്രോബബിളി നിങ്ങൾ ഉറപ്പിച്ചോ അത് ഏതായിരിക്കും, പോസിറ്റീവ് ഡ്യൂവേഷൻ ആയിരിക്കും ആൽക്കഹോളിനെ. ആസിഡിനെ കണ്ടു കഴിഞ്ഞാൽ നേരെ തിരിച്ചാ വരിക, ആസിഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, സോ അപ്പോൾ എത്തനോൾ ആൻഡ് H2O നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇതേ എത്തനോളിന് H2O നമുക്ക് അസിയോട്രോപ്പിന് എക്സാമ്പിൾ ആയിട്ടും പറയാം അല്ലേ. അതായത് 95% എത്തനോളും 5% H2Oയും ഒരു എന്താണ്, അസിയോട്രോപ്പിന് എക്സാമ്പിൾ ആണ്. ദിസ് അസിയോട്രോപ്പ് ഈസ് നോൺ ആസ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അല്ലേ. പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഡിവിയേഷൻ മിനിമം ബോയിലിംഗ്, നെഗറ്റീവ് ഡിവിയേഷൻ മാക്സിമം ബോയിലിംഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇവൻ ഒരു മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും കൂടിയാണ്. പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അതല്ല, ഗിവ് ദ വാപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഫോർ ദിസ് സൊല്യൂഷൻ എന്നാണ്. ഓക്കെ, സോ നമുക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രാഫ് പ്രോബബ്ലി എന്ത് ചെയ്യാം, നമുക്ക് പ്ലോട്ട് ചെയ്ത് കൊടുക്കാം.
Wait. Okay, yeah. So അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. Wait. ഇതാണ് നമ്മുടെ ഐഡിയൽ സൊല്യൂഷന്റെ പ്ലോട്ട് ഇങ്ങനെ വരിക. Wait. എനിക്ക് ഡോട്ടഡ് ലൈൻ വരക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. സോ ഇതിനെ ഞാൻ കൈ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് കൈ 2 ഈക്വൽ ടു എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് മോൾ ഫ്രാക്ഷൻ. ഇനി ഇവിടെ കൈ 1 equal to 0 and chi 2 equal to എന്താണ് 1 ആണ്. ദെൻ ഹിയർ ഇവിടെ നമ്മൾ വാപ്പർ പ്രഷർ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് പ്രോബ്ലി നോക്ക്, ഈ 1 നോക്കടാ, കൈ 1 ഇവിടെ മാക്സിമം ഇവിടെ 0 ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ഇത് P1 ആയിരിക്കും. അപ്പോൾ ഇത് P1 0, ഇതെന്തായിരിക്കും P2 0 ആയിരിക്കും, ഇതെന്തായിരിക്കും P2 ആയിരിക്കും. ബട്ട് ഹിയർ ഇറ്റ് ഇസ് പോസിറ്റീവ് ഡിവിയേഷൻ. അപ്പോൾ പോസിറ്റീവ് ഡിവിയേഷൻ ആണെങ്കിൽ പ്രോബ്ലി നമുക്ക് അത് കാണിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഐഡിയാലിറ്റി ആണ് ഇപ്പോൾ ഞാൻ ഈ ഡോട്ടഡ് ലൈൻ കൊണ്ട് കാണിച്ചിട്ടുള്ളത്. ഇനി പോസിറ്റീവ് ഡിവിയേഷൻ ആകുമ്പോൾ നോക്കിക്കോ, ഇതാണ് നമ്മളുടെ എന്ത് വരിക, ടോട്ടൽ പ്രഷർ വരിക. ദെൻ ഇതായിരിക്കും നമ്മളുടെ എന്ത് വരിക, P2 വരിക ഇങ്ങനെ ആയിരിക്കും. ദെൻ P1 വരല എങ്ങനെ ആയിരിക്കും, P1 ഇങ്ങനെ ആയിരിക്കും. ഇതാണ് പോസിറ്റീവ് ഡിവിയേഷൻ. നെഗറ്റീവ് ഡിവിയേഷൻ ആണെങ്കിൽ നേരെ താഴേക്ക് വരയ്ക്കുക. അപ്പോൾ അത് നെഗറ്റീവ് ഡിവിയേഷൻ ആയി. ഇത് വരച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗ്രാഫുകൾ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മക്കളെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക നോക്കുക, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Okay, clear അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubts? Okay, so നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. What type of deviation from Raoult's law exhibited by a mixture of phenol and aniline? ഫിനോളും അതേപോലെ തന്നെ എന്താണ്, അനിലിനും ആണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ ഫിനോളും അനിലിനും അതേപോലെ തന്നെ നിങ്ങൾ ഒരാളും കൂടെ പഠിച്ചു വെച്ചോ, ക്ലോറോഫോമും അസറ്റോണും അതേപോലെ തന്നെ എന്താണ് അസറ്റോണും. ക്ലോറോഫോമും അതേപോലെ തന്നെ എന്താണ് അസറ്റോൺ. ഈ ക്ലോറോഫോമും അസറ്റോണും ഫിനോളും അനിലീനും കണ്ടു കഴിഞ്ഞാൽ ഇവർ 2 ആൾക്കാരും എന്തിന് എക്സാമ്പിൾ ആണ്, നെഗറ്റീവ് ഡിവിയേഷൻ എക്സാമ്പിൾ ആണ്. ഇവരുടെ ഈ പറയുന്ന ഇൻട്രാക്ഷനെ പറ്റിയിട്ട് പ്രോബബ്ലി ചോദ്യം വരാം. ഈ ക്ലോറോഫോമിന്റെ ഇടയിലുള്ള ഇൻട്രാക്ഷനും അതേപോലെ തന്നെ അസറ്റോണുകൾക്ക് ഇടയിലുള്ള ഇൻട്രാക്ഷനും നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ക്ലോറോഫോമും അസറ്റോണും വരുമ്പോഴുള്ള ഇൻട്രാക്ഷന് അതിനേക്കാളും എന്തായിരിക്കും, സ്ട്രോങ്ങർ ആയിരിക്കും. ദാറ്റ് മീൻസ് solute to solvent interaction is greater than solute interaction and എന്താണ് solvent interaction നമുക്ക് പറയാം. അപ്പോഴാണല്ലോ നെഗറ്റീവ് ഡിവിയേഷൻ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രാക്ഷൻ കൂടുമ്പോൾ വാപ്പർ ഫേസിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ത് ചെയ്യും, കുറയും. ദാറ്റ് മീൻസ് വാപ്പർ പ്രഷർ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ വാപ്പർ പ്രഷർ കുറയുമ്പോൾ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നെഗറ്റീവ് ഡിവിയേഷൻ. കണ്ട, അപ്പോൾ ഇവർ ചോദിച്ചിട്ടുണ്ട് വാട്ട് ടൈപ്പ് ഓഫ് ഡിവിയേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് ഡിവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷോ നെഗറ്റീവ് ഡിവിയേഷൻ. ജസ്റ്റിഫൈ യുവർ ആൻസർ. ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഇതാ ഞാൻ ഈ പറഞ്ഞ കാര്യം അങ്ങോട്ട് ജസ്റ്റിഫൈ ചെയ്യുക. ഇൻ കേസ് ഓഫ് ഫിനോൾ ആൻഡ് അനിലീൻ ദ intermolecular interaction is stronger than between phenol and between എന്താണ് aniline. അല്ലെങ്കിൽ പറയാം here the solvent solute interaction is greater than that of solvent interaction and solute interaction, hence the vapor pressure is lower than that of expected, hence these solutions show a negative deviation from Raoult's law എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. മക്കളെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് നെഗറ്റീവ് ഡിവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ കാണിക്കുക, ക്ലോറോഫോമും അസറ്റോണും അതേപോലെ തന്നെ ഫിനോളും എന്താണ് അനിലീനും. NCERT-യിൽ 2 എക്സാമ്പിൾസ് ആണുള്ളത്. ഈ 2 എക്സാമ്പിളും പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരാളെയും കൂടെ പഠിച്ചു വെക്കാൻ പറ്റും. പ്രോബബ്ലി അവന് വിളിക്കുന്ന പേരാണ് നമ്മളെ HNO3 ഇല്ലേ, HNO3 പ്ലസ് എന്താണ് H2O. ഇവര് നെഗറ്റീവ് ഡിവിയേഷൻ ആണ്. ഇത് നമ്മൾക്ക് NCERT-ൽ പറഞ്ഞതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അസിയോട്രോപ്പിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. ആരാ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? സോ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് ഈ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് മാറുക. അപ്പോൾ അവരെയും നമുക്ക് എന്ത് ചെയ്യും, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് നെഗറ്റീവ് ഡീവിയേഷനിൽ കൊണ്ടുവരാം. അപ്പോൾ ഈ 3 NCERT പറയുന്ന എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. ഒരു എക്സാമ്പിൾ ഒക്കെയാണ് മാക്സിമം ചോദിക്കുക. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് മനസ്സിലാവണം. സോ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഇൻട്രാക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, റെഡി. സോ മക്കളെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഓക്കെ,
So define minimum boiling azeotrope with example. Yeah, ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ മിനിമം ബോയിലിംഗ്. ഓക്കെ, അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ. നമ്മൾ അതിൻ്റെ ഷോർട്ട് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കാൻ പോകുന്നത് മിനിമം ബോയിലിംഗ് പോയിന്റ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം എന്താണ്? റൗൾട്ട്സ് ലോ ആണ്. അപ്പോൾ ആരാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? സോ ദോസ് സൊല്യൂഷൻസ് വിച്ച് ഷോ a positive deviation, those solution which show a high positive deviation, ഒരു ലാർജ് പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് എന്തായിട്ട് മാറുക? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് മാറുക. സോ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആർ ദോസ് സൊല്യൂഷൻസ് വിച്ച് ഷോ എ ലാർജ് പോസിറ്റീവ് ഡിവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ. ഇനി എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മിനിമം ബോയിലിംഗിന് എക്സാമ്പിൾ H2O പ്ലസ് എന്ത് പറയാമടാ? എത്തനോൾ പറയാം. അതിൻ്റെ കോമ്പോസിഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. 5% H2O and 95% ethanol is a example for minimum boiling azeotrope. അപ്പോൾ ഇത്രേ ഉള്ളൂ. മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ. ഇനി മാക്സിമം ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ അല്ലേ? പരിപാടി കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത്ര ആലോചിച്ച് വെക്കാം. മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ, മാക്സിമം ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, സോ എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എടാ എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡെഫിനേഷൻ അല്ലേ? സോ ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ എന്താടാ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ എന്താ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ദോസ് പ്രോപ്പർട്ടീസ് അല്ലേ, ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദയർ നേച്ചർ അല്ലേ? അടാ സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. പരിപാടി കഴിഞ്ഞില്ലേ? അപ്പൊ എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ദോസ് പ്രോപ്പർട്ടീസ് which only depend the number of solute particle irrespective of their nature, yeah. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ 1 മാർക്കിന് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന്. മെൻഷൻ ഫോർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഇതായി എടുക്കുന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് സാധനം. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇതും കുറേ ചോദിച്ചിരിക്കണ്. ഏതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞൂടെ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞൂടെ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് പറഞ്ഞൂടെ, ഓസ്മോട്ടിക് പ്രഷർ OP. ദീസ് ആർ 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? നമ്മൾ ഡീൽ ചെയ്യുന്ന 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇതാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. വിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റ് ഈസ് ദ ബെസ്റ്റ് ഫോർ ഡിറ്റർമൈൻ ദ മോളിക്കുലർ മാസ് ഓഫ് പ്രോട്ടീൻ? NCERT വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ ആണ് മോളാർ മാസ്. ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ തന്നെ ആക്ച്വലി എന്താണ്? ഒരു സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രോട്ടീൻ ആണ് നമ്മുടെ സൊല്യൂട്ട് മോളിക്യൂൾ എങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ വെച്ചോ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വെച്ചോ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് വെച്ചോ, ഓസ്മോട്ടിക് പ്രഷർ വെച്ചോ ഒക്കെ അവരുടെ മോളാർ മാസ് കണ്ടുപിടിക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ΔP ഡിവൈഡഡ് ബൈ എന്താണ്? P0 ആണ് അല്ലേ? ഇനി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ΔTB ആണ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ΔTF ആണ്. സോ ഓസ്മോട്ടിക് പ്രഷർ വെറും പയ്യ. ഇതൊക്കെ ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ഈ വാല്യൂസ് ഒക്കെ സ്മോളർ വാല്യൂസ് ആയിരിക്കും. സ്മോളർ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ ആക്യുറസി വളരെ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ, ഒരു മോളിക്കുലാർ മാസ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ ഒരു വലിയ വാല്യൂ ആയതുകൊണ്ട് തന്നെ, അതൊരു ചേഞ്ച് അല്ലാത്തതുകൊണ്ട് തന്നെ അത് കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള, കുറേ കൂടെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യും? തരും. എന്തിനെ പറ്റി? മോളിക്കുലാർ മാസിനെ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ പോലെയുള്ള ബയോമോളിക്യൂൾസിൻ്റെ, ലാർജ് ബയോമോളിക്യൂൾസിൻ്റെ ഒക്കെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഈ ഓസ്മോട്ടിക് പ്രഷർ ആണ് യൂസ് ചെയ്യുക. അത് നിങ്ങളൊന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോലെ. അപ്പോൾ നമ്മൾ എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ച്, ഏതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ച്, അതിനെ ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് മോളിക്കുലാർ മാസ് ഓഫ് പ്രോട്ടീനെ നന്നായിട്ട് ഡിറ്റർമൈൻ ചെയ്യാനെന്ന് എന്ത് ചെയ്ത് പഠിച്ച്. ഓക്കെ അല്ലേ? സോ അടുത്ത ദിവസത്തിലോട്ട് എടുക്കല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 18 gram of glucose dissolved in 1 kilogram of water in a saucepan
At what temperature will water boil at 1.013 bar? So KB തന്നിട്ടുണ്ട്, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ബോയിലിംഗ് പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇക്വേഷൻ ആയിരിക്കടാ? നമ്മുടെ ഡെൽറ്റ ടി ബിന്റെ ഇക്വേഷൻ ആയിരിക്കും അല്ലെ. ഡെൽറ്റ ടി ബി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അതായത് ടി ബി മൈനസ് എന്താണ്? ടി ബി സീറോ. ഇതിൽ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഈ ടി ബിനെ പറ്റിയിട്ടാണ്. ടി ബി സീറോ നമുക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. 373.15 കെൽവിൻ ആണ് ടി ബി സീറോ. അങ്ങനെയാണെങ്കിൽ വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എടാ സൊല്യൂട്ടിന്റെ മാസ് ഗ്ലൂക്കോസ് ആണ്, അതുകൊണ്ട് തന്നെ 18 ഗ്രാം. ഇനി സൊല്യൂട്ടിന്റെ മോളാർ മാസ്, ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് നമുക്കറിയാം, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, 180 ഗ്രാം പെർ മോൾ ആണ് വരിക അല്ലേ. ഇനി 1 കിലോഗ്രാം വാട്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ മാസ് ഓഫ് സോൾവെന്റ് WA ഈക്വൽ ടു 1 kilogram, that means 1000 gram ആണ്. ഇനി നേരെ ഇക്വേഷനിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എന്താടാ? കെ ബി ഇൻറ്റു മൊളാലിറ്റി ആണ്. ദാറ്റ് മീൻസ് കെ ബി ഇൻറ്റു WB ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എന്താണ്? WA. കെ ബിന്റെ വാല്യൂ 0.52 ആണ്. ദെൻ എംബിന്റെ വാല്യൂ എത്രയാടാ? 180 ആണ്. സോറി, MB അല്ല, WBന്റെ വാല്യൂ 18 ആണ്. ഡിവൈഡഡ് ബൈ MB ഈക്വൽ ടു 118 ആണ്. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എന്താണ്? 1000. ഓക്കെ, സോ അപ്പോൾ ഇത് 10, അപ്പോൾ 0.52 ഡിവൈഡഡ് ബൈ 10 0.052 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ടി ബി മൈനസ് ടി ബി സീറോ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ടി ബി മൈനസ് ടി ബി സീറോനെ 373.15 എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.052. സോ ടി ബി ഈക്വൽ ടു 0.052 പ്ലസ് എത്രയാടാ? 373.15 ആണ്. Okay, it is equal to 373.202 Kelvin. Yeah, this will be our answer. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ റിലേറ്റീവ് ലോവറിങ്, സോറി, ഇതിപ്പോൾ നമ്മുടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നാണ്. ഇതേപോലെ തന്നെ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിലെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് നോക്കാം, ചിലപ്പോൾ അത് വരുന്നുണ്ടാവും. ഓക്കെ, ഡിഫൈൻ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് സാധാരണ ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഇത് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, അയ്യോ ഇതിപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ഒന്നും പഠിച്ചു വെച്ചിട്ടില്ലല്ലോ. വളരെ എളുപ്പമാണ്. മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അത് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു KF ഇൻറ്റു മൊളാലിറ്റി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത്? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ്, ഏത് കോൺസ്റ്റന്റ് ആണ്? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഈ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റിനെ ഞാനിവിടെ മൊളാരിറ്റി ഈക്വൽ ടു എന്തെന്ന് വിളിച്ച്? 1 വിളിച്ച്. അതായത് ഒരു മൊളാരിറ്റി 1 ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെന്ന് വിചാരിച്ചോ. മൊളാരിറ്റി 1 ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 മോൾ സൊല്യൂട്ട് 1 കിലോഗ്രാം സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള സൊല്യൂഷന്റെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. അപ്പൊ ഇത് M1 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു എന്തായിരിക്കും? KF ആയിരിക്കും. ദാറ്റ് മീൻസ് ദ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, അല്ലെങ്കിൽ ദ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ depression in freezing point of a 1 molar solution. ഒരു മോളാർ സൊല്യൂഷന്റെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. കണ്ടോ, എത്ര എളുപ്പം നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തു. ഇത്രയുള്ള പരിപാടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബ്ലി ഈ പറയുന്ന എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്തൂടെ? ഡെൽറ്റ ടി ബി ഈക്വൽ ടു എന്താണ്? കെ ബി ഇൻറ്റു മൊളാലിറ്റി ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം. ഹിയർ മൊളാലിറ്റി 1 ആയി എന്ന് വിചാരിച്ചോ. മൊളാലിറ്റിനെ ഞാൻ യൂണിറ്റ് ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ദ കെ ബി, ദാറ്റ് മീൻസ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ elevation of boiling point of 1 molar solution നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതാണ്. ഇനി അവിടെ നിന്ന് ഒരു പ്രോബ്ലം അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. 0.4 gram of non electrolyte dissolved in 20 gram of benzene lowers its freezing point. That means അവർ ഡെൽറ്റ ടി എഫ് നമുക്ക് തന്നിട്ടുണ്ട് 0.75 ആണ്. The freezing point depression constant of benzene തന്നിട്ടുണ്ട്. KF equal to 5.12 Kelvin kilogram per mole ആണ്. ഇനി 0.5 WB തന്നിട്ടുണ്ട് 0.4 gram ആണ്. നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ദാറ്റ് മീൻസ് വാൻ ഹോഫ് ഫാക്ടർ I ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. നമുക്കറിയാം വാൻ ഹോഫ് ഫാക്ടറും കൂടി ശരിക്കും അവിടെ പരിഗണിക്കണം. പക്ഷെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന അധിക ക്വസ്റ്റ്യനിലും വാൻ ഹോഫ് ഫാക്ടർ എന്താവാറുണ്ട്? 1 ആവാറുണ്ട്. പക്ഷെ അപ്പോഴും സൂക്ഷിക്കുക. NaCl പോലെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വാൻ ഹോഫ് ഫാക്ടറിനും കൂടി അവിടെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ദെൻ 20 gram of benzene, ദാറ്റ് മീൻസ് WA യും തന്നിട്ടുണ്ട്.
weight is equal to എത്രയാണ് 20 gram. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, നമുക്ക് നേരെ ഇക്വേഷനിലോട്ട് പോവാം. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി അല്ലേ? മൊളാലിറ്റി നമുക്ക് ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡബ്ല്യു എന്ന് വിളിച്ചൂടെ? അപ്പോൾ എം ബി ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. എം ബി ഈക്വൽ ടു കെ എഫ്. ഓക്കെ, കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എത്രയാണ്? ഡബ്ല്യു എ. ഇപ്പോൾ കെ എഫിൻ്റെ വാല്യൂ എത്രയാടാ? 5.12. ഡബ്ല്യു ബി എത്രയാണ്? 0.4. ഡെൽറ്റ ടി എഫ് എത്രയാണ്? 0.75 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഈക്വൽ ടു 20. ഓക്കെ, സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഞാനത് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ട്, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്യണം? ഓക്കെ, നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കണം. ഓക്കെ, so what is reverse osmosis? Mention one important practical utility of reverse osmosis. Okay, എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് വളരെ എളുപ്പം പറയാൻ പറ്റും. അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓസ്മോസിസ് വളരെ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഇതിൽ കൂടെ ഒന്ന് പോയി നോക്കാം എന്താണ് ഓസ്മോസിസ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം. ആ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓർമ്മ ഉണ്ടെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നോക്കിക്കോ, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സലൈൻ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ നമുക്കറിയാം ഈ ഉപ്പുവെള്ളമാണ് നമ്മൾ പിന്നീട് എന്താക്കുന്നത്? ഫ്രഷ് വാട്ടർ ആക്കി മാറ്റുന്നത്. അപ്പോൾ സലൈൻ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ ആണ് നമ്മളുടെ മെയിൻ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഡീസലൈനേഷൻ ഓഫ് എന്താണ്? സീ വാട്ടർ. യാ, വെരി ഗുഡ് ജാക്ക്. ഓക്കെ, സാക്ക്. ഓക്കെ, യാ, സീ വാട്ടർ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. ഈ സീ വാട്ടർ പ്യൂരിഫിക്കേഷൻ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നോക്കിക്കോ, പ്രോബ്ലി നമ്മുടെ കയ്യിൽ ഇനി എന്തുണ്ട്? ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ കണ്ടെയ്നറിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ സോൾട്ട് വാട്ടർ അഥവാ നമ്മുടെ സീ വാട്ടർ ഉണ്ട്, ഇപ്പുറത്ത് ഒരു ഫ്രഷ് വാട്ടർ ആണുള്ളത്. ഇവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക? ലീവ് ചെയ്യുക. ഇതൊന്നും ഇല്ലാന്ന് വിചാരിച്ചു. ഇതൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ ഓസ്മോസിസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ ഫ്രഷ് വാട്ടർ ഉണ്ടല്ലോ, ഈ സാൾട്ട് വാട്ടറിലേക്ക് പോണതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ദ മൂവ്മെന്റ് ഓഫ് എന്താണ് ഓസ്മോസിസ്. ഞാൻ ആദ്യം പറഞ്ഞ റിവേഴ്സ് ഓസ്മോസിസ് അല്ല, ഞാൻ ഓസ്മോസിസ് പഠിപ്പിക്കാൻ പോവാണ്. നോക്കിക്കോ, ഒരു ഫ്രഷ് വാട്ടർ സോൾട്ട് വാട്ടറിലേക്ക് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇത് ലോവർ കോൺസെൻട്രേഷൻ ആണ്, ഇതെന്താണ്? ഹയർ കോൺസെൻട്രേഷൻ ആണ്. ഇതെന്താണ്? ഹയർ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ദ മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ തെറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ തന്നെ തെറ്റാണ്. നിങ്ങൾക്ക് ആദ്യം വിട്ടിടും. അപ്പോൾ ഒരിക്കലും സൊല്യൂട്ട് പാർട്ടിക്കിൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. ആര് മാത്രമേ മൂവ് ചെയ്യുള്ളൂ? സോൾവെന്റ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഒരിക്കലും സെമി പെർമിയബിൾ മെംബ്രെയിൻ കൂടെ അലൗഡ് അല്ല. ആര് മാത്രം അലൗഡ് ആണ്? സോൾവെന്റ് പാർട്ടിക്കിൾസ് മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പോൾ ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് ഫ്രം lower concentration to higher concentration across a semi-permeable membrane is known as osmosis. കണ്ടോ? അപ്പോൾ ഓസ്മോസിസ് കഴിഞ്ഞു. അപ്പോൾ ഓസ്മോസിസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോവർ കോൺസെൻട്രേഷന് ഹയർ കോൺസെൻട്രേഷനൊക്കെ ഉള്ള സോൾവെന്റിന്റെ മൂവ്മെന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസ്മോസിസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? ഈ ഓസ്മോസിസ് നിൽക്കും എപ്പെന്നറിയോ? ഈ പറയുന്ന ഓസ്മോസിസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. ഞാനില്ലേ ഈ പറയുന്ന ഓസ്മോസിസ് ഈ സോൾവെന്റ് മോളിക്യൂൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷർ പൈയാന്ന് വിചാരിച്ചോ. എന്താണ്? പൈ. ഓക്കെ, ഈ പൈയിൻ്റെ അത്ര തന്നെ പ്രഷർ ഞാൻ ഇവിടുന്ന് അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ സോൾവെന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അവിടെ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? നിൽക്കും. അപ്പോൾ ഓസ്മോസിസ് അവിടെ എൻറ്റയർലി എന്തായിന്നറിയോ? സ്റ്റോപ്പായി. ഓസ്മോസിസ് അവിടെ എൻറ്റയർലി സ്റ്റോപ്പായി. അപ്പോൾ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോണ്? പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? അതിനേക്കാളും വലിയൊരു പ്രഷർ കൊടുത്തെന്ന് വിചാരിച്ചോ. കണ്ടോ? അതാണ് ഇവന്മാർ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കണ്ട, പ്രഷർ ഗ്രേറ്റർ ദാൻ എന്താണ്? പൈ. അപ്പോൾ ഹൈ പ്രഷർ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന സോൾവെന്റ് മോളിക്യൂൾ അപ്പോൾ ഒരിക്കലും സൊല്യൂട്ട് മൂവ് ചെയ്യില്ല, സോൾവെന്റ് തന്നെയാണ് മൂവ് ചെയ്യുക. സോൾവെന്റ് മോളിക്യൂള് ഈ സാൾട്ട് വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് അഥവാ ഹയർ കോൺസെൻട്രേഷന് ലോവർ കോൺസെൻട്രേഷനിക്ക് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? റിവേഴ്സ് ഓസ്മോസിസ്. അപ്പം ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ when we apply a high pressure than osmotic pressure. കണ്ടോ? അതായത് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയൊരു പ്രഷർ കൊടുക്കുമ്പോൾ സോൾവെന്റ് പാർട്ടിക്കിള് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ റിവേഴ്സ് ഓസ്മോസിസ്.
അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ല, റിവേഴ്സ് ഓസ്മോസിസ് ഒരു എനർജി നീഡഡ് പ്രോസസ് ആണ്. അതുകൊണ്ടാണ് കടൽ വെള്ളം ശുദ്ധീകരിക്കാൻ നമുക്ക് എനർജി വേണ്ടത്. സോ ഇപ്പോൾ ഇവിടെ ഫ്രഷ് വാട്ടർ അക്യുമുലേറ്റ് ചെയ്യും. ഈ ഫ്രഷ് വാട്ടർ നമുക്കറിയാം, എക്സസ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ നിങ്ങൾക്ക് ഇവിടെ കളക്ട് ചെയ്യാം. ഇതാണ് ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ. ഓക്കെ, സോ പരിപാടി കഴിഞ്ഞ് അപ്പോൾ ഈ പറയുന്ന സീ വാട്ടർ പ്യൂരിഫിക്കേഷൻ നമുക്ക് ഇത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദ സൊല്യൂഷൻ ഹാവിംഗ് ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻസ് അല്ലേ? അവർ നമ്മൾ എന്താ വിളിക്കുക, ഐസോട്ടോണിക് എന്നല്ല വിളിക്കുക. സോ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അതായത് ഈ പറയുന്ന രണ്ട് സൊല്യൂഷൻ നിങ്ങൾ എടുക്കുകയാണ്, π1 ഉണ്ട് π2 ഉണ്ട്. ഇവിടെ രണ്ടാൾക്കാരുടെ എന്ത് ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയി. ഇവരെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്, ഐസോട്ടോണിക് സൊല്യൂഷൻ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഐസോട്ടോണിക് സൊല്യൂഷന്റെ C1RT ഈക്വൽ ടു എന്തായിരിക്കും, C2RT ആയിരിക്കും. എടാ നോക്കടാ, C1RT ഈക്വൽ ടു C2RT ആയിരിക്കും. അപ്പോൾ ഇവരുടെ കോൺസെൻട്രേഷൻ C1 ഈക്വൽ ടു എന്തായിട്ട് മാറും മക്കളെ, C2 ആയിട്ട് മാറും. C1 ഈക്വൽ ടു എന്തായിട്ട് മാറും, C2 ആയിട്ട് മാറും. യാ കൃഷ്ണ, വെരി ഗുഡ് വെരി ഗുഡ്. യാ ഓക്കെ, വെരി അതേഴ്സ്. ഓക്കെ, നിങ്ങൾ ലൈവ് ചാറ്റിൽ ഒന്നും കൂടെ ആക്റ്റീവ് ആവും മക്കളെ. നമ്മൾ ആകെ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക, എല്ലാവരെയും ഒന്ന് വിളിച്ചു വരുത്തി. ഓക്കെ, സോ എനിവേ അപ്പോൾ C1 ഈക്വൽ ടു C2 ആണ്. അപ്പോൾ ഐസോട്ടോണിക് സൊല്യൂഷന്റെ സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐസോട്ടോണിക് സൊല്യൂഷന്റെ എന്തും കോൺസ്റ്റന്റ് ആയിരിക്കും, കോൺസെൻട്രേഷൻ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദ സൊല്യൂഷൻ ഹാവിംഗ് ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ ഈസ് നോൺ ആസ് ഐസോട്ടോണിക് സൊല്യൂഷൻ. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 400 centimeter cube and aqueous solution of a protein contains 1.26 gram of protein. That means this will be WB. ഓക്കെ, അപ്പോൾ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മില്ലി ലിറ്റർ ആണ്. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 400 milliliter. Okay, the osmotic pressure of such solution at 300 Kelvin. Here temperature equal to 300 Kelvin ആണ്. Osmotic pressure π എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. Calculates the molar mass of protein. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ ഒക്കെ കണ്ടുപിടിക്കാൻ ഓസ്മോട്ടിക് പ്രഷർ ആണ് ഏറ്റവും ബെറ്റർ മെത്തേഡ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. വി നോ ദ ഇക്വേഷൻ π ഈക്വൽ ടു എന്താണ്, C ഇൻറ്റു RT. അപ്പോൾ സീനെ നമുക്ക് എന്ത് വിളിക്കാം, WB ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം എന്ന് വിളിച്ചൂടെ, ഇൻറ്റു RT. അപ്പോൾ ഇവിടെ MB ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ MB നെ പുറത്തേക്ക് എടുത്ത് MB ഈക്വൽ ടു WB ബൈ π ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻറ്റു എന്താടാ RT. 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻറ്റു RT. WB എത്രയാ, WB ഈക്വൽ ടു 1.26 ഡിവൈഡഡ് ബൈ π എത്രയാ, 2.57 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ V ഈക്വൽ ടു എത്രയാടാ, 400. ആറിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 0. നല്ല മനുഷ്യന്മാർ, ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.0821 ഇൻറ്റു എന്താടാ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300 Kelvin. ഇത് ഞാൻ ചെയ്ത സമയം കളയണം. ഓക്കെ, ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ ഞാൻ ചെയ്യൂല. ഇത് നിങ്ങൾ എന്ത് ചെയ്തോളൂ, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്തോളി. ഓക്കെ, സോ ഫൈനൽ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇത്ര ഉള്ള വഴി. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം നമ്മൾ. ഓക്കെ, ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ഈസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ഈസ് നോൺ ആസ്, പറയടാ. ഓക്കെ, നിങ്ങൾ പറ എന്താണ് അതിന്റെ ആൻസർ. എടാ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക, ഓക്കെ, ഇത് നമ്മൾ എന്ത് വിളിക്കും, മൊളാലിറ്റി എന്നല്ല വിളിക്കുക. ദിസ് ഇസ് നോൺ ആസ് മൊളാലിറ്റി. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മൊളാലിറ്റി അല്ലെ. എന്താ മോളാർ മാസ്, മോളാർ മാസ് ഒക്കെ ഒന്ന് ഇങ്ങോട്ട് ചോദിക്കൂല, ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലേ, മാസ് ഓഫ് 1 mole ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, ദെൻ മോൾ ഫ്രാക്ഷൻ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്താണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ സൊല്യൂട്ട് ഇസ് ഡിസോൾവ്ഡ് ഓർ അസോസിയേറ്റഡ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ വാൻ ഹോഫ് ഫാക്ടർ സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, വാൻ ഹോഫ് ഫാക്ടർ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ഇവരിപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ സൊല്യൂട്ട് ഈസ് ഡിസോസിയേറ്റഡ് ഓർ അസോസിയേറ്റഡ്. ഒരു സൊല്യൂട്ട് എത്രത്തോളം ഡിസോസിയേറ്റ് ആയി, എത്രത്തോളം അസോസിയേറ്റ് ആയി, നമുക്ക് വാൻ ഹോഫ് ഫാക്ടറുടെ ഇക്വേഷൻ വെച്ചിട്ടാണ് അത് സുഖമായിട്ട് ഡിഫൈൻ ചെയ്യുക. വാൻ ഹോഫ് ഫാക്ടർ I ഈക്വൽ ടു number of moles of particles after dissociation or association divided by number of moles of particles before dissociation or association. ഇതാണ്ട് എഴുതി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നോക്കിക്കോ, ഇൻ കേസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ ഡിസോസിയേഷൻ ഓഫ് അസോസിയേഷൻ ആണെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ 1 ആണല്ലോ. അതായത് അവിടെ ഡിസോസിയേഷനും ഇല്ല അസോസിയേഷനും ഇല്ല എന്നർത്ഥം. ഇൻ കേസ് വാൻ ഹോഫ് ഫാക്ടർ I ഈസ് ഗ്രേറ്റർ ദാൻ എന്താന്ന് വിചാരിച്ചോ,
I is greater than എന്താണ് 1 ആണെന്ന് വിചാരിച്ചു. ഐൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ത് ചെയ്തിരിക്കണം, കൂടിയിരിക്കണം. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യണത്, അത് ഡിസോസിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യും, പൊട്ടിപ്പോവുക. ഇനി I ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ പറയുന്ന ന്യൂമറേറ്റർ എന്തായിരിക്കും, കുറവായിരിക്കും, ഡിനോമിനേറ്റർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ കുറവാണ്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രോബബ്ലി എന്ത് നടക്കണം, അസോസിയേഷൻ നടക്കണം. എന്ത് നടക്കണം, അസോസിയേഷൻ നടക്കണം. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്ത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത്, സോ വാൻ ഹോഫ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ or association. If Van Hoff factor I is greater than 1, then probably the number of moles after is greater than before. So hence that particular condition denote the reaction is in dissociation, and I is less than 1 ആണെങ്കിൽ that particular condition എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അസോസിയേഷനെ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. സോ complete the table by giving the value of Van Hoff factor I for complete dissociation of solute. Complete dissociation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ടു എന്താണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ ഒരു എ ബി ഉണ്ടെങ്കിൽ അവർ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് എന്തായിട്ട് മാറും, ബി ആയിട്ട് മാറും. അപ്പോൾ പ്രോബബ്ലി ഇവിടുത്തെ Van Hoff factor 2 ആയിരിക്കും, കാരണം കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണ്. ഇതേപോലെ നമുക്ക് പറയാം. അപ്പോൾ NaCl ആണെങ്കിൽ NaCl Na പ്ലസും Cl മൈനസും ആവും. അപ്പോൾ 2 അയോൺ ഉണ്ട്, 2 അയോൺ ഉണ്ടെങ്കിൽ Van Hoff factor 2 ആണ്. AlNO3 ത്രൈസ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് Al3 plus and 3NO3 minus, ടോട്ടൽ 4 അയോൺ ഉണ്ട്. അപ്പോൾ Van Hoff factor ഈക്വൽ ടു എത്രയാണ്, 4 ആണ്. K2SO4 എന്ന് പറഞ്ഞാൽ 2 K പ്ലസ് എന്താണ്, SO4 2- ആണ്. അപ്പോൾ Van Hoff factor എത്രയാണ്, 3 ആണ്. ഇനി Al2SO4 എന്ന് പറഞ്ഞാൽ 2Al3 പ്ലസ് എന്താണ് 3SO4 2- ആണ്. അപ്പോൾ ടോട്ടൽ 5 ആണ്. അപ്പോൾ 5 ആണുള്ളതുകൊണ്ടാണ് Van Hoff factor I ഈക്വൽ ടു എത്രയാണ്, 5 ആയി. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല, നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് അടക്കാൻ പോവാണ്. സോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എല്ലാ ഏരിയാസും എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. സോ ഹിയർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഹെൻറീസ് ലോ ആൻഡ് റൗൾട്ട്സ് ലോ. ദെൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ കണ്ടീഷൻ ഏതൊക്കെയാണ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അവിടുന്ന് വരുന്ന ഇക്വേഷൻസ്, മൊളാരിറ്റിന്റെ എന്ത് ഡെഫിനിഷൻസ്, പിന്നെ ഈ പറയുന്ന റൗൾട്ട്സ് ലോ റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, പിന്നെ റിലേറ്റീവ് ഓഫ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പരമാവധി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ. ഓക്കെ, സോ ഇനി അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് എടുക്കല്ലേ. ഈ ചാപ്റ്റർ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ സെറ്റ് അല്ലേ? ഓക്കെ മക്കളെ, ഓക്കെ യാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട് നടക്കാം. സോ ഇലക്ട്രോകെമിസ്ട്രി അല്ലേ, ഇലക്ട്രോകെമിസ്ട്രി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു കിടിലൻ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഡീൽ ചെയ്യാൻ പോകുന്നു. ഇലക്ട്രോകെമിസ്ട്രി നമ്മൾ എന്തൊക്കെ നോക്കണം. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ഗാൽവനിക് സെല്ല്, ഓക്കെ ഗാൽവനിക് സെല്ലും അതേപോലെ തന്നെ അതിൽ ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാറുണ്ട്, വളരെ എളുപ്പമാണ്. അവിടെ ഏതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോഡ് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, എന്തിനാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ പറ്റി ചോദിക്കാറുണ്ട്. പിന്നെ നേൺസ്റ്റ് ഇക്വേഷൻ, ആ നേൺസ്റ്റ് ഇക്വേഷൻ ഡയറക്ട്ലി നമുക്ക് ഏതെങ്കിലും ഒരു ഗാൽവനിക് സെല്ല് വന്നിട്ട് അവിടുന്ന് നേൺസ്റ്റ് ഇക്വേഷൻ ചോദിക്കാറാണ് പതിവ്. അതിന്റെ പ്രോബ്ലംസിലേക്ക് പോകുന്നത് അധികം കണ്ടിട്ടില്ല, പക്ഷെ പ്രോബ്ലം നമുക്ക് ചോദിച്ചാൽ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നേൺസ്റ്റ് ഇക്വേഷൻ പ്രോബ്ലംസും അതേപോലെ തന്നെ നേൺസ്റ്റ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യും പറയും. ദെൻ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി, അതേപോലെ തന്നെ റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, ഈ പറയുന്ന മോളാർ കണ്ടക്ടൻസ്, അവരുടെ ഡിപ്പെൻഡൻസി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ നന്നായിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി, അതേപോലെ തന്നെ കണ്ടക്ടൻസ്, റെസിസ്റ്റൻസ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റ് ആക്കുക. ദെൻ കോളറാഷസ് ലോ, ഈ കോളറാഷസ് ലോ ഞാൻ നേരത്തെ ചാപ്റ്ററിൽ എൻട്രീസ് ലോ, റൗൾട്ട്സ് ലോ പറഞ്ഞ പോലെ ഈ ചാപ്റ്റർ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോളറാഷസ് ലോ. അതേപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷനും നമുക്ക് അസറ്റിക് ആസിഡിന്റെ ഒക്കെ എന്ത് കണ്ടുപിടിക്കാൻ, ഈ പറയുന്ന ലാംഡ കണ്ടുപിടിക്കാൻ നമുക്ക് കോളറാഷസ് ലോ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ആ പറയുന്ന അപ്ലിക്കേഷനും അതിന്റെ പ്രോബ്ലംസും കോളറാഷസ് ലോ ഡിഫൈൻ ചെയ്യാനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ദെൻ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അടുത്തൊരു ഘട്ടത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റിന്റെ റെസിസ്റ്റിവിറ്റിന്റെ ഡിപ്പെൻഡൻസി കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ മോളാർ കണ്ടക്ടിവിറ്റിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പിന്നെ നമ്മളെ ഗ്രാഫ് ചോദിക്കാറുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസിൽ കാണാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ദെൻ
പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ്, അതിൽ തന്നെ പ്രൈമറി സെക്കൻഡറി സെൽസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയും, ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അവരെ കമ്പയർ ചെയ്യാൻ പറയും. എന്താണ് പ്രൈമറി സെല്ലെന്നും എന്താണ് സെക്കൻഡറി സെല്ലും, അതിൻ്റെ ഡെഫിനിഷൻ അതേപോലെ തന്നെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ കമ്പാരിസൺസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ദെൻ അടുത്തതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത് വരുന്നത് ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽസ് മാത്രമല്ല എല്ലാ സെൽസും, ഈവൻ ലെക്ലാൻഷ്യ സെല്ലും അതേപോലെ തന്നെ ബാക്കി എല്ലാ സെൽസിനെ പറ്റിയിട്ടും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ എല്ലാ സെല്ലും, പക്ഷേ അതിൽ തന്നെ ഫ്യൂവൽ സെല്ല് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ അതവിടെ വേറെ തന്നെ ആഡ് ചെയ്തത്. ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. അതിൽ തന്നെ ഫ്യൂവൽ സെൽസ് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഫ്യൂവൽ സെല്ലും. അതിൽ തന്നെ അവിടുത്തെ ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ സിനാൻ ഹായ് ഓക്കെ, ബാബുരാജ് ഹായ് ഓക്കെ. സോ എനിവേ, അപ്പോൾ കൊറോഷനും കാര്യങ്ങളും ചോദിക്കാറുണ്ട്. എന്താണ് കൊറോഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതേപോലെ തന്നെ കൊറോഷനിൽ തന്നെ നമ്മളുടെ ഈ പറയുന്ന അയണിൻ്റെ, അതായത് നമ്മുടെ റസ്റ്റിംഗ് ഓഫ് അയൺ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റസ്റ്റിംഗ് ഓഫ് അയണിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അവിടെ ആനോഡായിട്ട് എന്ത് വർക്ക് ചെയ്യുന്നു, കാഥോഡായിട്ട് എങ്ങനെ സംഭവിക്കുന്നു, അവിടുത്തെ ഫൈനൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് ഫോം ചെയ്യുന്നത്, അല്ലേ നമുക്കറിയാം Fe2O3 ഒക്കെയാണ് ഫോം ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ദെൻ കൊറോഷനെ നമുക്ക് എങ്ങനെ തടയാമെന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഈ പറയുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക നോക്കുക. നമുക്ക് നേരെ ഇലക്ട്രോ കെമിസ്ട്രിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഗീവ് ദ സെൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാനിയൽ സെൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡാനിയൽ സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡാനിയൽ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡാനിയൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്താണ്, നമ്മളുടെ ഈ ഗാൽവാനിക് സെല്ലാണ്. ആരൊക്കെയാണ്, സിങ്ക് ആണ് അവിടുത്തെ ആനോഡ്, കോപ്പർ ആണ് അവിടുത്തെ കാഥോഡ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, zinc is anode, so zinc solid is anode. Then അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആരുണ്ടാവും, Zn2+ in aqueous state ഉണ്ടാവും. Then salt bridge, പിന്നെ നമുക്ക് കോപ്പർ 2+, അതായത് കാഥോഡിൻ്റെ ഇലക്ട്രോലൈറ്റ് aqueous solution, കാഥോഡ് കോപ്പർ 2+ in aqueous media. Then കാഥോഡ് ആരാണ്, കോപ്പർ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗാൽവനിക് സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. ഗാൽവനിക് സെല്ലിനെ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തത് the standard electrode potential of Daniel cell is 1.1 volt. Calculate the standard Gibbs energy change for the reaction ആണ് അല്ലേ. വളരെ ഫെമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ, ΔG0 = -NF ഇൻറ്റു എന്താടാ, E0 സെല്ല് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്. കാരണം Zn gives Zn2+ ആണ്, കോപ്പർ 2+ gives കോപ്പർ ആണ്. അപ്പോൾ Nൻ്റെ വാല്യൂ എത്രയാണ്, 2 ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. സോ N = 2. ഇനി F എത്രയാടാ, ഹിയർ. അപ്പോൾ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി Fൻ്റെ വാല്യൂ 96500 എന്താണ്, കുളമ്പാണ്. ദെൻ E0 സെല്ല് തന്നിട്ടുണ്ട്. E0 സെല്ല് = എത്രയാടാ, 1.1 വോൾട്ടും തന്നിട്ടുണ്ട്. ഓക്കെ, പ്രോബ്ലി ഇത് നേരെ നമ്മൾ വാല്യൂസിലിട്ട് കൊടുക്കണം. -2 × 96500 ഇൻറ്റു എത്രയാടാ, 1.1. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഇസ് ഈക്വൽ ടു 96500 2 അല്ലേ. അപ്പോൾ 96500 ഓക്കെ, ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, വെയിറ്റ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് 212 ദെൻ 300 ജൂൾ പെർ മോൾ ആൻസർ കിട്ടും. മൈനസ്, അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് കിലോ ജൂളിക്ക് മാറ്റാം. -212.3 കിലോ ജൂൾ പെർ മോൾ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോൾ ΔG0 കാണാനുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്, പ്രോബ്ലി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. എ ഗാൽവാനിക് സെൽ ഈസ് റെപ്രസെൻറ്റഡ് ആസ് bar Mg2+ salt bridge Ag+ bar Ag. Okay, so identify the anode and cathode of the above cell and write Nernst equation for its cell potential. Okay, വളരെ എളുപ്പമാണ്. ഇവിടെ ആരാണ് ആനോഡ്, ഒക്കെ Mg and Mg2+, ഇതല്ലേ ആനോഡ്. അപ്പോൾ ആനോഡ് ആരാണ്, മഗ്നീഷ്യം റോഡ് Mg ആണ് ആനോഡ്. ഇനി ആരാ കാഥോഡ്, കാഥോഡ് ഈസ് Ag ആണ് എന്ത്, കാഥോഡ്. അപ്പോൾ ഇത് ആനോഡും ഇതെന്താണ്, കാഥോഡും. അങ്ങനെയല്ല നമ്മൾ സെൽ റെപ്രസെൻറ്റ് ചെയ്യുക. ആദ്യം ആനോഡ്, പിന്നെന്താണ് കാഥോഡ്. ഐഡന്റിഫൈ ദ ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് ദ അബവ് സെൽ ആൻഡ് റൈറ്റ് Nernst equation. ഓക്കെ, Nernst equation നമുക്കറിയാം. Nernst equation നമ്മൾ എങ്ങനെ തുടങ്ങുക, E cell = E0 cell minus
0.059 അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ചിലക്ക് എഴുതാം, പക്ഷേ ഇത് മതി. 0.059 ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ. എടാ ഇവിടെ എന്താ സംഭവിക്കുന്നത്? mg ഗീവ്സ് എന്താണ്? mg2 പ്ലസ് 2 ഇലക്ട്രോൺ ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ n എത്രയാണ്? 2 ആണ്. ഇനി അടുത്തത് Ag പ്ലസ് 2 ഇലക്ട്രോൺ. Ag പ്ലസ് 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2Ag പ്ലസ് 2 ഇലക്ട്രോൺ എന്താണ്? 2Ag ആണ്. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ പ്രോബ്ലി ഡിവൈഡഡ് ബൈ എന്തായി? 2 ആയി. കാരണം n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ദെൻ ലോഗ് ആനോഡ്. ആരാ ആനോഡ്? ഓക്കെ, mg2 പ്ലസ് ഇറ്റ് ഇസ് mg2 പ്ലസ് ബാർ കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ്, പക്ഷേ 2 മോൾ Ag പ്ലസ് ഉണ്ട്, അപ്പോൾ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. So E cell equal to E0 cell minus 0.059 by 2 log mg2 plus bar Ag plus square. Okay, so ഇതാണ് നമ്മളുടെ സെൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, സിമ്പിൾ അല്ലേ? ദെൻ നമുക്ക് നേരെ അപ്പോൾ ഇതിന് 3 മാർക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സെൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. നാൻസ് ഇക്വേഷൻ ഇവിടുന്ന് വരുന്ന ചോദ്യം എന്താണ്? ഈ സെൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, സോ വെയിറ്റ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലൂടെ എടുക്കാം. ഡിസ്ക്രൈബ് അബൌട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഓക്കെടാ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ നമുക്ക് എന്തൊക്കെ പറയണം? ആദ്യം തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഒരു ഡയഗ്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഡയഗ്രം എന്ത് ചെയ്യാം? ഒന്ന് കാണിക്കാം. ദെൻ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ ഏതാണ് ഇലക്ട്രോഡ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. ദെൻ അവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ദെൻ ഇത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 3 മാർക്ക് കിട്ടും. നമുക്ക് അതൊന്ന് നോക്കാം. നോക്കോ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ ഒരു കണ്ടെയ്നർ എടുക്കുന്നു. ആ കണ്ടെയ്നറിൽ ഓക്കെ ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ്, ഇതൊരു പ്ലാറ്റിനം ഇലക്ട്രോഡാണ്. ഈ പ്ലാറ്റിനം ഇലക്ട്രോഡ് കണ്ടോ? സോ standard hydrogen electrode consists of a platinum electrode coated with a platinum black. Okay, yeah. So ഒരു finely divided by platinum coated platinum foil അല്ലെങ്കിൽ ഒരു platinum electrode ആണ് അവിടുത്തെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രോഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇനേർട്ട് ഇലക്ട്രോഡ് ആണ്. ആ ഇലക്ട്രോഡ് എന്താണ്? ഒരു ഇനേർട്ട് ഇലക്ട്രോഡ് ആണ്. പക്ഷേ നമ്മൾ അവിടേക്ക് നമ്മളെ ഈ ഗ്യാസസിനെ ഉപയോഗിക്കുന്ന നമ്മൾ പ്രോബബ്ലി ഒരു ഇനേർട്ട് ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് നമുക്കിപ്പോൾ വേണ്ട, ബോർഡ് എക്സാമിന് അത്ര ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട. അപ്പോൾ നമ്മൾ ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് എടുക്കുന്നു. ഇനി ദ ഇലക്ട്രോഡ് ഈസ് ഡിപ്ഡ് ഇൻ എ അസിഡിക് സൊല്യൂഷൻ ഓഫ് 1 molar concentration and pure hydrogen gas at 1 bar and 298 Kelvin is bubbled through it. അതായത് നിങ്ങൾ ഈ ഇലക്ട്രോഡിനെ ഇറക്കി വെക്കുന്നത് ഒരു 1 molar H+ കോൺസെൻട്രേഷൻ ഉള്ള ഒരു അസിഡിക് സൊല്യൂഷനിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇറക്കി വെക്കുന്നത്. എന്നിട്ട് ഈ പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിന് അവിടേക്ക് എന്ത് ചെയ്യാണ്? ബബിൾ ചെയ്യാണ്. കണ്ടോ? ഈ ഹൈഡ്രജൻ ബബിൾസിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒബ്സർവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ പ്രോബബ്ലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡാണ്. ഈ പ്ലാറ്റിനം ഇലക്ട്രോഡിനെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ളത് ഒരു 1 molar കോൺസെൻട്രേഷൻ ഉള്ള ഒരു അസിഡിക് സൊല്യൂഷനിലാണ്. ആ അസിഡിക് സൊല്യൂഷനിലോട്ട് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കടത്തി വിടുന്നുണ്ട്. ഇത്രയും നമ്മൾ അവിടെ ഇതിൻ്റെ ഒരു വർക്കിംഗ് നമ്മൾ പറയാം. ഇനി ഈ പറയുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ഈ സെല്ലിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം നമ്മളൊരു ഇനേർട്ട് സോളിഡ് ഇലക്ട്രോഡിനെ റെപ്രസെന്റ് ചെയ്ത് ഹിയർ ദ ഇനേർട്ട് സോളിഡ് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട്. ദെൻ നമ്മളുടെ ഇലക്ട്രോഡ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. സോ H2 ഗ്യാസ്. കണ്ടോ? H2 ഗ്യാസ്. ദെൻ നമുക്ക് അവിടുത്തെ ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു H+ സൊല്യൂഷൻ ആണ്. സോ H+ അക്വസ്. അപ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? പ്ലാറ്റിനം സോളിഡ് ബാർ H2 ഗ്യാസ് ദെൻ എന്താണ്? H+ അക്വസ്. ഇതാണ് അവിടുത്തെ എന്താ? ഹാഫ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹാഫ് സെല്ലിനെ ഞാൻ എന്ത് ചെയ്ത്? റെപ്രസെന്റ് ചെയ്ത്. ദെൻ അടുത്ത അപ്പോൾ ഇതൊരു പോയിന്റ് ആണ്, ഇതൊരു പോയിന്റ് ആണ്. ദെൻ അടുത്തത് ബൈ കൺവെൻഷൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് ടേക്കൺ ആസ് 0. ഇതിന്റെ E0 വാല്യൂ, E0 ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? E0 എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി അടുത്തത് ടു ഡിറ്റർമൈൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ എ സീരീസ് വിത്ത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആൻഡ് ദ EMF ഓഫ് ദ റിസൾട്ടിംഗ് സെൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇക്വേഷൻ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്തിനാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഡിറ്റർമൈനിങ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എനി എന്താണ് ഹാഫ് സെല്ലാണ്. നിങ്ങൾക്ക് ഏതൊരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. E0 സെൽ ഈക്വൽ ടു
E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്, അതായത് E0 ആനോഡ് മൈനസ് എന്താണ് E0 കാഥോഡ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇൻ കേസ് ഇത് 0 ആണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാല്യൂ വെച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ കേസ് ഇതാണ് 0 എങ്കിൽ ഈ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3 മാർക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലൂടെ എടുക്കാം. So what is the relationship between resistance and conductance? Okay, resistance ഉം conductance തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. എന്താണ് റെസിസ്റ്റൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്, ദ ഇൻവേഴ്സ് ഓഫ് എന്താണ്, കണ്ടക്ടൻസ് ആണ്. R ഈസ് ഈക്വൽ ടു 1/G ആണ് അവരുടെ എന്ത് റിലേഷൻ അല്ലേ, R ഈക്വൽ ടു 1/G, റെസിസ്റ്റൻസ് ഈക്വൽ ടു 1/ എന്താണ്, കണ്ടക്ടൻസ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കാം. ഓക്കെ, ദെൻ അടുത്തത് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ ഈസ്, 1 mole ഇലക്ട്രോണിന്റെ ചാർജ് എത്രയെന്ന് വെച്ചിട്ടുണ്ട്. 1 mole ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, 1 farad, which will be equal to എന്താണ് 96500 coulomb. ഓക്കെ, സോ ഓപ്ഷൻ 2 is the right answer. 96500 coulomb is the right answer. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഈസ് ഇലക്ട്രോലൈസ്ഡ് ഫോർ 20 minutes വിത്ത് എ കറന്റ് ഓഫ് 1.5 ആംപിയർ. വാട്ട് ഈസ് ദ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്? വളരെ എളുപ്പമാണ്. നിങ്ങൾ കോപ്പർ സൾഫേറ്റ് എടുക്കണം. ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതാ മറ്റേ M = ZIT ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെയല്ലേ ചെയ്യാറ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം. copper 2+, okay, here copper 2+ gives എന്താണ്, കോപ്പർ. ഓക്കെ, copper 2++ 2 ഇലക്ട്രോൺ gives എന്താണ്, കോപ്പർ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2 ആണ്. അപ്പോൾ 2 mole ഇലക്ട്രോൺ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. ഈ 2 mole ഇലക്ട്രോൺ റിലീസ് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, 2 mole ഇലക്ട്രോൺ എനിക്ക് തന്നത് 1 mole കോപ്പർ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാണ്, 2 mole ഇലക്ട്രോൺ gives 1 mole കോപ്പർ. അപ്പോൾ ഈ 2 mole ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടുത്തെ ചാർജിനെ മാറ്റാൻ പോകും. 2 mole ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 farad ആണ്. 2 farad ഈക്വൽ ടു 2 ഇൻറ്റു എത്രയാടാ, 96500 കുളുംബ് ആണ്. 2 ഇൻറ്റു 96500 കുളുംബ് ചാർജ് നമുക്ക് തരാം 1 mole കോപ്പർ, അഥവാ 63 ഗ്രാം കോപ്പർ ആണ് അവിടെ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക. പക്ഷെ നമ്മളോട് ഇവർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് 20 മിനിറ്റ് 1.5 ആംപിയർ കറണ്ട് ആണ്. സോ ദ ഇക്വേഷൻ Q ഈക്വൽ ടു എന്താണ്, IT ആണ്. അപ്പോൾ I ഈക്വൽ ടു എത്രയാടാ, 1.5 ഇൻറ്റു T എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ്. മിനിറ്റ് നമ്മൾ സെക്കൻഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ 60 വരും. അപ്പോൾ 20 ഇൻറ്റു 15 30. ഓക്കെ, അപ്പോൾ 30 ഇൻറ്റു 60. ഓക്കെ, വെയിറ്റ്, 3 6 18, 1800 കുളുംബാണ് നമ്മളുടെ എന്ത് ടോട്ടൽ ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത്രയും കുളുംബ് 63 ഗ്രാം തരുമെങ്കിൽ 1 കുളുംബ് എത്ര തരുന്നുണ്ടാവുക, 63 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 96500 ഗ്രാം കോപ്പറാണ് തരിക. അപ്പോൾ 1800 കുളുംബാണെങ്കിലോ 1800 കുളുംബ് ഗീവ്സ് 63 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 96500 ഇൻറ്റു എത്ര തരുടാ, 1800 ഗ്രാം എത്ര തരും, കോപ്പർ തരും. ഇത്രയുള്ള പരിപാടി. സോ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി വെയിറ്റ്. ഓക്കെ, സോ 9, അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഒരു 0.06 അടുത്ത് എങ്ങാനും വരും. ഓക്കെ, ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 0.06 ഗ്രാമിൻ്റെ അടുത്ത് വരും. അതിനേക്കാളും കുറച്ച് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾ കറക്റ്റ് വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിച്ച് ചെയ്യും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. ഡിഫൈൻ മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ്. മോളാർ കണ്ടക്ടിവിറ്റി ഡിഫൈൻ ചെയ്യാനാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായില്ലേ? ഇതൊന്നുമില്ല, എത്ര മോൾ ഇലക്ട്രോൺ ആണ് നോക്കാം. സോ അത്ര തന്നെ മോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ പറയുന്ന മെറ്റൽ തരും. അപ്പോൾ 2 mole ഇലക്ട്രോൺ 1 mole കോപ്പർ തരുന്നു. അപ്പോൾ 2 mole ഇലക്ട്രോൺ 1 mole കോപ്പർ. അപ്പോൾ 2 ഇൻറ്റു 96500 63 ഗ്രാം കോപ്പർ. അപ്പോൾ ഒരു കുളമ്പ് ഇത്രയും ഗ്രാം തരും. അപ്പോൾ 1800 കുളമ്പ് ഇതാ ഇത്രയും തരും. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാണ്. ഡിഫൈൻ മോളാർ കണ്ടക്ടിവിറ്റി. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സോ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മോളാർ കണ്ടക്ടിവിറ്റി of 1 mole of electrolytics. Wait. Molar conductivity is the conductivity of 1 mole. Okay, അപ്പോൾ നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ക്രോസ് സെക്ഷൻ എടുക്കാൻ പോവാണ്. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ യൂണിറ്റ് ആണ്. യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതേപോലെ തന്നെ യൂണിറ്റ് ലെങ്ത്തും ആണ്. ഇവിടുത്തെ ലെങ്ത്ത് എത്താണ്, യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ 1 മീറ്റർ ലെങ്ത്തും അല്ലെങ്കിൽ 1 മീറ്റർ സ്ക്വയർ എന്തുള്ള ഏരിയ ഉള്ള നിങ്ങൾ എന്ത് എടുക്കുക, ഒരു കണ്ടക്ടിവിറ്റി സെൽ എടുക്കുക. അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ലെങ്ത്തിലും 1 സെന്റിമീറ്റർ സ്ക്വയർ എന്തിലും ഈ പറയുന്ന ഏരിയ ഉള്ള ഒരു കണ്ടക്ടിവിറ്റി സെൽ എടുക്കുക. ദെൻ ആ കണ്ടക്ടിവിറ്റി
കണ്ടക്ടിവിറ്റി സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അവിടുത്തെ കണ്ടക്ടിവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അവിടുത്തെ 1 മോളാർ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മോളാർ കണ്ടക്ടിവിറ്റി. സോ മോളാർ കണ്ടക്ടിവിറ്റി is the conductivity of 1 mole of an electrolyte solution that kept between two electrodes of conductivity cell with a unit area of cross section and unit distance നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പറയുന്ന മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷനുള്ള ഒരു ഇലക്ട്രോഡ് എടുക്കുക, ആ ഇലക്ട്രോഡിന്, ആ 2 ഇലക്ട്രോഡിനെ എന്ത് ചെയ്യുക, ഒരു 1 സെന്റിമീറ്റർ അപ്പാർട്ട് ഡിസ്റ്റൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഒരു 1 മോൾ എന്തുണ്ടെന്ന് വിചാരിക്കുക, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, കെപ്റ്റ് ചെയ്യുക. ഈ 1 മോൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന, അതിൻ്റെ കണ്ടക്ടിവിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മോളാർ കണ്ടക്ടിവിറ്റി. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് അല്ലേ, മോളാർ കണ്ടക്ടിവിറ്റിക്ക് 1 മാർക്കാണ് പ്രോബ്ലം എന്ത് ചെയ്യുക, കിട്ടുക. ഓക്കെ, സോ ദെൻ നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ദ കണ്ടക്ടിവിറ്റി ഓഫ് 0.2 മോളാർ KCl അറ്റ് ഓക്കെ നോട്ട് എവിടെ കിട്ടും? സോ എന്തിൻ്റെ നോട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ഞാൻ എഴുതുന്നതിൻ്റെ നോട്ടാണോ? മണി ഹേസ്റ്റ് എന്ത് നോട്ടാണോ നീ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഈ നമ്മളിപ്പോൾ ഈ സ്ലൈഡ് ആണെങ്കിൽ നീ യൂണിവേഴ്സലിലാണെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ഓക്കെ PPT. ഓക്കെ, PPT നമുക്കിത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്തിട്ട് ഇന്നത്തെ ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കിട്ടും. So wait, the conductivity of 0.2 molar solution of KCl at 298 Kelvin is 0.024 gram Siemens centimeter inverse. Calculates its molar conductivity. Okay, ഇതിന്റെ molar conductivity കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. molar conductivity കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഡെൽറ്റ എം ഈക്വൽ ടു എന്താണ്, 1000 K ഡിവൈഡഡ് ബൈ എന്താണ്, മൊളാരിറ്റി ആണ്. സോ 1000 ഇൻറ്റു K ഈക്വൽ ടു എത്രയാണ്, 0.024 അല്ലേ, ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ഈക്വൽ ടു 0.2 അല്ലേ, 0.2. അങ്ങനെയാണെങ്കിൽ ഓക്കെ 1 2 3 അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 0.2 അപ്പോൾ 240/2 ഇറ്റ് ഈസ് ഈക്വൽ ടു 120 സീമൺ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് വരും. ഓക്കെ, ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചൊക്കെ, ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഡ എം ഈക്വൽ ടു 1000 K ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. അപ്പോൾ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്, 1000 K ഡിവൈഡഡ് ബൈ എന്താണ്, മൊളാരിറ്റി. അപ്പോൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. ഗ്രാഫിക്കലി റെപ്രസെന്റ് ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി with concentration of strong and weak electrolyte. ഓക്കെ, അപ്പോൾ സ്ട്രോങ്ങും വീക്ക് ഇലക്ട്രോലൈറ്റിനും കൂടെ നമ്മൾ ഒരുമിച്ച് കാണിക്കുന്ന നമ്മളുടെ ഒരു ഗ്രാഫ് ഉണ്ട് NCERT അല്ലേ, ആ ഗ്രാഫ് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? ഓക്കെ, ആ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. എന്നിട്ട് ജസ്റ്റ് എന്താണ് എടാ, ഈ ഗ്രാഫ് വരച്ച് ജസ്റ്റ് അവിടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉണ്ട്. ഇതാണ് ആ ഗ്രാഫ്, ഓർമ്മ ഉണ്ടാകുമായിരിക്കും. സോ ഞാനിവിടെ എന്ത് ചെയ്യാണ്, മോളാർ കണ്ടക്ടിവിറ്റി വേഴ്സസ് എന്താണ്, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇൻ അക്വസ് സൊല്യൂഷൻ എന്ത് ചെയ്യാണ്, ഞാൻ എടുക്കുകയാണ്. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി വേഴ്സസ് ഒരു √C ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എടുക്കാൻ പോവാണ്. ഇവിടെ ഈ പറയുന്ന CH3COH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താണ്, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, ആൻഡ് KCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. KCl എന്താണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വേരിയേഷൻ നമുക്കറിയാം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഇങ്ങനെ വരിക, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ എന്താണ്, സോ ഹിയർ ഒരു സ്റ്റീപ്പുള്ള ഒരു ഗ്രാഫാണ് വരിക. അപ്പോൾ ഈ പറയുന്ന ഗ്രാഫ് വരച്ച്, ഈ ഗ്രാഫ് 3-4 തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കും കിട്ടും. സോ നമുക്ക് ആ ഗ്രാഫ് NCERT കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് അറിയാവുന്നതാണ്. സോ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, ലീവ് ചെയ്യാൻ പോകും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ ദ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രോബ്ലി ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനെ നമ്മൾ അങ്ങനെ തന്നെ കണ്ടാൽ മതി. ഒരു വീക്ക് ആസിഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോളറാഷ് ലോ അല്ലേ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇൻഫിനിറ്റ് ഡൈലൂഷനിലുള്ള മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളറാഷ് ലോന്റെ മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അടുത്ത പോയിന്റ് അതിന് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ദ ലോ ബിഹൈൻഡ് ദിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അസറ്റിക് ആസിഡിന്റെ ആ കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം, പക്ഷെ അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കോളറാഷ് ലോ എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ദെൻ ബൈ യൂസിങ് കോളറാഷ് ലോ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ മറ്റേ ലാംഡ M0 ഓഫ് CH3COOH ഈക്വൽ ടു നമുക്ക് ഈ പറയുന്ന ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആരൊക്കെ യൂസ് ചെയ്യാം, CH3COONA വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ലാംഡ M, ലാംഡ M CH3CONA യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ലാംഡ M0 ഓഫ്
ഇനി Na ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആരെ HCl ഓക്കെ CH3 COH അല്ലേ, അപ്പോൾ HCl യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ലാംഡ M0 ഓഫ് എന്ത് NaOH യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രോബബ്ലി എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ കൊളറാഷ് ലോ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ബട്ട് കൊളറാഷ് ലോ ഈസ് പ്രിറ്റി സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ആ ലോ സ്റ്റേറ്റ് ചെയ്യാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൊളറാഷസ് ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൊളറാഷ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ആനയോൺ ആൻഡ് കാറ്റയോൺ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ലാംഡ M0 ഓഫ് CH3 COH ആണ് പറയുന്നതെങ്കിൽ അത് അവരുടെ ഈ പറയുന്ന ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ, ദാറ്റ് മീൻസ് ലാംഡ M infinity of CH3 COO minus plus എന്തായിരിക്കും ലാംഡ M infinity of CH3 H plus ആയിരിക്കും. ദിസ് വിൽ ബി കൊളറാഷ് ലോ. അപ്പോൾ ഇത് 2 മാർക്കിന് കൊളറാഷ് ലോ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് പുട്ടിൽ പീരീഡ് എന്ന പോലെ എന്ത് ചെയ്യാറുണ്ട്, കൊളറാഷ് ലോ നിങ്ങളുടെ ഇലക്ട്രോകെമിസ്ട്രിയിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ ഇറ്റ് ഇസ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കൊളറാഷ് ലോ നന്നായിട്ട് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ലാംഡ M0 ഓഫ് NaCl HCl ആൻഡ് NaAC ആർ 126.4 425.9 and 91.0 Siemens centimeter square mole inverse respectively. Calculate lambda M0 of HAC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലാംഡ M0 ഓഫ് HAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ okay, it is equal to lambda M0 of H plus plus lambda M0 ഓഫ് എന്താണ് AC മൈനസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് പ്രോബബ്ലി നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ലാംഡ M0 ഓഫ് HAC ഈക്വൽ ടു H പ്ലസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് H പ്ലസ് ഉള്ള ഒരാളെ എടുക്കാം. ദാറ്റ് മീൻസ് HCl. ലാംഡ M0 ഓഫ് HCl പറയാം. പ്ലസ് ഇനി AC മൈനസ് വേണം, അപ്പോൾ അതുള്ള ഒരാളെ ഞാനിവിടെ പിക്ക് ചെയ്ത് ലാംഡ M0 ഓഫ് എന്താണ് NaAC. പക്ഷേ എനിക്കിവിടെ ആരെ വേണ്ട, ഈ പറയുന്ന എനിക്ക് എച്ചും അതേപോലെ തന്നെ എന്ത് മതി, AC മതി. HCl എനിക്ക് ഒഴിവാക്കണം. അപ്പം ഞാൻ ലാംഡ M0 ഓഫ് എന്ത് കൊടുത്തടാ, HCl കൊടുത്തു. സോ ദ പ്രോബബ്ലി ഇറ്റ്സ് ഈക്വൽ ടു ലാംഡ M0 ഓഫ് HCl നമുക്ക് എത്ര പറയാം, 425.9 എന്ന് പറയാം. പ്ലസ് ലാംഡ M ഓഫ് NaAC ഈക്വൽ ടു 91. ദെൻ മൈനസ് ലാംഡ M ഓഫ് വെയിറ്റ് സോ എന്തോ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട് നമ്മൾ. HCl പോയി കഴിഞ്ഞാൽ HCl ഇറ്റ്സ് നോട്ട് HCl. എച്ചും വേണം എനിക്ക്, AC വേണം, CL. ഓക്കെ, ദിസ് വിൽ ബി NaCl. ഓക്കെ, സോ മൈനസ് NaCl. അപ്പോൾ 126.4 വരും. 126.4 വരും. ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 91 126 പോയി കഴിഞ്ഞാൽ 35.4 425.9 ഈക്വൾ മൈനസ് 35.5. അപ്പോൾ 390.9 പോയി കഴിഞ്ഞാൽ 4. ഓക്കെ, 390.9 പോണ്ടത്. 319.5 നമുക്ക് എന്ത് ചെയ്യും, ആൻസർ ആയിട്ട് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ കൊളറാഷ് ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. ഓക്കെ, അപ്പോൾ പ്രൈമറി സെല്ലിൻ്റെയും സെക്കൻഡറി സെല്ലിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വളരെ എളുപ്പമാണ്. നേരെ നമുക്ക് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും എന്താണെന്ന് നോക്കാം അല്ലേ. പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലാണ് അല്ലേ, റീചാർജ് ചെയ്യാൻ പറ്റാത്ത. സോ കനോട്ട് ബി റീചാർജ്ഡ് ഓർ റീയൂസ്ഡ് ആണ് ആര്, നമ്മുടെ പ്രൈമറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നോൺ റീചാർജബിൾ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സെൽ. ആൻഡ് റീചാർജബിൾ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സെക്കൻഡറി സെൽസ്. ഇനി അടുത്തത് സെൽ റിയാക്ഷൻ കനോട്ട് ബി റിവേഴ്സ്ഡ്. റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലാത്തതുകൊണ്ടാണ് പ്രോബ്ലി അതിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്തത്. റിവേഴ്സിബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് അതിനെ റീചാർജ് ചെയ്യാൻ പറ്റിയിരുന്നു. അതാണ് സെക്കൻഡറി സെല്ല്. കണ്ടോ, സെൽ റിയാക്ഷൻ ഇസ് റിവേഴ്സിബിൾ, ഹെൻസ് ഇറ്റ് ഇസ് റീചാർജബിൾ. അപ്പോൾ ഈ 2 പോയിന്റ് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയി. ദെൻ ഇനി എക്സാമ്പിളും കൂടെ നോക്കാം. പ്രൈമറി സെല്ലിന് 2 എക്സാമ്പിൾ, ഡ്രൈ സെല്ലും അതേപോലെ തന്നെ മെർക്കുറി സെല്ലും. നമ്മുടെ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും നമുക്ക് എന്തിനു വിളിക്കാം, ഈ പ്രൈമറി സെല്ലിൽ വിളിക്കാം അല്ലേ. ഡ്രൈ സെല്ലും അതേപോലെ തന്നെ മെർക്കുറി സെല്ലും. ഡ്രൈ സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്കിലൊക്കെ യൂസ് ചെയ്യുന്നത്, മെർക്കുറി സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ വാച്ചിലും ടോയ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. അവിടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നമ്മുടെ കാറിന്റെ ബാറ്ററി, നിക്കൽ കാഡ്മിയം സെല്ല് നമ്മൾ ഇലക്ട്രിക് ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ ബാറ്ററി, ഇതൊക്കെ എന്താണ്, സെക്കൻഡറി സെല്ലാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന എക്സാമ്പിൾസും എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കുക. 2 എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. പിന്നെന്തോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി സെല്ലാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി വിച്ച് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സെക്കൻഡറി സെൽ. റൈറ്റ് ദ നെയിം ഓഫ് ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ്
this cell, write the reaction taking place at anode and cathode. നോക്കോ ലെഡ് സ്റ്റോറേജ് ബാറ്ററിൻ്റെ അതേപോലെ തന്നെ ഫ്യൂവൽ സെല്ലിൻ്റെ ഈ രണ്ടിൻ്റെ നിങ്ങൾ ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ, അതേപോലെ തന്നെ പിന്നെ കൊറോഷനിൽ നമ്മുടെ റസ്റ്റിംഗ് ഓഫ് അയോണിൻ്റെ ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ എന്ത് ചെയ്യണം എന്തായാലും പഠിച്ചു വെക്കണം. ഇറ്റ്സ് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഫ്യൂവൽ സെല്ലും മാറി മാറി ചോദിക്കണം എന്താണ് ക്വസ്റ്റ്യൻ ആണ്. സോ അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, സോ നമുക്ക് നേരെ ഇതിൻ്റെ ആൻസറിലോട്ട് പോകാം. അപ്പോൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ നമുക്ക് ആനോഡ് കാഥോഡ് നോക്കി കഴിഞ്ഞാൽ അവിടെ ആനോഡായിട്ട് വർക്ക് ചെയ്യണത് ഒരു ലെഡാണ്. ആനോഡ് അവിടെ ആരാണ്? ഒരു ലെഡ് ഇലക്ട്രോഡാണ് അവിടുത്തെ എന്ത് ആനോഡ് എന്ന് പറഞ്ഞു. ഇനി കാഥോഡ് എന്ത് തന്നെയാണ്? ലെഡ് തന്നെയാണ്. പക്ഷെ ലെഡ് എന്ന് പറയരുത്, ഇറ്റ്സ് എ ലെഡ് പാക്ഡ് വിത്ത് PbO2, എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് എന്താണ് PbO2 ആണ്. സോ ദിസ് PbO2 ഈസ് ഇമ്പോർട്ടൻറ്റ്, കാരണം അവിടെ ലെഡ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഇവിടെ ലെഡ് 0 ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആരാണ് ആനോഡ്? ലെഡ് ഈസ് ആനോഡ് ആൻഡ് എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് PbO2 ഈസ് ആക്ട് ആസ് എന്താണ് കാഥോഡ്. ഓക്കെ അല്ലേ? ഇനി ആനോഡ് റിയാക്ഷൻ ലെഡിന് എന്ത് സംഭവിക്കുന്നതാണ്? ലെഡ് 2+ ആയിട്ട് മാറും. കണ്ട ലെഡ് എന്തായിട്ട് മാറിയടാ? ലെഡ് 2+ ആയിട്ട് മാറി. റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ കണ്ട ലെഡ് പ്ലസ് ഇലക്ട്രോലൈറ്റ് H2SO4 അവിടെ എന്തുണ്ട്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. ഗീവ്സ് എന്താണ്? ലെഡ് 2+. അപ്പം Pb2+ പ്ലസ് SO4 2- നമുക്ക് PbSO4 എന്ന് പറയാം. അവൻ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. ഈ 2 ഇലക്ട്രോൺ ആര് വാങ്ങിക്കും? നമ്മളുടെ PbO2 എന്ത് ചെയ്യും? വാങ്ങിക്കും. PbO2 അഗെയിൻ SO4 2- ഈസ് ആക്ട് ആസ് എ സൊല്യൂഷൻ. ദെൻ 2 ഇലക്ട്രോൺ അവൻ വാങ്ങിക്കുന്നു. അവിടെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 4 H+ വരുന്നുണ്ടായിരിക്കും. ദെൻ അഗെയിൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ്? Pb2+ തന്നെയാണ്, പ്ലസ് എന്താണ് H2O. കണ്ടോ? അപ്പോൾ ഇവിടെ ലെഡ് പോകുന്നത് ഈ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്കാണ്. ഓക്സിഡേഷൻ അതുകൊണ്ടാണ് നമ്മൾ അവനെ എന്തിൽ വിളിച്ചത്? ആനോഡിൽ വിളിച്ചത്. ഈ ലെഡ് O2 +4 എന്ന് എടുക്കാൻ പോകുന്നത് +2. കണ്ട റിഡക്ഷൻ, അതുകൊണ്ട് നമുക്ക് അവനെ എന്ത് വിളിക്കാം? കാഥോഡ് എന്ന് വിളിക്കാം. അപ്പോൾ കണ്ടോ ഇത് കാഥോഡ്, ഇതെന്താണ് ആനോഡ്. ഇനി ഓവറോൾ റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഓവറോൾ റിയാക്ഷൻ Pb+ എന്താണ്? PbO2 ഗീവ്സ് എന്താണ്? PbSO4. 2 PbSO4 ഉണ്ടാവും പ്ലസ് H2O. ഓക്കെ, വെയിറ്റ്, H2O പ്ലസ് H2O, 2 H2O. ഓക്കെ, ദിസ് വിൽ ബി ദ ഓവറോൾ റിയാക്ഷൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദെൻ നമുക്കപ്പോൾ ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ആരൊക്കെയാണ് അപ്പോൾ ആനോഡ്, ആരൊക്കെയാണ് കാഥോഡ്, ഏതാണ് റിയാക്ഷൻസ്. ഓക്കെ ഓക്കെ, സോ ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ കിടക്കാം. Certain galvanic cells are designed to convert the energy of combustion of fuels directly into electrical energy. Fuel electrical energy ആണെന്ന് കണ്ടാ ഉറപ്പിച്ചോ? അത് ആരെ പറ്റിയിട്ട് പറഞ്ഞത്? ഫ്യൂവൽ സെല്ലിനെ പറ്റിയിട്ട് പറഞ്ഞത്. നെയിം ദ above type of galvanic cell. So this galvanic cell is known as fuel cell. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്യൂവൽ സെൽ. Give an example of the above cell. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ. അപ്പോൾ ആദ്യത്തെ ആൻസർ ഫ്യൂവൽ സെല്ല്, രണ്ടാമത്തെ ആൻസർ എന്താണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഇനി എന്ത് ചോദിച്ചിട്ടുണ്ട്? റെപ്രസെന്റ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് of the above cell. അപ്പോൾ അവിടുത്തെ ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. മെൻഷൻ എനി 2 അഡ്വാൻറ്റേജ് ഓഫ് ദ above cell. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ നമുക്ക് ഒന്ന് പോവാം. ഓക്കെ, സോ കാഥോഡിൽ എന്ത് സംഭവിക്കണു? എടാ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? ഹൈഡ്രജനും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്? ഓക്സിജനും ഉണ്ട്. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H+ ആവുക, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താവുക? O2- ആവുക. അപ്പോൾ 0 +1 പോണത് എന്താണ്? ഓക്സിഡേഷൻ ആണ്. ദെൻ ഓക്സിജൻ 0 -2 പോണത് എന്താണ്? റിഡക്ഷൻ ആണ്. അപ്പോൾ ഇവനാണ് എന്ത്? കാഥോഡ്. കാഥോഡിലാണ് റിഡക്ഷൻ നടക്കുക. ഓക്സിഡേഷൻ എവിടെ നടക്കുക? ആനോഡിൽ നടക്കും. അപ്പോൾ അതാ പരിപാടി കഴിഞ്ഞ് ഞാൻ കാഥോഡ് ആദ്യം എടുക്കാൻ പോവാണ്. കാഥോഡിൽ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഹിയർ ദ കാഥോഡ് റിയാക്ഷൻ. അപ്പോൾ കാഥോഡിൽ ആരുണ്ട്? കാഥോഡിൽ നമ്മുടെ ഓക്സിജൻ ഉണ്ട്. ദെൻ ഓക്സിജൻ എന്തായിട്ട് മാറുന്നത്? OH- ആയിട്ട് മാറുന്നത്. OH- ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -2. കണ്ട, അപ്പോൾ 0 എവിടേക്ക് പോകുന്നു? -2 പോകുന്നു. ദിസ് വിൽ ബി ദ അവർ റിഡക്ഷൻ റിയാക്ഷൻ. ഇനി ആനോഡിൽ ഹൈഡ്രജൻ 0 എവിടേക്ക് പോകുന്നു? ഹൈഡ്രജൻ +1 പോകുന്നു. അപ്പോൾ അതെന്താണ്? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എവിടെ നടക്കുക? ആനോഡിൽ. ഇനി ഓവറോൾ റിയാക്ഷൻ ആണ് പറയണമെങ്കിൽ ഉണ്ടോ? 2H2 + O2 gives 2H2O. അപ്പോൾ ഓവറോൾ റിയാക്ഷനുമായി അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബ്ലി ഇത് പറയാം. ഓക്കെ, സോ ഈ പറയുന്ന റിയാക്ഷൻ എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടും 2 മാർക്ക് ഉണ്ട്. ആ റിയാക്ഷൻ ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ. ഓവറോൾ റിയാക്ഷനും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, സോറി എത്ര ചാപ്റ്റർ ആയിരുന്നു? ഓക്കെ, ഇല്ല നമ്മൾ സൊല്യൂഷൻ തീർത്തു. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി തീർത്തുകൊണ്ടിരിക്കുന്നു.
ഡോണ്ട് വറി, നിങ്ങൾ എവിടെ മുതലാണോ കാണുന്നത് അവിടെ മുതൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ കാണുക. ഓക്കെ, സോ രണ്ടാമത്തെ ചാപ്റ്ററിൽ എത്തിയിട്ടുള്ളൂ, ഇനി ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഡോണ്ട് വറി. ഓക്കെ, ദെൻ നമുക്ക് നേരെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. അവിടെ ഫ്യൂൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഫ്യൂൽ സെല്ലിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. സോ ഫ്യൂൽ സെല്ലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊല്യൂഷൻ ഫ്രീ ആണ്, അല്ലേ? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി, ദാറ്റ് ഈസ് പൊല്യൂഷൻ ഫ്രീ, സിൻസ് വാട്ടർ ഈസ് ദ ഓൺലി പ്രൊഡക്റ്റ് ഫോംഡ്. അവിടുത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. ഈ വാട്ടറിനെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ദെൻ ഹയർ എഫിഷ്യൻസി ആണ് അടുത്തത്. നമുക്ക് ആകെ 2 അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 അഡ്വാൻറ്റേജ്, ഹൈ എഫിഷ്യൻസിയും അതേപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഹൈ എഫിഷ്യൻസി ആൻഡ് എക്കോ ഫ്രണ്ട്ലി സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ദെൻ വാട്ടർ ഈസ് ഒബ്റ്റൈൻഡ് ഇൻ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്. നമ്മുടെ ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ നമ്മൾ ഈ പറയുന്ന, അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, ആസ്ട്രോയിഡ്സ് ഒക്കെ ഇവർ പോകുന്ന സമയത്ത് ഇവർ വാട്ടർ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വാട്ടറൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഫ്യൂൽ സെല്ലിൽ നിന്നായിട്ട് നമ്മൾ റോക്കറ്റ് എന്നൊക്കെ കിട്ടുന്ന ഫ്യൂവലിൽ നിന്ന് വരുന്ന വാട്ടറിന് അവർ ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ദ സെൽ വർക്ക് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ടൻസ് ആർ സപ്ലൈഡ്, അല്ലേ? നമ്മൾ റിയാക്ടൻസ് സപ്ലൈ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്തുള്ളൂ, റിയാക്ഷൻ നടന്നോളൂ, വേറെ പ്രശ്നമില്ല. മാത്രമല്ല ഹൈ എഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബ്ലി വലിയ വേസ്റ്റേജോ കാര്യങ്ങളോ വരുന്നില്ല, എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്താണ്, വാട്ടറിനെ വേണമെങ്കിൽ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് അടക്കാം. വാട്ട് ഈസ് കൊറോഷൻ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോകെമിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ റസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പോൾ എന്താണ് കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലി ഒരു മെറ്റൽ സർഫസിന്റെ പുറത്ത് ഉണ്ടാകുന്ന ആ മെറ്റലിന്റെ തന്നെ ഓക്സൈഡ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് കൊണ്ടോ ഉണ്ടാകുന്ന അത് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ മെയിൻലി എന്ത് വിളിക്കുക, കൊറോഷൻസ് എന്ന് വിളിക്കുക. സോ ഇത് ഉണ്ടാവുന്നത് മെയിൻലി അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ കൊണ്ടോ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. സോ അപ്പോൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ സോ എന്താണ് കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ എന്തായിരുന്നു കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ഓർ അതർ കോമ്പൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് മെറ്റൽ. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പറയുന്ന കൊറോഷൻ. സോ ദ കൊറോഷൻ ഈസ് ഡ്യൂ ടു എന്തായിരിക്കാം, മേ ബി അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ കൊണ്ടോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് വാട്ടറിനെ കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഈ പറയുന്ന കൊറോഷൻ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഈ കൊറോഷനിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കൊറോഷൻ ആണ് എന്ത്, റസ്റ്റിംഗ് ഓഫ് അയൺ. ഈ റസ്റ്റിംഗ് ഓഫ് അയറിന്റെ ഇലക്ട്രോകെമിക്കൽ പ്രോസസ് ആണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് പ്രോസസ് ഇപ്പോൾ നടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ റസ്റ്റിംഗ് ഓഫ് അയൺ ഒരു റിഡോക്സ് പ്രോസസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോകെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അറ്റ് എ പെർട്ടിക്കുലർ സ്പോട്ട് ഓഫ് ദ മെറ്റൽ ഓക്സിഡേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു മെറ്റൽ റോഡ് ഉണ്ട് എന്ന് വിചാരിച്ചു, ഒരു മെറ്റൽ റോഡ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു മെറ്റൽ റോഡ് ഉണ്ട്. സോ ദ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദ സ്പോട്ട് ബിഹേവ് ആസ് ആനോഡ്. അതായത് ഇവിടെ ഏതോ ഒരു അയണ് പ്രോബബ്ലി എന്ത് സംഭവിക്കുകയാണ്, അവന് ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്. ഈ ഓക്സിഡേഷൻ എങ്ങനെ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രസൻസിലായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ Fe എന്തായിട്ട് മാറൂടാ, Fe2+ 4 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഉണ്ടല്ലോ, so electron released at anodic spot move through the metal and go to another spot. Even വേറെ ഏതോ ഒരു സ്പോട്ടിലേക്ക് പോവാണ് ഈ ഇലക്ട്രോൺ വേറെ ഏതോ ഒരു സ്പോട്ടിലേക്ക് പോകുന്നു ആൻഡ് റെഡ്യൂസ് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് H+. ഈ സ്പോട്ടിൽ വെച്ചിട്ട് അവൻ കണ്ടോ ഓക്സിജനെ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും, ഓക്സിജൻ അവൻ O2- ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ H+ എന്ത് ചെയ്യും, H+ന്റെ പ്രസൻസിലായിട്ട് ഇത് ചെയ്യുക. കണ്ടോ O2 എന്തായിട്ട് മാറുന്നു മക്കളെ, O2- അഥവാ H2 ആയിട്ട് മാറുന്നു. അപ്പോൾ റിയാക്ഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. O2+ 4H+ gives 2H2O. അപ്പോൾ കണ്ടോ അവിടെ 4 ഇലക്ട്രോൺ അവരെന്ത് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ റിയാക്ഷൻ നമുക്ക് പറയാം, ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ്, Fe2+ ആയി, അതേപോലെ തന്നെ O2 എന്തായി, H2 ആയി. ഇവിടെ 4H+ ഉണ്ട്, ഇലക്ട്രോൺ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. സോ 2Fe2+ പ്ലസ് എന്താണ് 2H2O. ഇതാണ് ഫസ്റ്റത്തെ പ്രോസസ്സ്. ഇനി ഈ പ്രോസസ്സിൽ ഉണ്ടാവുന്നത് Fe2+ അല്ലേ, Fe2+ നമുക്ക് ഫെറസ് അയോൺസ് എന്ന് വിളിക്കാം. ഈ ഫെറസ് അയോൺസ് ഫർദർ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, Fe3+ ആയിട്ട് മാറും. സോ കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായിട്ട് മാറും, ഫെറിക് ഓക്സൈഡ് അഥവാ Fe2O3 ആയിട്ട് മാറും. ഈ ഫെറിക് ഹൈഡ്രേറ്റഡ് ഓക്സൈഡ് ആണ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്. ഈ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തുരുമ്പ് അഥവാ എന്താണ്, റസ്റ്റ്. ഇതാണ് നമ്മൾ പറയുന്നത് എന്ത്, റസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ റസ്റ്റിംഗ് ഓഫ് അയൺ ആയി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കല് ഏതാണ് ആനോഡ്. ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് Fe ആണ്. Fe എന്തായിട്ടാണ് മാറുക, Fe2+. നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്യാം. ബാലൻസിങ് ഒക്കെ നമ്മൾ റിഡോക്സിൽ പഠിച്ചാണ്, കാണാതെ പഠിക്കണം എന്നില്ല. Fe2+ 2 ഇലക്ട്രോൺ, ദാറ്റ് മീൻസ് 2 Fe 2 Fe2+ 4 ഇലക്ട്രോൺ. ഇനി കാഥോഡ് പ്രോസസ്സ് O2 എന്തായിട്ട് മാറും, O2- ആയിട്ട് മാറും. ദാറ്റ് മീൻസ് O2 gives H2O. കുറേ കൂടി ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ O2+ 4H+ gives എന്താണ് 2H2O. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2
2Fe2 plus O2 plus 4H plus gives 2Fe2 plus 4H2O, sorry 2H2O. Then ഈ Fe2 plus എന്തായിട്ട് മാറുന്നു? ഫർദർ Fe2O3 ഡോട്ട് XH2 ആയിട്ട് മാറുന്നു. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റസ്റ്റ്. ദിസ് ഈസ് ഓൾ അബൌട്ട് റസ്റ്റിംഗ് ഓഫ് അയൺ. ദെൻ അടുത്തതും കൂടെ പഠിച്ചു വെച്ചോ, എങ്ങനെ നമുക്ക് കൊറോഷൻ തടയാം. സോ മെൻഷൻ എനി 2 മെത്തേഡ് ടു പ്രിവെന്റ് കൊറോഷൻ. കൊറോഷൻ തടയാൻ ഒന്നാമത്തെ പണി പെയിന്റ് അടിക്കുക. ഓക്കെ, സോ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ കൊറോഷൻ എന്ത് ചെയ്തോളും? പോയിക്കോളും. ഓക്കെ, സോ ഗിവിങ് എ നോൺ മെറ്റാലിക് കോട്ടിംഗ്. കണ്ടോ, ഒരു നോൺ മെറ്റാലിക് കോട്ടിങ് ഈ മെറ്റൽ സർഫസിൽ എന്ത് ചെയ്യുക? കൊടുക്കുക ബൈ യൂസിങ് എ പെയിന്റ് ഓർ വാർണിഷ്. ഓക്കെ, അതിനാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഈ പറയുന്ന ഇരുമ്പിന്റെ സാധനങ്ങൾക്കും ഈ മെറ്റൽ പാർട്ടിലൊക്കെ നമ്മൾ പെയിന്റ് അടിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം അതാണ് അല്ലേ. ഇനി ബൈ കോട്ടിങ് എ മെറ്റൽ സർഫസ് വിത്ത് ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ലൈക്ക് സിങ്ക്, അതേപോലെ തന്നെ മഗ്നീഷ്യം. സിങ്ക് മഗ്നീഷ്യം പോലെയുള്ള ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യുക? മെറ്റൽ സർഫസിനെ കോട്ട് ചെയ്യുക. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് കണക്ട് ചെയ്യുക. ഈ പറയുന്ന മെറ്റൽ സർഫസിൽ നമ്മളൊരു സാക്രിഫിഷ്യൽ ഇലക്ട്രോ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇത്. ഇത് രണ്ട് പ്രോസസ് ആണെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ എന്താണ് കെമിക്കൽ പ്രോസസ് സെയിം ആണ്. അപ്പോൾ ഇവിടെ സാക്രിഫിഷ്യൽ ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ മഗ്നീഷ്യത്തിനോ സിങ്കിനോ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കൊറോഡ് ചെയ്യും. നമ്മൾ കപ്പലിലൊക്കെ അത് ചെയ്യാറുണ്ട്. ഈ മഗ്നീഷ്യം സിങ്കും കൊറോഡ് ചെയ്തോളൂ. അയൺ എന്ത് ചെയ്യാം? നമുക്ക് പ്രോബബ്ലി അവിടെ എന്ത് ചെയ്യാം? പ്രൊട്ടക്ട് ചെയ്യാം. ദെൻ ആന്റി റസ്റ്റ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോട്ട് ചെയ്യാം. അതായത് പെയിന്റ് അടിക്കുന്ന പോലെ, വാർണിഷ് അടിക്കുന്ന പോലെ ആന്റി റസ്റ്റ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോട്ട് ചെയ്യാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ, ഒന്നോ രണ്ടെണ്ണോ, ഒരു 2 മെത്തേഡാണ്, രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിൻ്റെ മാർക്ക് കിട്ടും. സോ എനിവേ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി അങ്ങനെ ഇവിടെ തൽക്കാലം എന്ത് ചെയ്യാണ്? വൈൻഡപ്പ് ചെയ്യാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നോക്കുക. ഓക്കെ, നമ്മൾ സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ നമ്മളിങ്ങനെ ഒരു ഓവർവ്യൂവിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പ്രീവിയസ് ഇയർ ഒക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഡൗട്ട് അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, സോ എനിവേ അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ കൊടുക്കല്ലേ? Yeah, Anushka, Sushant, hi guys, hi. അപ്പോൾ ഗൈസ് നമ്മളിനി ആയിഷ മിൻഷ, ഹായ്. നിതിൻ ജോർജ് വർഗീസ്, ഹായ്. ഓക്കെ, സോ എവിടെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എല്ലാവർക്കും മെസ്സേജ് അയക്കും. നിങ്ങളെല്ലാവരും കയറി പോലെ 425 വ്യൂസ് ഉണ്ട് നമുക്ക്, പക്ഷേ 10 വാച്ചിങ് ഉള്ളൂ. നിങ്ങളൊക്കെ ഇടയിൽ എടുക്കാൻ പോണേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളിനി ഇപ്പോൾ 2 ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആയി അല്ലേ? നമ്മളെ സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രി ആയി. ഇനി നമ്മൾ 2 ഇനോർഗാനിക്കിലെ, നമുക്ക് ആകെയുള്ള ഇനോർഗാനിക്കിലെ 2 ചാപ്റ്റർ D&Fഉം കോർഡിനേഷനും അങ്ങോട്ട് ഒറ്റ സ്ട്രെച്ചിലാണ്ട് തീർക്കാൻ പോവാണ്. ഓക്കെ, സോ വളരെ എളുപ്പമാണ്. പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലേ? ഒരു കുഞ്ഞു ചാപ്റ്റർ ഒക്കെ, 2 ചെറിയ ചാപ്റ്റർ അല്ല, 2 വലിയ ചാപ്റ്ററാണ്. പക്ഷേ പറയാൻ കുറേ കൂടി എളുപ്പമാണ്. കാര്യങ്ങളൊക്കെ നല്ല എളുപ്പമാണ് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് D&F ബ്ലോക്കിൽ നടക്കുന്നത്? ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പോകല്ലേ? ഓക്കെ, ആർ യു റെഡി? ഓക്കെ, സോ അപ്പോൾ ഞാനിനി D&Fഉം കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ചാപ്റ്ററിൽ പോവാണ്. ഓക്കെ, സോ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ചാപ്റ്ററാണ് ഈ 2 ചാപ്റ്റർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിൽ കിടക്കാം. D&F ബ്ലോക്ക് എലമെന്റ്സും അതേപോലെ തന്നെ കോർഡിനേഷൻ കോമൺ. അപ്പോൾ D&Fൽ നമ്മൾ NCERT നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചറപ്പറ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. നമുക്കപ്പോൾ അതൊക്കെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് എന്തൊക്കെയാണ് അവിടുന്ന് നോക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും പഠിച്ച് പോകണോ സാറേ? ഓക്കെ, എല്ലാ കാര്യങ്ങളും പഠിച്ച് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പക്ഷെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഏരിയ ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രാൻസിഷൻ എലമെന്റ്, അതേപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീസ്. ട്രാൻസിഷൻ എലമെന്റിന്റെ ഡെഫിനേഷൻ എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്, സിങ്ക് എന്തുകൊണ്ട് ട്രാൻസിഷൻ എലമെന്റ് ഇല്ല? ഇങ്ങനത്തെ കുറച്ച് ഉഡായിപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, വളരെ കുറച്ച് തവണ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ എന്നാലും അത് പഠിച്ചു വെക്കാം. ദെൻ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്. നമ്മൾ പണ്ട് +1 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് മുതൽ നമ്മൾ എഴുതി വരുന്ന ഒരേ ക്വസ്റ്റ്യൻ ആണത്. ട്രാൻസിഷൻ എലമെന്റിന്റെ പ്രോപ്പർട്ടീസ് 5 പ്രോപ്പർട്ടീസ് നമുക്ക് ജനറലി പറയാം അല്ലെ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ തുടങ്ങുന്ന മാഗ്നറ്റിസം പറയാം, പാരാമാഗ്നറ്റിസം, അതേപോലെ തന്നെ കാറ്റലിസ്റ്റ് പറയാം, കോംപ്ലക്സ് ഫോർമേഷൻ പറയാം, കളേർഡ് കോംപ്ലക്സ് പറയാം. ഇത് ഏതെങ്കിലുമൊക്കെ ഒരു 4 എഴുതാൻ പറയും. ഓക്കെ, 2 മാർക്കും തരും. അത് പഠിച്ചു വെക്കാം. ദെൻ
സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയർ ആയിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മുടെ ജനറൽ ട്രെൻഡ്, നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റിൽ പഠിക്കുന്ന ജനറൽ ട്രെൻഡ്, ടോപ്പ് ടു ബോട്ടം ഉള്ള ജനറൽ ട്രെൻഡ് അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റ് ജനറലി ഡിക്രീസസ്, ടോപ്പ് ടു ബോട്ടം ജനറലി ഇൻക്രീസസ്, ആ സാധനം. ദെൻ അതിൽ എക്സെപ്ഷൻ ആയിട്ട് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ലാന്തനോയിഡ് കൺട്രാക്ഷൻ ശരിക്കും ലാന്തനോയിഡ്സിൽ വരുന്നതാണ്. പക്ഷേ ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ കാരണം ട്രാൻസിഷൻ എലമെന്റ്സിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമുക്കറിയാം 4D ആൻഡ് 5D സീരീസിന്റെ സിമിലർ സൈസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡി ആൻഡ് എഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ദെൻ അടുത്തതാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എടാ ആരൊക്കെയാണ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? ഓക്കെ, എന്തുകൊണ്ട് ഇവന്മാർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു? ഏതൊക്കെയാണ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഈ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ ഓക്സിഡൈസിങ് ആണോ റെഡ്യൂസിങ് ആണോ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ദെൻ കളർ അതേപോലെ തന്നെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. കളറ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ദെൻ പെർമാംഗനേറ്റ് ഡൈക്രോമേറ്റ്. പെർമാംഗനേറ്റിന്റെ ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അതേപോലെ തന്നെ അവരുടെ എന്ത് പെർമാംഗനേറ്റിന്റെ ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ പോലെ തന്നെ നമുക്ക് എന്ത് പറയാം, അവരുടെ സ്ട്രക്ചർ അതേപോലെ തന്നെ അവരുടെ ഓക്സിഡൈസിങ് ആക്ഷൻ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? പ്രിപ്പറേഷൻ, അതേപോലെ തന്നെ സ്ട്രക്ചർ, പിന്നെന്താണ് ഓക്സിഡൈസിങ് ആക്ഷൻ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ക്ലാസ് റൂമിൽ നോക്കിയാൽ തന്നെ 3-4 അപ്ലിക്കേഷൻ കിട്ടും അല്ലേ? നമ്മളുടെ എന്താണ് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, പിന്നെ കാറ്റലിസ്റ്റ്, ഒരുപാട് അപ്ലിക്കേഷൻ പറയാം. ഇതിൽ ഏതെങ്കിലും 2-3 അപ്ലിക്കേഷൻസ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ച് പോവാം. ദെൻ ലാന്തനോയിഡ്സിന്റെ ഭാഗത്ത് നിന്ന് ലാന്തനോയിഡ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ലാന്തനോയിഡിന്റെ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്, എന്താണ് മിഷ്മെറ്റൽ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ, മിഷ്മെറ്റൽ ഈസ് ആൻ അലോയ് അല്ലേ, ആ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. Okay, zinc with atomic number 30 is not a transition element, though it is a d block element. Why എന്നാണ്? ഓക്കെ, നമ്മൾ സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ സിങ്ക് 3d10 എന്തായിരിക്കും? 4s2 ആയിരിക്കും. സോ ഇനി സിങ്കിന്റെ ഏക ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള Zn2+ എടുക്കുകയാണെങ്കിൽ അതും എന്തായിരിക്കും? 3d10 ആയിരിക്കും. സോ സിങ്കിൽ എന്തില്ല? ഒരു പാർഷ്യലി ഫിൽഡ് d ഓർബിറ്റൽ ഇല്ല. ദർ ഇസ് no partially filled d orbital. There is no partially filled d orbital. നമ്മൾ ആരെയാണ് ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാം? സോ ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ദോസ് എലമെന്റ്സ് which have a partially filled d orbital in its ground state or one of the possible oxidation state. ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലോ പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ ഈ പാർഷ്യലി ഫിൽഡ് d orbital ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് വിളിക്കാം. സോ സിങ്ക് ഡു നോട്ട് ഹാവ് എ partially filled d orbital. That's why zinc is not act as a transition element, but zinc is a d block element due to എന്താണ് the last electron in zinc is goes to d orbital. That's why zinc is a d block element. So zinc d block element ആണ്, പക്ഷെ എന്തല്ല? ട്രാൻസിഷൻ എലമെന്റ് അല്ല. zinc is a d block element but zinc is not a transition element. Okay അല്ലേ? ക്ലിയർ അല്ലേ? Then നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Account for the following trend in atomic and ionic radii of transition element. Ions of the same charge is given in series show progressive decrease in radii. Okay, increase in atomic number. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ നിങ്ങളുടെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് ആണ്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ പ്രോബബ്ലി ഷീൽഡിങ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഷീൽഡിങ് ഈസ് കോൺസ്റ്റന്റ്. ഹെൻസ് effective nuclear charge increases. Hence effective nuclear charge increases, size എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ആൻഡ് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഹായ് അനന്തു, ജീവൻ ഹായ്. ഓക്കെ, ദെൻ ഇനി അടുത്തത് ദ അറ്റോമിക് റേഡിയസ് ഓഫ് എലമെന്റ്സ്. ഓക്കെ, yeah guys, listen here. Okay, so the atomic radii of elements in 4D series are more than that of corresponding elements in 3D series. ആയിക്കോട്ടെ, അതായത് നിങ്ങൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 3D സീരീസിനേക്കാളും സൈസ് ആർക്കുണ്ട്? 4D സീരീസിനുണ്ട്. 3Dയിലും 4Dയിലും ഒരു എക്സെപ്ഷനും ഇല്ല. ദാറ്റ് മീൻസ് ടോപ്പ് ടു ബോട്ടം സൈസ് ഇൻക്രീസസ്. ടോപ്പ് ടു ബോട്ടം സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ബിക്കോസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താ ചെയ്യുന്നത്? ഡിക്രീസസ്. ദാറ്റ് മീൻസ് ടോപ്പ് ടു ബോട്ടം ഓർബിറ്റലിന്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ്, സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റിൽ പഠിക്കണം അതേ കാര്യമാണ്. ഇത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? ചോദിച്ചേക്കാം. ദാറ്റ് മീൻസ് ജനറലി
left to right size decreases due to increase in effective nuclear charge and generally top to bottom size increases due to decrease in effective nuclear charge. അപ്പോൾ നമുക്ക് പറയാം size is inversely proportional to എന്താടാ effective nuclear charge ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും. ഓക്കെ അല്ലേ? then നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ട്രാൻസിഷൻ എലമെന്റ് ആർ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആയിക്കോട്ടെ. ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് or d block elements are commonly known as transition elements. Okay, write any four characteristic properties of transition element. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതൊക്കെ പറയാം? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞൂടെ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാം. കോംപ്ലക്സ് ഫോർമേഷൻ പറയാം. ദേ ഫോം കോർഡിനേഷൻ കോംപ്ലക്സസ്. കോംപ്ലക്സ് ഫോർമേഷൻ പറയാം. ദെൻ കളേർഡ് കോംപ്ലക്സ് പറയാം. കളേർഡ് കോംപ്ലക്സ് പറയാം. പിന്നെന്ത് പറയാം? കാറ്റലിസ്റ്റ്, ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ കാറ്റലിസ്റ്റ്. പിന്നെന്ത് പറയാം? പാരാമാഗ്നറ്റിസം പറയാം. ഈ 5 പ്രോപ്പർട്ടിയില്ലേ, ഈ 5 പ്രോപ്പർട്ടീസും എന്തുകൊണ്ടാണെന്നും കൂടെ പഠിച്ചു വെച്ചോണ്ട്. ഈ 5 പ്രോപ്പർട്ടിയാണ് ഇനി ഇവിടുന്ന് ചോദിക്കാനുള്ളത്. നമ്മൾ ഓരോരോ ക്വസ്റ്റനിൽ ഇതിൽ ഓരോന്നിൻ്റെ റീസൺ നമ്മൾ പറയും. അപ്പോൾ ഈ 5 പ്രോപ്പർട്ടി അത് എന്തുകൊണ്ട് കാണിക്കുന്നു, വൈ ഇറ്റ് show variable oxidation, why it form complexes, why it form colored complexes, why it act as a better catalyst, why it show paramagnetism. ഈ പറയുന്ന സാധനങ്ങൾ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ പകുതി കഴിഞ്ഞു. ഇനി നോക്കോ, chromium and manganese have D4 configuration but chromium 2+ is reducing and manganese 2+ is ഓക്സിഡൈസിങ്. വൈ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് പറയാൻ പറ്റുമെന്ന് വിചാരിച്ചു ഒന്ന് നോക്കാൻ പോകും. നമുക്ക് പല കേസ് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് പറയാം. ഞാൻ ആദ്യം ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകും. ആദ്യം ഞാൻ ക്രോമിയം 2+ കൊടുത്തു, മാംഗനീസ് 3+ കൊടുത്തു. ഓക്കെ, ദെൻ ക്രോമിയം 2+ റെഡ്യൂസിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രോമിയം 3+ റെഡ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് എ റെഡ്യൂസിംഗ് ഏജന്റ്. ദാറ്റ് മീൻസ് ഇവനക്ക് എന്ത് നടക്കണം, ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഇവൻ എന്താവണം, ക്രോമിയം 3+ ആവണം. ഇനി മാംഗനീസ് 3+ എന്തെന്ന് പറഞ്ഞത് ഓക്സിഡൈസിംഗ് എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇവനക്ക് എന്ത് നടക്കണം, റിഡക്ഷൻ നടക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ആക്ട് ആസ് Mn2+. ഇനി ക്രോമിയം 2+ എന്തായിട്ടാണ് മാറുക? സോ ക്രോമിയം 2+ന്റെ കോൺഫിഗറേഷൻ സ്കൂട്ടി വിക്ര, ദാറ്റ് മീൻസ് ഇത് 3d5 4s1 ആണ്. ക്രോമിയം 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമിയം 2+. ഓക്കെ, വെയിറ്റ് 3d5 4s1 ക്രോമിയത്തിൻ്റെ ആണ്. അപ്പോൾ ക്രോമിയം 2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3d4 വരും. ഇവൻ എന്തായിട്ടാണ് മാറുന്നത്, 3d3 ആയിട്ടാണ് മാറുന്നത്. ഇനി മാംഗനീസ് 3+ന്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്കറിയാം, 3d4 ആണ് മാംഗനീസ് 3+ന്റെ കോൺഫിഗറേഷൻ. മാംഗനീസ് 2+ന്റെ കോൺഫിഗറേഷൻ 3d5 ആണ്. ദിസ് ഈസ് ഹൈലി സ്റ്റേബിൾ. എന്താ കാരണം? ദിസ് ഈസ് ഹാഫ് ഫീൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹാഫ് ഫീൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ മാംഗനീസ് 2+ ഇസ് മോർ സ്റ്റേബിൾ ദാൻ മാംഗനീസ് 3+. സോ മാംഗനീസ് 3+ നന്നായിട്ട് എന്ത് നടക്കും, റിഡക്ഷൻ നടക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ ഓക്സിഡൈസിംഗ് ഏജന്റ്. ഇനി ക്രോമിയം 2+ന്റെ 3d4 കമ്പയർ ചെയ്യുമ്പോൾ ക്രോമിയം 3+ന്റെ 3d3 എന്താണ്, ഹൈലി സ്റ്റേബിൾ ആണ്. 3d3 എന്താണ്, ഹൈലി സ്റ്റേബിൾ ആണ്. കാരണം എന്താ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ T2G3 കോൺഫിഗറേഷൻ ആണ്. ഈ T2G3 കോൺഫിഗറേഷനിൽ എന്തുണ്ടാ, 3-2G3 കോൺഫിഗറേഷൻ നമുക്കറിയാം. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അത് പഠിക്കാൻ പോവാണ്. T2G3 ഈസ് ഹൈലി സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ ക്രോമിയം 3+ ഹൈലി സ്റ്റേബിൾ ആണ്. ദാറ്റ് മീൻസ് ക്രോമിയം 2+ന് ക്രോമിയം 3+ലേക്ക് നന്നായിട്ട് ഓക്സിഡേഷൻ നടക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ എന്താണ്, റെഡ്യൂസിംഗ് ഏജന്റ്. അപ്പോൾ മാംഗനീസ് 3+ ഒരു ബെറ്റർ ഓക്സിഡൈസിംഗ് ഏജന്റും ക്രോമിയം 2+ ഒരു ബെറ്റർ എന്താണ്, റെഡ്യൂസിംഗ് ഏജന്റും ആണ്. സോ അതിന്റെ റീസൺ നമുക്ക് വേണമെങ്കിൽ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് പറയാൻ പറ്റും. ഇനി അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വെച്ച് പറയാം, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ chromium 3+ and manganese 2+ is the most stable oxidation state of those elements. Manganese in the one of the most stable oxidation state ആണ് manganese 2+. chromium most stable oxidation state ആണ് എന്ത്, 3+. അങ്ങനെയാണെങ്കിൽ ഈ 3+ഉം 2+ഉം എന്താണ്, highly stable ആണ്. അതുകൊണ്ട് തന്നെ chromium 2+ is better converted into chromium 3+, so better oxidation, so it acts as a better reducing agent. ഇനി manganese 3+ manganese 2+ ആവുന്നത് റിഡക്ഷൻ ആണ്. that means it acts as a better എന്താണ്, ഓക്സിഡൈസിംഗ് ഏജന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ അതും കിട്ടി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വൈ? ഓക്കെ, എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? നിങ്ങൾക്കറിയാം N-1 D ആൻഡ് NS എനർജി കമ്പയറബിൾ ആയതുകൊണ്ടാണ് ഇവന്മാർ എന്ത് കാണിക്കുന്നത്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡ്യൂ ടു ദ കമ്പയറബിൾ എനർജി ഓഫ് N-1 D ഓർബിറ്റൽ ആൻഡ് NS ഓർബിറ്റൽ. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 മാർക്ക് കിട്ടും. ഇതേ കാര്യം തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആക്ടിനോയിഡ്സിനും പറയാം. ആക്ടിനോയിഡ്സും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. സോ ആക്ടിനോയിഡ് എന്തുകൊണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്, ദ കമ്പയറബിൾ എനർജി ഓഫ് ഈ പറയുന്ന നമ്മുടെ എഫിൻ്റെ അതേപോലെ തന്നെ ഡിൻ്റെ എസിൻ്റെ
ഡയറക്ട്ലി എന്താണ് കമ്പയറബിൾ എനർജി കാരണമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇനി ഐഡന്റിഫൈ ദ എലമെന്റ് ഇൻ 3D ട്രാൻസിഷൻ സീരീസ് ദാറ്റ് എക്സിബിറ്റ് മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 3Dയിൽ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആളാരാണ്, നമുക്കറിയാം, അത് വെരി ഫെമിലിയർ, മാംഗനീസ്. മാംഗനീസ് +2 കാണിക്കും, +3 കാണിക്കും, +4 കാണിക്കും, +5 കാണിക്കും, +6 കാണിക്കും, +7 കാണിക്കും. അപ്പോൾ 3Dയിൽ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അവർ മാംഗനീസ്. മാംഗനീസ് +2 മുതൽ എവിടെ വരെ കാണിക്കൂടാ, +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആര് കാണിക്കുന്നുണ്ട്, ഈ മാംഗനീസ് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ദെൻ അപ്പോൾ അതിന് നമുക്ക് ഒരു മാർക്ക് കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Transition elements show various oxidation state and many of the transition metal ions are attracted by a magnetic field. That means avana paramagnetism undu, variable oxidation state kanikkunnundu. Give the reason for variability of oxidation state. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ state എന്ന്. Name the two type of magnetic behavior. ഏതൊക്കെയാണ് two type of magnetic behavior? Paramagnetism and diamagnetism. എന്തുകൊണ്ടാണ് paramagnetism? Paramagnetism is due to the presence of unpaired electron and diamagnetism is due to the presence of paired electron. Okay, so diamagnetism is due to the absence of unpaired electron നമുക്ക് എന്ത് ചെയ്യാം പറയാം, അതാണ് കുറേ കൂടി നല്ലത്. പ്രസൻസ് ഓഫ് പയർഡ് ഇലക്ട്രോൺ എന്ന് പറയരുത്. പയർഡ് ഇലക്ട്രോൺ എല്ലായിടത്തും ഉണ്ടാവും, പക്ഷേ ഡയമാഗ്നറ്റിക് കേസിൽ എന്തുണ്ടാവില്ല, അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. അതുകൊണ്ട് അവൻ എന്താണ്, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. പാരാമാഗ്നറ്റിക് ആകുമ്പോൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Why Cr2 plus is reducing and Mn3 plus is oxidizing when both have D4 configuration? ഇതന്നെ ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനോട് എടുക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് എടുക്കാം. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് ട്രാൻസിഷൻ മെറ്റൽസ് ആർ വെരി ഗുഡ് കാറ്റലിസ്റ്റ്. എന്തുകൊണ്ടാണ് ഇവന്മാർ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഓക്കെ, സോ എന്തുകൊണ്ട് കാറ്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാറ്റലിസിസ് ഈസ് എ സർഫസ് ഫിനോമിന, നമുക്കറിയാം അല്ലേ. അതായത് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ദാറ്റ് മീൻസ് ഒരു കോംപ്ലക്സ് ഫിനോമിനാണ് ഈ പറയുന്ന കാറ്റാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവന്മാർ നന്നായിട്ട് കോംപ്ലക്സ് ഉണ്ടാക്കണം അല്ലേ. ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നന്നായിട്ട് കാറ്റലിസ്റ്റ് ആയിട്ട് ആകട്ടെ. ദാറ്റ് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് ഫോം ബെറ്റർ കോംപ്ലക്സസ്. അതായത് ഇവന്റെ കോംപ്ലക്സ് ഫോർമേഷൻ എബിലിറ്റി കാറ്റാലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ അവനെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം കോംപ്ലക്സ് ഫോർമേഷൻ. കോംപ്ലക്സ് ഫോർമേഷൻ ഒരു റീസണാണ്. നമുക്കറിയാം കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പഠിക്കാറുണ്ട്. നമ്മൾ I- H2O 2- റിയാക്ഷനിൽ നമ്മൾ Fe3+ കാറ്റലിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റിയാക്ഷൻ പറയാറുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി പോകണം. അത് പലപ്പോഴും നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് നിങ്ങൾ കാറ്റലിസ്റ്റ് ഫിനോമിനൽ. അപ്പോൾ ആ ഒരു റിയാക്ഷനിൽ Fe3+ Fe2+ ആയിട്ട് മാറും, തിരിച്ച് Fe2+ Fe3+ ആയിട്ട് മാറും. അപ്പോൾ ഇവന്മാർ ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ മാറി മാറി കളിക്കുമ്പോഴാണ് ഇവർ എന്ത് ചെയ്യുക, നന്നായിട്ട് കാറ്റലിസ്റ്റ് ആവുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും അതിന്റെ റീസൺ ആണ്. അപ്പോൾ രണ്ട് റീസൺ കിട്ടി. എന്താണ്, കോംപ്ലക്സ് ഫോർമേഷനും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും. കാൽക്കുലേറ്റ് ദി സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് M2+ ഹാവിങ് അറ്റോമിക് നമ്പർ 25. അപ്പോൾ ഇവന്റെ അറ്റോമിക് നമ്പർ 25 അല്ല 27 ആണ്. അപ്പോൾ നമ്മൾ മെറ്റലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d7 4s2 എന്ന് വരിക. സോ ഇവൻ മെറ്റൽ 2+ ആകുമ്പോൾ എന്തായിട്ട് മാറിയിടാ, 3d7 4s0 ആയി. 3d7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിയിൽ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, 3 അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാം. μ = n ഇൻറ്റു എത്രയാടാ, n+2 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു എത്രയാണ്, 3+2. സോ 3 × 3+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 5, 3 × 5 √15. √15 ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ് പ്രിയ. അപ്പോൾ n = 3 ആണെങ്കിൽ μ = എത്രയാണ്, 15 ബോർ മാഗ്നറ്റോൺ. യൂണിറ്റും കൂടെ ഒന്ന് എഴുതുക. ഓക്കെ, ബോർ മാഗ്നറ്റോൺ. പരിപാടി കഴിഞ്ഞില്ലേ? ഓക്കെ, √50. ഓക്കെ, ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ട്രാൻസിഷൻ മെറ്റൽസ് അയോൺസ് ആർ ജനറലി കളേർഡ്. വൈ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തിനൊക്കെ റീസൺ പഠിച്ച്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിച്ച്, കോംപ്ലക്സ് ഫോർമേഷൻ എന്തുകൊണ്ടാണെന്ന് പഠിച്ച്, കാറ്റലിസ്റ്റ് എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നത് പഠിച്ച്. ഇനി ദ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ ജനറലി കളേർഡ്. എന്താ കളേർഡ് ആവാനുള്ള റീസൺ? ഇറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്, ഡി ട്രാൻസിഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡി ട്രാൻസിഷൻ അല്ലേ. അതായത് ട്രാൻസിഷൻ മെറ്റൽസ് ആർ കളേർഡ് ഡ്യൂ ടു ഡി ട്രാൻസിഷൻ. എന്താണ് ഡി ട്രാൻസിഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്താ ഡി ട്രാൻസിഷൻ? ദ excitation of an electron from lower energy d orbital to higher energy d orbital in presence of
ഇൻ പ്രസൻസ് ഓഫ് ലിഗാൻഡ് അല്ലേ. അപ്പം നമുക്ക് അത് പറയാം DD ട്രാൻസിഷൻ ആണ് കളറിൻ്റെ എന്ത് റീസൺ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം, DD ട്രാൻസിഷൻ കളറിൻ്റെ റീസൺ ആണെങ്കിൽ എന്തുകൊണ്ട് ഈ DD ട്രാൻസിഷനിൽ കളേർഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് എന്താണ് അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറയാം അല്ലേ. ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാകുമ്പോഴാണ് പ്രോബബ്ലി എന്ത് ചെയ്യുക ഈ ഇലക്ട്രോൺസ് ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലോട്ട് എന്ത് ചെയ്യുക മൂവ് ചെയ്യുക, ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, സോ എനിവേ നമുക്കപ്പോൾ നേരെ എന്ത് ചെയ്യാം, ട്രാൻസിഷൻ എലമെന്റ് ഫോം എ ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട് വൈ. ഓക്കെ, ട്രാൻസിഷൻ എലമെന്റ് ഷോ ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട് വൈ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇവന്മാർ നന്നായിട്ട് കോംപ്ലക്സ് ഉണ്ടാക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ച്, കാറ്റലിസ്റ്റ് പഠിച്ച്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിച്ച്, ദെൻ കളേർഡ് പഠിച്ച്, പിന്നെ എന്ത് പഠിച്ച്, പാരാമാഗ്നറ്റിസത്തിന്റെ റീസൺ പഠിച്ച്, ദെൻ നമ്മൾ എന്ത് പറയാൻ പോവാണ്, എന്തുകൊണ്ട് ഇവന്മാർ കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നത്. കോംപ്ലക്സ് ഉണ്ടാക്കാൻ ഞാൻ 3 റീസൺ പറയാം. ഒന്നാമത്തെ റീസൺ സ്മോളർ സൈസ്, സ്മോൾ സൈസ്. രണ്ടാമത്തെ റീസൺ എന്ത് പറയാം, നമുക്ക് ഹൈ ചാർജ് പറയാം. വെരി ഗുഡ് ദേവപ്രിയ, ഹൈ ചാർജ് പറയാം. ദെൻ മൂന്നാമത്തെ റീസൺ നമുക്ക് എന്ത് പറയാം, അവൈലബിലിറ്റി ഓഫ് vacant d orbital or vacant orbital പറയാം. അവൈലബിലിറ്റി ഓഫ് വാക്കന്റ് d orbital or vacant orbital നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. ഈ 3 റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി സ്മോൾ സൈസ്, ഹൈ ചാർജ്, അവൈലബിലിറ്റി ഓഫ് വാക്കന്റ് d orbital, ഇത് 3ഉം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ട്രാൻസിഷൻ എലമെന്റ്സ് ഒരു ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു എന്നുള്ളതിന്റെ ആൻസർ ആയി. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് എടുക്കാം. അങ്ങനെ 1.5 മാർക്ക്, ഈ 3 പോയിന്റ് 1/2 മാർക്ക് വെച്ച് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, അയാൻ അബ്ദുള്ള, ഇത് ന്യൂ ചാനലാണോ? അല്ല മക്കളെ, ഇത് നമ്മളുടെ +2 ചാനലാണ്. ഇങ്ങനൊരു ചാനൽ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ നീറ്റ് ഡിസ്കഷനൊക്കെ വേണ്ടി കുറച്ച് മുമ്പ് തുടങ്ങിയതാണ്. ദെൻ ഇതേപോലത്തെ ഒരു +1 ചാനലും ഉണ്ട്. ഓക്കെ, ഇതിലായിരിക്കും നമ്മളെ ക്ലാസ്സുകളൊക്കെ വരിക. ഓക്കെ, സോ എനിവേ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിനോട് അടക്കാം. മെൻഷൻ ദ 3 സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ മാനുഫാക്ചറിൽ 3 സ്റ്റെപ്പാണ് നമ്മോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. സോ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, സോ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കാൻ പോണത് നോക്കടാ, FeCr2O4 ആണ്. FeCr2O4 നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമൈറ്റ് ഓർ. ഈ ഓറിന്റെ പേര് പഠിച്ചോ, എന്താണ് വിളിക്കുക, ക്രോമൈറ്റ് ഓർ. ക്രോമൈറ്റ് ഓറിന് നമ്മൾ സോഡിയം കാർബണേറ്റിന്റെ പ്രസൻസിൽ, ഓക്സിജന്റെ പ്രസൻസിൽ സോഡിയം കാർബണേറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോഡിയം ക്രോമേറ്റ് കിട്ടും. ഇതാരാണ്, സോഡിയം ക്രോമേറ്റ്. ഈ സോഡിയം ക്രോമേറ്റിന്റെ കളർ ഒരു ഓറഞ്ച് കളേർഡാണ്. ഓറഞ്ച് സോലുബിൾ സാൾട്ടാണ് ഈ സോഡിയം ക്രോമേറ്റ്, ഓറഞ്ച് സോലുബിൾ. Fe2O3 പ്രസിപ്പിറ്റേറ്റ് ആണ്, CO2 ഗ്യാസ് ആണ്. പോയി. അപ്പോൾ നമുക്കിവിടെ ആരൊക്കെ ഉണ്ട്, Na2CrO4 ഉണ്ട് കേട്ടോ, Na2CrO4. ഇനി ആരാളുള്ളത്, ഈ Na2CrO4നെ ഞാനൊരു അസിഡിക് മീഡിയത്തിനിട്ട് ഞാൻ ഒരു H2SO4 ഇട്ടിട്ട് ട്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ സോഡിയം ക്രോമേറ്റ് എന്തായിട്ട് മാറും, സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. സോഡിയം എന്തായിട്ട് മാറും, ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. ഈ സോഡിയം ഡൈക്രോമേറ്റ് ഒരു ഓറഞ്ച് സോലുബിൾ സോൾട്ട് ആണ്. ഓറഞ്ച് സോലുബിൾ സോൾട്ട് ആണ്. ഞാനിവിടെ ഓറഞ്ച് എന്ന് എഴുതിയിരിക്കുന്നത്, ഇത് ഓറഞ്ച് അല്ല കേട്ടോ, സോറി, ഇത് യെല്ലോ ആണ്, മാറി എഴുതിയതാണ്. ഓക്കെ, സോറി. ഓക്കെ, ദിസ് വിൽ ബി യെല്ലോ സോലുബിൾ. അപ്പോൾ സോഡിയം ക്രോമേറ്റ് യെല്ലോ ആണ്, സോഡിയം ഡൈക്രോമേറ്റ് എന്താണ്, ഓറഞ്ച് സോലുബിൾ ആണ്. ഈ ഓറഞ്ച് സോലുബിൾ സോഡിയം ഡൈക്രോമേറ്റിനെ ഞാൻ KCl ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് കിട്ടും. ഈ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഒരു ഓറഞ്ച് ലെസ് സോലുബിൾ സാൾട്ട് ആണ്. ഓറഞ്ച് ലെസ് സോലുബിൾ എന്താണ്, സോൾട്ട് ആണ്. ഇതാണ് പ്രിപ്പറേഷൻ. അപ്പം 3 സ്റ്റെപ്പ് അവിടുന്ന് ഉണ്ടാക്കുക, അയൺ ക്രോമേറ്റ്. അപ്പോൾ ക്രോമേറ്റ് ഓറിനെ എടുക്കുക. ആരോ ക്രോമേറ്റ് ഓർ FeCr2O4 എടുക്കുക. അവിടേക്ക് Na2CO3 ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, Na2CrO4 കിട്ടും, പ്ലസ് Fe2O3 പ്ലസ് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി അവനെ നമ്മൾ ഈ പറയുന്ന ക്രോമേറ്റിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അസിഡിക് മീഡിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവൻ ഡൈക്രോമേറ്റ് ആയിട്ട് മാറും, സോഡിയം ഡൈക്രോമേറ്റ്. സോഡിയം ഡൈക്രോമേറ്റ് ഞാൻ KCl ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് കിട്ടും. ദിസ് വിൽ ബി ദ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. 3 മാർക്ക് ഉണ്ട്, ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. K2Cr2O7ന്റെയും KMNO4ന്റെയും പ്രിപ്പറേഷൻ പഠിച്ചു വെച്ചോ, ചോദിക്കും. KMNO4ന്റെ പ്രിപ്പറേഷൻ നമ്മൾ എങ്ങനെ പറയാ നോക്കടാ, MnO2 അഥവാ പൈറോലൂസൈറ്റിനെ നമ്മൾ ആരായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, KOH ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ഈ പറയുന്ന അതിൻ്റെ KNO3ന്റെ പ്രസൻസിലോ എന്തിനെങ്കിലും പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, അവനെ ഓക്സിഡൈസ് ചെയ്യുക. സോ KNO3ന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ആളായിരിക്കും MnO4 2- ആയിരിക്കും. MnO4 2- പ്ലസ് എന്ത് കിട്ടുക, ഈ പറയുന്ന MnO4 2- പ്ലസ് Mn2 പ്ലസ് H2 കിട്ടും. ഈ MnO4 2-
MnO4 2 മൈനസിനെ നമ്മൾ അസിഡിക് മീഡിയത്തിനിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? MnO4 മൈനസ് കിട്ടും. MnO4 മൈനസ് കിട്ടും. പ്ലസ് MnO2 പ്ലസ് H2. ദിസ് വിൽ ബി ദ റിയാക്ഷൻ. അപ്പോൾ ഈ പറയുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നാളത്തെ എക്സാമിന് നിങ്ങൾ മറ്റന്നാളത്തെ എക്സാമിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ ചോദിക്കും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു പ്രിപ്പറേഷൻ ചോദിക്കും. മാറി മാറി ഇവരുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചർ 4-1. ഓക്കെ, ഒന്നെങ്കിൽ ഇവരുടെ സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് അയോൺ. ഡൈക്രോമേറ്റ് അയോണിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ദിസ് വിൽ ബി ദ സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ്. ദിസ് വിൽ ബി ക്രോമിയം. ക്രോമിയം വെയിറ്റ്. ഓക്സിജൻ ഓക്സിജൻ ഓക്സിജൻ. സി ദ റെസണേറ്റിംഗ് സ്ട്രക്ചർ ആണ്. അപ്പോൾ നമ്മൾ പ്രോബബിളി എന്ത് ചെയ്യാണ് ഇവിടെ ഇനി മറ്റേ സ്ട്രക്ചർ വേണമെങ്കിൽ, പക്ഷെ നിങ്ങളിത് വരച്ചാൽ മതി. NCERT-യിലുള്ള സ്ട്രക്ചർ CR. ഓക്കെ, ഇങ്ങനെ വരക്കണമെങ്കിൽ ഇങ്ങനെയും വരക്കാം. ക്രോമിയം ഡബിൾ ബോണ്ട് ഓക്സിജൻ ദെൻ O മൈനസ് ഡബിൾ ബോണ്ട് ഓക്സിജൻ, O minus double bond oxygen. Okay, this will be Cr2O7 minus, but here it is the most appropriate structure. ഈ സ്ട്രക്ചർ നിങ്ങൾ വരച്ചാൽ മതി. ഈ സ്ട്രക്ചർ വരച്ചാൽ മതി. ഇനി ക്രോമേറ്റ് ആണ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ഇവിടെയുണ്ട്. ഇനി പെർമാംഗനേറ്റിൻ്റെ സ്ട്രക്ചർ MnO4 മൈനസിൻ്റെ Mn manganese double bond oxygen. Manganese double bond oxygen O minus. ഇതാണ് നമ്മുടെ പെർമാംഗനേറ്റ്. ഇത് മാംഗനേറ്റ് ആവുന്ന സമയത്ത് MnO4 2 മൈനസ് ആണ്. ഡബിൾ ബോണ്ട് ഓക്സിജൻ O മൈനസ്, ദെൻ എന്താണ് O മൈനസ്. ഓക്കെ, ഇതാണ് ആര്? മാംഗനേറ്റ്. ഈ സ്ട്രക്ചറുകളൊക്കെ പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി ചോദിക്കും. ഓക്കെ, ദെൻ അടുത്തത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആൻഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഓർ potassium permanganate and potassium dichromate are oxidizing agent. ആയിക്കോട്ടെ, name the ore of the above compound which they are prepared. ഓക്കെ, അപ്പോൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിൻ്റെ ഓറാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിൻ്റെ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓറ് FeCr2O4 ആണ്. ഞാൻ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രോമേറ്റ് ഓറാണ്. ഇതാരാണ്? ക്രോമേറ്റ് ഓർ അല്ലേ. ഇനി പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? MnO2 എന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സോ MnO2ൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ NCERT-ൽ പറയണില്ല, പൈറോലൂസൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇറ്റ്സ് പൈറോലൂസൈറ്റ്. പൈറോലൂസൈറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അല്ലെങ്കിൽ പൈറോലൂസൈറ്റ് NCERT പറയണില്ല, പേര് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സിംപ്ലി MnO2 എന്ന് എഴുതിയാൽ മതി. ഡോണ്ട് വറി, MnO2 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ give one example of each for oxidizing property of them. Write down the balanced chemical reaction. Give one example each of the oxidizing property of them. ഇവിടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി എഴുതാൻ നമ്മൾ NCERT-യിലുള്ള ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ മഗപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണാണ്ട് പഠിച്ച് പോകാം. പക്ഷേ അതല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഡോണ്ട് വറി. ഇപ്പോൾ ഡൈക്രോമേറ്റ് ആണ് നിങ്ങൾ പറയണമെങ്കിൽ ഡൈക്രോമേറ്റ് എന്തായിട്ട് മാറും? ക്രോമിയം 3+ ആയിട്ട് മാറും. ഡൈക്രോമേറ്റ് ഏത് മീഡിയത്തിൽ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ? അസിഡിക് മീഡിയത്തിൽ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവൻ ക്രോമിയം +6 എന്ന് +3ക്ക് പോകുന്നു, റിഡക്ഷൻ ആണ്. അന്നേരം ഇവൻ I- എന്താക്കി മാറ്റും? I2 ആക്കി മാറ്റും. S2- ദാറ്റ് മീൻസ് H2S-നെ സൾഫർ ആക്കി മാറ്റും. SN2+-നെ SN4+ ആക്കി മാറ്റും. Fe2+-നെ Fe3+ ആക്കി മാറ്റും. ഇനി ഒരുപാട് റിയാക്ഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. കണ്ടോ, ഒരു ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എഴുതണം. അപ്പോൾ ബാലൻസിങ് പല ആൾക്കാർ ഇത് കാണാണ്ട് പഠിച്ചു പോകണം. പക്ഷെ ആ നേരം കൊണ്ട് നമ്മൾ റിഡോക്സിൽ പണ്ട് പഠിച്ച ബാലൻസിങ് ഒന്ന് ഓർത്തെടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഏത് റിയാക്ഷനും സുഖമായിട്ട് എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാണ്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാം. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പ്രോബബ്ലി നമുക്ക് ഒരു കാര്യം കൂടെ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നോക്കിക്കോ, ഞാൻ ഡൈക്രോമേറ്റ് ആണ് എടുക്കണമെന്ന് വിചാരിച്ചോ. ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? Cr2O7 2-. ഇവിടെ ക്രോമിയം +6 ആണ്. ഈ ക്രോമിയം +6 എവിടേക്കാണ് പോണത്? ക്രോമിയം +3ക്കാണ് പോണത്. അപ്പോൾ ഞാനിത് വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതാൻ പോവാണ്. Fe2+ എന്തായിട്ട് മാറുന്നടാ? Fe3+ ആക്കി മാറുന്നു. SN2+-ന് ഇവൻ എന്താക്കി മാറ്റുന്നു? SN4+ ആക്കി മാറ്റുന്നു. I-ന് ഇവൻ എന്താക്കി മാറ്റുന്നു? I2 ആക്കി മാറ്റുന്നു. S2-ന് ഇവൻ എന്താക്കി മാറ്റുന്നു? S ആക്കി മാറ്റുന്നു. ആൻഡ് NO2- ഇവൻ എന്താക്കി മാറ്റുന്നു? NO3- ആക്കി മാറ്റുന്നു. ദെൻ SO3 2-നെ ഇവൻ എന്താക്കി മാറ്റുന്നു? SO4 2- ആക്കി മാറ്റുന്നു. ആൻഡ് C2O4 2-നെ ഓക്സലേറ്റിനെ ഇവൻ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഇങ്ങനെ ഒരുപാട് റിയാക്ഷൻ ഉണ്ട്. ഇതേ റിയാക്ഷൻ തന്നെ നമുക്ക് എന്ത് പറയാം? ഇതേ റിയാക്ഷൻ തന്നെ നമുക്ക് ആർക്കും പറയാം. MnO4- വേണമെങ്കിൽ എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, MnO4 ഇതേ റിയാക്ഷൻ തന്നെ ഞാൻ MnO4- അസിഡിക് മീഡിയത്തിൽ പറയുകയാണ്. അപ്പോൾ ഇതും അസിഡിക് ആണ്. ദിസ് വിൽ ബി അസിഡിക്.
ആൻഡ് ദിസ് വിൽ ബി ഓൾസോ എന്താണ് അസിഡിക് ആണ് നമ്മളുടെ റിയാക്ഷൻ എങ്കിൽ ഇവിടുന്ന് ഞാനിപ്പോൾ ഇതാ Cr2O7 2- മാറ്റിയിട്ട് അവിടെ ആരാക്കാൻ പോവാണ് MnO4 മൈനസിനാക്കാൻ പോവാണ്. ഹിയർ ഇറ്റ് ഈസ് Mn2+. അപ്പോൾ ഈ റിയാക്ഷൻ കഴിഞ്ഞു. ഇനി ഇവൻ്റെ ബേസിക് മീഡിയത്തിലെ റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബേസിക് മീഡിയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് ബേസിൻ്റെ പ്രസൻസിലോ അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയത്തിലോ MnO4 മൈനസ് എന്തായിട്ട് മാറുക MnO2 ആയിട്ട് മാറും. അപ്പോൾ ഒരു രണ്ട് റിയാക്ഷൻ ഓർത്ത് വെക്കുക. I- ഇവൻ എന്താക്കി മാറ്റും IO3 മൈനസ് ആക്കി മാറ്റും. ആൻഡ് S2O3 2- എന്താക്കി മാറ്റും SO4 2- ആക്കി മാറ്റും. Mn2+ എന്താക്കി മാറ്റും MnO2 ആക്കി മാറ്റും. ഇത്ര റിയാക്ഷൻസ് എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക. ഇത്ര എല്ലാ റിയാക്ഷനും കൂടെ വേണ്ട, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു 3-4 പഠിച്ചു വെക്കുക. ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റണം. ബാലൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു റിയാക്ഷൻ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പം നിങ്ങൾ വെയിറ്റ്, ദിസ് വിൽ ബി ഇത് MnO2 എന്ന് വിചാരിച്ചോ, സോറി MnO4 മൈനസ് പ്ലസ് എന്താന്ന് വിചാരിച്ചോ Fe2+ ആണെന്ന് വിചാരിച്ചോ. ഇറ്റ് വിൽ ബി ഗിവ്സ് Mn2++ Fe3+. ഓക്കെ, ഞാനിതൊന്ന് ബാലൻസ് ചെയ്യാൻ പോകും. ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ മാംഗനീസ് +7 +7 2 പോകുമ്പോൾ ചേഞ്ച് 5 ഒരൊറ്റ മാംഗനീസ് ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് 5. അയൺ 2+ 3 അപ്പോൾ ചേഞ്ച് 1. ഈ നേരെ ഇത് ക്രോസ് ചെയ്ത് കൊടുക്കുക. ഈ 1 ഇവിടെ ഇടുക, ഈ 5 ഇവിടെ ഇടുക. ഓക്കെ, ഈ 1 ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇടുക, ഈ 5 ഇവിടെ ഇടുക. ഇവിടെ ഒരു മാംഗനീസ്, അതുകൊണ്ട് ഇവിടെ ഒരു മാംഗനീസ്. ഇവിടെ 5 അയൺ, അതുകൊണ്ട് ഇവിടെ 5 അയൺ. ഈ ചാർജ് നോക്കുമ്പോൾ ഇവിടെ -1, ഇവിടെ ടോട്ടൽ ചാർജ് +10. അപ്പോൾ ടോട്ടൽ +9 ഇവിടുത്തെ ചാർജ്. ദെൻ ഇവിടുത്തെ ചാർജ് +2 എത്രയാണ് 3 5 15. അപ്പോൾ ടോട്ടൽ എത്ര വന്ന് +17 വന്നു. അപ്പോൾ +17 +9 ഡിഫറൻസ് പറഞ്ഞാൽ 8 ചാർജിൻ്റെ ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 8H+, അസിഡിക് മീഡിയം ആയതുകൊണ്ട് 8H+. സോ ഹിയർ 4H2O ഹെൻസ് ബാലൻസ് പരിപാടി. അപ്പോൾ ഇങ്ങനെ ബാലൻസിങ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ല, കാരണം അത് റിഡോക്സിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ കാണാണ്ട് പഠിക്കുക, നിങ്ങളുടെ ചോയ്സ് ആണത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിനോട് കിടക്കാം. വാട്ട് ഈസ് മീൻ ബൈ ലാന്ത്രോയ്ഡ് കൺട്രാക്ഷൻ ഗീവ് എനി ടു കോൺസിക്വൻസ് ഓഫ് ഇറ്റ്സ്. ഓക്കെ, യാ. സോ എന്താണ് ലാന്ത്രോയ്ഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റഡി ഡിക്രീസ് ഇൻ size of lanthanoids from lanthanum to lutetium due to the imperfect shielding of f orbital, 4f orbital. Yeah, regular decrease in atomic radii, atomic and ionic radii along lanthanide series. Yeah, very good. Yeah, that's enough. Okay, give any two example paranda. Appo idana the steady decreasing or the regular decrease in size of lanthanoid from lanthanum to lutetium due to the imperfect shielding of 4f orbital is the right answer. Okay, idu arne lanthanoid contraction ആയി. ഇനി lanthanoid contraction ന്റെ consequence ആണ് പറഞ്ഞത്. ഒന്നാമത്തെ consequence എന്താണ് similar size of നമ്മുടെ 4D ആൻഡ് 5D സീരീസ് എലമെന്റ്, അതായത് നമ്മുടെ സിർക്കോണിയത്തിൻ്റെ ആഫ്നിയത്തിൻ്റെ സിമിലർ സൈസൊക്കെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തതാണ് നമുക്ക് പറയാം എന്താണ് സെപ്പറേഷൻ, അതായത് ഇവരെ സിർക്കോണിയത്തിൻ്റെ ആഫ്നിയത്തിൻ്റെ സിമിലർ സൈസ് കാരണം ഡ്യൂ ടു ദ സിമിലർ സൈസ് their separation is difficult. ഇതൊക്കെ ലാന്ത്രോയിഡ് കൺട്രാക്ഷൻ്റെ എന്താണ് ഡിഫറൻറ്റ് എന്താണ് കോൺസിക്വൻസ് ആണ്. അതേപോലത്തെ അപ്പോൾ ഈ രണ്ട് കോൺസിക്വൻസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഇവിടെ 3 മാർക്ക് കിട്ടി. ഇപ്പോൾ സൈസ് ഓഫ് 4D ആൻഡ് സിമിലർ സൈസ് ഓഫ് 4D ആൻഡ് 5D സീരീസ് എലമെന്റ് പറയാം. ഒരു സിമിലർ സൈസ് ദയർ സെപ്പറേഷൻ ഇസ് ഡിഫിക്കൾട്ട്. അതുകൊണ്ട് നമുക്ക് ഇവരെ വേണമെങ്കിൽ കെമിക്കൽ ട്വിൻസ് എന്നൊക്കെ വിളിക്കാം. ആരെ ഈ പറയുന്ന സിർക്കോണിയത്തിൻ്റെ ആഫ്നിയത്തിനൊക്കെ കെമിക്കൽ ടിൻസ് വിളിക്കാം, കാരണം അവരുടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ടാണ്. ഓൾറെഡി കെമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ സിമിലാരിറ്റി ഉണ്ട്, ഇപ്പോൾ എന്തും കൂടി ആയി ഈ സൈസിലും കൂടി സിമിലാരിറ്റി വന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലൂടെ അടക്കാം. വാട്ട് ഈസ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്ത്രോയിഡ്സ്? നമുക്കറിയാം ലാന്ത്രോയിഡ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അവിടെ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോ, നമ്മൾ +4 ഒക്കെ കാണിക്കുന്ന വളരെ റയർ ആയിട്ട് സീറിയം പോലെയുള്ള എലമെന്റ് ഉണ്ട് അല്ലേ. ഈ സീറിയം പോലെയുള്ള എലമെന്റ്സ് +4 കാണിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അവൻ്റെ +3 തന്നെയാണ് എന്ത് ഹൈലി സ്റ്റേബിൾ. സോ അപ്പോൾ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. പക്ഷേ വളരെ റയർ ആയിട്ടുള്ള എലമെന്റ്സ് എന്ത് കാണിക്കുന്നുണ്ട് +4 കാണിക്കുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +3 ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എവറി ലാന്ത്രോയിഡ്സ് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, യാ വെരി ഗുഡ്. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിലോട്ട് നടക്കാം. വാട്ട് ഈസ് മിഷ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ മിഷ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാന്ത്രോയിഡ്സിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണ് മിഷ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിഷ് മെറ്റൽ ഈസ് ആൻ അലോയ് അല്ലേ. മിഷ് മെറ്റൽ ഈസ് ആൻ അലോയ് യൂസ്ഡ് ഫോർ മേക്കിംഗ്
യൂസ്ഡ് ഇൻ ഫോർ മേക്കിംഗ് ബുള്ളറ്റ്, ഷെല്ല് ഉണ്ടാക്കാൻ, ബുള്ളറ്റ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ ലൈറ്റർ ഫ്ലിൻറ്റ് ഉണ്ടാക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അലോയിയാണ് മിഷ് മെറ്റൽ. ഈ മിഷ് മെറ്റലിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ അവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 95% അവിടെ ഉള്ളത് ആരാണ്? ലാന്തനോയിഡ്സ് ആണ്. 95% ലാന്തനോയിഡ്സും 5% ആരും ഉണ്ട്? അയണും ഉണ്ട്. 5% ആരുണ്ട്? അയൺ ഉണ്ട്. 5% അയൺ ഉണ്ട്. ദെൻ 5% അയൺ ഉണ്ട്. പിന്നെ വളരെ ട്രേസസ് ഓഫ് സൾഫർ, കാർബൺ, കാൽഷ്യം ആൻഡ് അലൂമിനിയം അല്ലേ? സൾഫർ, കാർബൺ, കാൽഷ്യം ആൻഡ് അലൂമിനിയം ഉണ്ട് മിഷ് മെറ്റൽ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മിഷ് മെറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ ഇനഫ്. വേണമെങ്കിൽ കോമ്പോസിഷൻ കൂടെ എഴുതി വെച്ചോ, നമുക്ക് കുറച്ച് ഒന്ന് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു ഇതൊക്കെ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് കൂട്ടാം. ഓക്കെ, ദെൻ അടുത്തത് റൈറ്റ് എനി 3 ആപ്ലിക്കേഷൻ ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ഒരുപാട് ആപ്ലിക്കേഷൻ പറയാം. അയൺ ഈസ് ആക്ട് ആസ് എ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ അല്ലേ? alloy of lanthanide, very good. നോക്കടാ, റൈറ്റ് എനി 3 ആപ്ലിക്കേഷൻ. ഒന്ന്, നമുക്ക് എന്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് ആര്? ഈ പറയുന്ന നമ്മളുടെ D block element iron is a better construction material, and iron acts as a catalyst in Haber process. Haber process catalyst side sponge use contact process catalyst side vanadium pentoxide use nickel, platinum, palladium hydrogenation of organic hydrogenation synthesis use case then AGBR photography use so application that's enough. So here the chapter D and F block element is over. Then we will chapter coordination compound. Okay. So D and F we have important point that is dichromate permanganate application. Probably lanthanide contraction അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരിക സോ എനിവേ ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരുന്നു നിങ്ങൾ ഇത് കണ്ടു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും സോ ഒരു above ഒരു 98% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും സുഖമായിട്ട് കിട്ടും ബാക്കിയുള്ളതും നമുക്ക് പ്രോബ്ലി എന്ത് വരും ഓപ്ഷൻസ് ഒക്കെ വരും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഡോണ്ട് വറി സോ എനിവേ നമ്മൾ നേരെ കോർഡിനേഷൻ കോമ്പൗണ്ടിലോട്ട് കടക്കുകയാണ് അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഓക്കെ സോ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗാൻഡിൽ നമ്മൾ അതിൻ്റെ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടുള്ള മോണോഡെൻഡേറ്റ് ആണോ ബൈഡെൻഡേറ്റ് ആണോ അതല്ല പോളിഡെൻഡേറ്റ് ആണോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കീലേറ്റ് ലിഗാൻഡ് ആണോ എന്താണ് കീലേഷൻ ആംബിഡെൻഡേറ്റ് ലിഗാൻഡിൻ്റെ എക്സാമ്പിൾ ഏതാണ് എന്താണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് പിന്നെ വെർണർ തിയറി ഓക്കെ വെർണറിൻ്റെ എന്ത് ഡ്രോബാക്സ് അതുപോലെ തന്നെ അയ്യൂപാക്ക് നോമൻക്ലേച്ചർ പിന്നെ ഐസോമറൈസത്തിൽ എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ് NCERT പറഞ്ഞ ഐസോമറൈസം അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകണമെന്നില്ല NCERT പറഞ്ഞ ഐസോമറൈസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ട്രക്ചറൽ ഐസോമറൈസത്തിൻ്റെ 4 ഐസോമറൈസം പറയാറുണ്ട് അല്ലേ ലിങ്കേജ് അതേപോലെ തന്നെ സോൾവേറ്റ് ഹൈഡ്രേറ്റ് കോർഡിനേഷൻ സോൾവേറ്റ് അയണൈസേഷൻ പിന്നെന്താണ് കോർഡിനേഷൻ ഐസോമർ ഈ 4 ഐസോമർ ജോമെട്രിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇനി സിസ്ട്രാൻസ് ഐസോമറും ഫാക്മർ ഐസോമറും നമ്മളുടെ ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആരൊക്കെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് ചോദിക്കാറുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം ഐസോമറിസം then okay പിന്നെ വാലൻസ് ബോണ്ട് തിയറി ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ജോമെട്രി അതേപോലെ തന്നെ മാഗ്നറ്റിസം പിന്നെ ഇന്നർ ഓർബിറ്റിലാണോ ഔട്ടർ ഓർബിറ്റിലാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട് ബാലൻസ് ബോണ്ട് തിയറി എന്ന് ചോദിക്കാറുണ്ട് ബാലൻസ് ബോണ്ട് തിയറിൻ്റെ ഡ്രോബാക്കും പറയാം ഈ വെർണർ തിയറിയിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി ചോദിക്കാറുണ്ട് അത് നമുക്ക് ഓൾറെഡി പറയാം ഡോണ്ട് വറി ദെൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നമുക്ക് ഒക്ടായ്ഡൽ ആൻഡ് ടെട്രായ്ഡൽ ഫീൽഡ് ഡയഗ്രാം അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഡയഗ്രാം അതേപോലെ വരച്ചിട്ട് അതേപോലെ തന്നെ ഡെൽറ്റ ഒയും ഡെൽറ്റ ടിയും തമ്മിലുള്ള റിലേഷനൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് പിന്നെ സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്താണ് സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിന് വീക്ക് ഫീൽഡ് ലിഗാൻഡിന് അതിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാറുണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഓക്കെ സോ ഗൈസ് നമുക്കപ്പോൾ നേരെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലോട്ട് അടക്കാം ഓക്കെ അല്ലേ എല്ലാവരും ഓക്കെ സോ മക്കളെ
ഒരു ബൈഡൻഡേറ്റ് ഓർ ഡൈഡൻഡേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ബൈഡൻഡേറ്റ് ലിഗാൻഡ് നമ്മൾ 2 എക്സാമ്പിൾ പഠിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഒന്നാണ് എത്തിലീൻ ഡയമീൻ, അതേപോലെ അടുത്തതാണ് ഓക്സലേറ്റ്. ഇതിൽ രണ്ടിനും നിങ്ങൾക്ക് ഏതെങ്കിലും എഴുതാം. ആദ്യം ഓക്സലേറ്റ്. ആരാ ഓക്സലേറ്റ്? COO- നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സലേറ്റ് ലിഗാൻഡ്. ഓക്സലേറ്റ് ലിഗാൻഡിന് ഈ പറയുന്ന ഓക്സിജൻ 2 ഓക്സിജൻ വഴിയും അവൻ എന്ത് ചെയ്യാം, ഒരേ സമയം ബൈൻഡ് ചെയ്യാം. അതുകൊണ്ട് ഈ പറയുന്ന ഓക്സലേറ്റ് ലിഗാൻഡ് എന്ത് ലിഗാൻഡാണ്? ഒരു ബൈഡൻഡേറ്റ് ലിഗാൻഡാണ്. അടുത്തതാണ് എത്തിലീൻ ഡയമീൻ. ആരാണ് എത്തിലീൻ ഡയമീൻ? സ്ട്രക്ചർ വരക്കാൻ പറ്റുമോ? എത്തിലീൻ. ഓക്കെ, ഡയമീൻ അഥവാ CH2 സിംഗിൾ ബോണ്ട് CH2 ദെൻ ആരാണ്? NH2. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എത്തിലീൻ. ദിസ് വിൽ ബി എത്തിലീൻ ആൻഡ് ഡയമീൻ. അപ്പോൾ എത്തിലീൻ ഡയമീൻ നമുക്കറിയാം നൈട്രജൻ, 2 നൈട്രജൻ വഴിയും ഈ എത്തിലീൻ ഡയമീൻ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്തിലീൻ ഡയമീനും അതേപോലെ തന്നെ ഓക്സിഡേറ്റ് ലിഗാൻഡും ഒരു ഡൈഡൻഡേറ്റ് ലിഗാൻഡിന് എന്താണ്? എക്സാമ്പിൾ ആണ്. അടുത്തത് നെയിം ആൻ ആംബിഡൻഡേറ്റ് ലിഗാൻഡ്. എന്താണ് ആംബിഡൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ അവന് 2 ഡോണറാറ്റം ഉണ്ടാവും, പക്ഷെ അറ്റ് എ ടൈം ഒരു ഡോണറാറ്റം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ CN- വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവൻ കാർബൺ വഴി ലിങ്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ അവൻ നൈട്രജൻ വഴി എന്ത് ചെയ്തേക്കാം? ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ ഇത് സയനൈറ്റ് ആണ്. അപ്പോൾ ഇത് സയനൈറ്റോ സി. ഇത് സയനൈറ്റോ സി. ഇതാരാണ്? ഇത് സയനൈറ്റോ N. കണ്ടോ? ഇനി അതേപോലെ തന്നെ അടുത്ത ആളാണ് NO2-. വേണമെങ്കിൽ നൈട്രജൻ വഴി ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ആരെ വഴി ലിങ്ക് ചെയ്യാം? ഓക്സിജൻ വഴി ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നൈട്രിറ്റോ N. ഇതാരാണ്? നൈട്രിറ്റോ O. ഇനി അതേപോലെ തന്നെ SCN- ഉണ്ട് അല്ലേ? SCN- അല്ലേ? തയോസൈനൈറ്റോ N-ഉം തയോസൈനൈറ്റോ S-ഉം. ഇങ്ങനെ നമുക്ക് ഒരുപാട് ആൾക്കാരെ പറയാം. ഏതെങ്കിലും ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ എല്ലാം പഠിച്ചേക്കാം. അപ്പോൾ നീ മറക്കൂല. ഓക്കെ, ദെൻ അല്ലെങ്കിൽ ഇത് മറക്കൂല. ഇതൊക്കെ വളരെ ബേസിക് ആണ് അല്ലേ? സോ എനിവേ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. Na2EDT. Na2EDT എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ആയിക്കോട്ടെ, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ് ഫോർ മൈനസ്. വാട്ട് ഈസ് ഇറ്റ്സ് ഡെൻസിറ്റി? വാട്ട് ആർ ദ ഡോണർ ആറ്റംസ് ഇൻ ഇറ്റ്? വൈ ഈസ് കോൾഡ് കീലേറ്റിംഗ് ലിഗാൻഡ്? ഓക്കെ, എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ 3 മാർക്ക് ഉണ്ട്. ആദ്യം നമുക്ക് EDTA സ്ട്രക്ചർ ഒന്ന് നടക്കാം. എത്തിലീൻ ഡയമീൻ നമ്മൾ നേരത്തെ എത്തിലീൻ ഡയമീൻ വരച്ചിരിക്കണം, ഓർമ്മ നിങ്ങൾക്ക്? ഇതാണ് എത്തിലീൻ ഡയമീൻ, CH2 എത്തിലീൻ. ഡയമീൻ എന്ന് പറഞ്ഞാൽ NH2 ഇതാണ് എത്തിലീൻ ഡയമീൻ. ഇനി ടെട്രാഅസറ്റേറ്റ്, ദാറ്റ് മീൻസ് ഞാൻ ഇവിടുന്ന് ഈ ഹൈഡ്രജൻ മൊത്തം കളയാൻ പോവാണ്. എന്നിട്ട് അവിടെ ആരെ കൊണ്ടുവരാൻ പോവാണ്? അസറ്റേറ്റിനെ കൊണ്ടുവരാൻ പോവാണ്. നോക്കിക്കോ, CH3CO-, CH3CO-, then CH3CO-, then CH3CO-. ഇതാണ് EDTA സ്ട്രക്ചർ. പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ്, എത്തിലീൻ ഡയമീനോ അസറ്റേറ്റോ അറിയെങ്കിൽ നമുക്ക് EDTA കിട്ടി. ഇനി വാട്ട് ഈസ് ദ ഡെൻസിറ്റി? എത്രയാണ് EDTA ഡെൻസിറ്റി? 6. ആരൊക്കെ ഡോണർ ആറ്റംസ്? ഇതാ ഓക്സിജൻ 1, 2, 3, 4. ഈ 4 ഓക്സിജനും 2 നൈട്രജനും ആണ് അവിടുത്തെ ഡോണർ ആറ്റംസ്. സോ EDTA 4- ഈസ് എ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. വാട്ട് ആർ ദ ഡോണർ ആറ്റംസ് ഇൻ ഇറ്റ്? ആരൊക്കെ ഉണ്ട് ഡോണർ ആറ്റം ആയിട്ട്? 2 നൈട്രജനും ഉണ്ട്, 4 ഓക്സിജനും ഉണ്ട് അവിടെ ഡോണർ ആറ്റം ആയിട്ട്. വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കീലേറ്റിംഗ് ലിഗാൻഡ്? എന്തുകൊണ്ട് ഇവനെ നമ്മൾ കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നു? സോ അപ്പോൾ നമ്മൾ കീലേഷൻ എന്താണെന്ന് പറയണം. നിങ്ങളൊരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ ഈ മെറ്റലിൻ്റെ പുറത്ത് ഒരു ബൈഡൻഡേറ്റ് ലിഗാൻഡ് വന്നെന്ന് വിചാരിച്ചു, വെറുതെ നിങ്ങൾ എത്തിലീൻ ഡയമീൻ ആണെന്ന് വിചാരിച്ചു. ഈ എത്തിലീൻ ഡയമീൻ ഈ മെറ്റലിനെറ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ, അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റൽ ആറ്റം, ഒരു എത്തിലീൻ ഡയമീൻ വരികയാണ്. ഇങ്ങനെ എത്തിലീൻ ഡയമീൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഈ മെറ്റൽ ആറ്റത്തിൻ്റെ എത്തിലീൻ ഡയമീൻ്റെ ഇടയിൽ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള റിംഗ് ലൈക്ക് സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കീലൈറ്റ്. That means what is mean by chelate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, so chelate ring is known as എന്താണ്? Chelate ring is a ring like structures due to a bidendate or polydendate ligand. So ethylene diamine നമ്മൾ ethylene diamine tetraacetane പറ്റിയിട്ട് പറഞ്ഞത്. So EDTA 4- is a hexadendate ligand. So it forms a ring like structures around metal atoms, hence it is known as a chelating ligand. So ethylene diamine EDTA 4- is a hexadendate ligand. So it forms rings simply പറഞ്ഞാൽ മതി. So it forms ring structures. This ring structures is known as chelate ring, hence the ethylene diamine EDTA 4- is known as a chelating ligand. Okay, simple അല്ലേ? അപ്പോൾ കീലൈറ്റ് ലിഗാൻഡ് എന്താണെന്ന് പഠിച്ച് നമ്മൾ കീലൈറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആയിട്ട് EDTA 4- പഠിച്ച് എന്തുകൊണ്ടാണ് അവനെ കീലൈറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത് പഠിച്ച്. വെരി ഗുഡ് ദേവപ്രിയ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. Write the IUPAC name of K2ZnOH4. Okay, നിങ്ങൾക്ക് പറയാം K2ZnOH4ന്റെ IUPAC nomenclature നമ്മൾ എങ്ങനെ പറയാം? ഇവിടെ ആദ്യം നമ്മൾ കാറ്റയോൺ ആണ് നെയിം ചെയ്യേണ്ടത് അല്ലേ? കാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ആരാണ്? പൊട്ടാഷ്യം.
The first one is potassium. Then നമ്മൾ ആനയോൺ നെയിം ചെയ്യുമ്പോൾ ഇത് ആനയോൺ കോംപ്ലക്സ് ആണ്. കോംപ്ലക്സിൽ നമ്മൾ ആദ്യം നെയിം ചെയ്യേണ്ടത് മെറ്റലിനെ അല്ല, മറിച്ച് ആരെയാണ്? നമ്മുടെ ലിഗാൻഡിനാണ്. അപ്പോൾ ഇവിടെ എത്ര ലിഗാൻഡ് ഉണ്ട്? 4 ലിഗാൻഡ് ഉണ്ട്. സോ നിങ്ങൾക്ക് ടെട്ര എന്ന് വിളിക്കാം. ടെട്ര OH ന് നമുക്ക് ഹൈഡ്രോക്സൈഡ്, OH മൈനസ് ഈസ് എ ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ലിഗാൻഡിന്റെ പേരിലേക്ക് വരുമ്പോൾ ഹൈഡ്രോക്സിഡോ. സോ പൊട്ടാഷ്യം ടെട്രാ ഹൈഡ്രോക്സിഡോ എന്ന് വിളിച്ചൂടെ? പൊട്ടാഷ്യം ടെട്രാ ഹൈഡ്രോക്സിഡോ. ദെൻ മെറ്റൽ ആരാണ്? ഈ മെറ്റൽ ആറ്റത്തിൽ ഇവന് ആനയോൺ ആയിട്ടാണ്. അപ്പോൾ ആനയോൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇവൻ എന്താ വിളിക്കുക? സിങ്ക് എന്ന് വിളിക്കാൻ പറ്റുമോ? കാറ്റയോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? സിങ്ക് എന്ന് വിളിക്കാം. പക്ഷെ നമ്മൾ ആനയോൺ ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? ഫെറൈറ്റ്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് വിളിക്കാം? സിങ്ക് 8 എന്ന് വിളിക്കാം. സിങ്ക് 8. ഓക്കെ. സോ പൊട്ടാഷ്യം ടെട്രാ ഹൈഡ്രോക്സിഡോ സിങ്ക് 8 ഇസ് ദ റൈറ്റ് നെയിം. സോ ദ മെറ്റൽ പ്രസന്റ് ഇൻ ക്ലോറോഫോം. എടാ ക്ലോറോഫോമിലുള്ള മെറ്റൽ ആരാ? അങ്ങനെ 3 ഇമ്പോർട്ടൻറ്റ് ബയോ കോമ്പൗണ്ടിനെ പറ്റി നിങ്ങൾ പഠിക്കണം. ക്ലോറോഫോം, അതേപോലെ തന്നെ വൈറ്റമിൻ B12, പിന്നെ നമ്മളുടെ ക്ലോറോഫില്, പിന്നെ ഏതാണ്? വൈറ്റമിൻ B12, പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ. ഓക്കെ, ഹീമോഗ്ലോബിൻ. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചത്. അപ്പോൾ ക്ലോറോഫോമിലുള്ള ആൾ, ക്ലോറോഫോം അല്ല, ക്ലോറോഫിലുള്ള ആളാണ് ആര്? നമ്മളുടെ സിങ്ക് അല്ലേ? ഓക്കെ, സിങ്ക് ആണോ ക്ലോറോഫോമിൽ ആരാളുള്ളത്? ഓക്കെ, സിങ്ക് ആണ് ക്ലോറോഫോമിൽ ഉള്ളത്. ഇനി വൈറ്റമിൻ B12 പേരെന്നെ നമുക്കറിയാം, സയനോ കോബാലമിൻ നമ്മൾ വിളിക്കുക. സോറി പ്രിയ, ഞാൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇടാൻ മറന്നു. ഓക്കെ, പൊട്ടാഷ്യം ടെട്രാ ഹൈഡ്രോക്സിഡ് സിങ്ക്, ഇവിടെ Zn2+ ആണ്. പൊട്ടാഷ്യം ടെട്രാ ഹൈഡ്രോക്സിഡ് സിങ്ക് 8 ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇടണം. ഞാൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മറക്കരുത്. സോ അപ്പോൾ വൈറ്റമിൻ B12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പേരെന്നെ വിളിക്കുക സയനോ കോബാലമിൻ എന്നാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കൊബാൾട്ട് കണ്ടെയ്നിങ് എന്താണ്? ഒരു കോംപ്ലക്സ് ആണ് ഈ വൈറ്റമിൻ B12. അതേപോലെ തന്നെ നമ്മളുടെ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു അയൺ കണ്ടെയ്നിങ്, അയൺ കണ്ടെയ്നിങ് എന്താണ്? ഒരു കോമ്പൗണ്ട് ആണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ സിങ്ക് കണ്ടെയ്നിങ് ക്ലോറോഫിൽ, കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ B12, അയൺ കണ്ടെയ്നിങ് ഹീമോഗ്ലോബിൻ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കാം, നമ്മുടെ തുടക്കത്തിൽ പറയുന്ന കാര്യമാണ്. ദെൻ അടുത്തത് ഗിവ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ്. ഓക്കെ, 2 കോമ്പൗണ്ട് ഉണ്ട്. PTNH3 twice Cl2 ഉണ്ട്. ദെൻ NiCO4 ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ PTNH3 ഇവിടെ കോംപ്ലക്സ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ പ്ലാറ്റിനം 2+ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിഗാൻഡ് ആയിട്ട് ഇവിടെ ആരുണ്ട്? അമോണിയ ഉണ്ട്. ദെൻ ആരുണ്ട്? ക്ലോറിഡോ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആരെ? അമോണിയനെ നെയിം ചെയ്യാം. അപ്പോൾ ഡൈഅമീൻ, ഡൈക്ലോറിഡോ. അപ്പോൾ ലിഗാൻസ് കഴിഞ്ഞ് ഡൈഅമീനും ആയി, ഡൈക്ലോറിഡോ ആയി. ഇനി ഇവിടെ ന്യൂട്രൽ ആണ്, അതുകൊണ്ട് നിങ്ങൾ പ്ലാറ്റിനേറ്റ് എന്നൊന്നും വിളിക്കേണ്ട, എന്തെന്ന് വിളിച്ചാൽ മതി? പ്ലാറ്റിനം എന്ന് വിളിച്ചാൽ മതി. പ്ലാറ്റിനം ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ന്യൂമറൽ 2. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്തത് ഇവിടെ അഗെയിൻ നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. കാർബണൈൽ ഈസ് എ ന്യൂട്രൽ ലിഗാൻഡ്. അപ്പോൾ എത്ര കാർബണൈൽ ഉണ്ട്? 4 കാർബണൈൽ ഉണ്ട്. അപ്പോൾ ടെട്രാ കാർബണൈൽ. ഇനി സെൻട്രൽ മെറ്റൽ ആറ്റം ആരാണ്? നിക്കൽ. The oxidation state is 0. ടെട്രാ കാർബണൈൽ നിക്കലും ഡൈഅമീൻ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ തീർത്തു. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലൂടെ അടക്കാം. കൺസിഡർ ദ കോർഡിനേഷൻ കോമ്പൗണ്ട് CONH3 5Cl2. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ അബോവ് കോമ്പൗണ്ട്. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം വളരെ എളുപ്പം നമുക്ക് പറയാൻ പറ്റുന്നതാണ്. എത്ര അമ്മീൻ ഉണ്ട്? 5 അമ്മീൻ ഉണ്ട്. അപ്പോൾ പെൻറ്റാ അമ്മീൻ ഒറ്റ ക്ലോറിഡോ ഉള്ളൂ. സോ ക്ലോറിഡോ. ദെൻ സെൻട്രൽ എലമെന്റ് കൊബാൾട്ട്. ഹിയർ കൊബാൾട്ട് 3+ ആണ്. അപ്പോൾ അഗെയിൻ കൊബാൾട്ട്. The oxidation state is 3 and chloride. This will be the name. Okay, അപ്പോൾ nomenclature നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ ചെയ്തു. Then what is the primary valency and secondary valency of the central metal ion in the above coordination compound? നമുക്കറിയാം പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെക്കൻഡറി വാലൻസി. എന്താ പ്രൈമറി വാലൻസി? പ്രൈമറി വാലൻസി നമ്മൾ ഓൾസോ നോൺ ആസ് ഓക്സിഡേഷൻ നമ്പർ എന്നും സെക്കൻഡറി വാലൻസിന് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അഥവാ പ്രൈമറി വാലൻസി ഈക്വൽ ടു നമുക്കറിയാം ഈ പറയുന്ന മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +3 ആണ്. ദാറ്റ് മീൻസ് 3 ആണ്. ഇനി കോർഡിനേഷൻ നമ്പർ അഥവാ സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലിഗാൻഡ് ഉണ്ട്? 5 + 1 6 മോണോഡെൻറ്റൈൽ ലിഗാൻഡ് ഉണ്ട്. ഹെൻസ് ദ കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ അഥവാ പ്രൈമറി വാലൻസി 3ഉം ഓക്കെ സെക്കൻഡറി വാലൻസി 6 ആണ് അല്ലേ? അപ്പോൾ ഇത് അങ്ങോട്ട് മാറരുത് കേട്ടോ. ഓക്സിഡേഷൻ നമ്പറും കോർഡിനേഷൻ നമ്പറും സെക്കൻഡറി പ്രൈമറി മാറ്റിയിടരുത്. അപ്പോൾ അതിമേലൊക്കെ മാർക്ക് ചിലപ്പോൾ കുറക്കും. ഇങ്ങനെ ആലോചിക്കാം, നമ്മൾ പ്രൈമറി വാലൻസി ഓക്സിഡേഷൻ നമ്പർ നമ്മൾ +1 പഠിക്കുന്നതാണ്. സെക്കൻഡറി വാലൻസി കോർഡിനേഷൻ നമ്പർ നമ്മൾ +2 പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ
ആലോചിച്ച് കഴിഞ്ഞാൽ മാറൂല. ചിലർക്ക് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത എന്ത് വരും, ഡൗട്ടുകളൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ക്ലിയർ ചെയ്യും. then അടുത്തത് റൈറ്റ് 2 പോസ്റ്റുലേറ്റ് ഓഫ് വെർണർ തിയറി. വെർണർ തിയറിക്ക് 3-4 പോസ്റ്റുലേറ്റ് നമുക്ക് പറയാൻ പറ്റും. 2 പോസ്റ്റുലേറ്റ് വളരെ എളുപ്പമാണ്. വെർണർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് എന്തുണ്ട്, 2 ടൈപ്പ് ഓഫ് വാലൻസി ഉണ്ട് എന്നാണ്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയി. സോ ഇൻ എ പെർട്ടിക്കുലർ കോർഡിനേഷൻ കോമ്പൗണ്ട് ദർ ഇസ് 2 ടൈപ്പ് ഓഫ് വാലൻസി. ആ 2 ടൈപ്പ് ഓഫ് വാലൻസിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്. പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പറാണ്. സോ പ്രൈമറി വാലൻസി ഈസ് ജനറലി എന്താണ്, അയണൈസബിൾ വാലൻസി ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട് മെറ്റൽ ഷോ 2 ടൈപ്സ് ഓഫ് ലിങ്കേജ് ഓർ വാലൻസി ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ദ പ്രൈമറി വാലൻസി ആർ നോർമലി അയണൈസബിൾ ആൻഡ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. നമുക്കറിയാം ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡറി വാലൻസി ആർ നോൺ അയണൈസബിൾ. ദീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾസ്. അതായത് ഒരു H2O പോലത്തെ ന്യൂട്രൽ ലിഗാൻഡിനോ Cl- പോലെയുള്ള ഒരു നെഗറ്റീവ് അയോണിനോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോർഡിനേഷൻ നമ്പറിനെ എന്ത് ചെയ്യാം, സാറ്റിസ്ഫൈ ചെയ്യാം. ദ സെക്കൻഡറി വാലൻസി ഈസ് ഈക്വൽ ടു ദ കോർഡിനേഷൻ നമ്പർ ആൻഡ് ഈസ് ഫിക്സ്ഡ് ഫോർ എ മെറ്റൽ. ഇനി 4ാമത്തെ ഒരു പോസ്റ്റുലേറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ദ അയോൺസ് ഓർ ഗ്രൂപ്പ് ബൗണ്ട് ബൈ ദ സെക്കൻഡറി ലിങ്കേജ് ടു ദ മെറ്റൽ ഹാവ് ക്യാരക്ടറിസ്റ്റിക് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് കറസ്പോണ്ടിങ് ടു ഡിഫറെന്റ് കോർഡിനേഷൻ നമ്പർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ദാറ്റ് മീൻസ് ഈ പറയുന്ന കോർഡിനേഷൻ നമ്പർ, ദാറ്റ് മീൻസ് സെക്കൻഡറി വാലൻസി കൊണ്ട് ഉണ്ടാകുന്ന ഈ കാരണം കൊണ്ടാണ്, റീസൺ കൊണ്ടാണ് ഇവർക്ക് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കുക, ഇങ്ങനെ ആലോചിച്ചാൽ മതി. വെർണർ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിങ്കേജിനെ പറ്റിയിട്ട്, വാലൻസിനെ പറ്റിയിട്ടാണ്. സോ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ മെറ്റൽ ആറ്റത്തിന് 2 ലിങ്കേജ് ഉണ്ട്, അല്ലെങ്കിൽ 2 വാലൻസി ഉണ്ട്. അതിന് നമുക്ക് പ്രൈമറി വാലൻസിനോ സെക്കൻഡറി വാലൻസിനോ വിളിക്കാം. എന്താ പ്രൈമറി വാലൻസി, ഓക്സിഡേഷൻ നമ്പർ. ആരാ ഓക്സിഡേഷൻ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുക, നെഗറ്റീവ് ചാർജ്. സോ പ്രൈമറി വാലൻസി ഈസ് ജനറലി അയണൈസബിൾ വാലൻസി satisfied by എന്താണ്, നെഗറ്റീവ് അയോൺസ്. ആൻഡ് ദ സെക്കൻഡറി വാലൻസി ഈസ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് ഓർ ന്യൂട്രൽ അയോൺസ് ആൻഡ് ഈസ് ജനറലി എന്താണ്, നോൺ അയണൈസബിൾ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ 3 എണ്ണം കിട്ടി, വളരെ എളുപ്പമാണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. വിച്ച് ആർ 4 ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം എക്സിബിറ്റഡ് ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്, ഗിവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം. ഓക്കെടാ, ഏതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം, അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ ഐസോമറിസം, ലിങ്കേജ്, പിന്നെ ഏതാണ്, അയണൈസേഷൻ, ഹൈഡ്രേറ്റ് ഓർ സോൾവേറ്റ്, ദെൻ ഏതാടാ, കോർഡിനേഷൻ. സോ ലിങ്കേജ് ഐസോമറിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത്രയുള്ള പരിപാടി. ഞാനിതൊരു കൊബാൾട്ട് എടുക്കുകയാണ്, കൊബാൾട്ട് സെൻട്രൽ എലമെൻറ്റ്. ദെൻ ഞാൻ NH3 എടുത്ത്, പിന്നെ ഞാൻ ആരെടുത്ത്, ഒരു NO2 എടുത്തെന്ന് വിചാരിച്ചോ. NO2 മൈനസ് കൊബാൾട്ട് 3+ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് 2+. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ആൻഡ് CO NH3 5 ONO 2+. കണ്ടാം, ഇത് ലിങ്കേജ് ഐസോമറിസ് ആണ്. ഇനി അയണൈസേഷൻ ഐസോമറിസ്, CO അഗെയിൻ ഞാൻ ഒരു NH3 5 എടുത്ത്, ഇവിടെ SO4 ഉണ്ടെന്ന് വിചാരിച്ചോ, പുറത്ത് ആരുണ്ട്, ഒരു ക്ലോറിൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ അയണൈസേഷൻ അല്ലേ, ഡിഫറെൻറ്റ് സ്ഫിയറിനെ കൊണ്ടല്ലേ, NH3 5 Cl, ദെൻ പുറത്ത് കാരെടുത്തു, SO4 എടുത്തു, പരിപാടി. ഇനി ഹൈഡ്രേറ്റ് ഓർ സോൾവേറ്റ്, CO H2O 6 Cl3 ഉണ്ടെന്ന് വിചാരിച്ചോ, ആൻഡ് CO H2O 5 Cl, പുറത്ത് Cl2 ഡോട്ട് എന്താണ്, H2. ഇനി കോർഡിനേഷൻ ഐസോമറീസ് ആണെങ്കിൽ പറഞ്ഞെങ്കിൽ ഞാൻ അഗെയിൻ കൊബാൾട്ട് എടുക്കുന്നു, കൊബാൾട്ട് NH3 6 ആൻഡ് അവിടെ ക്രോമിയം Cl6 ഉണ്ടെന്ന് വിചാരിച്ചു, ആൻഡ് അഗെയിൻ സിൽ ബിക്കംസ് ക്രോമിയം NH3 6ഉം പിന്നെ ആരോടാ, കൊബാൾട്ട് Cl6. എല്ലാത്തിൻ്റെയും എക്സാമ്പിളായി, എല്ലാത്തിൻ്റെയും പേരുമായി. ഓക്കെ, അപ്പോൾ ലിങ്കേജ്, അയണൈസേഷൻ, ഹൈഡ്രേഷൻ, കോർഡിനേഷൻ എല്ലാം കൂടി 4 മാർക്ക്. ഇത്ര എഴുതി വെച്ചാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ഓക്കെ, സോ ദെൻ അടുത്ത ക്വസ്റ്റിനോട് എടുക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓക്കെടാ, ഇതിൽ ആരാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുക എന്നാണ്. NiCO4 ഒരിക്കലും ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ ചാൻസ് ഇല്ല, കാരണം ഇവിടെ 4 ലിഗാൻഡും സെയിം ആണ്. അപ്പം മാത്രമല്ല അവനെന്തായിരിക്കും, നമുക്ക് അവനെ ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അഗൈൻ COF6 3- എന്ത് ചെയ്യില്ല, കാണിക്കൂല. ദെൻ സിസും ട്രാൻസും ഉണ്ട്. ആദ്യം നമുക്ക് സിസ് CO
NH3 ഓക്കെ ഹിയർ സിസ് ആണ്, അതായത് ക്ലോറിൻ അടുത്തടുത്തുണ്ടെന്ന് വിചാരിച്ചോ. NH3 പിന്നെ ആരാടാ NH3 ഓക്കെ, ഇതാണ് സിസ്. ഇനി ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO Cl NH3. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കോമ്പൗണ്ട് എന്ത് കാണിക്കൂല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കൂല. കാരണം എന്താ, ഈ കോമ്പൗണ്ട് എന്താണ് ഐഡന്റിക്കൽ ആണ്. നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കിയിട്ട് ഇവൻ എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. ഇവൻ നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാൻസ് ഒരിക്കലും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. ദെൻ നമുക്ക് ഇനി സിസ് നോക്കാം. സിസ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബ്ലി നമ്മുടെ സിസ് കോമ്പൗണ്ട് എന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഓപ്പോസിറ്റ്. സിസ് കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്യും അപ്പോൾ കാണിക്കും. കാരണം ഇവിടെ എന്തല്ല, ഇവർ ഐഡന്റിക്കൽ ആപ്സ് അല്ല, അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തേക്കാം, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്തേക്കാം, കാണിച്ചേക്കാം. ദെൻ അടുത്തത് ഐഡന്റിഫൈ ദ ജോമെട്രിക്കൽ ഐസോമറിസം ഓഫ് CONH3. CONH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് MA3B3 ടൈപ്പ് ആണ്. MA3B3 ടൈപ്പ് ആണ്. ആൻഡ് ഗിവ് ദയർ സ്ട്രക്ചേഴ്സ്. ഓക്കെ, MA3B3 അവർ സ്ട്രക്ചർ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം അത് ഫാക്മർ ഐസോമറിസത്തിലേക്കാണ് പോവുക. നമുക്ക് എലമെന്റ് നോക്കുകയാണെങ്കിൽ CO NH3 ത്രൈസ് ആൻഡ് Cl ത്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഞാൻ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടൈപ്പ് കൊബാൾട്ട്, ദെൻ NH3 Cl. ഓക്കെ, ദെൻ അടുത്താണ് CO. ഓക്കെ, NH3 Cl. ഓക്കെ, ഈ ഐസോമറിസത്തിന് കണ്ടോ, ഇത് ഒരു ഫേസ് ആണ്, ഇത് അടുത്ത എന്താണ് ഒരു ഫേസ് ആണ്. ഇങ്ങനെ രണ്ട് ഫേസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഐസോമർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ക് ഐസോമർ. ഇനി ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ നോക്കടാ, ഈ പറയുന്ന NH3 ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു C ഷേപ്ഡ് സ്ട്രക്ചർ കിട്ടും. ക്ലോറിനെ ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്തൊരു C ഷേപ്ഡ് സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ഒരു സിയും ഒരു C ഇങ്ങനെ വരും. അതുകൊണ്ട് ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറിഡിയണൽ അല്ലെങ്കിൽ മെർ ഐസോമർ. അപ്പോൾ നമുക്ക് ഫാക്കും കിട്ടി, മെറും കിട്ടി. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ഡ്രോ ദ ജോമെട്രിക്കൽ ഐസോമറിസം ഓഫ് PtCl2En twice 2+, which among the isomer is optically active, give reason. ഓക്കെ, നോക്കടാ. അപ്പോൾ നമുക്ക് ഈ PtCl2En2 നോക്കുകയാണെങ്കിൽ ഇവനും എന്താണ് ഒരു ഒക്ടൈഡൽ കോമ്പൗണ്ട് ആണ്. അപ്പോൾ പ്ലാറ്റിനം എടുത്തു. ദെൻ ഞാൻ ഇവൻ്റെ ജോമെട്രിക്കൽ ഐസോമറിസം ആദ്യം വരക്കാൻ പോവാണ്. ഓക്കെ, പ്ലാറ്റിനം എടുക്കുന്നു. പ്ലാറ്റിനത്തിൻ്റെ ജോമെട്രിക്കൽ ഐസോമറിസം ഞാൻ ആദ്യം രണ്ട് ക്ലോറിനെ നിയറസ്റ്റ് പൊസിഷനിൽ എടുക്കുന്നു. എത്തിലീൻ ഡയമീനെ ഞാൻ ഇങ്ങനെയും കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇത് സിസ് ആണ്. ദെൻ ഇവിടെ ഞാൻ ക്ലോറിൻ ഓപ്പോസിറ്റ് ഇടുന്നു. ദിസ് വിൽ ബി എത്തിലീൻ ഡയമീൻ ആൻഡ് ദിസ് വിൽ ബി എത്തിലീൻ ഡയമീൻ. ഇതെന്താണ്, ഇത് ട്രാൻസ് ആണ്. അപ്പോൾ ഇത് സിസ്സും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്, ട്രാൻസും ഉണ്ട്. ഓക്കെ, സിസ്സും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്, ട്രാൻസും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സിസ് കോമ്പൗണ്ട് ട്രാൻസ് കോമ്പൗണ്ട് നമ്മൾ എടുക്കുമ്പോൾ പ്രോബ്ലി ഈ സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ ട്രാൻസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ട്രാൻസ് ഒന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് രണ്ട് ഐസോമറും കിട്ടി, സിസ്സും കിട്ടി, ട്രാൻസും കിട്ടി. ഓക്കെ, സിസ്സും കിട്ടി, ട്രാൻസും കിട്ടി. ഇനി ഞാൻ ഓക്കെ, നോക്കടാ. ഇപ്പോൾ എനിക്കതാ ഞാൻ ഈ രണ്ട് ട്രാൻസിൻ്റെ ഒരു മിറർ ഇമേജ് ഞാനിവിടെ പരിഗണിച്ചെന്ന് വിചാരിച്ചു. ഈ ട്രാൻസിൻ്റെ ഒരു മിറർ ഇമേജ് ഞാനിവിടെ പരിഗണിച്ച്. പക്ഷേ ഇങ്ങനെ ഒരു മിറർ ഇമേജ് പരിഗണിച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ് കോമ്പൗണ്ട് പ്രോബബ്ലി ഈ ട്രാൻസ് കോമ്പൗണ്ട് ഇതിൻ്റെ എക്സാക്ട്ലി സെയിം ആണ്. കാരണം ഇതാ ഇതിൻ്റെ മേലെ എനിക്കത് അതേപോലെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ട്രാൻസ് കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവൻ എന്താണ്, ഈ ട്രാൻസ് കോമ്പൗണ്ട് സൂപ്പർ ഇമ്പോസ് ചെയ്ത്, സോ ഞാനിത് നേരെ ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ച്, ദാറ്റ് മീൻസ് ഇവൻ ഒപ്റ്റിക്കലി എന്താണ്, ഇനാക്റ്റീവ് ആണ്. ട്രാൻസ് കോമ്പൗണ്ട് ഒപ്റ്റിക്കലി എന്താണ്, ഇനാക്റ്റീവ് ആണ്. ഇനി സിസ് ആണ് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സിസ് എന്തായിരിക്കും, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. കാരണം സിസ്സിൻ്റെ ഒരു മിറർ ഇമേജ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ പ്ലാറ്റിനം, ദെൻ ഇതാ ഇങ്ങനെ വന്നു, ഇവിടെ ക്ലോറിൻ, ഇവിടെ എത്തിലീൻ ഡയമീൻ, ഇവിടെ എന്താണ് എത്തിലീൻ ഡയമീൻ. അപ്പോൾ ഇത് ഞാൻ സൂപ്പർ ഇമ്പോസ് ചെയ്യുമോ നോക്കുകയാണ്. അപ്പോൾ ഞാനത് ഇവനെ നേരെ എടുത്ത് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും സൂപ്പർ ഇമ്പോസ് ചെയ്യൂല. അപ്പോൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവൻ എന്താണ്, ഇവൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ ഇത് രണ്ടും സിസ് ആണ്. പക്ഷേ ഇവൻ ഡി സിസ് ആണെങ്കിൽ ഇവൻ എന്തായിരിക്കും, എൽ സിസ് ആയിരിക്കും. ഇവൻ ഒപ്റ്റിക്കലി എന്താണ്, ആക്റ്റീവ് ആണ്. അപ്പോൾ സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ട്രാൻസ് ഒപ്റ്റിക്കലി എന്താണ്, ഇനാക്റ്റീവ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് 3 ആണ്.
സിസ്സും ഉണ്ട് ട്രാൻസും ഉണ്ട്. അതിൽ സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഡി സിസ്, എൽ സിസ്, പിന്നെ ട്രാൻസ്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, എടാ ഞാനിത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സോഡിയാക്ക്, യു ആർ കറക്റ്റ്. ഓക്കെ, ദെൻ മഞ്ജു, റൈറ്റ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, സോ ഞാനിതിൽ മുഴുകിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ കണ്ടില്ല, സോറി. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് കിടക്കാം. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് CONH3 for Cl2+. ഓക്കെ, സോ ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ് ഇത്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ടൈപ്പ് നമ്മൾ ചെയ്തതാണ്. ഇതാ CO, വെയിറ്റ് ചെയ്തിട്ടില്ല അല്ലേ, അത് ഫാക്മർ ആണ് പറഞ്ഞത്. ഓക്കെ, വെയിറ്റ്, CONH3 for Cl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കൊബാൾട്ട് എടുക്കുന്നു. ദെൻ 6 ലിഗാൻഡ്. ആദ്യം ഞാൻ 2 ക്ലോറിനെ നിയറസ്റ്റ് പൊസിഷനിൽ ഇട്ടു, ബാക്കി എല്ലായിടത്തും NH3 കൊടുത്തു. അപ്പോൾ ഇത് സിസ് ആണ്. ദെൻ ഞാൻ ക്ലോറിൻ എവിടെയൊക്കെ കൊടുക്കുന്നു, ഓപ്പോസിറ്റ് പൊസിഷനിൽ ഞാൻ ക്ലോറിനെ കൊടുക്കുന്നു. ദിസ് വിൽ ബി ക്ലോറിൻ, ദിസ് വിൽ ബി ക്ലോറിൻ, ദെൻ NH3, then NH3, then NH3. This will be trans. Okay, അപ്പോൾ സിസും ഉണ്ട് ട്രാൻസും ഉണ്ട്, ജോമെട്രിക്കൽ ഐസോമർ ആയി. Then on the basis of valence bond theory, explain the structure and magnetic property of NiCN4 2-. നമ്മൾ നേരെ ഇനി ബാലൻസ് ബോണ്ട് തിയറിക്ക് പോവാണ്. അപ്പോൾ ആരെ ചോദിച്ചിട്ടുള്ളത് NiCN4 2- ആണ്. NiCN4 2-. ഓക്കെ, ആദ്യം സെൻട്രൽ എലമെന്റ് ആരാണ്? നിക്കലാണ്. നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3D8 4s2 ആണ് നിക്കൽ. ഈ നിക്കൽ NiCN4 2- നിക്കൽ പ്രോബബ്ലി എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിക്കൽ 2+ ആണ്. അപ്പോൾ നിക്കൽ 2+ൽ നമുക്കറിയാം 3D8 ആണ് നിക്കൽ 2+ന്റെ എന്ത് വരിക, കോൺഫിഗറേഷൻ വരിക. 3D8 നമുക്ക് ഡി കോൺഫിഗറേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, 1 2 3 4 5 6 7 8. ബട്ട് വരുന്ന ലിഗാൻഡ് ആരാണ്? CN-. ഈസ് ആക്ട് ആസ് എ CN- എന്ത് ലിഗാൻഡാണ്? ഒരു സ്ട്രോങ് ലിഗാൻഡാണ്. CN- എന്ത് ലിഗാൻഡാണ്? സ്ട്രോങ് ലിഗാൻഡാണ്. ഈ സ്ട്രോങ് ലിഗാൻഡ് എന്താ ചെയ്യുക? ഈ സ്ട്രോങ് ലിഗാൻഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഉള്ളിലോട്ട് എന്ത് ചെയ്യും, പെയർ ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രോൺ ഉള്ളിലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, പെയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇലക്ട്രോണിനെ ഉള്ളിലോട്ട് പെയർ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ സോ ഹിയർ Ni2+ ഇൻ പ്രസൻസ് ഓഫ് എന്താണ്, ഇൻ പ്രസൻസ് ഓഫ് CN- എന്താ സംഭവിക്കുക, ഈ ഇലക്ട്രോൺസിന് ഉള്ളിലോട്ട് പെയർ ചെയ്യണോണ്ട് തന്നെ പ്രോബബ്ലി 1 2 3 4 5 6 7 8 ഒരു ഡി ഓർബിറ്റൽ വാക്കൻ്റ് ആവും. പിന്നെ ഇവിടെ ഒരു S ഉണ്ട്, പിന്നെ പുറത്താരുണ്ട്, P ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡി ഓർബിറ്റൽ യൂസ് ചെയ്തു, പിന്നെ ഒരു S ഓർബിറ്റലും 2 P ഓർബിറ്റലും യൂസ് ചെയ്യുന്നു. സോ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് DsP2. അങ്ങനെയാണെങ്കിൽ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് DsP2. അപ്പോൾ പ്രോബബ്ലി നമുക്ക് പറയാം ദ സ്ട്രക്ചർ നമ്മുടെ എന്താ ചോദിച്ചിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് മാഗ്നറ്റിക്സ് ആണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ DsP2 ആയതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ഏതാണ്? സ്ട്രക്ചർ നമുക്കറിയാം സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ആണ്. ഇനി ഇവിടെ ദർ ഇസ് നോ അൺപെയർഡ് ഇലക്ട്രോൺസ്. അങ്ങനെ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പ്രോബബ്ലി എന്തില്ല, അവിടെ പാരാമാഗ്നറ്റിക്സ് നമുക്ക് പറയാൻ പറ്റില്ല. ദ കോമ്പൗണ്ട് ഈസ് ഡയാമാഗ്നറ്റിക്, ഹെൻസ് ദ കോമ്പൗണ്ട് ഈസ് ഡയാമാഗ്നറ്റിക്. പിന്നെ ഇന്നർ ഡി ഇലക്ട്രോൺ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിതിനെ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആണ്, ഡയാമാഗ്നറ്റിക്സ് ആണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. സോ ഇറ്റ്സ് വെരി കറക്റ്റ്, DsP2 ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി. ദെൻ നമുക്ക് നേരെ വെരി ഗുഡ് ഫോർ യുവർ ആൻസേഴ്സ്. ഓക്കെ, ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. എക്സ്പ്ലെയിൻ ഹൗ ദ കോംപ്ലക്സ് ഓഫ് നിക്കൽ ഹാവ് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ബട്ട് ഡു നോട്ട് ഡിഫർ ഇൻ ദയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഞാനിത് പെട്ടെന്ന് പറയാണ്, ഇവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി സെയിം ആണ്, പക്ഷേ സ്ട്രക്ചറിൽ ഡിഫറെൻ്റ് ആണ്. ആദ്യം തന്നെ ഇവിടെ നിക്കൽ 2+ഉം ഇവിടെ നിക്കൽ 0 ആണ്. അപ്പോൾ നിക്കൽ 2+ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺഫിഗറേഷൻ ഇറ്റ് ഇസ് 3D8. അപ്പോൾ 3D8 കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ പ്രോബബ്ലി എന്താ സംഭവിക്കുക, ഇവിടെ 1 2 3 4 5 6 7 8 ഇതാണ് നിക്കൽ 2+ന്റെ കോൺഫിഗറേഷൻ. വരുന്ന ലിഗാൻഡ് ആരാണ്? CN- എന്ത് ലിഗാൻഡാണ്? ഒരു സ്ട്രോങ് ലിഗാൻഡാണ്. ഈ CN- സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ അവന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ ഒരു ഇലക്ട്രോൺ അവന് ഉള്ളിലോട്ട് എന്ത് ചെയ്യും, പെയർ ചെയ്യും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഏതാ ഇവിടെ? DsP2 ഹൈബ്രിഡൈസേഷൻ ആവും. ഹെൻസ് സ്ക്വയർ പ്ലാനാർ ആണ് ജോമെട്രി വരിക. Then hybridization is DsP2 and compound എന്താണ്, ഡയാമാഗ്നറ്റിക് ആണ്. ഇനി അടുത്തത് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അടുത്തത് NiCO4 വരുമ്പോൾ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഗൈൻ 0 ആണ്. അപ്പോൾ 3D8 എന്ത് വരിക,
ഫോറസ്റ്റ് വരും. CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലിഗാൻഡാണ്? ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. അപ്പോൾ ഈ നിക്കലിൻ്റെ 3D8 ഫോറസ്റ്റ് നല്ലപോലെ ശ്രദ്ധിച്ചോ. 1 2 3 4 5 ആൻഡ് ഇത് 3D, ഇത് ഏതാണ്? ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ ഉണ്ട്. ഈ 2 ഇലക്ട്രോൺ CN സയനൈഡ് ആണ്. വെരി ഗുഡ്. CN- is cyanide. ഓക്കെ. അപ്പോൾ CO ഈസ് കാർബണൈൽ. അങ്ങനെയാണെങ്കിൽ ഈ കാർബണൈൽ ഈ S ഇലക്ട്രോൺ എന്ത് ചെയ്യൂടാ? പ്രോബബിളി ഉള്ളിലോട്ട്, കാർബണൈൽ ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ S ഇലക്ട്രോൺ അവൻ ഡീൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യും? പെയർ ചെയ്യും. അപ്പോൾ S ഇലക്ട്രോൺ ഡീൻ്റെ ഉള്ളിലോട്ട് പെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈബ്രിഡൈസേഷൻ ഏത് വരും? sp3 വരും. ആൻഡ് സ്ട്രക്ചർ ഏത് വരും? ടെട്രായിഡൽ വരും. സ്ട്രക്ചർ ഏത് വരും? ടെട്രായിഡൽ വരും. ടെട്രായിഡൽ സ്ട്രക്ചർ വരും. ഈ കോമ്പൗണ്ടിൽ എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇവർ പറഞ്ഞത് കറക്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ഹൗ ദ കോംപ്ലക്സ് നിക്കൽ ആൻഡ് NiCN4 2- ആൻഡ് NiCO4 have different structures but do not differ in their magnetic behavior. So both are diamagnetic, but NiCN4 2- is a square planar DsP2 hybridized compound and NiCO4 is a sp3 tetrahedral compound. ഓക്കെ, നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് നടക്കാം. Fe2O6 3+ is a strongly paramagnetic whereas FeCN6 is 3- is weakly paramagnetic. ഇത് രണ്ടും 3+ ആണ്. അപ്പോൾ നമ്മൾ Fe3+ൻ്റെ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ 3d5 4s0 ആണ് വരിക. 3d5 4s0. ഞാനിനി 2 കേസ് എടുക്കാൻ പോവാണ്. FeH2O6 3+ ഫസ്റ്റ്, ദെൻ FeCN6 3-. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ H2O എന്ത് ലിഗാൻഡാണ്? ഒരു വീക്ക് ലിഗാൻഡും CN- എന്ത് ലിഗാൻഡാണ്? ഒരു സ്ട്രോങ് ലിഗാൻഡുമാണ്. അപ്പോൾ H2Oൻ്റെ കേസിൽ വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പെയറിംഗ് ഒന്നും നടക്കുമോ? 1 2 3 4 5. സോ N = 5 ആണ്. ഹെൻസ് mu = √5 × 5 + 2 = 7. അപ്പോൾ √35 ആണ് ആൻസർ. ഇനി ഇവിടെ CN- ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പ്രോബബ്ലി നമുക്ക് പറയാം 1 2 3 4 5. പക്ഷേ സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും? ഉള്ളിലോട്ട് എന്ത് ചെയ്യും? പെയർ ചെയ്യും. നോക്കടാ, ഉള്ളിലോട്ട് എന്ത് ചെയ്യും? പെയർ ചെയ്യും. അപ്പോൾ ഉള്ളിലോട്ട് പെയർ ചെയ്യുമ്പോൾ ഈ 2 ഇലക്ട്രോൺ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? പെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ 2 ഇലക്ട്രോൺ ഉള്ളിലേക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും? ഇത് ഹൈബ്രിഡൈസേഷന് പോകും. ഇവിടെ N = 1 ആണ്. സോ mu = √1 × 1 + 2. അപ്പോൾ 1 × 3 √3 is the right answer. അപ്പോൾ ഇവിടെ നോക്ക്, FeH2O6 is a strongly paramagnetic while FeCN6 3- is a weakly paramagnetic because magnetic moment ആരുടെ കേസിൽ? FeH2O6 3+ന്റെ കേസിൽ ഹൈ ആണ്. FeCN6 3- കേസിൽ എന്താണ്? ലോ ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് നേച്ചർ ഓഫ് എന്താണ്? ലിഗാൻഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഹായ് JD സാർ, ഹായ് അൽഫാസ്, ഹായ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് നടക്കാം. റൈറ്റ് എനി 2 limitations ഓഫ് ബാലൻസ് ബോണ്ട് തിയറി. ബാലൻസ് ബോണ്ട് തിയറിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. സോ ബാലൻസ് ബോണ്ട് തിയറി ഒരുപാട് അസംഷൻസ് നിറഞ്ഞതാണ്. ബാലൻസ് ബോണ്ട് തിയറി ഇറ്റ് ഇൻവോൾവ്സ് എ ലാർജ് നമ്പർ ഓഫ് അസംഷൻ, അത് പറയാം. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഗിവ് ക്വാണ്ടിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് മാഗ്നറ്റിക് ഡാറ്റ. ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ കളർ എക്സിബിറ്റഡ്. അല്ലേ, കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കളർ പറയാൻ ഇവനെ കൊണ്ട് എന്ത് ചെയ്തില്ല? പറ്റിയിട്ടില്ല. അതേപോലെ ഇറ്റ് ഡസ് നോട്ട് ഗിവ് ക്വാണ്ടിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് തെർമോഡൈനാമിക് ആൻഡ് കൈനറ്റിക് സ്റ്റെബിലിറ്റി. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ബാലൻസ് ബോണ്ട് തിയറിനെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇറ്റ് ഡസ് നോട്ട് മേക്ക് എക്സാക്ട് പ്രഡിക്ഷൻ റിഗാർഡിംഗ് ദ ടെട്രായിഡൽ ആൻഡ് സ്ക്വയർ പ്ലാനർ സ്ട്രക്ചേഴ്സ്. അതായത് ടെട്രായിഡൽ സ്ക്വയർ പ്ലാനർ സ്ട്രക്ചേഴ്സിനെ ഒരിക്കലും നമുക്ക് പലപ്പോഴും നമ്മളുടെ ഈ പറയുന്ന പ്രഡിക്ഷൻസ് തെറ്റാറുണ്ട്. അതായത് ടെട്രായിഡിൽ നമ്മൾ പറയുന്ന കോമ്പൗണ്ട് സ്ക്വയർ പ്ലാനർ ആവാറുണ്ട്. സ്ക്വയർ പ്ലാനർ നമ്മൾ വിചാരിക്കുന്ന കോമ്പൗണ്ട് എന്താവാറുണ്ട്? ടെട്രായിഡിൽ ആവാറുണ്ട്. ഇതൊക്കെ ബാലൻസ് ബോണ്ട് തിയറിന്റെ എന്താണ്? ഈ പറയുന്ന ഡിമെറിറ്റ് ആണ്. ആൻഡ് ദ വെൽ നോൺ ഡിമെറിറ്റ് ഈസ് നമുക്കൊരിക്കലും ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡിന് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സാക്ട്ലി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല ബാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മറികടക്കാൻ പറ്റും. സോ ഡ്രോ ദ ഫിഗർ ടു ഷോ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽ. നോക്കടാ, ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിംഗിന്റെ ഡയഗ്രാം ാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ആ ഡയഗ്രാം നമുക്ക് വരച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ ഒക്ടാഹൈഡൽ പോലെ തന്നെ ടെട്രാഹൈഡൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആദ്യം ഒക്ടാഹൈഡലിന്റെ ഡയഗ്രാം നോക്കാം. ദിസ് വിൽ ബി ഒക്ടാഹൈഡൽ ഡയഗ്രാം. അല്ലേ, ആദ്യം നമുക്കറിയാം ഒരു മെറ്റൽ ആറ്റം ആണെങ്കിൽ അതിന്റെ ഡി ഓർബിറ്റൽ എന്താണ്? ഡീജനറേറ്റ് ഡി ഓർബിറ്റൽ ആണ്. dx² - y² ഉണ്ട്, dz² ഉണ്ട്, dxy ഉണ്ട്, dxz ഉണ്ട്, dyz ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ഇവിടേക്ക് ഞാനൊരു സ്ഫെറിക്കൽ ക്രിസ്റ്റൽ ഫീൽഡിനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ഓർബിറ്റലിലും ഒരേപോലെ റിപ്പൾഷൻ വരികയും അവരുടെ എല്ലാവരുടെയും എനർജി
എനർജി എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും എനർജി കൂടുമ്പോൾ ഇവർ സ്റ്റിൽ ഡീജനറേറ്റ് ആണ്, പക്ഷെ എന്താണ്, ഒരു ഹൈ എനർജി സ്റ്റേറ്റിലാണ്. പക്ഷെ ആക്ച്വലി അവിടെ അങ്ങനെ ഒരു സ്പെറിക്കൽ ക്രിസ്റ്റൽ ഫീൽഡ് ഇല്ല. പക്ഷെ അവിടെ ഒരു ക്രിസ്റ്റൽ ഫീൽഡ് ഉണ്ട്. എന്താണ്, ലിഗാൻഡ് കൊടുക്കുന്ന എന്താണ് ഈ പറയുന്ന ഫീൽഡ്. ഈ ലിഗാൻഡിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗാൻഡ് ഇസ് എ പോയിന്റ് ചാർജസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലിഗാൻഡ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? നിങ്ങളൊരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ ഈ മെറ്റലിന്റെ രണ്ട് ഓർബിറ്റൽ നോക്കടാ, നിങ്ങൾ ആക്സിസ് കൺസിഡർ ചെയ്യുന്ന വിചാരിച്ചു. ഇതൊരു സെഡ് ആക്സിസും ഇതൊരു എക്സ് ആക്സിസും ആണെങ്കിൽ ഈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ ഓർബിറ്റൽ ഈ ആക്സിസിലായിരിക്കും അല്ലേ. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇതാ എക്സ് സ്ക്വയർക്കും ഇത് വൈയും ഇത് എക്സും ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി ഡി സെഡ് സ്ക്വയർ ആണ് നിങ്ങൾ പറയണമെങ്കിൽ ഡി സെഡ് സ്ക്വയർ ഓർബിറ്റൽ ഇങ്ങനെ ആയിരിക്കും. ദിസ് വിൽ ബി ഡി സെഡ് സ്ക്വയർ. ഇതായിരിക്കും ഡി സെഡ് സ്ക്വയർ. അപ്പോൾ ഈ ഡി സെഡ് സ്ക്വയർ ഓർബിറ്റലും ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓർബിറ്റലൊക്കെ എവിടെയാണ്, ആക്സിസിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ ആക്സിസിൽ ഹൈ റിപ്പൾഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രോബബ്ലി ആക്സിസിലുള്ള ഓർബിറ്റലിന്റെ എനർജി എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഡി എക്സ് സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയറിന്റെ ഡി വൈ സ്ക്വയറിന്റെ ഡി സെഡ് സ്ക്വയറിന്റെ എനർജി എന്ത് ചെയ്യും, നന്നായിട്ട് കൂടും. പക്ഷേ ബാക്കിയുള്ളവരുടെ എനർജി എന്ത് ചെയ്യും, കുറയും ചെയ്യും. ഇങ്ങനെ കുറയുന്ന 3 ഓർബിറ്റലിന് നമുക്ക് T2G ഓർബിറ്റൽ എന്നും ഹയർ എനർജിയിലുള്ള ഓർബിറ്റലിന് EG എന്നും വിളിക്കാം. ഇവിടേക്ക് 2/5 ഡെൽറ്റാവോയും ഇവിടേക്ക് 3/5 ഡെൽറ്റാവോ ആയിരിക്കും. ഈ ഒരു ആവറേജ് എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരി സെന്റർ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഡിനോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2ഓ 3ഓ മാർക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇനി ഇതേപോലെ തന്നെ കണ്ടോ, ടെട്രായിഡൽ ഫീൽഡും അവർ ചോദിക്കാറുണ്ട്. ടെട്രായിഡൽ ഫീൽഡ് ആകുമ്പോൾ ഒന്നുമില്ല, ഇതേപോലെ തന്നെ ആദ്യം നമ്മളൊരു ഡീജനറേറ്റ് ഓർബിറ്റിൽ കൺസിഡർ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഒരു സ്ഫെറിക്കൽ ക്രിസ്റ്റൽ ഫീൽഡ് വരുന്നു. ഈ സ്ഫെറിക്കൽ ക്രിസ്റ്റൽ ഫീൽഡിൽ നമുക്കറിയാം ടെട്രായിഡൽ ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക അല്ലേ, ലിഗാൻഡ്. അപ്പോൾ ഇവിടെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത് ആക്ച്വലി ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസിലുള്ള ഓർബിറ്റൽ അവൻ ഹൈ റിപ്പൾഷൻ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഡി എക്സ് വൈയിലോ ഡി വൈ സെഡിലോ ഡി എക്സ് സെഡിലോ ഹൈ റിപ്പൾഷൻ. സോ T2 ഓർബിറ്റലിന്റെ എനർജി വളരെ കൂടുതലായിരിക്കും. ഈ ഓർബിറ്റലിന്റെ എനർജി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. സോ നേരത്തെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ T2G എന്ന് ഇടരുത്, T2 എന്ന് ഇടാൻ പാടുള്ളൂ. EG എന്ന് ഇടരുത്, E എന്ന് ഇടാൻ പാടുള്ളൂ. ഇവിടുത്തെ ടോട്ടൽ എനർജി ഡിഫറൻസിന് നമുക്ക് ഡെൽറ്റ ടി അഥവാ ടെട്രായിഡൽ സ്പ്ലിറ്റിംഗ് എനർജി എന്ന് വിളിക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഓർബിറ്റൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് 2/5 ഡെൽറ്റ ടി. ഇവിടെ 2 ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ ബാക്കി 3/5 ഡെൽറ്റ ടി. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അവിടെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഡിഫൈൻ സ്പെക്ട്രോകെമിക്കൽ സീരീസ്. സ്പെക്ട്രോകെമിക്കൽ സീരീസിന് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കൊരു സ്പെക്ട്രോകെമിക്കൽ സീരീസിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. സോ ഇറ്റ് ഈസ് എ സീരീസ് ഇൻ വിച്ച് ദ ligand are arranged in the increasing order of their field strength. അല്ലെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അതാണ്. നിങ്ങൾക്ക് ഒരു ലിഗാൻഡിന് അതിന്റെ ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ അപ്പോൾ ആ സീരീസിൽ നമുക്ക് ഈ സീരീസ് നിങ്ങൾക്ക് കാണാണ്ട് പഠിക്കുന്നത് നല്ലതാണ്. കാണാണ്ട് പഠിക്കണം എന്നില്ല, അവിടുത്തെ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്താലും മതി. നിങ്ങൾക്ക് ഷോർട്ട് ഈ പറയുന്ന ട്രിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സോ ഞാൻ എപ്പോഴും ആലോചിക്കൽ ഇങ്ങനെയാണ്, ഇവിടെ ഫസ്റ്റിൽ വരുന്ന എലമെന്റ്സ് ഒക്കെ ഹാലോജൻസ് ആണ്. ഹാലോജൻസിനേക്കാളും സ്ട്രെങ്ത് കൂടുതലായിരിക്കും ആർക്ക്, നമ്മുടെ ഓക്സിജൻ ലിഗാൻഡിന്. അതിനേക്കാളും സ്ട്രെങ്ത് കൂടുതലായിരിക്കും നൈട്രജൻ ലിഗാൻഡിന്. അതിനേക്കാളും സ്ട്രെങ്ത് കൂടുതലായിരിക്കും കാർബൺ ലിഗാൻഡിന്. ഓക്കെ, അപ്പോൾ ഹാലോജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ. ഓക്കെ, നമ്മൾ വലിയൊരു സ്പെക്ട്രോകെമിക്കൽ സീരീസിന് ഷോർട്ടാക്കി. ഇനി ഇതിൽ തന്നെ രണ്ടാമതൊരു കാര്യം കൂടെ അപ്ലൈ ചെയ്യാം. 2 ഓക്സിജൻ ലിഗാൻഡ് ആണെങ്കിൽ നെഗറ്റീവ് ലിഗാൻഡിനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും ആര്, ന്യൂട്രൽ ലിഗാൻഡ്. നിങ്ങൾ നോക്കിയാൽ മതി, OH മൈനസിനേക്കാളും സ്ട്രോങ്ങർ ആണ് C2O4 കണ്ടോ, സോറി, OH മൈനസിനേക്കാളും C2O4 സ്ട്രോങ്ങർ ആണ് H2O. NCS മൈനസിനേക്കാളും EDTA4 സ്ട്രോങ്ങർ ആണ് NH3 എത്തിലീൻ ഡയമീനൊക്കെ. ഇനി ഇവർ 2 ആൾക്കാരും ന്യൂട്രൽ ആണെങ്കിൽ, നിങ്ങൾക്ക് 2 ആൾക്കാരും ചാർജഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നോക്കാം. ഇവിടെ പ്രോബബ്ലി ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡിനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും ആര്, ഒരു കീലേറ്റിംഗ് ലിഗാൻഡ്, അതായത് ഒരു ബൈഡെൻഡേറ്റോ ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പോൾ ഇവിടെ നോക്ക്, കണ്ടോ, നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യാം. ഹാലോജൻസ്, സൾഫറിനെ ഞാൻ തൽക്കാലം ഇവിടുന്ന് ഒമിറ്റ് ചെയ്യണം. അപ്പോൾ ഹാലോജൻസ്, പിന്നെ ഓക്സിജൻസ്, പിന്നെ നൈട്രജൻസ്, പിന്നെ കാർബൺ ലിഗാൻസ്. ഇനി അതിൽ തന്നെ നെഗറ്റീവ് ചാർജിനേക്കാളും സ്ട്രോങ്ങർ ആണ് ന്യൂട്രൽ. കണ്ടോ, നെഗറ്റീവിനേക്കാളും സ്ട്രോങ്ങർ ആണ് ന്യൂട്രൽ. ഇനി 2 ആൾക്കാരും ഒരേപോലെ ചാർജഡ് ആണെങ്കിൽ മോണോഡെൻഡേറ്റിനേക്കാളും സ്ട്രോങ്ങർ ആണ് ബൈഡെൻഡേറ്റ്. കണ്ടോ, സോ മോണോഡെൻഡേറ്റ്, കണ്ടോ, എക്സാഡെൻഡേറ്റ്, കണ്ട, മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. കൊണ്ടോ, അപ്പോൾ ഇതാ, അറേഞ്ച് ദ ഫോളോയിങ് ലിഗാൻഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ ഫീൽഡ് സ്ട്രെങ്ത് അക്കോർഡിംഗ് ടു സ്പെക്ട്രോകെമിക്കൽ സീരീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടാ, Cl- ഉണ്ട്, CO ഉണ്ട്. അപ്പോൾ Cl- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹാലജൻ, CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ,
OH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആൻഡ് OH മൈനസ് ഈസ് ഓക്സിജൻ. ഒബിയസ്ലി Cl മൈനസ് ഏറ്റവും ഫീൽഡ് സ്ട്രെങ്ത് കുറഞ്ഞ ആളും CO ഏറ്റവും ഫീൽഡ് സ്ട്രെങ്ത് കൂടിയ ആളും ആയിരിക്കും. ഇനി H2O OH മൈനസും എന്താണ് മോണോഡെൻഡൈൽ ലിഗാൻഡ് തന്നെയാണ്. അതിൽ തന്നെ H2O ഇസ് എ ന്യൂട്രൽ ലിഗാൻഡ്. അപ്പോൾ H2Oന്റെ സ്ട്രെങ്ത് OH മൈനസിനേക്കാൾ എന്തായിരിക്കും കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. വേണമെങ്കിൽ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. കണ്ട Cl മൈനസ് അതിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ്, OH മൈനസ് അതിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ്, H2O അതിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ്, CO. ഓക്കെ, സോ ഇത്രയും സ്പെക്ട്രോകെമിക്കൽ സീരീസിന് ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ദെൻ ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഓഫ് ഒക്ടൈഡൽ ആൻഡ് ടെട്രായ്ഡൽ കോംപ്ലക്സ് ആർ റിലേറ്റഡ് ആസ്. ഓക്കെ, നമുക്കറിയാം ഡെൽറ്റ ടിനേക്കാളും വളരെ കൂടുതലാണ് ആര്, ഡെൽറ്റ ഒ. നമ്മളൊരു എക്സാക്ട് വാല്യൂ പറയുകയാണെങ്കിൽ ഡെൽറ്റ ഒ തമ്മിലൊരു റിലേഷൻ പറയുകയാണെങ്കിൽ 9 ഡെൽറ്റ ടി ഈക്വൽ ടു 4 ഡെൽറ്റ ഒ ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ ടി ഈക്വൽ ടു 4/9 എന്താണ്, ഡെൽറ്റ ഒ ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ദിസ് ഈസ് ഓൾ അബൌട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പോവാണ്, വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ തൽക്കാലം എൻ്റെ 4 ചാപ്റ്ററോട് കൂടി ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബട്ട് ബാക്കി ക്ലാസ്, ബാക്കി ചാപ്റ്റേഴ്സ് നമ്മുടെ CR സാർ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നമുക്ക് ബാക്കി CR സാറ് ഇപ്പോൾ വരും സാറ്. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ്. സോ താങ്ക് യു എവരി വൺ. ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത എക്സാം, മറ്റന്നാളത്തെ എക്സാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ എനിവേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് കാണാം. അതുവരെ ഓക്കെ, സോ SB സൈനിങ് ഓഫ്. നിങ്ങൾക്ക് CR വരും. ഓക്കെ, ബൈ. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ SB സാറ് ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് കെമിക്കൽ കൈനറ്റിക്സ് മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, D&F ചെയ്ത് കഴിഞ്ഞു, കോർഡിനേഷൻ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സിലേക്കാണ്. നമുക്ക് ജസ്റ്റ് വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് K ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഈ Kയുടെ യൂണിറ്റും ഓർഡറും തമ്മിൽ എന്തുണ്ട്, ബന്ധമുണ്ട് ഇല്ലേ. യെസ്, ഇഫ് കോൺസെൻട്രേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോൾ ലിറ്റർ ഇൻവേഴ്സ് ആൻഡ് ടൈം ഇൻ സെക്കൻഡ്സ്, find the unit of K of for 0 order, first order and second order reactions. ഓക്കെ, നമ്മൾ പറയല്ലേ, നമുക്കറിയുന്ന ഇക്വേഷൻ ഉണ്ട് അല്ലേ. യൂണിറ്റ് കാണാൻ എന്താ ചെയ്യുക, നമ്മൾ മോൾ ലിറ്റർ ഇൻവേഴ്സ് 1 മൈനസ് n അല്ലേ. n എന്ന് പറഞ്ഞാൽ ഓർഡറാണ്. പിന്നെ സെക്കൻഡ് ഇൻവേഴ്സ്, ഇതാണ് ശരിക്കും യൂണിറ്റ് ഓഫ് K എന്ന് പറഞ്ഞാൽ. Kയുടെ യൂണിറ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 0 ഓർഡർ എടുക്കാം. അപ്പോൾ 0 ഓർഡർ കേസിൽ n എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ആ കേസിൽ 1 മൈനസ് n എന്ന് പറഞ്ഞായിരിക്കും അല്ലേ, 1 മൈനസ് 0 ദാറ്റ് ഈസ് 1. അപ്പോൾ 0 ഓർഡറിൻ്റെ കേസിൽ ഇഫ് n ഈസ് ഈക്വൽ ടു 0 ഓർഡർ, ദെൻ യൂണിറ്റ് ഓഫ് K എന്തായിരിക്കും ഉണ്ടാവുക, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് തന്നെ ആയിരിക്കും. ഇനി n ഈസ് ഈക്വൽ ടു 1, അത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എന്താ സംഭവിക്കുക, 1 മൈനസ് 1 0 ആയിരിക്കും. അപ്പോൾ ഇത് ടോട്ടലി എന്തായിരിക്കും, ഈ ഭാഗം കംപ്ലീറ്റ് 1 ആയിരിക്കില്ലേ. അപ്പോൾ വെറും എന്ത് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ, സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ, ശരിയല്ലേ. ഓക്കെ, റൈറ്റ്. സെക്കൻഡ് ഓർഡറിലെ കേസ് എന്തായിരിക്കും എന്നാണ്. അപ്പോൾ എന്താ കിട്ടുക, 1 മൈനസ് പറഞ്ഞാൽ -1 അല്ലേ, മോൾ ലിറ്റർ ഇൻവേഴ്സ് -1 എന്നായിരിക്കും വരിക. പിന്നെ സെക്കൻഡ് ഇൻവേഴ്സ് വരും. അപ്പോൾ എന്താ കിട്ടും നമുക്ക്, മോൾ ഇൻവേഴ്സ് അല്ലേ, ലിറ്റർ പിന്നെ സെക്കൻഡ് ഇൻവേഴ്സ് എന്നായിരിക്കും, ശരിയല്ലേ. ഇതാണ് സെക്കൻഡ് ഓർഡർ, ശരിയല്ലേ. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്, കറക്റ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ക്യാൻ ബി 0 even a fraction, but molecularity cannot be 0 അല്ലേ, or a non integer. അതായത് ഓർഡറും മോളിക്കുലറും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഓർഡർ ഓഫ് റിയാക്ഷൻ? ശരിക്കും എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ?
നമുക്കറിയാം ഒരു റിയാക്ഷൻ എടുത്താൽ അതിൻ്റെ റേറ്റിലോ നമുക്ക് എഴുതാൻ പറ്റും. R ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A+B ഗീവ്സ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ റിയാക്ഷൻ എന്ന് വിചാരിക്കും. K A റൈസ്ഡ് X B റൈസ്ഡ് Y. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഈസ് ഈക്വൽ ടു X + Y എന്നാണ് പറയാം. അപ്പോൾ എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് അല്ലേ X + Y എന്ന് പറഞ്ഞാൽ സം അല്ലേ സം ഓഫ് പവേഴ്സ് ഓഫ് റിയാക്റ്റൻസ് അല്ലേ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻ എ റേറ്റ് ലോ. ഒരു റേറ്റ് ലോ എടുത്താൽ അതിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവേഴ്സ് എക്സും വൈയും അതുള്ള ആ ഒരു പവേഴ്സിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ അതാണ് ആക്ച്വലി എന്ത് നമ്മൾ പറയുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഈ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്പർ ഓഫ് റിയാക്റ്റൻ സ്പീഷീസ് അണ്ടർഗോയിങ് കൊളിഷൻ, സൈമൾട്ടേനിയസ് കൊളിഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് വേണ്ട, നമുക്ക് എ നോക്കാം. സ്മോൾ എ സ്മോൾ ബി അങ്ങനെ ചോദിച്ചോളൂ. അപ്പോൾ എ എണ്ണം സ്മോൾ ലെറ്റർ എ അത്രയും എണ്ണം എന്തുണ്ട്? എയും ബി എണ്ണം ബിയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക? നമുക്ക് A+B ആണ് ഇതിൻ്റെ മോളിക്കുലാരിറ്റി എന്ന് പറയാം. ഓക്കെ, നമ്പർ ഓഫ് റിയാക്റ്റൻ സ്പീഷീസ് അല്ലേ അണ്ടർഗോയിങ് കൊളീഷൻ, സൈമൾട്ടേനിയസ് കൊളീഷൻ. ഇതാണ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞത്. ഇനി ഇതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ കൺവേർഷൻ ഓഫ് മോളിക്യൂൾ A to B follows second order kinetics. If concentration of A is increased to 3 times, okay, how will it affect the rate of formation of B എന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ്. അപ്പോൾ A to B എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഇത് പറയുന്നുണ്ട്. റേറ്റ് എന്ന് പറഞ്ഞാൽ K/A² ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എന്ത് മാറ്റം വരുത്താൻ പോകുന്നതോ? A ഇൻക്രീസ്ഡ് 3 times. അപ്പോൾ നമ്മൾ പുതിയ റേറ്റ് പറയുകയാണ് R ന്യൂ. അതെന്താണ്? K, ദ സെയിം K മാറുന്നില്ല അല്ലേ? അപ്പോൾ 3A എന്നായിരിക്കും ഉണ്ടാവുക സ്ക്വയർ. അപ്പോൾ 3² എത്ര? 9K/A² എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 9 times ഇൻക്രീസ്ഡ് ആയി അല്ലേ? ഇൻക്രീസ്ഡ് ബൈ 9 times എന്നാണ് എഴുതേണ്ടത്. ശരിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻ ഓർ എനി വൺ ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. റേറ്റിനെ കുറിച്ച് പറയണം. ഓക്കെ, എന്നിട്ട് പറയുകയാണെന്ന് വെച്ചാൽ എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. റിയാക്ഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. 2HI ഗീവ്സ് H2 + I2 എന്ന് പറയുന്ന റിയാക്ഷൻ. ഈ റിയാക്ഷൻ റേറ്റ് എങ്ങനെ കാണാമെന്നാണ് നമ്മൾ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയാം കേട്ടോ. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ കാണാൻ പറ്റും. അതെങ്ങനെയാണ്? റേറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയുന്നതാണ് -1/2D of HI divided by dt. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു അല്ലേ? ഇവിടെ എന്താണ്? ഇത് 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് 1/1 അതാണ് 1 തന്നെ. അപ്പോൾ D of H2 divided by dt അല്ലേ? അതായത് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ശരിയല്ലേ? ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു D of I2 divided by dt. ഓക്കെ, ഈ റേറ്റ് നമുക്ക് ഇതിനെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഇതിനെ പറയാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. ഓക്കെ, നോട്ട്സ് വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നോട്ട്സ് നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. കൃഷ്ണദാസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ദ റേറ്റ് എക്സ്പ്രഷൻ ഫോർ എബവ് റിയാക്ഷൻ ഈസ് തന്നിട്ടുണ്ട്. അതെങ്ങനെ തന്നിട്ടുള്ള അറിയോ? തന്നിട്ടുള്ളത് R ഈസ് ഈക്വൽ ടു K/HI² എന്ന് തന്നിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് ഓർഡർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ? ഓക്കെ, സംശയമൊന്നുമില്ല. എൻ്റെ റേറ്റ് തന്നതുകൊണ്ട് എന്താണ്? 2 അല്ലേ? അതാണ് ഇപ്പോൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓർഡർ 2 എന്നാണ് കൊടുക്കേണ്ടത്. പിന്നെ അത് ഡിഫൈൻ ഓർഡർ ഓഫ് റിയാക്ഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. ഓക്കെ, എന്താണ് ഓർഡർ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ചോദിക്കണം എന്താ വെച്ചാൽ വെദർ ദ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ ഓഫ് ദ എബവ് റിയാക്ഷൻ ആർ സെയിം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ നോക്കൂ, ഇക്വേഷനിൽ 2 ആണ്. 2HI
രണ്ട് HI തമ്മിലാണ് എന്ത് ചെയ്യുന്നത് കൊളീഷൻ നടക്കുന്നത്. അപ്പോൾ 2 ആണ്. മോളിക്കുലാരിറ്റി ഈസ് 2 അല്ലേ? മോളിക്കുലാരിറ്റി എത്രയാണ്? 2 എന്ന് പറയാം. മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു 2. ഓർഡർ തന്നിട്ടുണ്ടല്ലോ, ഓർഡർ ഈസ് ഓൾസോ 2 അല്ലെ? ഇവിടെ തന്നിട്ടുണ്ട്. ഓർഡർ നമുക്ക് എഴുതാൻ പറ്റില്ല, തോന്നിയ പോലെ എഴുതാൻ പറ്റില്ല. മോളിക്കുലാരിറ്റി എന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എത്ര എണ്ണമാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ കണ്ടാൽ നമുക്ക് അത് 2 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഓർഡർ എങ്ങനെ കിട്ടുന്നത്, അത് എക്സ്പെരിമെൻ്റലി കിട്ടുന്ന സംഭവമാണ് അല്ലേ? എക്സ്പെരിമെൻ്റലിയാണ് എന്ത് ചെയ്യുക, ഓർഡർ കിട്ടുക. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മൾ എൻ്റെ എപ്പോഴും ചോദിക്കേണ്ടത്, നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയണം എന്നാലേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ നോട്ട്സ് കിട്ടണമെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് എല്ലാം കഴിയണം. ഇപ്പോൾ കെമിക്കൽ എൻറ്റിസ് ഉണ്ട്, പിന്നെ ഓർഗാനിക് എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോട്ട് കിട്ടും. ഓക്കെ കൃഷ്ണദാസ്, റൈറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഓർഡർ മോളിക്കുലാരിറ്റി എന്താണ് ഈ കേസിൽ എന്താണ്, സെയിം ആണ്. എല്ലാ കേസിലും സെയിം ആവണമെന്നില്ല അല്ലേ? ഓർഡർ നമ്മൾ എക്സ്പെരിമെൻ്റലി നമ്മൾ ചെയ്തിട്ട് കിട്ടുന്ന ഒരു എന്താണ്, റേറ്റ് ലോ ഉണ്ടാക്കുന്നു. റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന സംഭവമല്ല, എക്സ്പെരിമെൻ്റലി കിട്ടുന്നതാണ് റേറ്റ് ലോ. ആ റേറ്റ് ലോയിലെ ഈ പവേഴ്സിൻ്റെ സമ്മിനെയാണ് നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവേഴ്സിൻ്റെ സമ്മാണ് ആക്ച്വലി എന്ത് ഓർഡറായിട്ട് വരിക. അതെന്ത് ഈ കേസിൽ രണ്ടും എന്താണ്, സെയിം ആണെന്നാണ് അല്ലേ? സെയിം എന്നാണ് ചോദിക്കുന്നത്. യെസ്, രണ്ടും എന്താണ്, ഇവിടെ ഓർഡറും മോളിക്കുലാരിറ്റി ഇവിടെ സെയിം ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാണ്. For a first order reaction, half-life period is independent of initial concentration of its reactant species. അത് നമുക്കറിയുന്നതാണ്. ഹാഫ് ലൈഫ് എന്ത് ചെയ്യില്ല, ഫസ്റ്റ് ഓർഡർ കേസിൽ ഹാഫ് ലൈഫ് പീരീഡ് T½ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റിയാക്ഷൻ? എന്താണ് ശരിക്കും ഹാഫ് ലൈഫ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നമുക്ക് പറയേണ്ടതുണ്ട് അല്ലേ? T½ എന്നാണ് നമ്മൾ ഹാഫ് ലൈഫിനെ പറയാം. ഓക്കെ, T½ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാം ഒരു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് A0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ പകുതി ആകാൻ എടുക്കുന്നു. അപ്പോൾ A0/2. ഓക്കെ, അപ്പോൾ A0 എന്നുള്ളത് അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അതിൻ്റെ പകുതി ആകാൻ എടുക്കുന്ന ടൈം, ഈ ടൈമിന് നമുക്ക് പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്, T. ഈ ടൈമിന് നമുക്ക് T½ അല്ലെങ്കിൽ T50% ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ടാവും. അതാണ് എന്ത് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. Okay, it is the time taken to reduce the concentration of reactants to half of its initial concentration എന്ന് പറയാം. Okay, time taken to reduce the concentration of reactants to half of its initial concentration. അതാണ് T½ അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. By deriving the equation for T½ of first order reaction, prove that T½ is independent of initial concentration of reactant species. ഓക്കെ, ഈ പറഞ്ഞ സംഭവം എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ തെളിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായി തെളിയിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ ഇൻറ്റഗ്രൽ റേറ്റ് ഇക്വേഷൻ നമുക്ക് അറിയണം. ഓക്കെ, നമുക്കറിയുമെന്ന് വിചാരിക്കുന്നു. T ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ K log A0/A എന്നാണ് ഇക്വേഷൻ. ഇവിടെ വാട്ട് ഈസ് A0? A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. വാട്ട് ഈസ് A? സ്ക്വയർ ബ്രാക്കറ്റ് എന്താണ്, കോൺസെൻട്രേഷൻ അറ്റ് ടൈം T ആണ്. ഒരു ടൈം പിന്നിട്ടതിന് ശേഷമുള്ള കോൺസെൻട്രേഷൻ ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നാൽ റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഇനീഷ്യലി ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് T½ കണ്ടീഷൻ പറഞ്ഞു. വാട്ട് ഈസ് T½ T½ അറ്റ് T½ when T ഈസ് ഈക്വൽ ടു T½ T എന്ന് പറയുന്നത് T½ ആകുന്ന സമയത്ത് നമ്മളെ A എന്ന് പറയുന്നത് എന്തായിരിക്കും, A0ൻ്റെ പകുതി ആയിരിക്കും. A0/2 എന്നായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ കൊടുത്താൽ മതി. അപ്പോൾ T½ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ K. അതിലൊന്നും മാറ്റമില്ല. പിന്നെ ലോഗ് A0, ഇവിടെ A എന്താ പറഞ്ഞത്, A0/2. അപ്പോൾ എന്ത് ചെയ്യും, ഈ A0 നമുക്ക് ക്യാൻസൽ ചെയ്ത് log2 എന്നായി മാറും. ശരിയല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ ഉണ്ടാവുക, T½ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ K log2. ഇതൊരു ഇക്വേഷനാണ്. നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, T½ കണ്ടെത്താൻ പറ്റും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ അതിൽ എന്തില്ല, ഇവിടെ കോൺസെൻട്രേഷൻ ടേം ഇതിനകത്തില്ല. അത് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോയില്ലേ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യത്തിന് ഈ log2ൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം. log2ൻ്റെ വാല്യൂ ഏകദേശം 0.301 ഒക്കെയാണ് വരിക. ഓക്കെ, 0.3 നിൽക്കാം തൽക്കാലം. അപ്പോൾ എന്ത് 0.3 log2
നിങ്ങൾ പഠിച്ചേക്കുന്നത് 0.3 എന്ന് പഠിച്ചെടുത്തല്ലോ. അപ്പോൾ 0.3 ഇൻറ്റു 2.303 ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? അതിൻ്റെ വാല്യൂ വരുന്നത് ടി ഹാഫ് അല്ലെ, വാല്യൂ 0.693 എന്നാണ് വരിക, ഡിവൈഡ് ബൈ കെ. ഈ ഇക്വേഷനാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഓക്കെ, 0.693 ഡിവൈഡ് ബൈ കെ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയാണ് ചോദിച്ചുള്ളത് ക്വസ്റ്റ്യൻസ് 4. ക്വസ്റ്റ്യൻ 5 വരികയാണ്. കൺസിഡർ എ ജനറൽ റിയാക്ഷൻ എ എ പ്ലസ് ബി ബി ഗീവ് സി സി പ്ലസ് ഡി ഡി. ഇതാണ് ഈ റിയാക്ഷൻ. ഓക്കെ, ദ റേറ്റ് എക്സ്പ്രഷൻ ഫോർ ദ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് റേറ്റ് എക്സ്പ്രഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ചോദിക്കണേ എസ്റ്റാബ്ലിഷ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ പ്ലസ് ബി ആൻഡ് എക്സ് പ്ലസ് വൈ ഇൻ ടേംസ് ഓഫ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇത് നേരത്തെ പറഞ്ഞ അതേ സെയിം സംഭവം തന്നെയാണ്. ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ അത് മോളിക്കുലാരിറ്റി ആണ്. വാട്ട് ഈസ് മോളിക്കുലാരിറ്റി? നമ്പർ ഓഫ് റിയാക്റ്റൻറ്റ് സ്പീഷീസ് അണ്ടർ ഗോയിങ് സൈമൾട്ടേനിയസ് കൊളീഷൻ. ഓക്കെ, അതാണ് എന്ത് എയും ബിയും. ഇനി വാട്ട് ഈസ് എക്സ് ആൻഡ് വൈ? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓർഡറാണ്, ഓർഡർ ഓഫ് റിയാക്ഷൻ. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ അത് നമുക്ക് തന്നിട്ടുള്ള അല്ലേ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? റേറ്റ് ലോ തന്നിട്ടുണ്ടല്ലോ. ആ റേറ്റ് ലോ നോക്കിയിട്ട് അതിൻ്റെ പവേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് ഓർഡർ എന്ന് പറഞ്ഞാൽ. ഈ ഓർഡർ കിട്ടുന്നത് എങ്ങനെയാണ്? ഇത് എക്സ്പെരിമെൻറ്റിൽ കിട്ടുന്നതാണ്. ഇത് ഞാൻ ചെയ്തത് എങ്ങനെയാണ്? എ പ്ലസ് ബി എന്ന് ചെയ്തത് എങ്ങനെയാണ്? ഇതിൻ്റെ ഇക്വേഷൻ എയും പ്ലസ് എ പ്ലസ് ബി എന്ന് കൊടുത്താണ്. അപ്പോൾ നമ്മൾ എംപെരിക്കൽ റിലേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആക്ച്വലി എന്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് മറ്റേതെന്താണ്? മോളിക്കുലാരിറ്റി ഈസ് ടേക്കൺ തിയററ്റിക്കലി. ഓക്കെ, തിയററ്റിക്കലി ആയിട്ട് നമ്മൾ തിയറി എടുക്കുന്ന സംഭവമാണ് ഉണ്ടാവും. ക്ലിയർ ആണോ? യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അല്ലേ, ഓർഡർ മോളിക്കുലാരിറ്റി നമ്മൾ അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ എന്ന് പറഞ്ഞാൽ അല്ലേ, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഞാൻ പറഞ്ഞു മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തിയററ്റിക്കലിയാണ് അല്ലേ, ഡിറ്റർമിൻ തിയററ്റിക്കലി കിട്ടുന്നതാണ്. എന്നാൽ ഓർഡർ എങ്ങനെ കിട്ടുന്നത്? ഓർഡർ എന്താണ്? എക്സ്പെരിമെൻ്റലി അല്ലേ, എക്സ്പെരിമെൻ്റലി ആണ് എന്ത് ചെയ്യുക? ഓർഡർ നമുക്ക് കിട്ടുക. പിന്നെ ഓർഡർ പിന്നെ പോസിറ്റീവ് വാല്യൂ ആകാം, നെഗറ്റീവ് വാല്യൂ ആകാം, 0 ആകാം അല്ലേ. പിന്നെയോ അതേപോലെ 0 ആകാം, ഫ്രാക്ഷണൽ വാല്യൂ ആകാം. എന്നാൽ മോളിക്കുലാരിറ്റി എപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ ആവുള്ളൂ. പോസിറ്റീവ് മൈനസ് ആകൂല, 0 ആകൂല. ഓക്കെ, ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ കൊടുത്താൽ മതിയാവും. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 6 വരികയാണ്. റൈറ്റ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ. നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കെ അല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ ടി ലോഗ് A0/A. ഓക്കെ, ഇതാണ് സംഭവം. നിങ്ങൾ ഓരോ ടേം എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ നിർബന്ധമായും ഇതിൽ പറയണം ഏതൊക്കെ ഓരോ ടേം എന്നുള്ളത്. ഇവിടെ 2.303 എന്നുള്ള കെ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ടി എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. A0 എന്ന് പറയുന്നത് എന്താണ്? A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. എ എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ അറ്റ് ടൈം ടി. ഓക്കെ, ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഹാഫ് ലൈഫ് ഓഫ് അല്ലേ. അപ്പോൾ ഇക്വേഷൻ കൊടുക്കാവുന്നതാണ്. ടി ഹാഫ് ആണ് കാണാൻ ചോദിക്കുന്നത്. 0.693. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ ഞാൻ ഇക്വേഷൻ ചെയ്തുള്ള കാരണം ഇത് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെന്ന്. അതായത് റിയാക്ഷൻ ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോന്നിനും വ്യത്യാസം. 0 ഓർഡറിൻ്റെ ടി ഹാഫ് അല്ല ഫസ്റ്റ് ഓർഡറിന്, അതിൻ്റെ എല്ലാ സെക്കൻഡ് ഓർഡറിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ ആണെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഇതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ അല്ലെ, റേറ്റ് കോൺസ്റ്റൻറ്റ് കെ, അതിൻ്റെ യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഓർഡറിലാണ് ആ റിയാക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 0.693 ഡിവൈഡഡ് ബൈ അല്ലേ, എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ. നമ്മൾ ഇക്വേഷൻ എന്താണ്? ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ കെ എന്നാണ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ. ഓക്കെ, അപ്പോൾ കെൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 5 × 10⁻² എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ അല്ലേ അത് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പോൾ സെക്കൻഡാണ് ആൻസർ കിട്ടുക. സെക്കൻഡിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്താൽ മനസ്സിലാവും. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. 13.86 സെക്കൻഡ്സ് ആണ് വരിക.
ഓക്കെ, ശരിയല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. The effect of temperature on rate of reaction is given by Arrhenius equation. Write Arrhenius equation first question. Arrhenius equation നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ Arrhenius equation എന്നുള്ളത്. എന്താണ് ശരിക്കും Arrhenius equation എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. K is equal to A into minus EA by RT ആണ് Arrhenius equation. അല്ലേ? ഇതിൽ ഓരോ ടേം നമുക്ക് അറിയേണ്ടതുണ്ട്. കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? എ എന്ന് പറയുന്നത് എന്താണ്? പ്രീ എക്സ്പെൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ് അല്ലേ? ആക്ടിവേഷൻ എനർജി ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ് അല്ലേ? പിന്നെ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്, കെൽവിൻ. ഓക്കെ, ഇനി ഡിഫൈൻ ആക്ടിവേഷൻ എനർജി എന്നാണ്. എന്താണ് ശരിക്കും ആക്ടിവേഷൻ എനർജി പറഞ്ഞാൽ ഇ എ ആണ് ആക്ടിവേഷൻ എനർജി അല്ലേ? ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ എഫക്റ്റീവ് കൊളീഷൻ ഡ്യൂറിങ് എ റിയാക്ഷൻ. മിനിമം എനർജി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഇതിങ്ങനെയൊക്കെ വരക്കൂലേ, നമ്മൾ എനർജി പ്രൊഫൈൽ ഡയഗ്രാം വരക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിതിൻ്റെ ഈ ഇപ്പോൾ ഇത് റിയാക്റ്റൻ്റ്, ഇത് പ്രൊഡക്റ്റാന്ന് വിചാരിക്കും. അപ്പോൾ ഇത്ര ഇല്ലേ, ഇതാണ് നമ്മുടെ അല്ലേ, ഇവിടുന്ന് ഇത്രയും എത്രയാണ് നമുക്ക് വേണ്ടത് അല്ലെ? ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവുക. നമ്മൾ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നതിനെ ത്രഷോൾഡ് എനർജി. ഈ ത്രഷോൾഡ് എനർജി ക്രോസ് ചെയ്താലാണ് എന്ത് ചെയ്യുക, റിയാക്ഷൻ നമുക്ക് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും എനർജി അല്ലേ, ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നു, അബ്സോർബ്ഡ് ബൈ ദ റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻ്റ് എന്ത് ചെയ്യുന്നു, ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി വേണം. എന്തിനാണ് അല്ലേ? റിക്വയർഡ് ഫോർ എഫക്റ്റീവ് കൊളീഷൻ. ഇത്രയും എനർജി കൂടെ ഉണ്ടെങ്കിൽ എന്ത് എഫക്റ്റീവ് കൊളീഷൻ എന്തേ ഉള്ളൂ നടക്കുള്ളൂ, അപ്പോഴേ എന്തുണ്ടാവുള്ളൂ, റിയാക്ഷൻ നടക്കുള്ളൂ എന്നാണ്. അതാണ് ഇ എ ആക്ടിവേഷൻ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റേറ്റ് കോൺസ്റ്റന്റ് K2 ഓഫ് റിയാക്ഷൻ 3 അല്ലേ? ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നമ്മൾ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ, ഒരു അറീനസ് ഇക്വേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ K2 എന്ന് പറഞ്ഞാൽ അത് 310 കെൽവിനിൽ, പിന്നെ K1 കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്, 2 ടൈംസ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ K1 എന്ന് പറഞ്ഞാൽ യെസ് അതെവിടെയാണ്, അത് 300 കെൽവിനിലാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, നമുക്കറിയാം. ലോഗ് K2 ഡിവൈഡഡ് ബൈ K1 ഈസ് ഈക്വൽ ടു EA ബൈ 2.303 R അല്ലേ? T2 മൈനസ് T1 ബൈ T2 എന്ന ഇക്വേഷൻ രണ്ട് ടെമ്പറേച്ചറിൽ നമ്മൾ ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. K1 K2 വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ. ഇതും എന്ത് തന്നെയാണ്, അറീനസ് ഇക്വേഷൻ തന്നെയാണ്. അറീനസ് ഇക്വേഷൻ്റെ രണ്ട് ടെമ്പറേച്ചറിൽ ഉള്ള കമ്പാരിസൺ ആണെന്ന് മാത്രം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ കൊടുക്കുന്നു. അപ്പോൾ ലോഗ് അല്ലേ K2, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡബിളായി നില പറയുന്നത്. അപ്പോൾ 2K എന്ന് കൊടുക്കാം, ഇവിടെ ഞാൻ ഇവിടെ K എന്നും കൊടുക്കാം. ഓക്കെ, K2 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, K2 എന്ന് പറഞ്ഞാൽ 2K1 ആണ് അല്ലേ, എൻ്റെ ഇരട്ടി നില പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ 2K1 ഇവിടെ എന്താണ്, ഇത് K1 എന്ന് കൊടുക്കാം അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു EA, നമുക്ക് വേണ്ടത് EA ആണ് കണ്ടെത്താൻ വേണ്ടി. EA അവിടെ കൊടുക്കുന്നു 2.303 അല്ലേ? യെസ്, 2.303. പിന്നെ 8.314 ആണെന്ത്, ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലേ? പിന്നെ T2 അല്ലേ 310, അതാണ് T2 മൈനസ് 300 ഡിവൈഡ് ബൈ 310 ഇൻറ്റു 300. ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന എത്രയായിരിക്കും അറിയോ? ആൻസർ EA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ EA ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ കിട്ടും. ഞാൻ ആൻസർ ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ആൻസർ മാത്രം അതിൻ്റെ ഈ ഫൈനൽ വാല്യൂ എഴുതാം. 53598 ജൂൾ പെർ മോളാണ് വരിക. ഓക്കെ, ജൂൾ പെർ മോളിലുള്ള ഇക്വേഷൻ ആണ് ഈ നമ്മൾ ഗ്യാസ് കോൺസ്റ്റന്റ് ഈ 8.314 കൊടുത്തുള്ളത്. അതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ശരിയല്ലേ? ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ? റൈറ്റ് 1 എക്സാമ്പിൾ ഫോർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതൊക്കെ സാധാരണയായിട്ട് നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു റിയാക്ഷൻ അല്ലേ, വിച്ച് അപ്പിയേഴ്സ് ഇൻ ഹയർ ഓർഡർ അല്ലെ, വിച്ച് അപ്പിയേഴ്സ് ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഇറ്റ് ഫോളോസ് ഫസ്റ്റ് ഓർഡർ.
ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സെക്കൻഡ് ഓർഡർ ആണ് അല്ലെങ്കിൽ തേർഡ് ഓർഡർ എന്നൊക്കെ വിചാരിക്കുന്നു, പക്ഷെ അത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ, അത് ഫസ്റ്റ് ഓർഡറിലാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത്. ആക്ച്വൽ ഓർഡർ എന്തായിരിക്കും, ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് പറയുക, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ CH3 COO C2H5 ഓക്കെ, ഒരു ഈഥൈൽ അസിറ്റേറ്റ് എടുക്കാം, എസ്റ്റർ ആണല്ലോ അത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് നമ്മൾ ഹൈഡ്രോളിസ് നടത്തുകയാണ്, അസിഡിക് കണ്ടീഷൻ, അസിഡിക് ഹൈഡ്രോളിസിസ്. നമുക്ക് എന്താ കിട്ടുക, CH3 COOH അസറ്റിക് ആസിഡും കിട്ടും, C2H5OH എഥനോളും കിട്ടും. ഇത് ആക്ച്വലി എന്തിൻ്റെ എക്സാമ്പിളാണ്, ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളാണ്. ഇവിടെ എന്തായിരിക്കും അറിയോ, ഇത് എക്സസ് എമൗണ്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ടാകും, നമുക്ക് ഇത് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റും. ആക്ച്വലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഇത് സെക്കൻഡ് ഓർഡർ എന്നാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഇത് ഫസ്റ്റ് ഓർഡറിലാണ് എന്ത് ചെയ്യുക, ആക്ച്വലി നടക്കുന്നത് അല്ലേ. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ട് എക്സാമ്പിൾ പഠിച്ചു പോകണം. ഒന്ന് ഇത് പഠിക്കണം. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മൾ ഈ സുക്രോസിൻ്റെ ഹൈഡ്രോളിസ് പഠിച്ചിട്ടുണ്ടല്ലോ. സുക്രോസ് എന്ന് പറഞ്ഞാൽ C12H22O11, ഇതാണ് സുക്രോസ്, ഷുഗർ എന്ന് പറയാൻ തൽക്കാലം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, H2O അല്ലേ, ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്, മിനറൽ ആസിഡ്. ഓക്കെ, നമുക്ക് എന്താ കിട്ടുമെന്നറിയോ, നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും ഒരു യൂണിറ്റ്, ഒരു യൂണിറ്റ് ഫ്രക്ടോസും കിട്ടും. രണ്ടും നമുക്കറിയാവുന്ന പോലെ തന്നെ ഐസോമേഴ്സ് ആണ്. C6H12O6, ദിസ് ഈസ് ഗ്ലൂക്കോസ് പ്ലസ് C6H12O6 ഫ്രക്ടോസ്. അപ്പോൾ ഒരു കഷ്ണം, ഒരു ഭാഗം 1:1 ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആണ് കിട്ടുക. ഇതിനെ വിളിക്കുന്ന പേര് ഇൻവേർഷൻ ആണ്. ഇൻവേർഷൻ നമ്മൾ ബയോമോളിക്യൂൾസ് പഠിക്കുന്നുണ്ട്, ഇൻവേർട്ട് ഷുഗേഴ്സ് അതിനെ പറയാം. അപ്പോൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് പ്ലസ് ആയിരിക്കും, ഇത് ടോട്ടൽ എന്തായിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും. ഓപ്റ്റിക്കൽ റൊട്ടേഷൻ എന്തായിരിക്കും, അത് ഇൻവേർട്ട് ചെയ്യപ്പെട്ടുണ്ടാവും. ഇത് ഡെക്സ്ട്രോ ആണെങ്കിൽ ഇതിന് ടോട്ടൽ എന്തായിരിക്കും, ലീവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിനെ ഇൻവേർഷൻ നടത്തുമെന്ന് പറയാം. ഇറ്റ് ഈസ് കോൾഡ് ഇൻവേർഷൻ. സോ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഇൻവേർഷൻ. അപ്പോൾ ഇൻവേർഷൻ ഓഫ് ഷുഗർ, വേറെ എക്സാമ്പിൾ എന്താണ്, ഇൻവേർഷൻ ഓഫ് ഷുഗർ എന്നുള്ളതാണ് അടുത്തത്. ഇൻവേർഷൻ ഓഫ് ഷുഗർ, അതെന്താണ് ഇതിൻ്റെ എക്സാമ്പിൾ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇത് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം എന്താണെന്നറിയോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഒന്ന് ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് പഠിക്കുക. അത് ഫസ്റ്റ് ഓർഡറിൻ്റെയും സെക്കൻഡ് ഓർഡറിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കുക. പിന്നെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഏത് തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ വളരെ സിമ്പിളായി നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ, അത് നമുക്ക് അറിയുന്നതാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കെയുടെ യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, റേറ്റ് ഓർഡർ ചെക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കുക. അറീനിയസ് ഇക്വേഷൻ നിർബന്ധമായും പഠിച്ചു പോവുക. പിന്നെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡറിനൊക്കെ ഉള്ള കേസിലുള്ള ഈ ടി ഹാഫുമായുള്ള ബന്ധം പഠിക്കുക. അറീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫ്, ലോഗരിതം ഗ്രാഫ് വെച്ചിട്ടുള്ള y=mx+c വെച്ചിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പഠിക്കുക. അത്രയാണ് കാര്യമായിട്ട് ഇതിനകത്ത് പറയാനുള്ളൂ. പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, നേരത്തെ തന്നിരിക്കുന്ന പോലെ തന്നെ 1-2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് നൽകാം. ടി ഹാഫുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, സിമ്പിളാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് മൂവ് ചെയ്താലോ എന്നാൽ. യെസ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ പേരിൽ തന്നെ അപ്പിയർ ആയിരിക്കും നന്നാവുക. ജിന്നൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ ഓക്കെ, മനുഷ്യനെ നന്നായിരിക്കും തോന്നുന്നു. ഓ, മറ്റേ ജിന്നാണ്. ഓക്കെ, യെസ്, നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നാൽ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ് അടുത്ത ചാപ്റ്റർ. ഓർഗാനിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പറയട്ടെ, ഹാലോ ആൽക്കെയിൻസ് ഹാലോ അരീൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദ ഓർഗാനിക് ക്ലോറൈഡ്സ്, bromides and iodides react with a certain metal to give compounds containing carbon metal bonds. ചാപ്റ്റർ മെയിനായിട്ട് എന്തൊക്കെയാണ് മെയിൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? അഞ്ചു ചോദിക്കണ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വ്യക്തമാക്കാൻ പറ്റുമോ? ഈ ചാപ്റ്റർ എന്നാണോ ചോദിക്കണത്? അഞ്ചു ഹാലോ ആൽക്കെയിൻസ് ആണോ ചോദിക്കണത്, അതോ നേരത്തെ പറഞ്ഞ കൈനറ്റിക്സ് എന്നാണോ? കൈനറ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എവിടുന്ന ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓർഗാനിക് സെറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാലും പ്രശ്നമില്ല, ഒന്നും കേട്ടോ, കുഴപ്പമില്ലല്ലോ. യെസ്, അഞ്ച് ചോദിച്ചാൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമോ? എവിടുന്നാണ് അഞ്ച് ചോദിച്ചെന്ന് പറയുമോ? ഏത് ചാപ്റ്ററിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. റൈറ്റ്, ഓർഗാനിക് 1 and 2 ചാപ്റ്റേഴ്സ്.
3, 4, 5, 6 ചാപ്റ്റേഴ്സാണ് ചോദിച്ചത്. അത് ആ ചാപ്റ്റേഴ്സ് നമ്മൾ നേരത്തെ എടുത്തല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഇലക്ട്രോകെമിസ്ട്രി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. നിങ്ങൾ ബാക്കിലേക്ക് നോക്കിയാൽ അത് കിട്ടും. ഓക്കെ, അതേപോലെ കോർഡിനേഷൻ കോംപ്ലക്സും പിന്നെ അതേപോലെ DNFും സൊല്യൂഷൻസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഓക്കെ, റൈറ്റ്. ബാക്കിലേക്ക് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ബാക്കിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാം, തുടങ്ങാം. അല്ലെങ്കിൽ ഇതിന് ശേഷം നമ്മൾ ലൈവ് അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ തൽക്കാലം ഞാൻ നേരെ ഹാലോ കെമിസ്ട്രിക്ക് മൂവ് ചെയ്യാണ്. റൈറ്റ്, ഓർഗാനിക് ടഫാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓർഗാനിക് പെട്ടെന്ന് നമുക്ക് ഒരു പ്രത്യേക ഗിമ്മിക്കൊന്നുമില്ല ഓർഗാനിക്കിനകത്ത്. കുറച്ച് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റന്നാളത്തെ എക്സാമിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ പഠിച്ചു പോവുക. ഓക്കെ, എന്തായിരുന്നാലും ഒരു 70% നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് വരുള്ളൂ, ഉറപ്പാണ്. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല. ഓക്കെ, ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, എന്തായാലും ഒരു 70% ക്വസ്റ്റ്യൻസ് നിർബന്ധമായും കിട്ടും. ഓക്കെ, അത് ഏറ്റവും മിനിമമാണ്, അതിനപ്പുറത്തേക്ക് വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ഓർഗാനിക് ഒന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കുക, ഒന്നെന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു കാർബൺ മെറ്റൽ ബോണ്ടുള്ള ഒരു കോമ്പൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇതിൽ ചോദിക്കുന്നത് ഗീവ് 1 എക്സാമ്പിൾ ഫോർ സച്ച് കോമ്പൗണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതെന്താണ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടതെന്നാണ്. പറയട്ടെ, നമുക്ക് അറിയുന്ന ഏറ്റവും സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു പോകേണ്ട ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് പഠിച്ചാൽ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്? ഇപ്പോൾ RMgX ആണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. വാട്ട് ഈസ് ദാറ്റ്? ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. എങ്ങനെ ഉണ്ടാക്കുക? ഒരു ആൽക്കൈൽ ഹാലൈഡ് RX അല്ലേ, ഇതെന്ത് ചെയ്യുന്നു, മെഗ്നീഷ്യവുമായി റിയാക്ട് ചെയ്യുന്നു അല്ലേ, ഈതറിൻ്റെ പ്രസൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, RMgX എന്ന് കിട്ടും. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം 1 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടല്ലോ, ഗീവ് 1 എക്സാമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് കൊടുക്കുക. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, വേറെ ഒരുപാട് റിയേജൻറ്റ് ഉണ്ട്, ഗിൽമാൻ റിയേജൻറ്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവും, ചിലപ്പോൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മളൊരു കോറി ഹൗസ് റിയാക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടായി. നമ്മൾ NCERT-ലില്ല, എൻട്രൻസിന് പഠിക്കുമ്പോൾ പഠിക്കുന്ന കുറേ അല്ലേ. അതുപോലെ ഡൈആൽക്കൈൽ കാഡ്മിയം, ഓക്കെ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള സംഗതി എന്താണ്? ഏറ്റവും സിമ്പിളായിട്ടുള്ള സംഗതി ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് പഠിച്ചാൽ മതി തൽക്കാലം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് നോക്കുകയാണ് നമ്മൾ. ഇതാണ് സംഭവം. ഹൗ വിൽ യു പ്രിപ്പയർ ദ എബോവ് കോമൺ? ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റാണ് ഇതിന് ആൻസർ കൊടുക്കേണ്ടത്. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി കൈറൽ കാർബൺ ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആർ ദർ ഫോർ ലാക്റ്റിക് ആസിഡ് എന്നാണ്. ലാക്റ്റിക് ആസിഡ് എന്താണെന്ന് അറിയണം. ലാക്റ്റിക് ആസിഡിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ COOH, CHOH, പിന്നെ CH3. ഇതാണ് ശരിക്കും എന്ത്, ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും. ഓക്കെ, ഇതെന്താണ്, ഇപ്പോൾ ഇവിടെ COOH കൊടുക്കാം, ഇവിടെ Hഉം ഇവിടെ OHഉം കൊടുക്കാം, ഇവിടെ CH3 കൊടുക്കാം. ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡിൽ ഈ കാർബൺ ഉണ്ടല്ലോ, ഏത് കാർബൺ? ദിസ് കാർബൺ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിനെങ്ങനെ വരച്ച് നോക്കാം ഒന്നും കൂടെ. ആ CHOH എങ്ങനെ കാണിക്കാം, ഇവിടെ ഇവിടെ Hഉം ഇവിടെ OH ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ദിസ് കാർബൺ ഈസ് കൈറൽ. ഈ കാർബൺ എന്താണ്? കൈറലാണ്. ഒരു കാർബൺ എപ്പോഴാണ് കൈറലാവാൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴാണ് കാർബൺ കൈറലാവാം? ആ കാർബണിൻ്റെ ഒപ്പമുള്ള 4 ബോണ്ടുകൾ, 1, 2, 3, 4, 4 ബോണ്ടും വ്യത്യസ്തമാണെങ്കിൽ ദ കാർബൺ ഈസ് സെറ്റ് ടു ബി കൈറൽ. അത്രേ ഉള്ളൂ. എ കാർബൺ വിത്ത് 4 ഡിഫറെൻറ്റ് അറ്റാച്ച്മെൻറ്റ്സ്. ഇതിനെ പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്, കൈറൽ കാർബൺ. ആ കൈറൽ കാർബണിക്ക് ആ കോമ്പൗണ്ട് നമുക്ക് കൈറൽ കോമ്പൗണ്ട് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊരു കൈറൽ കാർബൺ ഉണ്ട്. നമുക്കിതിൻ്റെ ഞാൻ ഇതേ കോമ്പൗണ്ട് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ഫിഷർ മോഡൽ എന്നൊരു മോഡലാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾ ഞാൻ ഈ വരച്ചാൽ മതി. ഞാൻ കൈറൽ കാർബൺ എന്ത് ചെയ്തിട്ടുണ്ട്, കൈറൽ സെൻറ്ററിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു സെൻറ്റർ ആക്കിയൊരു ഈ 2 ബോണ്ടുകൾ തമ്മിലുള്ള ഇടയിലുള്ള ഭാഗമാക്കി അല്ലേ, ഒരു ഇൻ്റർസെക്ഷൻ ആക്കിയിട്ട് ഇവിടെ കാർബൺ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, ഇവിടെ COOH കൊടുത്തു. പക്ഷേ ഇവിടെ OHഉം ഇവിടെ Hഉം ആണ് കൊടുത്തുള്ളൂ കേട്ടോ. മുകളിലും താഴെ ഞാൻ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. ഇത് ആക്ച്വലി ഈ പറഞ്ഞ ഒന്നാമത്തെ രണ്ടാമത്തെ തമ്മിലുള്ള ബന്ധം അല്ലെ, ഒന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ ജസ്റ്റ് മിറർ ഇമേജ് ആണ് രണ്ടാമത്തെ കോമ്പൗണ്ട്. ഇതിനെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്നാണ് പറയാം. എന്ന് പറഞ്ഞാൽ ഞാനിതിനെ കംപ്ലീറ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ OHൻ്റെ മുകളിൽ ആര് വരും, ഈ H ആണ് വരിക. ഒന്ന് നേരെ ഇതിൻ്റെ ഇങ്ങനെ വെച്ച് നേരെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക, നേരെ വെച്ചാൽ എന്ത് സംഭവിക്കുക,
നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇത് പ്ലസ് ആണെന്ന് വിചാരിക്കും, ഒന്നാമത്തെ ഇതെന്തായിരിക്കും മൈനസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 2 കോമ്പൗണ്ട്സ് ഉണ്ട്, 2 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയാം. ഒന്ന് പ്ലസ് ഉണ്ട്, അല്ലെങ്കിൽ ഡെക്സ്ട്രോ ഉണ്ട്, ഡെക്സ്ട്രോ എന്ന് പറയാം. ഇതിന് ലീവോ എന്ന് പറയാം, LAEVO. ഇതാണ് ഇതിൻ്റെ ഐഡിയ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു കൈറൽ കാർബൺ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് എന്ത് ചെയ്യും, 2 ഐസോമേഴ്സ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യും. ഒരു കൈറൽ കാർബൺ ഉണ്ടെങ്കിൽ 2 എണ്ണം. അത് ശരിക്കും ഇക്വേഷൻ 2n ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് n എന്ന് പറഞ്ഞാൽ കൈറൽ കാർബൺ ആണ്. അപ്പോൾ 2n ആണ്, 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ. ഇത് ഇക്വേഷൻ നമ്മൾ കൊടുക്കേണ്ടത് ആ കോമൺ ടോട്ടലി ആയിട്ട് അൺസിമെട്രിക്കൽ ആകുമ്പോഴാണ്. ആ കോമൺ ഒരു സിമെട്രി ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ 2n ഇക്വേഷൻ കൊടുക്കുക. വേറെ സിമെട്രിക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, വ്യത്യസ്തമായ ഇക്വേഷനൊക്കെ മാറും. അപ്പോൾ അതിലേക്കൊന്നും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കാം. എ കോമ്പൗണ്ട് വിത്ത് 1 chiral carbon can show 2 isomers, 2 optical isomers. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് റിയാക്ട് വിത്ത് മെറ്റൽ ടു ഗീവ് ഹൈഡ്രോകാർബൺ ടു പ്രൊഡ്യൂസ് ഫ്രം വിച്ച് ഹൈഡ്രോകാർബൺ ആർ ഈസിലി എന്നാണ്. ഓക്കെ, കുഴപ്പമില്ല, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ വുഡ്സ് റിയാക്ഷൻ കേട്ടിട്ടുണ്ടായിരിക്കും, ഫിറ്റിക് റിയാക്ഷൻ കേട്ടിട്ടുണ്ടായിരിക്കും, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആയിട്ടുണ്ടാവും. ഏതൊക്കെ റിയാക്ഷന് ഇതിൽ പറയുന്ന ഭാഗം? ഒന്ന് വുഡ്സ് റിയാക്ഷനാണ്, വേറെ ഒന്ന് ഫിറ്റിക് റിയാക്ഷനാണ്. ഫിറ്റിക് റിയാക്ഷൻ. പിന്നുള്ളത് രണ്ടും തമ്മിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള വുഡ്സ് ഫിറ്റിക്. ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ പോയിട്ട് എന്ത് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് വെക്കണം. NCERT ഈ ഭാഗം 3 ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക വേണം. ഓക്കെ, ഈ തന്നിരിക്കുന്ന ആരാണെന്നാണ് ഈ റിയാക്ഷൻ. ഇപ്പോൾ 2 അല്ലേ, ഒരു X കൊടുത്തിട്ടുണ്ട്. പിന്നെ സോഡിയത്തിൻ്റെ പ്രസൻസിൽ ഈതർ അല്ലേ, സോഡിയം ഈതർ. അപ്പോൾ എന്താ റിയാക്ഷൻ വരിക എന്നറിയോ? ഇവ തമ്മിൽ 2 എണ്ണം എന്ത് ചെയ്യും, തമ്മിൽ റിയാക്ട് ചെയ്യും. ഇവ തമ്മിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഡൈമർ പോലെ ഫോം ചെയ്യും. എന്നിട്ട് എന്താ ഉണ്ടാവുക, ഇങ്ങനെ കോമ്പൗണ്ട് ഉണ്ടാവും അല്ലേ. ഇതിനെ പറയുന്ന പേരെന്താണ്? ഇത് നമുക്ക് ബൈഫിനൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഡൈഫിനൈൽ എന്ന് പറയാം. അതൊക്കെ രണ്ടും സെയിമാണ്, ഡൈഫിനൈൽ ബൈഫിനൈൽ. ഇതിനെ പറയുന്ന പേരാണെന്ത്, നമ്മൾ ഫിറ്റിക് റിയാക്ഷൻ. ഇതേ സംഭവം നമ്മൾ വിചാരിക്കുകയാണ്. ഇതിൽ ഒരാളിപ്പോൾ CH3X 2 CH3X സോഡിയം, അതേപോലെ ഡ്രൈ ഈതർ എന്ന് കൊടുക്കാം, ചിലപ്പോൾ ഈതർ എന്ന് കൊടുക്കാം, രണ്ടും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്താ കിട്ടുന്നറിയോ, CH3CH3 എന്ന് കിട്ടുക. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. അതായത് ഹാലോ ആൽക്കെയിൻ ആകുമ്പോൾ നമ്മൾ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയും അല്ലേ. ഹാലോ അരീൻ ആകുമ്പോൾ നമ്മൾ എന്ത് പറയും, ഇത് ഹാലോ അരീൻ ആകുമ്പോൾ എന്താ പറയുക, നമ്മൾ ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയും. ഇവ തമ്മിൽ മിക്സ് ചെയ്താലോ അപ്പോൾ പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് വരാം. ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ്. ഇതേതാണ് സംഭവം, ഫിറ്റിക് റിയാക്ഷൻ ആണ്. ദിസ് ഈസ് ഫിറ്റിക് റിയാക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് ആൻഡ് നെയിം ഓഫ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടും തമ്മിൽ ഹൈബ്രിഡ് ആണ്. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഇങ്ങനെ ഇത് കിട്ടും. ബാക്കി ഇവിടെ നിന്ന് എന്ത് ചെയ്യും, CH3 CH2 ഉണ്ടല്ലോ അല്ലേ, CH2 CH3 എന്ന് പറയുന്ന കോമൺ ഈതൈൽ ബെൻസീൻ കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മെഗ്നീഷ്യവുമായി റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുക വെച്ചാൽ ഇങ്ങനെ അല്ലേ, MgBr എന്നുള്ള ഗ്രിഗ്നാർഡ് റിയേജൻ ഉണ്ടാകും. അത് പിന്നെ H2O, ഇതാണ് A അല്ലേ, അത് പിന്നെ H2Oയിലേക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഒരു ആക്റ്റീവ് ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ആൻസറായിട്ട് വരുന്നത് എന്തായിരിക്കും എന്നറിയോ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ എപ്പോഴും കിട്ടുന്നത് വെച്ചാൽ ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റെ ഈ R എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, അതും പിന്നീട് ഒരു H-ഉം ഇവിടെ നിന്ന് H2 എന്നൊരു H തമ്മിൽ എന്ത് ചെയ്യും, ഇങ്ങനെ കിട്ടും. അതായത് ഇങ്ങനെ എഴുതണമെന്നില്ല, ജസ്റ്റ് സൈക്ലോ ഹെക്സൈൻ ഇങ്ങനെ എഴുതിയാലും മതി അല്ലേ. ജസ്റ്റ് അല്ലേ, H പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതാണ് സംഭവം, സൈക്ലോ ഹെക്സൈൻ കിട്ടും. ആൻസർ എന്താണ്? സൈക്ലോ ഹെക്സൈൻ എന്നാണ് ആൻസർ. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്താ വെച്ചാൽ ഇതുണ്ടല്ലോ, ഈ ഒരു റിയാക്ഷനിൽ MgBr എന്നുള്ളത്, ഇപ്പോൾ ഇതാണ് റിയാക്ഷൻ RMgX അല്ലേ. RMgX ഒരു ആക്റ്റീവ് ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യാണ്.
അപ്പോൾ RH എന്ന് കിട്ടുന്നതാണ് ആൻസർ. അതായത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് ആറും എവിടുന്നാണ് ആക്റ്റീവ് ഹൈഡ്രജൻ എച്ചും കൂടെ എന്ത് ചെയ്യും RH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, ഈ ആക്റ്റീവ് ഹൈഡ്രജൻ ആരൊക്കെ ആവാമെന്നറിയോ? ആക്റ്റീവ് ഹൈഡ്രജൻ H2Oയിൽ ആക്റ്റീവ് ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ CH3OH അതായത് ROH അല്ലേ, ആൽക്കഹോൾ പറ്റും, RNH2 പറ്റും, ഫിനോളിൽ അല്ലേ, ഫിനോൾ അറിയാലോ, ഫിനോളിൽ എന്തുണ്ട് OH അല്ലേ, ആ H പറ്റും. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുക നമുക്ക് ഉണ്ടാവുക. റൈറ്റ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 പറയാം. ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദ സിന്തസിസ് ഓഫ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഹൗ ആർ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഒബ്റ്റെയിൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന്, ആൽക്കൈൽ ഹാലൈഡ് ആർ നോക്കാം കേട്ടോ. ആൽക്കൈൽ ഹാലൈഡ്സ് ആർ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അല്ലേ, എവിടെ നോക്കണം, CH3CH2Br എന്നാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ CH3CH2Br എന്ത് ചെയ്യുന്നു, CH3CH2Br എന്ന് നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, CH3 എന്ന് പറയുന്ന ഈഥേൻ ഉണ്ടാക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് ജസ്റ്റ് ഇവിടെ റിഡക്ഷൻ അറിയാം. ഒന്നൊക്കെ യു ക്യാൻ യൂസ് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് H2 അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, റിഡക്ഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് HCl. ഇത് പറ്റും. ഇതോ അല്ലെങ്കിൽ ഇതൊക്കെ റിഡക്ഷൻ നടത്തിയാൽ എന്ത് കിട്ടും, നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് എഥനോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. CH3CH2Br. ഓക്കെ, അതെന്തായാലും എഥനോളാക്കി മാറ്റണം, CH3CH2OH ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ എന്തുണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് അക്വസ് KOHുമായി റിയാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ അല്ലേ, OH മൈനസ് എന്ത് ചെയ്യും, ഈ OH മൈനസ് ഒന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യും, Br എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പോൾ CH3CH2OH എന്ന് കിട്ടും. അപ്പോൾ സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, അടുത്ത റിയാക്ഷന് ബ്യൂട്ടൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് CH3CH2Br ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ബ്യൂട്ടൈൻ ഉണ്ടാക്കാം. ബ്യൂട്ടൈൻ, വാട്ട് ഈസ് ബ്യൂട്ടൈൻ, CH3CH2CH2CH3 ഇതാണ് ബ്യൂട്ടൈൻ. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ നടത്താം. അപ്പോൾ 2CH3CH2Br സോഡിയം ഇൻ ഡ്രൈ ഈതർ നടത്തി എന്ത് കിട്ടും, നമുക്ക് വുഡ്സ് റിയാക്ഷൻ കിട്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇത് കിട്ടും അല്ലേ, ബ്യൂട്ടൈൻ കിട്ടും. അടുത്ത ഈഥൈൽ എതോക്സി ഈഥൈനാണ്. എതോക്സി ഈഥൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈതർ ആണല്ലോ. അപ്പോൾ വാട്ട് ഈസ് എതോക്സി ഈഥൈൻ, CH3CH2O CH2CH3 ആണ് എതോക്സി ഈഥൈൻ. എങ്ങനെ ഉണ്ടാക്കണം, എവിടെ ഉണ്ടാക്കേണ്ടത്, CH3CH2Br എന്ന് ഉണ്ടാക്കേണ്ടത്. നമുക്ക് വില്യംസൺസ് ഈതർ സിന്തസിസ് നടത്തിയാൽ മതി അല്ലേ, വില്യംസൺസ് ഈതർ സിന്തസിസ്. അപ്പോൾ എന്താ ഉണ്ടാവുക, CH3CH2ONA എന്ന് കൊടുക്കുക. ഓക്കെ, CH3CH2ONA. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ O- ഒന്ന് എന്ത് ചെയ്യും, ഇവിടെ അറ്റാക്ക് ചെയ്യും, Br എന്ത് ചെയ്യും, പുറത്തേക്ക് പോയിട്ട് എന്തുണ്ടാവും, വില്യംസൺ സിന്തസിസ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, വില്യംസൺ സിന്തസിസ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആർ 2 types, SN1 and SN2 reactions. Write any 2 difference between SN1 and SN2 reactions ആണ്. ഓക്കെ, അപ്പോൾ SN1 SN2 റിയാക്ഷൻസ് തമ്മിൽ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് പറഞ്ഞു നോക്കണം. SN2 ഉണ്ട്, SN1 ഉണ്ട് അല്ലേ. SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും റിയാക്ഷൻ നടക്കുന്നത് അല്ലേ 1 step റിയാക്ഷനാണ്. SN1 ആണെങ്കിലോ 2 step റിയാക്ഷനാണ്. റിയാക്ഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ എന്തായാലും ഈ SN1 SN2 റിയാക്ഷൻ പഠിക്കാതെ നമുക്കൊരിക്കലും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, റിയാക്ഷൻ നിർബന്ധം എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും SN1 SN2 റിയാക്ഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ റിയാക്ടിവിറ്റി നമുക്ക് നോക്കാം. റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈമറി സബ്സ്ട്രേറ്റ്, പ്രൈമറി ഇപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ് RX ആണെങ്കിൽ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ സെക്കൻഡറി ദാൻ ടെർഷ്യറി. ഇവിടെ നേരെ തിരിച്ചാണ്. എന്താണ് സംഭവം, ഇവിടെ ടെർഷ്യറി ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി ആണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ കാർബോ കാറ്റോൺ ഈസ് ഫോംഡ് ആസ് ഇൻ്റർമീഡിയറ്റ്. ഇവിടെ ആണെങ്കിലോ നോ കാർബോ കാറ്റോൺ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവില്ല.
ഓക്കെ, ഇതൊക്കെ എന്താണ് വ്യത്യസ്തമായ കാര്യമാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ ഇൻവേർഷൻ ഉണ്ടാവും, ഇൻവേർഷൻ അല്ലേ, ഇൻവേർട്ടഡ് പ്രൊഡക്റ്റ് ഉണ്ടാവാം. ഇവിടെ റെസിമിക് മിക്സർ ഉണ്ടാവാം, റെസിമിക് മിക്സ്ചർ. ഓക്കെ, ഇതൊക്കെ എന്താണ് SN1 SN2 തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഇനി SN2 റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ സ്റ്റെറിക് ഫാക്ടർ. അത് നമുക്ക് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ്. സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എഴുതിയാൽ മതി SN2 റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ സ്റ്റെറിക് ഫാക്ടർ. ബട്ട് SN1 മെക്കാനിസം ഈസ് കൺട്രോൾഡ് ബൈ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. നമുക്കറിയാലോ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റൻ്റെ സ്റ്റെബിലിറ്റി ടെർഷ്യറി കാർബോകാറ്റൻ ഏറ്റവും സ്റ്റേബിൾ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഈ ഒരു ഓർഡറിൽ കിട്ടാനുള്ള കാരണം. ഓക്കെ, നമുക്കിനി വേറൊരു ക്വസ്റ്റ്യനിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. റൈറ്റ് എനി 2 റീസൺസ് ഫോർ ലെസ് റിയാക്ടിവിറ്റി ഓഫ് അരൈൽ ഹാലൈഡ് ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഒരു ക്ലോറോ ബെൻസീൻ ഉണ്ട് വിചാരിച്ചോളൂ. ക്ലോറോ ബെൻസീനിൽ OH- റിയാക്ഷൻ ഇല്ല, നോ റിയാക്ഷൻ നമുക്ക് എഴുതാം. കാരണം എന്താണ്, ആൽക്കൈൽ അല്ലെ അരൈൽ ഹാലൈഡ് ഡസ് നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, നടക്കില്ല. അതിൻ്റെ കാരണം എന്തൊക്കെ, കുറേ കാരണങ്ങൾ പറയാൻ പറ്റും. ഒന്ന് വെച്ചാൽ OH- ഉണ്ടല്ലോ, ഇതെന്താണ്, ഇത് നെഗറ്റീവ് സിമ്പിൾ അല്ലേ, ഇലക്ട്രോൺ റിച്ച് ആണ്. ഈ ബെൻസീൻ റിംഗ് എന്താണ്, ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ എന്താണ്, 2 ഇലക്ട്രോൺ റിച്ച്, റിപ്പൾഷൻ ഓഫ് ഇലക്ട്രോൺ ന്യൂക്ലിയോഫൈൽ, റിപ്പൾഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ വിത്ത് ബെൻസീൻ റിംഗ്, അതൊരു റീസൺ ആണ്. അത് എത്തുക കാരണം ഈ ബെൻസീൻ റിംഗ് എന്താണ്, ആക്ച്വലി എന്താണ്, ഇലക്ട്രോൺ റിച്ച് ആണ്. ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള OH- എന്നാണ്, അതുപോലെ ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ റിപ്പൾഷൻ ഉണ്ടാവും, അപ്പോൾ എത്തൂല. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടുന്ന് ക്ലോറിനെ പോയി അറ്റാക്ക് ചെയ്തിട്ട് ക്ലോറിൻ പോകണമല്ലോ, പക്ഷേ ക്ലോറിനും കാർബൺ തമ്മിൽ എന്തുണ്ട്, CCl ബോണ്ട് എന്തുകൊണ്ടായിരിക്കും, ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ എന്തുണ്ടായിരിക്കും, ഇവിടെ ഇതിനകത്ത് ഇത് ഡബിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, റെസൊണൻസ് ഉണ്ടല്ലോ. ഈ റെസൊണൻസ് കാരണം അല്ലേ, റെസൊണൻസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബോണ്ട് ശരിക്കും CCl ബോണ്ട് ശരിക്കും ഒരു Cl, ഈ ബോണ്ട് എന്തായിരിക്കും, ശരിക്കും ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ റിയാക്ഷൻ ക്ലോറിൻ എന്ത് ചെയ്യില്ല, പുറത്തേക്ക് പോകില്ല അല്ലേ. കാരണം എന്താ, റീസൺ എന്താണ്, ഹിയർ ക്ലോറിൻ ഈസ് നോട്ട് എ ലീവിങ് ഗ്രൂപ്പ്. റീസൺ എന്താണ്, റീസൺ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഓഫ് കാർബൺ CCl ബോണ്ട് എന്താണ്, പാർഷ്യൽ ഡബിൾ ബോണ്ടാണ്. പിന്നെ വേണമെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു SN1 ടൈപ്പ് നടക്കുമെന്ന് ശ്രദ്ധിച്ച് നോക്കാം അല്ലേ. SN2 മാത്രമല്ല SN1 നടക്കുമെന്ന് നോക്കിയാൽ എന്താ സംഭവിക്കുക, ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ എന്ത് ചെയ്യും, ക്ലോറിൻ ഇവിടുന്ന് പോകണം അല്ലേ, ക്ലോറിൻ ഇവിടുന്ന് പോകും അല്ലേ. SN1 അങ്ങനെയാണല്ലോ, ആദ്യം എന്ത് ചെയ്യും, ലീവിങ് ഗ്രൂപ്പ് പോകും. എന്നിട്ട് എന്താ ഉണ്ടാവേണ്ടത്, നമുക്കൊരു ഫിനൈൽ ആയിട്ടുള്ള ഒരു ഇങ്ങനെ ഉണ്ടാവും. ഇതൊട്ടും സ്റ്റേബിൾ അല്ല അല്ലേ, ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാർബോകാറ്റയോൺ. ഫിനൈൽ കാർബോകാറ്റയോൺ എന്താ, സ്റ്റേബിൾ അല്ല. അപ്പോൾ ഈ റീസൺ, ഏത് റീസൺ നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടൂല, ഈ പറഞ്ഞ റിയാക്ഷൻ ഒട്ടും നടക്കൂല എന്നാണ് കിട്ടുക. പിന്നെ റിയാക്ഷൻ നടക്കും കേട്ടോ. എങ്ങനെ നടക്കുന്നത് വെച്ചാൽ വളരെ ഹൈ ടെമ്പറേച്ചർ പ്രഷർ കൊടുക്കണം. നിങ്ങൾ ഡോസ് പ്രോസസ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഡോസ് പ്രോസസ്സ് നടക്കണ പോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ 623 Kelvin ടെമ്പറേച്ചർ 300 ATM പ്രഷർ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, റിയാക്ഷൻ നടക്കുമായിരിക്കും. അല്ലാതെ നടക്കൂല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ 6. ഹാലോ അരീൻസ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് ആൻഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ആംബിഡെൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആംബിഡെൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ന്യൂക്ലിയോഫൈൽ വിച്ച് അറ്റാക്സ് ത്രൂ 2 ഡിഫറെൻറ്റ് സൈറ്റ്സ്, 2 സൈറ്റിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ന്യൂക്ലിയോഫൈലിന് പറയുന്ന പേരാണിത് ആംബിഡെൻറ്റ് എന്ന് പറയും. അപ്പോൾ CN എന്ന് പറയുന്നതാണ്, CN- ഒരു ആംബിഡെൻറ്റ് ന്യൂക്ലിയോഫൈലാണ്. കാരണം C∼N അല്ലേ, ഇത് മൈനസ്, ഇവിടെ കാർബൺ മൈനസ് അതുണ്ട്. ഈ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വിചാരിച്ചോളൂ. അപ്പോൾ എന്ത് കിട്ടുക, നമുക്ക് C∼N-. ഈ ഫസ്റ്റ് കേസിലാണെങ്കിൽ ഇത് തമ്മിൽ എന്താണ്, ഇത് തമ്മിൽ റെസൊണൻറ്റ് ഉണ്ടാവും, റെസൊണൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഇവിടെ ഫസ്റ്റ് കേസിൽ C- ആണ്, ഇവിടെ N ആണ് മൈനസ്. ഫസ്റ്റ് കേസിൽ ഇത് പോയിട്ടായിരിക്കും പോയി അറ്റാക്ക് ചെയ്യുക, പക്ഷേ ഈ കേസിൽ എന്തായിരിക്കും, ഇത് പോയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അപ്പോൾ 2 സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതിൽ വേറൊരു സംഭവമാണ് SCN, തയോസൈനേറ്റ് അല്ലേ, SCN. ഇത് മൈനസ് ഇങ്ങനെയുണ്ട്, SCN- ഇങ്ങനെയുണ്ട്. ഓക്കെ, വേറെ ഒന്നാണ് NO2
NO2 മൈനസ്. NO2 മൈനസ് നൈട്രജനും ഓക്സിജനും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈറ്റ് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ആൻസർ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ട് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീൻ ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കുന്ന കേസ് ഉണ്ടെങ്കിൽ അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്ലോറോബെൻസീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ NaOH കൊടുക്കുന്നു. 623 കെൽവിൻ ടെമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞു 300 atm പ്രഷർ. അപ്പോൾ റിയാക്ഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കുക, ഫൈനലി വിൽ ഗെറ്റ് OH, ഇത് കിട്ടും. ഇതിന് പറഞ്ഞ പേര് ഡൗസ് പ്രോസസ് എന്നാണ്. ഡൗസ് പ്രോസസ് ഇതെന്താണ്, ഒരു ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ ആരെ ന്യൂക്ലിയോഫൈൽ, OH മൈനസ് ന്യൂക്ലിയോഫൈൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ക്ലോറോബെൻസീൻ്റെ. അപ്പോൾ നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇതാ റിയാക്ഷന് ഇപ്പോൾ ക്ലോറോബെൻസീൻ ഉണ്ട്, അതിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ക്ലോറിൻ, ഓക്കെ, FeCl3 റിയാക്ട് ചെയ്തിട്ട് അല്ലെ ക്ലോറോ, ഇവിടെ എന്തുണ്ടാവും, ക്ലോറിൻ്റെ ഈ ഭാഗത്ത് ക്ലോറിൻ വരും, പ്ലസ് അതിൻ്റെ ഓർത്തോയിലും വരും, പാരയിലും എന്ത് ചെയ്യും, ക്ലോറിൻ അല്ലേ. കാരണം എന്താ, ക്ലോറിൻ എന്താണ്, ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഓർത്തോയിൽ വരും, പാരയിലായിരിക്കും എന്ത് മേജർ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടാവും. ഇനി വേറെ എക്സാമ്പിൾ പറയുന്നത് NE2 എന്നല്ല പറഞ്ഞത്, വേറെ എക്സാമ്പിൾ കൊടുക്കാം. പിന്നെ കോൺസെൻട്രേറ്റഡ് H2SO4, കോൺസെൻട്രേറ്റഡ് HNO3. ഓക്കെ, ഇത് നൈട്രേറ്റിംഗ് മിക്സർ എന്ന് പറയാം. നൈട്രേറ്റിംഗ് മിക്സർ നമുക്ക് എന്താ കിട്ടുമെന്നറിയോ, ഇവിടെ എന്തുണ്ടാവും, NO2 എന്ന് കിട്ടും, പ്ലസ് Clൻ്റെ ഈ പാരൽ എന്തുണ്ടാവും, NO2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് രണ്ടും എന്താണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അരോമാറ്റിക് റിങ്ങിലുണ്ടാവാം. ഓക്കെ, എന്നാൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ആ Cl പോയിട്ടുണ്ടാവാം. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. സ്റ്റേറ്റ് സൈസഫ് റൂൾ എന്നാണ്. ഓക്കെ, അപ്പോൾ സൈസഫ് റൂൾ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല സിമ്പിളായി പറയുന്നത് വെച്ചാൽ CH3 CH2 CHCl CH3. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആൽക്കഹോളിക് KOH. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, HCl എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഡ്യൂറിങ് ഡീഹൈഡ്രോ ഹാലജിനേഷൻ റിയാക്ഷൻ, അതാണ് എഴുതേണ്ട പോയിന്റ്. എന്താ സംഭവിക്കാന്നറിയോ, ഇവിടെ എന്ത് ചെയ്യും, ഇവിടുന്ന് Clഉം ഇവിടുന്ന് Hഉം പോകും. നമുക്ക് എന്ത് കിട്ടും, നമുക്ക് CH3 CH ഡബിൾ ബോൺ CH CH3 എന്ന് കിട്ടും. പ്ലസ് ഇതിൻ്റെ കൂടെ ഇവിടുന്ന് Clഉം ഇവിടുന്ന് Hഉം പോകും. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക, അതിൻ്റെ കൂടെ CH3 CH2 CH ഡബിൾ ബോൺ CH2. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ആരാ മേജർ എന്നറിയോ, ഇതാണ് മേജർ പ്രൊഡക്റ്റ്. ഇതിനെയാണ് നമ്മൾ സൈസഫ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈസഫ് റൂൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡ്യൂറിങ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, we will get an alkene as major product, which is having more number of alpha hydrogen. ഇതാണ് ഡബിൾ ബോണ്ട് എങ്കിൽ ഇവിടെ 3ഉം ഇവിടെ 3ഉം 6 ആൽഫ ഹൈഡ്രജനുള്ള കോമ്പൗണ്ട്. അല്ലെങ്കിൽ ദ മേജർ പ്രോഡക്റ്റ് വിൽ ബി മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ. അത് പറയാൻ ഏറ്റവും നല്ലത്, മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. ഓക്കെ, ഏത് റിയാക്ഷൻ, ഡ്യൂറിങ് ഡീഹൈഡ്രോഹാലോജിനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് യൂസിങ് ആൽക്കഹോളിക് KOH. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈസഫ് ഇക്വേഷനെ കുറിച്ച് മനസ്സിലായി കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത റിയാക്ഷനിലേക്ക് നമുക്ക് പോകാം. ഇനി ചോദിക്കുന്നത് വെച്ചാൽ റൈറ്റ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ബിറ്റ്വീൻ 2 ബ്രോമോ ബ്യൂട്ടൈൻ ആൻഡ് അക്വസ് KOH എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ബ്രോമോ CH3 CH2 CHBr CH3. ഓക്കെ, അക്വസ് KOH ആണുള്ളത്. നമുക്കറിയാം ഏതാ റിയാക്ഷൻ ഉണ്ടാവുക, റിയാക്ഷൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക. CH3 CH2 CH ഇവിടെ എന്താവും, OH ഉണ്ടാവും, ഇവിടെ CH3. അവിടെ എന്തുണ്ടാവില്ല, ഡീഹൈഡ്രോ ഹാലജിനേഷൻ ഉണ്ടാകില്ല. ഇവിടുന്ന് Br ഇവിടുന്ന് H പോൺ ടൈപ്പിലല്ല, അല്ലെങ്കിൽ ഇവിടുന്ന് Br ഇവിടുന്ന് H പോൺ ടൈപ്പിൽ ഉണ്ടാവില്ല. പകരം എന്തുണ്ടാവുക, ഇവിടുന്ന്
ഈ ബി ആർ എന്ത് ചെയ്യും, കെ ഒ എച്ചിലെ ഒ എച്ച് മൈനസ് എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ അല്ല. ഓക്കെ, നമ്മൾ ജെയ്സഫ് റൂൾ പറഞ്ഞത് എലിമിനേഷനെ കുറിച്ചായിരുന്നു, ഇത് എലിമിനേഷനെ കുറിച്ചല്ല. അടുത്ത് 2-bromobutane എക്സിബിറ്റ് ഒപ്റ്റിക്കൽ ഐസോമറിസം. വാട്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ 2-bromobutane എന്ന സംഭവം ഇതാണ്. ഇതിലെന്തുണ്ട്, ഇത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നതാണ്. യെസ്, കാണിക്കൂലേ? അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്താ, ഇവിടെ എന്തുണ്ട്, ദിസ് കാർബൺ ഈസ് കൈറൽ. ഓക്കെ, ഇതെന്ത് ഐസോമറിസം ആണ്? വാട്ട് ഈസ്, അല്ലേ, ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒപ്റ്റിക്കൽ ഐസോമറിസം പറഞ്ഞാൽ യെസ്, ഓപ്റ്റിക്കൽ ഐസോമറിസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ ഒരു കൈറൽ കാർബൺ കാണിക്കുന്ന ഐസോമറിസമാണ് ആക്ച്വലി എന്ത്, ഓപ്റ്റിക്കൽ ഐസോമറിസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്ലെയിൻ പോളർ അല്ലേ, ദിസ് കോമ്പൗണ്ട് ക്യാൻ അല്ലേ, ഒരു പ്ലെയിൻ പോളേഴ്സ് ലൈറ്റ് നമ്മൾ ശരിക്കും ഒപ്റ്റിക്കൽ ഐസോമറിസിൻ്റെ കേസ് പറയുമ്പോൾ ഒരു പൊളാരിമീറ്റർ ഇൻസ്ട്രുമെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വെക്കുന്നു. അപ്പോൾ ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും അല്ലേ, ഇതിനെ നമുക്ക് ദിസ് കോമ്പൗണ്ട് ക്യാൻ റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടുവാർഡ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതിന് 2 കോമ്പൗണ്ട് ആയിരിക്കും, ഒന്ന് പ്ലസ് ഉണ്ടായിരിക്കും ആൻഡ് എന്തുണ്ടായിരിക്കും, മൈനസും. ഒരു ഡെക്സ്ട്രോ കോമ്പൗണ്ട് ഉണ്ടായിരിക്കും, ഒരു ലീവോ കോമ്പൗണ്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൻ്റെ ഐഡിയ. അപ്പോൾ ഇതെന്ത് കാണിക്കും, ഇത് പിന്നെ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. ഇത് തമ്മിൽ എന്തായിരിക്കും, ഇത് തമ്മിൽ ഇനാൻഷോമേഴ്സ് എന്നൊരു ബന്ധമായിരിക്കും ഉണ്ടാവും കേട്ടോ. ദേ ആർ ഇനാൻഷോമേഴ്സ്, ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആയിട്ടുള്ള ഇനാൻഷോമേഴ്സ് ഉണ്ടായിരിക്കും. അത് കോമ്പൗണ്ട് ഇത് എങ്ങനെ കാണിക്കാം, തന്നിരിക്കുന്ന കോമ്പൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2-bromo അല്ലേ, ഇത് വരച്ചു. ഇവിടെ CH3 CH2. ഓക്കെ, CH2 CH3 CH2 CH3, ഇവിടെ H, ഇവിടെ Br, ഇവിടെ CH3. ഓക്കെ, ഇതിൻ്റെ ഇപ്പുറത്ത് CH2 CH3, ഇവിടെ Br, ഇവിടെ H, ഇവിടെ CH3 അല്ലേ. ഇത് തമ്മിൽ എന്തായിരിക്കും അല്ലേ, ഇത് ഒന്നാമത്തെ കോമ്പൗണ്ട് പ്ലസ് എന്ന് വിചാരിക്കാം, അത് അങ്ങനെയാണ്. ഇത് മൈനസ്, ആദ്യത്താണ് മൈനസ് എങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും മാത്രം. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ടൈപ്പ് ഐസോമറിസം എന്ന് വെച്ചാൽ അല്ലേ, ഇത് ഇനാൻഷോമറിസമാണ്. ഇനാൻഷോമേഴ്സ് എന്ന് പറയാം അല്ലേ. ഇനാൻഷോമേഴ്സ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് വിച്ച് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ടു ഈച്ച് അതർ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചാണെങ്കിൽ എന്തായിരിക്കും, രണ്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല എന്താണ്, മിറർ ഇമേജ് ആണ്. ഓഫ് കോഴ്സ് ദർ മിറർ ഇമേജ് 1 and 2. 1 and 2 എന്താണ്, മിറർ ഇമേജ് ആണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 വരികയാണ്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹാലോജൻ ആറ്റം. യെസ്, ദേ അണ്ടർഗോ മെനി ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്. ഓക്കെ, എന്നിട്ട് കുറച്ച് റിയാക്ഷൻ പറയാം. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ CH3 CH2 CH2 Cl. ഓക്കെ, എന്ത് ചെയ്യുന്നു, നമ്മൾ ആൽക്കഹോളിക് KOHുമായി റിയാക്ട് ചെയ്യുക, എലിമിനേഷൻ റിയാക്ഷൻ അല്ലെ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ബാക്കി CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന പ്രൊപ്പീൻ കിട്ടും അല്ലേ. ആൻസർ എവിടെയാണ്, പ്രൊപ്പീൻ ഉണ്ടോ ഇതിനകത്ത്, ഓപ്ഷൻ 3 പ്രൊപ്പീൻ. ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ ക്ലോസ്ഡ് ഡാർക്ക് കളേർഡ് ബോട്ടിൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് അപ്പ് ടു ദ നെക്ക്. ഗീവ് റീസൺ ആണ്. CHCl3 ഓക്സിഡേഷൻ നടക്കും അല്ലേ. ഓക്സിഡേഷൻ നടന്നിട്ട് എന്താ സംഭവിക്കാന്ന് അറിയോ, COClCl അല്ലെങ്കിൽ Cl2CO എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് കിട്ടും. അങ്ങനെ അല്ലേ, Cl. ഇതിനെ ഫോസ്ജി എന്ന് പറയാം, ഫോസ്ജി. ഓക്കെ, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് എന്ത്, ഫോസ്ജീൻ. അപ്പോൾ അത് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ഫോർമേഷൻ ഓഫ് ഫോസ്ജീൻ നമ്മൾ എന്ത് ചെയ്യുന്നവരോ, ഈ ഓക്സിഡേഷൻ ഒഴിവാക്കാൻ വേണ്ടി, ഇപ്പോൾ ഓക്സിജൻ വരിക എന്നുള്ളത് എയർ ഉണ്ടായാൽ മതിയല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ബോട്ടിൽ അല്ലേ കംപ്ലീറ്റ് എന്ത് ചെയ്യും, പിന്നെ ക്ലോറോഫോം എന്ത് ചെയ്യും, നിറച്ച് വെക്കും അല്ലേ. നിറച്ച് വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് നമ്മൾ ഹാഫ് ഫിൽഡ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഭാഗത്ത് ആരാണ് ഫില്ല് ചെയ്യുന്നത്, ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ എയർ ആണ്, ആ ഓക്സിജൻ വന്നിട്ട് എന്ത് ചെയ്യും, റിയാക്ഷൻ നടക്കും. അതാണ് ഈ പ്രശ്നം, അത് ഒഴിവാക്കാനാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആൽക്കഹോൾസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഹാലോ ആൽക്കൈൻസ് ആണ് പറഞ്ഞത്. ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് SN1 SN2 റിയാക്ഷൻസ് ആണ്, എലിമിനേഷൻ റിയാക്ഷൻസ് ആണ്. അതുപോലെ വുഡ്സ് റിയാക്ഷനെ പോലെയുള്ള വുഡ്സ് ഫിറ്റിക് റിയാക്ഷനെ പോലെ റിയാക്ഷൻസ് ആണ്. പിന്നെ ഏറ്റവും അവസാനം ക്ലോറോഫോമും അതിൻ്റെ ഫോസ്ജീൻ ഫോർമേഷൻ പോലെയുള്ള സംഗതികളാണ്. ഓക്കെ, നമ്മളിനി അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. റൈറ്റ്, ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്, ഇതാണ് ചാപ്റ്റർ. ഓക്കെ, ആൽക്കഹോൾസ് അണ്ടർഗോ ഡീഹൈഡ്രേഷൻ. ഹൗ ഈസ് എഥനോൾ കൺവേർട്ടഡ് ടു ഈഥീൻ?
CH3CH2OH ആണ് എഥനോൾ. ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്? CH2 ഡബിൾ ബോണ്ട് CH2ലേക്ക് പോകണമെന്നാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് OHും ഇവിടുന്ന് ഇതിൻ്റെ ബീറ്റാ പോർഷൻ, ഇതാണ് ആൽഫ പോർഷൻ, ഇത് ബീറ്റാ പോർഷൻ Hഉം ഇവിടുന്ന് Hഉം ഇവിടുന്ന് OHും പോയാൽ ഇത് കിട്ടും അല്ലേ? അപ്പോൾ ആൽക്കഹോൾ ഡീഹൈഡ്രേറ്റഡ് ടു ആൽക്കി എന്ന് പറയാം, ശരിയല്ലേ? യെസ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് എന്ത് സംഭവിക്കും? നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 കൊടുത്താൽ മതി, ശരിയല്ലേ? കോൺസെൻട്രേറ്റ് അത് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ് അല്ലേ? ഹീറ്റ് കൊടുക്കണം, ഹീറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ 443 കെൽവിനാണ് എന്ത് ചെയ്യുക കൊടുക്കേണ്ടത്. ശരിക്കും സ്പെസിഫൈ ചെയ്താണെങ്കിൽ നിർബന്ധമില്ല, ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഹീറ്റിംഗ് കൊടുത്താൽ മതി. നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും 443 കെൽവിന് കൊടുക്കണം. Question number 2. Williamson synthesis is an important method of ether synthesis. Yes. To synthesize tertiary butyl ether. Okay, tertiary butyl ether. Which of the following reagent is said are better than? Okay. രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. CH3, CCH3, CH3Br പ്ലസ് CH3ONA എന്നൊരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് CH3ONA പ്ലസ് CH3Br എന്ന് പറയുന്ന ഒരു സെറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് റിയാക്ഷനിൽ പങ്കെടുക്കുക, ഏതാണ് നമുക്ക് ഈ പറയുന്ന ടെറിഷറി ബ്യൂട്ടൽ ഈതർ കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വില്യംസൺ സിന്തസിസ് നോർമലി SN2 മെക്കാനിസമാണ് ഫോളോ ചെയ്യുക. SN2 ആണ് മെക്കാനിസം ഉണ്ടാവുക. അപ്പോൾ ഇത് റിയാക്ഷൻ നടക്കില്ല. SN2 ആണെങ്കിൽ ഈ റിയാക്ഷൻ എന്തെങ്കിലും നടക്കില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇയാളാണ് ഇവിടുത്തെ CH3O- ന്യൂക്ലിയോഫൈൽ. ഈ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യണം? ഈ ടെറിഷറിയെ പോയിട്ട് അറ്റാക്ക് ചെയ്യണം. നമുക്കറിയാലോ ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ഡസ് നോട്ട് അണ്ടർഗോ SN2. ഇൻസ്റ്റഡ് ഇറ്റ് അണ്ടർഗോസ് SN1 എന്ന് പറയാം. SN1 നടക്കും, പക്ഷേ SN1 അല്ല നമ്മുടെ വില്യംസൺ സിന്തസിസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? ഇത് റിയാക്ഷൻ നടക്കും. ഇത് പോയിട്ട് എന്ത് ചെയ്യും? വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈ CH3Br പോയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? CH3 പിന്നെന്താണ് ഉണ്ടാവുക? O, പിന്നെ ബാക്കി CH3 അല്ലേ? ഈ ഭാഗത്ത് എന്താണ്? ഇത് ടെറിഷറി ആണ്. ഈ ഭാഗം ടെറിഷറി ഈതർ എന്ത് ചെയ്യുന്നു? ടെറിഷറി ബ്യൂട്ടൽ ഈതർ ഉണ്ടാകുന്നു. ഓക്കെ, ഇത് റിയാക്ഷൻ നടന്നിട്ട് മറ്റൊരു റിയാക്ഷൻ നടക്കുക. ഇത് നടക്കും, പക്ഷേ ഈതർ ആയിരിക്കില്ല. പകരം എന്ത് ചെയ്യുന്നതോ ഇവിടെ CH3 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ഒരു ആൽക്കി ഉണ്ടാവുകയാണ് ചെയ്യുക. അവിടെ നടക്കുന്ന റിയാക്ഷൻ ഈ റിയാക്ഷൻ ആയിരിക്കില്ല. അതായത് നമ്മൾ പറഞ്ഞ വില്യംസൺ സിന്തസിസ് അല്ല നടക്കുക. അവിടെ നടക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ അല്ലേ, അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? എലിമിനേഷൻ റിയാക്ഷൻ നടക്കും. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ നടന്നിട്ട് ഇത് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. യെസ്, എക്സ്പ്ലെയിൻ ദ ക്ലീവേജ് ഓഫ് CO ഇൻ CH3CH2O വെൻ ട്രീറ്റഡ് വിത്ത് HI എന്നാണ്. CH3CH2OCH3 എന്നാണ് സംഭവം. ഓക്കെ, ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? HI നമ്മൾ കൊടുക്കണം. HI അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന അറിയോ? ഈ ഭാഗത്ത് വന്നിട്ട് HI വെച്ച് ക്ലീവ് ചെയ്യാൻ പറ്റും. ഇവിടെ I- ഉണ്ടല്ലോ, ഈ I- പോയിട്ട് ഇവിടെ പോയി രണ്ട് സ്ഥലത്ത് അറ്റാക്ക് ചെയ്യാം. ഒന്ന് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒരു ചാൻസ് ഉണ്ട്. വേറെ ചാൻസ് ഇവിടെ അറ്റാക്ക് ചെയ്യാനാണ്. ഇവിടെയാണ് പോയി അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CH3I ഉണ്ടാകും. ഈ ഭാഗം എന്താകും? CH3CH2OH ഉണ്ടാകും. എന്നാൽ ഇവിടെ പോയി അറ്റാക്ക് ചെയ്യണമെങ്കിലോ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഭാഗം എന്താകും? CH3CH2I ആകും. ഇവിടെ CH3OH ആകും. ശരിക്കും ഈ മെക്കാനിസം രണ്ട് ഭാഗം ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഓക്സിജൻ്റെ രണ്ട് സൈഡിലും ഇവിടെ CH3 ഗ്രൂപ്പ്, ഇവിടെ CH2CH3 ഗ്രൂപ്പ്, രണ്ട് സൈഡും പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. അങ്ങനെ രണ്ട് സൈഡിലും പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അവിടെ SN2 മെക്കാനിസം ഫോളോ ചെയ്യണമെന്നാണ്. മെക്കാനിസം ഏതാണ്? SN2. അപ്പോൾ SN2 മെക്കാനിസം നമുക്കറിയാം. SN2 മെക്കാനിസം ഈസ് കൺട്രോൾഡ് ബൈ സ്റ്റെറിക് ഫാക്ടർ. അപ്പോൾ സ്റ്റെറിക് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞ ഭാഗം ഏതാണ് അല്ലേ? ഈ ഭാഗമാണ്. ഈ ഭാഗമല്ല, ഈ ഭാഗമാണ് എന്ത്? സ്റ്റെറിക് ഇൻഡെക്സ് കുറഞ്ഞ ഭാഗം. അപ്പോൾ ആൻസർ എന്തായിരിക്കും അറിയോ? CH3I ഉണ്ടാകും. പിന്നെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. മറ്റേ ഭാഗത്ത് എന്ത് ചെയ്യും? CH3CH2OH കിട്ടും. റിയാക്ഷൻ ക്ലിയർ ആണോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഫീനോൾസ് ആർ മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. ഫീനോള് മോർ അസിഡിക് ആണ്. ഓക്കെ, നെയിം ദ പ്രൊഡക്റ്റ് ഒപ്റ്റെയിൻ വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് NaOH എന്നാണ്. റിയാക്ഷൻ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഫീനോള് അല്ലേ, CHCl3 ക്ലോറോഫോം, CHCl3, പിന്നെ ഏതാണ്?
പ്രസൻസ് ഓഫ് NaOH. ഓക്കെ, റിയാക്ഷൻ നടക്കൂലേ? നടക്കും. എന്താ കിട്ടുക? ഇവിടെ OHും കിട്ടും, ഇവിടെ CHOയും കിട്ടും അല്ലേ? ഇതിനെ സാലിസിലാൽഡിഹൈഡ് എന്ന് പറയും. സാലിസിലാൽഡിഹൈഡ് എന്ന് അതിനെ പറയാം. ഓക്കെ, ഈ റിയാക്ഷൻ്റെ പേര് റൈമർ ടൈമാൻ റിയാക്ഷൻ ആണ്. റിയാക്ഷൻ്റെ പേര് റൈമർ ടൈമാൻ റിയാക്ഷൻ എന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റിന് നെയിം ദ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്, റൈമർ ടൈമാൻ റിയാക്ഷൻ. അടുത്ത് നോക്കാം കേട്ടോ. അടുത്തത് വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റ് HNO3 എന്നാണ്. ഫീനോള് എടുത്ത് നമ്മൾ കോൺസെൻട്രേറ്റഡ് HNO3യുമായി റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് OH, ഇവിടെ NO2, ഇവിടെ NO2, ഇവിടെ NO2. ഓക്കെ, 2,4,6 ട്രൈനൈട്രോഫീനോൾ കിട്ടും. ട്രൈനൈട്രോഫീനോൾ എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ പിക്രിക് ആസിഡ് എന്നൊരു കോമൺ നെയിം ഉണ്ട് ഇതിന് അല്ലേ? പിക്രിക് ആസിഡ് ഇതിനെ പറയാം. റൈറ്റ് ദ സ്ട്രക്ചർ ആൻഡ് IUPAC നെയിം ഓഫ് ദ എബോവ് പ്രൊഡക്റ്റ്. IUPAC നെയിം എന്താണ് പറയാം നമുക്ക്? 2,4,6 ട്രൈനൈട്രോഫീനോൾ എന്ന് പറഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന് എഥനോൾ ആൻഡ് പ്രൊപ്പൈൻ have comparable molecular masses but their boiling points differ widely. Which of them have higher boiling points? Substantially your answer എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആരൊക്കെയാണ്? എഥനോൾ CH3 CH2OH. പ്രൊപ്പൈൻ ആരാണ്? CH3 CH2 CH3 ആണ്. അപ്പോൾ ഇതിൽ ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ഉണ്ടാവുക ആൽക്കഹോൾ ആയിട്ടുള്ള എഥനോൾ ആയിരിക്കും. അതിൻ്റെ കാരണം വിത്ത് ദ പ്രസൻസ് ഓഫ് OH ഗ്രൂപ്പ് അവിടെ എന്തുണ്ട്? ദർ ഈസ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ആർക്കാണ് കൂടുതൽ? ഇയാൾക്കാണ് കൂടുതൽ. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 പറയുന്നത് ഡൈല്യൂട്ട് ആണെങ്കിൽ ഫിനോളിൻ്റെ ഇതിലെ കേസിൽ OH ഇവിടെ NO2 ഇവിടെയും കിട്ടും, പ്ലസ് OH ഇവിടെ എന്ത് ചെയ്യും? NO2 പാരലും കിട്ടും. ഇതാണ് ഒന്നാമത്തെ കേസ്. ഇനി കോൺസെൻട്രേറ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞു നമുക്ക് ആൻസർ എന്ത് ചെയ്യും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ 2ലും 4ലും 6ലും NO2 ഗ്രൂപ്പ് വരും. നമ്മളതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? പിക്രിക് ആസിഡ് എന്നായിരുന്നു അതിനെ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ 2,4,6 ട്രൈനൈട്രോഫീനോൾ എന്ന് പറയാം. ഇനി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. എസ്റ്ററിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് അല്ലേ? RCOOH പ്ലസ് R-OH ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4. അതായത് ഒരു ആസിഡ്, കാർബോക്സിലിക് ആസിഡും ഒരു ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ആൽക്കഹോളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മാറ്റി ഇങ്ങനത്തെ എഴുതുന്നുണ്ട്. അതായത് പ്ലസ് R-OH, ദിസ് ഈസ് ആൽക്കഹോൾ. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ നടക്കും. ഇതിലെ OHും ഇതിലെ Hഉം കൂടെ എന്ത് ചെയ്യും? റിയാക്ഷനിൽ പങ്കെടുക്കും. ഓക്കെ, എന്നിട്ട് H2 എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ പോകും. നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് എൻ എസ്റ്റർ, ഒരു എസ്റ്റർ കിട്ടും. ആ എസ്റ്റർ എന്തായിരിക്കും ഉണ്ടാവുക? RCOOR- എന്നുള്ള എസ്റ്റർ ഉണ്ടാവും. അപ്പോൾ വെൻ ആസിഡ് ആൻഡ് ആൽക്കഹോൾ ഈസ് റിയാക്റ്റഡ് ഇൻ പ്രസൻസ് ഓഫ് എ കോൺസെൻട്രേറ്റഡ് H2SO4, എസ്റ്റർ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇതാണ് എസ്റ്ററിഫിക്കേഷൻ. അടുത്ത് വില്യംസൺ സിന്തസിസ് എന്താണ്? വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കോമ്പൗണ്ട് എടുക്കുക, എന്നിട്ട് RONA സോഡിയം ആൽക്കോക്സൈഡ്. സോഡിയം ആൽക്കോക്സൈഡ് ഉദ്ദേശിക്കുന്നത് ആൽക്കഹോളിൻ്റെ സോഡിയം സോൾട്ട് റിയാക്റ്റഡ് വിത്ത് R-X ആൽക്കൈൽ ഹാലൈഡ്. എന്താ കിട്ടുമെന്ന് അറിയോ? ROR- എന്നുള്ള ഈതർ കിട്ടും. ഈ ഈതർ പല ടൈപ്പ് ഈതർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടുന്ന് ROയും ഇവിടുന്ന് R-. അതായത് റിയാക്ഷൻ എങ്ങനെയാണ്? SN2 മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു SN2 ആണ് മെക്കാനിസം. നോർമലി RO- എന്ത് ചെയ്യുന്നു? ഇവിടെ വന്നിട്ട് R- അറ്റാക്ക് ചെയ്യുന്നു. X ഇവിടുത്തെ ലീവിങ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇതാണ് റിയാക്ഷൻ. ഇറ്റ് ഈസ് കോൾഡ് വില്യംസൺസ് ഈതർ സിന്തസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് വരാം. വാട്ട് ഈസ് ക്യുമീൻ? എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യുമീൻ ആണ്. ക്യുമീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഐസോപ്രൊപ്പൈൽ ബെൻസീനെ പറയുന്ന പേരാണെന്ത്? ക്യുമീൻ. ഇതാണ് ക്യുമീൻ. ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ഈസ് കോൾഡ് ക്യുമീൻ. ഓക്കെ, ക്യുമീൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ്. ഇത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ വളരെ കുറവായിരിക്കും, ക്യുമീൻ്റെ ഫിനോൾ പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് ചെയ്യുക? നമ്മൾ ഓക്സിഡൈസ് ചെയ്യുക അല്ലേ? എയറുമായിട്ട് അല്ലെങ്കിൽ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ? ഇത് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്തുണ്ടാവും? ഈ കോമ്പൗണ്ട് ഉണ്ടാവും. അതായത് CH3
CH3OOH. It is called cumene hydroperoxide. Cumene hydroperoxide എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ H2O H+, ഇതിന് ഹൈഡ്രോളിസ് നടത്തിയാൽ നമുക്ക് ഒരു ഭാഗം ഫീനോളാണ് കിട്ടുക, മറ്റേ ഭാഗത്ത് നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ? CH3COCH3 എന്ന് പറയുന്ന പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസിറ്റോൺ കിട്ടും. സാധാരണ നമുക്ക് ഈ ബൈ പ്രൊഡക്റ്റ് ഒന്നും ചെയ്യാറില്ല, നമ്മൾ അത്ര ഓർത്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഭാഗത്തുള്ള ഈ ക്യുമീൻ എന്നുള്ള ഫിനോളിൻ്റെ പ്രിപ്പറേഷനിൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് അസിറ്റോൺ ആണ്, അല്ലെങ്കിൽ നമുക്കത് പ്രൊപ്പനോൺ ആണെന്ന് പറയാം, കീറ്റോൺ ആണ്. പിന്നെ ഫിനോൾ എന്തായാലും ഉണ്ടാകുന്നുണ്ട്, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ ബൈ പ്രൊഡക്റ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റിന് ഒരു ഫിനോൾ തന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സോഡിയം ഡൈക്രോമേറ്റ് റിയാക്റ്റേക്ക് ഇൻ പ്രസൻസ് ഓഫ് H2SO4. അപ്പോൾ ശരിക്കും നടക്കുന്നതെന്നറിയോ? ഇതിൻ്റെ ഓക്സിഡേഷൻ നടക്കുന്ന പറയാം ഫിനോളിൻ്റെ. ഇതെന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, ഡബിൾ ബോൺ, ഇവിടെ ഡബിൾ ബോൺ, ഡബിൾ ബോൺ. ഇറ്റ് ഈസ് കോൾഡ് ബെൻസോക്വിനോൺ. ബെൻസോക്വിനോണിലെ ഓക്സിഡൈസ് പ്രോഡക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആൽക്കഹോൾ ഹാസ് ദ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്? ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഓപ്ഷൻ ബിയിലുള്ള സാധ്യത അല്ലേ? അതെന്തുണ്ട്? CH3 CH2 നമ്മളിപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളെ ക്ലാസ് പിന്നെ സെക്കൻഡ് ഇയർ ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണെന്ന് വിചാരിച്ച് വന്നാൽ തോന്നുന്നു. ഓക്കെ, CH3 CH2 അതേപോലെ CH3 CH2OH. ഓക്കെ, ഇതാണ് സംഭവം. ഇതിൽ നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഒക്കെ ആലോചിക്കും. ബോയിലിംഗ് പോയിന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മോളിക്കുലർ മാസ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ബ്രാഞ്ചിങ്. ബ്രാഞ്ചിങ് കൂടിയ ബോയിലിംഗ് പോയിന്റ് കുറയാ ചെയ്യാം. അതേപോലെ പിന്നെ മോളിക്കുലർ മാസ് എന്ത് ചെയ്യും? മോളിക്കുലർ മാസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിന്റ് കൂടും. ഇതാണ് സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ എഥനോൾ. ഫീനോൾ എന്തുകൊണ്ടാണ്? ഫീനോൾ ആണ് കൂടുതൽ എന്ത് ചെയ്യുക? അസിഡിക് ആവുന്നത് എഥനോളിനേക്കാളും. ഒരു കോമ്പൗണ്ട് അസിഡിക് ആണോ നോക്കുക എങ്ങനെ വെച്ചാൽ ഒരു H+ വിട്ടുകൊടുത്തതിന് ശേഷം ഉണ്ടാവുന്ന ആനയോൺ സ്റ്റേബിൾ ആയാൽ മതി. ആ ഫിനോൾ എടുക്കുക, ഫിനോള് OH. ഫിനോള് H+ വിട്ടുകൊടുത്തിന് സംഭവിക്കുക, ഫിനോൾ എന്തായി മാറും? O- എന്ന് പറയും. ഇത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് അല്ലേ? എന്നാൽ CH3OH എഥനോൾ അല്ല, C2H5OH അല്ലേ? എന്താകും? H+ വിട്ടുകൊടുത്ത് വിചാരിച്ചോളൂ. അപ്പോൾ എന്ത് കിട്ടുക? C2H5O- ഉണ്ടാവാം. this is more stable, this is stable than alkoxide ion. Ethoxide ion stable ആണ് phenoxide ion. This is called phenoxide ion. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഡബിൾ ബോൺ ഉണ്ടല്ലോ. ഇത് O- എന്ത് ചെയ്യും? ഇത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇവിടെ എന്തുണ്ട്? റെസൊണൻസ്. ഇവിടെ എന്തില്ല? there is no resonance. So phenoxide ion is stable than ethoxide ion. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിനോൾ is more acidic than ethanol എന്ന്. ഓക്കെ, ഇതാണ് സംഭവം. റൈറ്റ്, നോട്ട്സ് എവിടെ കിട്ടും ചോദിക്കുന്നുണ്ട് വൈഷ്ണവി. നമ്മൾ നിങ്ങളുടെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നോട്ട്സ്, ഇതിൻ്റെ ഫൈനൽ നോട്ട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷെയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ്സ്. വൈ എന്നാണ്. ആൽക്കഹോൾ ആണെങ്കിലും ഫീനോൾ ആണെങ്കിലും ഇതുണ്ടാവും. OH ഗ്രൂപ്പ് അറിയാലോ അല്ലേ? ഈ OH ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ആണ് ഇതിനെ കൂടുതൽ ബോയിലിംഗ് പോയിന്റുകളാക്കി മാറ്റുന്നത്. അവിടെ എന്തുണ്ട്? ദർ വിൽ ബി ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോഡി ദാറ്റ് ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആസ്പിരിൻ? ഹൗ ഈസ് ഇറ്റ് പ്രിപ്പയർഡ് ഫ്രം സാലിസിലിക് ആസിഡ് എന്നാണ്. വാട്ട് ഈസ് സാലിസിലിക് ആസിഡ്? OH പറയുന്ന പേരാണ് എന്ത്? സാലിസിലിക് ആസിഡ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നോ? CH3COOCOCH3 എന്ന് പറയുന്ന കോമ്പൗണ്ട്. അതെന്താണ്? അസറ്റിക് അൺഹൈഡ്രൈഡ് എന്നതിനെ പറയാം. അസറ്റിക് അൺഹൈഡ്രൈഡ്. ഓക്കെ, അസറ്റിക് അൺഹൈഡ്രൈഡ് ഇൻ പ്രസൻസ് ഓഫ് H2SO4 റിയാക്ഷൻ നടക്കുന്നു. നമുക്ക് എന്താ കിട്ടുന്നറിയോ? നമ്മളെ കോമ്പൗണ്ട് ഇവിടെ OCOCH3 എന്നായിട്ട് മാറുന്നു. ഇവിടെ എന്താണ്? COOH. COHന് മാറ്റമില്ല.
എന്ത് കിട്ടുന്നു? ഈ OH ഇവിടുന്ന് H ഓക്സിജൻ പോയിട്ട് എന്ത് ചെയ്യുന്നു? സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഓക്സിജൻ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഈ ഭാഗം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എന്ത് കിട്ടും? അസറ്റൈൽ സാലിസിലിക് ആസിഡ് കിട്ടുന്നു അല്ലേ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ്പിരിൻ. ഇതിന് പറയുന്ന പേരാണ് ആസ്പിരിൻ. അപ്പോൾ ഇതാണ് ആസ്പിരിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ ചാൻസ് എന്തുണ്ട്? ഇസാൻ, ഹലോ, കേൾക്കുന്നുണ്ടോ ഇസാൻ? നമുക്ക് ഇത് ഈ ചാൻസ് എന്താ വെച്ചാൽ, ഒരു ചാൻസ് എന്താ വെച്ചാൽ ഇത് ഈ റിയാക്ഷൻ ഇങ്ങനെ ചോദിക്കാം. വേറെ ചാൻസ് എന്ന് വെച്ചാൽ ഇത് ഫിനോൾ ഉണ്ടല്ലോ, ഫിനോളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സാലിസിലിക് ആസിഡ്, ദിസ് ഈസ് കോൾഡ് സാലിസിലിക് ആസിഡ് എന്നെങ്ങനെയാണ്? ഒന്ന് NaOH ആഡ് ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യണം, ആസിഡിഫിക്കേഷൻ നടത്തണം. 3 കാര്യം ചെയ്യണം. 1, 2, 3. അപ്പോഴാണ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് കോൾബ്സ് റിയാക്ഷൻ. കോൾബ്സ് റിയാക്ഷൻ. ഈ കോൾബ്സ് റിയാക്ഷൻ നടത്തുന്നത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. എന്താ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇത് ചോദിച്ച് പിന്നെ ഇതിൽ ചോദിക്കാം. അങ്ങനെ ഈ ഓർഡറിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് നമുക്ക് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 8. നെയിം ദ പ്രോഡക്ട്സ് ഫോംഡ് വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ദ ഫോളോയിങ് റിയേജൻ്റ് ആണ്. ഓക്കെ, ബ്രോമിൻ വാട്ടർ. ഓക്കെ, ഫിനോളും ബ്രോമിൻ വാട്ടറും Br2H2O. നമുക്ക് എന്താ കിട്ടുക അറിയോ? നമ്മളെ കോമ്പൗണ്ട് അല്ലേ, Br എന്ന് പറയും. 2,4,6 ട്രൈ ബ്രോമോ ഫിനോൾ കിട്ടും. പിന്നെ സിങ്ക് ഡസ്റ്റുമായി റിയാക്ട് ചെയ്യാണ്. സിങ്ക് ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് പൗഡറുമായി റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? OH പോയിട്ട് ബെൻസീൻ കിട്ടും. പിന്നെ കോൺസെൻട്രേറ്റഡ് HNO3 റിയാക്ട് ചെയ്യാണ്. അത് നേരത്തെ കണ്ടതാണ്, ഒരു വർഷം കണ്ടതാണ് നമ്മൾ അല്ലേ. നമുക്ക് എന്ത് കിട്ടും? OH ഇവിടെ NO2 വരും, ഇവിടെ NO2 വരും, ഇവിടെയും NO2 വരും അല്ലേ. 3 പൊസിഷൻ എന്തുണ്ടാവും അല്ലേ? 3 പൊസിഷൻ എന്തുണ്ടാവും? NO2 വരും, നമുക്ക് പിക്രിക് ആസിഡ് കിട്ടും. ഇതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു. നമുക്കിനി ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൻ്റെ ചാപ്റ്റർ എടുക്കാം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. ആൽക്കോൾസിൽ കാര്യമായും ചോദിക്കുന്നത് വെച്ചാൽ, കാര്യമായിട്ട് ചോദിക്കുന്ന ഭാഗം ഈ ഫിനോളിൻ്റെ ഭാഗത്തുള്ള കുറച്ച് റിയാക്ഷൻസ് ആണ്. ഒന്ന് ഫിനോളിൻ്റെ പ്രിപ്പറേഷൻ ഫ്രം ക്യുമീൻ. പിന്നെ നിങ്ങൾക്ക് ഡോസ് പ്രോസസ്സ് അറിയുമെന്നുള്ളത് നമ്മൾ ഹാലോ ആൽക്കെൻസിൽ നമ്മൾ നേരത്തെ നോക്കുന്നുണ്ടല്ലോ, അത് അറിയണം. പിന്നെ ഇത് നെയിം റിയാക്ഷൻസ്, കോൾബ്സ് റിയാക്ഷൻ അറിയണം. അതേപോലെ റൈമർ റിയാക്ഷൻ അറിയണം. അതേപോലെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കോൾസ് അറിയണം. ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഓക്കെ, എസ്റ്ററിഫിക്കേഷൻ, ഓക്കെ, അങ്ങനത്തെ കുറച്ച് റിയാക്ഷൻസ് അറിയണം. പിന്നെ ഈതറിലേക്ക് എത്തിയാൽ വില്യംസൺ സിന്തസിസ് അറിയണം. ഈതറിനെ ഡിഫറെൻ്റ് ആയിട്ട് HI കൊണ്ട് ക്ലീവ് ചെയ്യുന്നതും അറിയണം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതിയാവും. നമുക്ക് ആൽഡിഹൈഡ്സ് കീറ്റോൺസിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്നുള്ളത് ഭാഗം? യെസ്, നമ്മൾ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്നുള്ള ഭാഗത്തേക്ക് ഇതിനകത്ത് കാര്യമായുള്ള റിയാക്ഷൻസ് അല്ലേ, കുറച്ച് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടിപ്പിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ. നമുക്ക് ആ റിയാക്ഷനൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാർബണിൽ ഗ്രൂപ്പ്. കാർബണിൽ ഗ്രൂപ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷനാണ് ഇത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഉള്ളത്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട കാര്യമാണ്. ഇതൊരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? എക്സ്പ്ലെയിൻ ദിസ് വിത്ത് സ്പെസിഫിക് എക്സാമ്പിൾ ഹൗ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് എന്നാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള റിയാക്ഷൻ എന്താണെന്നറിയോ? നമുക്ക് സൈനോഹൈഡ്രിൻ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. അതായത് RCOR, ഞാൻ എടുത്തുള്ള ഒരു കീറ്റോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? HCN ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ CN മൈനസ് ഈ ഭാഗമാണല്ലോ, അത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. അതേ സമയത്ത് എന്ത് ചെയ്യും? ഈ ഓക്സിജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് എന്ത് കിട്ടുന്നറിയോ? RCO മൈനസ് എന്നാകും, ഈ ഭാഗത്ത് CN ആകും, ഈ ഭാഗത്ത് എന്തുണ്ടാവും? R ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുന്നു? H+മായി എന്ത് ചെയ്യുന്നു? ഇത് റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് ഫൈനലി വി വിൽ ഗെറ്റ് RCOH. ദിസ് ഈസ് R ആൻഡ് ദിസ് ഈസ് CN. ദിസ് ഈസ് കോൾഡ് സയനോഹൈഡ്രിൻ. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സയനോഹൈഡ്രിൻ. ഇത് ആൽക്കഹോൾസ് ആയാലും ഇവിടെ ഇപ്പോൾ ആൽഡിഹൈഡ് ആണെങ്കിലും ഇത് കീറ്റോൺ ആണെങ്കിലും എന്തും റിയാക്ഷൻ ചെയ്യും സയനോഹൈഡ്രിൻ കിട്ടുന്നതാണ്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് എന്ത്? സയനോഹൈഡ്രിൻ ഉണ്ടാവുന്നു എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത് ഈ സൈനോഹൈഡ്രിൻ ഉണ്ടാകുക എന്നുള്ളത് ഇതിൻ്റെ ഈ റിയാക്ഷൻ കാണാൻ പറ്റും. ഇത് ന്യൂക്ലിയോഫിലിക് അഡീഷനാണ്. കാരണം എന്താ വെച്ചാൽ ഈ C ഡബിൾ ബോണ്ട് O എന്തായി മാറി? COH ആയിട്ട് മാറി.
ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയില്ലേ ആയി. മാത്രമല്ല ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ന്യൂക്ലിയോഫൈൽ CN- അവിടുത്തെ ന്യൂക്ലിയോഫൈൽ, ദിസ് ഇസ് ന്യൂക്ലിയോഫൈൽ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് അഡീഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം ഈ കാർബണിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആൽഡിഹൈഡ്സും കീറ്റോൺസ് തന്നെയുള്ളത്. ഓക്കെ, അടുത്തത് നമ്മൾ ഷോ ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഫോളോയിങ് കോം. അപ്പോൾ ഏറ്റവും റിയാക്ടിവിറ്റി ഇങ്ങനെ വരിക, HC ഡബിൾ ബോണ്ട് OH അതാണ് ഏറ്റവും റിയാക്റ്റീവ് ആകുക. അടുത്തത് CH3C ഡബിൾ ബോണ്ട് OH. പിന്നെയാണ് ആര് വരിക, CH3C ഡബിൾ ബോണ്ട് OCH3 എന്ന് പറയുന്ന കീറ്റോണിലേക്ക് എത്തുള്ളൂ അല്ലേ. ആദ്യം ആൾഡിഹൈഡാണ് വരിക, അത് ഏതാണ്, ഫോർമാൾഡിഹൈഡ്, പിന്നെ അതർ ആൾഡിഹൈഡ്സ്, പിന്നെ കീറ്റോൺ. ഈ ഓർഡറിലാണ് പറയാം. അതിന് രണ്ട് കാരണമുണ്ട്, ജസ്റ്റിഫൈ ആൻസർ എന്ന് പറയുന്നത് രണ്ട് കാരണം. ഒരു കാരണം എന്ന് വെച്ചാൽ, ഒരു കാരണം സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ് അല്ലേ. ഇവിടെ എന്തുണ്ട്, വലിയ രണ്ട് ഗ്രൂപ്പ് ഉണ്ടല്ലേ, CH3 ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യണം, അറ്റാക്ക് ചെയ്യണ്ടേ, ഈ കാർബൺ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ വലിയ ഗ്രൂപ്പുള്ള തൊട്ടപ്പുറത്ത് രണ്ട് വലിയ ഗ്രൂപ്പുള്ള, അപ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ലേ. അപ്പോൾ കീറ്റോണിൻ്റെ സ്റ്റെറിക് ഹിൻഡ്രൻസിൻ്റെ അല്ലേ, സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ത് ചെയ്യും അല്ലേ, ദ ഡിക്രീസസ് റിയാക്ടിവിറ്റി ഓഫ് കീറ്റോൺ. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ, ഈ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന കാർബൺ ആരാണ്, ഈ കാർബൺ. അതിന് ശരിക്കും എന്ത് വേണം, ഒരു പോസിറ്റീവ് ക്യാരക്ടർ വേണം. കാരണം ന്യൂക്ലിയോഫൈൽ ആരാണ്, നെഗറ്റീവ് സംഭവം അല്ലേ. അതൊന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഈ കാർബൺ പോസിറ്റീവ് ക്യാരക്ടർ വേണം. ഇപ്പം നമുക്കറിയാം CH3 ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നല്ലോ, CH3 ഗ്രൂപ്പ് അവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്. CH3 ഗ്രൂപ്പിന് ഒരു പ്രത്യേകത വെച്ചാൽ അതിന് എന്തുണ്ടായിരിക്കും, അതിന് CH3 ഗ്രൂപ്പ് എന്തുണ്ടായിരിക്കും, CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും, പ്ലസ് I എഫക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഈ പ്ലസ് I എഫക്റ്റ് ഇതിന് രണ്ടിനും ഉണ്ടായിരിക്കും. പ്ലസ് I എഫക്റ്റ് ഡിക്രീസസ് ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കാർബൺ. കാർബണിൻ്റെ ഇലക്ട്രോഫിലിസിറ്റി കുറക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതായത് ഇൻ കീറ്റോൺ ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഡിക്രീസസ് ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കീറ്റോൺ, ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കാർബൺ. കാർബണിൻ്റെ ഇലക്ട്രോഫിലിസിറ്റി കുറക്കുന്നു. ദാറ്റ് ഡിക്രീസസ് റിയാക്ടിവിറ്റി ഓഫ് കീറ്റോൺ. മനസ്സിലായി വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഷോ ഹൗ ആൽഡിഹൈഡ് റിയാക്ട്സ് വിത്ത് ദ ഫോളോയിങ് റിയേജന്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, NH2. ഇപ്പോൾ ഒരു ആൽഡിഹൈഡ് എടുക്കാം, നമുക്ക് തൽക്കാലം ഒരു ആൽഡിഹൈഡ്, ഒരു ജനറൽ ആൽഡിഹൈഡ് എടുക്കാം. RC ഡബിൾ ബോണ്ട് O ഇങ്ങനെ കൊടുത്താലോ, ഇവിടെ H കൊടുക്കാം, ഡബിൾ ബോണ്ട് O, ഒരു ആൽഡിഹൈഡ് അല്ലേ. ആരുമായി റിയാക്ഷൻ നടത്താൻ പോകുന്നത്, NH2 NHCO പിന്നുള്ളത് NH2. ഇതിനെ പറയുന്ന പേര് സെമി കാർബസൈഡ് എന്നാട്ടോ, സെമി കാർബസൈഡ് എന്നതിനെ പറയാം. ഓക്കെ, എന്ന് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഈ ഓയും ഈ H2 തമ്മിൽ എന്ത് ചെയ്യും, അവിടുന്ന് പുറത്തേക്ക് പോയിട്ട് അവസാനം ഫൈനലി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ത് ചെയ്യുക വെച്ചാൽ RCH ഡബിൾ ബോണ്ട് N NHC ഡബിൾ ബോണ്ട് O NH2 എന്ന് കിട്ടുക. ഓക്കെ, ഇത് കിട്ടും. ദിസ് ഈസ് കോൾഡ് സെമി കാർബസോൺ. ഇതിനെ പറയുന്ന പേര് സെമി കാർബസോൺ എന്നതിനെ പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഇവിടുത്തെ H2 അല്ല പുറത്തേക്ക് പോകണത്, ഇവിടെ നിന്നാണ് പോവുക. ഓക്കെ, അതായത് ഇവിടെ NH2 ഉണ്ട്, ഇവിടെ NH2 ഉണ്ട്. ഓക്കെ, CO തൊട്ടപ്പുറത്തുള്ള NH2 അല്ല എന്താണ് H2 ആയിട്ട് പോകണത്. അതായത് പങ്കെടുക്കുന്നത് ഈ NH2 ആണെന്ന് അർത്ഥം. കാരണം ഈ ലോൺ പെയർ ആണ് എന്ത്, നല്ല ആക്റ്റീവ് ലോൺ പെയർ. ഈ ലോൺ പെയർ എന്താണ് സത്യത്തിൽ ഇവിടെ എന്താണ്, അവിടെ നേരത്തെ എന്തുണ്ട്, റെസൊണൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ എങ്ങനെ വന്നു, ഇവിടെ അങ്ങനെ വന്നു. അപ്പോൾ എന്ത് ചെയ്യില്ല, അത് റിയാക്ഷനിൽ എന്ത് ചെയ്യില്ല, നമ്മൾ റിയാക്ഷന് പോയി അറ്റാക്ക് നടക്കില്ല. അപ്പോൾ ഇവിടുത്തെ H2 ആണെന്ന് എന്ത് ചെയ്യണം, നിർബന്ധമായും അവിടെയാണ് റിയാക്ഷൻ സൈറ്റ് എന്നുള്ളത് എന്ത് ചെയ്യണം, നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം. ഞാൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, സിങ്ക് അമാൽഗം അല്ലേ ആൻഡ് കോൺസെൻട്രേറ്റ് HCl, അതായത് RC ഡബിൾ ബോണ്ട് OH എന്ത് ചെയ്യുന്നു, ഒരു സിങ്ക് അമാൽഗം, സിങ്ക് HCl, ഇതിൻ്റെ ക്ലമൻഷൻ റിഡക്ഷൻ എന്നതിനെ പറയാം. ക്ലമൻഷൻ റിഡക്ഷൻ എന്താ കിട്ടുക, RCH2H അല്ലെങ്കിൽ RCH3 എന്ന് കിട്ടും അല്ലേ. സംഭവത്രേ ഉള്ളൂ, ഇവിടെയുള്ള ഈ CO ഗ്രൂപ്പില്ലേ അതെന്തായിട്ട് മാറും, CH2 ആയിട്ട് മാറും. ദാറ്റ്സ് ഓൾ. ആ H അവിടെ ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലാവുണ്ടോ? ദിസ് ഈസ് കോൾഡ് ക്ലമൻഷൻ റിഡക്ഷൻ. ഓക്കെ, അടുത്ത റിയാക്ഷൻ നോക്കാം. അടുത്ത റിയാക്ഷൻ ഇതാണ്, ഹൗ ക്യാൻ യു മാനുഫാക്ചർ ഫോമിക് ആസിഡ് ഫ്രം CO. കാർബൺ മോണോക്സൈഡ് CO പ്ലസ് NaOHുമായി റിയാക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് HCOONa.
സോഡിയം ഫോർമേറ്റ് കിട്ടും. നിങ്ങളതിനെ NH2SO4 റിയാക്ട് ചെയ്യിച്ചാലോ ആൻഡ് യു വിൽ ഗെറ്റ് HCOOH. ഇതുണ്ടാവും HCOH. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കാർബൺ മോണോക്സൈഡിൽ നിന്ന് ഫോർമിക് ആസിഡ് ഉണ്ടാകുന്നത്. ഓക്കെ, സജസ്റ്റ് എ കെമിക്കൽ ടെസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ദിസ് ആസിഡ് ഫ്രം അസറ്റിക് ആസിഡ്. ഇത് ആസിഡ് ഫോമിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്താണ്? CH3COOH. ഇത് തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് ടോളറൻസ് ടെസ്റ്റ് ആണ്. ടോളറൻസ് ടെസ്റ്റ് എന്താണ് സംഭവം? ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ടോളറൻസ് ടെസ്റ്റ് ഉള്ളത് അല്ലേ? നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിൽവർ അല്ലേ AgNO3 സിൽവർ നൈട്രേറ്റ് അല്ലേ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും, പോസിറ്റീവ് ടോളറൻസ് ടെസ്റ്റ് കാണിക്കും. ആര്? ഒരേ ഒരു ആസിഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ടോളറൻസ് ടെസ്റ്റിൽ പോസിറ്റീവ് റിസൾട്ട് നൽകുന്നുള്ളത്. ആരായിരിക്കും? ഫോമിക് ആസിഡാണ്. ഫോമിക് ആസിഡ് എന്ത് ചെയ്യും, Ag സിൽവർ മിറർ എന്ത് ചെയ്യും, ഉണ്ടാക്കുന്നതാണ്. സിൽവർ മിറർ പ്രിസിപ്പിറ്റേഷൻ നടത്തും. സിൽവർ മിറർ ഫോം ചെയ്യും. ആര്? ഫോമിക് ആസിഡ്. ഇതിനെന്ത് ചെയ്യില്ല, ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് എൻ്റെ സംഭവം. പൊതുവേ ആൾഡിഹൈഡ്സ് മാത്രം കാണിക്കുന്ന ടെസ്റ്റാണത്. എല്ലാ ടൈപ്പ് ആൾഡിഹൈഡ്സും ടോളറൻസ് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും, കീറ്റോൺ കാണിക്കില്ല. പക്ഷേ ഒരു ആസിഡ് കാണിക്കും, അത് ആരാണ്? ഫോമിക് ആസിഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബണൈൽ കോമ്പൗണ്ട്. ഓക്കെ, റൈറ്റ് എ കെമിക്കൽ റിയാക്ഷൻ യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൾഡിഹൈഡ്സും കീറ്റോൺസും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള മെത്തേഡ് ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കുറേ മെത്തേഡ്സ്. ഒന്ന് ടോളറൻസ് ടെസ്റ്റ് ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് ടോളറൻസ് റിയേജൻറ്റ്, ടോളറൻസ് ടെസ്റ്റ്. ഒന്ന് ഫെല്ലിങ്സ് ടെസ്റ്റ്, ഒന്ന് ബെനഡിക്റ്റ്. ഇതൊക്കെ എന്ത് ചെയ്യും, ആൾഡിഹൈഡ്സ് പോസിറ്റീവ് റിസൾട്ട് നൽകും, കീറ്റോൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതിന് ടോളറൻസ് ടെസ്റ്റിൽ ഓൾ ആൾഡിഹൈഡ്സ് പറ്റും, ഫെല്ലിങ്സും ബെനഡിക്സും തരും. അരോമാറ്റിക് ആൾഡിഹൈഡ്സ് പറ്റൂല, അത് അലിഫാറ്റിക് ആൾഡിഹൈഡ്സ് മാത്രം പോസിറ്റീവ് ആക്കുള്ളൂ. എല്ലാ കേസിലും ഇത് കീറ്റോൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ക്യാൻ ബി സബ്ജക്റ്റഡ് ടു ക്ലെമൻസൺ റിഡക്ഷൻ ആൻഡ് വോഫ്-ക്വിസ്റ്റ് റിഡക്ഷൻ. നെയിം റിയേജന്റ് ഇൻ ബോത്ത് കേസ്. അതായത് ആൾഡിഹൈഡ്സും കീറ്റോൺസും ക്ലെമൻഷൻ ആരുള്ളത് നേരത്തെ കണ്ടല്ലോ, സോഡിയം അമാൽഗം NaHg, പിന്നെ എന്താണ് HCl. ഇതാണ് എന്ത്, പിന്നെ ക്ലെമൻഷൻ കണ്ടീഷൻ. ഇനി അല്ലേ NH2 ഹൈഡ്രസീൻ അല്ലേ KOH ഇൻ ഗ്ലൈക്കോൾ അല്ലേ ഗ്ലൈക്കോൾ. ഇതാണ് ആക്ച്വലി എന്ത്, നമ്മുടെ WK വോഫ്-കിഷ്ണർ റിഡക്ഷനിൽ ഇതാണ് സംഭവം. അപ്പോൾ ഇത് ക്ലെമൻഷൻ്റെ കണ്ടീഷൻ, ഇത് WK കണ്ടീഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ വിൽ യു മേക്ക് ദ ഫോളോയിങ് കൺവേർഷൻസ് ആണ്. എഥനോയിക് ആസിഡ് ഇൻ ടു എഥനോൾ. അതായത് CH3COOH അല്ലേ, ഇതിനെങ്ങനെ എന്ത് ചെയ്യണം, CH3CH2OH ആക്കാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ B2H6 കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. രണ്ടാലും പറ്റും, രണ്ടാലും കുഴപ്പമില്ല. പ്രൊപ്പനോയിക് ആസിഡ് ടു ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ്. എന്താ പ്രൊപ്പനോയിക് ആസിഡ് ആണ്? CH3CH2COOH ആണ് പ്രൊപ്പനോയിക് ആസിഡ്. എങ്ങോട്ടാകട്ടെ, CH3CHClCOOH and 2-chloropropanonic acid. അത് നമുക്ക് HVZ റിയാക്ഷൻ എന്ന് പറയില്ലേ, എന്ത് ചെയ്താൽ മതി, HVZ എന്ന് പറഞ്ഞാൽ അല്ലേ ഹെൽ വോൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ അതിനെ പറയാം. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാകും, അല്ലെങ്കിൽ പഠിച്ചു വെക്കണം അല്ലേ. ഇവിടെ എന്താണ്, ഇത് ക്ലോറിൻ അല്ലേ, അപ്പോൾ Cl2 റെഡ് ഫോസ്ഫറസ് പിന്നെ H2O. ഇത്രയും ഉണ്ടെങ്കിൽ എന്തായി, നമുക്ക് HVZ കണ്ടീഷനായി. ഓക്കെ, ക്രോമിക് ആസിഡ് എന്താണെന്നാണോ, ക്രോമിക് H2, നമ്മൾ H2SO4 പോലെ H2CrO4 ക്രോമിക് ആസിഡ്. ഇതുണ്ടാക്കുന്ന ക്രോമിക് ആസിഡ് നമ്മൾ ജോൺസ് റിയേജൻ്റ് ആണ് ശരിക്കും ക്രോമിക് ആസിഡ് അല്ലേ. അതായത് CrO3 + H2SO4. ഇത് അസറ്റോൾ ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്, ജോൺസ് റിയേജൻ്റ്. ക്രോമിക് ആസിഡ് എന്ന് പറയാം. പറഞ്ഞു ജോസഫ്. ഓക്കെ, അടുത്ത കേസ് ടോളറൻസ് ടു ബെൻസോയിക് ആസിഡ് ആണ്. ഓക്കെ, ടോളറൻസ് അല്ല, ടൊളുവിൻ ടു ബെൻസോയിക് ആസിഡ് ആണ്. ടൊളുവിൻ ടു ബെൻസോയിക് ആസിഡ് ആകുമ്പോൾ നമുക്ക് ടൊളുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൊളുവിൻ ഇതാണ് ടൊളുവിൻ. CH3 ആണ് ടൊളുവിൻ. എങ്ങോട്ടാണ് മാറ്റുന്നത്, ബെൻസോയിക് ആസിഡിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് KMnO4 ഉപയോഗിക്കാം. KMnO4
KOH ഉപയോഗിച്ചാൽ നമുക്കിങ്ങനെ കിട്ടും, COOK എന്ന് കിട്ടും അല്ലേ. അതിനൊക്കെ എന്ത് ചെയ്യാം, H2O H+1 റിയാക്ട് എന്ത് കിട്ടും, അല്ലെങ്കിൽ H+ മാത്രം കൊടുക്കുക. ഓക്കെ, H2O കൊടുക്കുക, H2SO4 കൊടുക്കുക, ഒരു H+, അപ്പോൾ എന്ത് കിട്ടും, COOH കിട്ടും അല്ലേ. ഓക്സിഡേഷൻ റിയാക്ഷൻ, ഓക്സിഡേഷൻ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് നെയിംഡ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് CH3COCl CHO. അത് CH3COCl-നെ CH3CHO ആക്കുന്നത് എന്താണ്, റോസൻമൺ റിഡക്ഷൻ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. എന്ത് ചെയ്യുന്നത്, H2 അല്ലേ, പിന്നെ PdSO4 അല്ലേ, പലേഡിയം PdSO4 എന്ന് പറഞ്ഞാൽ പലേഡിയം ഇങ്ങനെ എഴുതാൽ മതി അല്ലേ, പലേഡിയം ഇൻ ബേരിയം സൾഫേറ്റ് അങ്ങനെ എഴുതാം, പലേഡിയം ഇൻ ബേരിയം സൾഫേറ്റ് അല്ലേ. ഇതാണ് സംഭവം, റോസൻമൺ റിഡക്ഷൻ നടത്തിയാൽ മതി. ഓക്കെ, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് അണ്ടർഗോ റിയാക്ഷൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അത് കറക്റ്റാണ്. റൈറ്റ് ദ നെയിം ഓഫ് റിയാക്ഷൻ ഓഫ് ആൽഡിഹൈഡ് വിച്ച് ടേക്സ് പ്ലേസ് ഓൺലി ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ആൾഡോൾ കണ്ടൻസേഷനെ ചോദിക്കുന്നത്. ഓക്കെ, ഈസ് കോൾഡ് നെയിം എന്താണ്, ആൾഡോൾ കണ്ടൻസേഷൻ. ഹൗ വിൽ യു ബ്രിങ് അബൌട്ട് ദ എബോ റിയാക്ഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ആൾഡോൾ കണ്ടൻസേഷൻ, ഇപ്പോൾ CH3CHO. ഓക്കെ, ഇത് 2CH3CHO ഉണ്ട് വിചാരിച്ചോളൂ. നമുക്കൊരു KOH ഉണ്ട് അല്ലെങ്കിൽ NOH ഉണ്ട്. ഓക്കെ, ഡൈലൂട്ട് KOH അല്ലെങ്കിൽ NaOH എന്ന് വിചാരിക്കും. നമുക്ക് എന്താ കിട്ടുമെന്ന് അറിയോ അല്ലേ, ഹീറ്റിംഗ്. അപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഹീറ്റ് ചെയ്തതിന് ശേഷം അവസാനം കിട്ടുന്നത് എന്തായിരിക്കും അറിയോ, CH3 നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്, CH3C=OH അല്ലേ, അതൊരു പ്രാവശ്യം, പിന്നെ ഇവിടെ CH2 ഇവിടെ H കൊടുക്കുക, ഇവിടെ CHO കൊടുക്കുക, രണ്ട് പ്രാവശ്യം കൊടുക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ചെയ്യാൻ പോണത് ഈ Oയും ഈ H2. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് CH3, ബാക്കി എന്തുണ്ട് CH ഡബിൾ ബോണ്ട്, പിന്നെ CHCHO എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാവും ആഫ്റ്റർ ഹീറ്റ് കൊടുത്തതിന് ശേഷം. ഓക്കെ, അതായത് ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡാണ് കിട്ടുക ആൽഡിഹൈഡിൻ്റെ കേസിൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. ഹൗ വിൽ യു ബ്രിങ് അബൌട്ട് ദ ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, CH2Cl is strong acid than. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെന്തോ ഒരു ഹൗ വിൽ യു ബ്രിങ് അബൌട്ട് ദ റിയാക്ഷൻ എന്നുള്ളത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, CH3ClCOOH is strong acid than CH3COH. ശരിയല്ലേ. അതിൽ CH3COOH-നേക്കാളും സ്ട്രോങ് ആണ് ആര്, CH2ClCOOH. അതിൻ്റെ കാരണം നമുക്ക് വളരെ വ്യക്തമാണ്. എന്താ കാരണം, കാരണം ഈ ക്ലോറിൻ്റെ പ്രസൻസ് ആണ്. ക്ലോറിൻ എന്താണ്, -I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ് അല്ലേ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇങ്ങനെ വലിക്കും അല്ലേ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് -I ഗ്രൂപ്പ് ക്ലോറിൻ അല്ലേ. -I എഫക്റ്റ് ഇൻക്രീസസ് അസിഡിറ്റി എന്നാണ് പറയാം. ഹൗ വിൽ യു കൺവേർട്ട് CH3COOH ടു CH2Cl. നേരത്തെ പറഞ്ഞു HBZ റിയാക്ഷൻ, ഞാൻ വിശദീകരിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, HBZ റിയാക്ഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഞാൻ സമയം അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിയാക്ഷൻ. കാനിസാരോ റിയാക്ഷൻ, എസ്റ്ററിഫിക്കേഷൻ. കാനിസാരോ റിയാക്ഷൻ ശരിക്കും ആൽഡിഹൈഡ് ഓർ കീറ്റോൺ വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ അല്ലേ, അതാണ് അവിടുത്തെ റിയാക്റ്റൻ്റ്. ഇൻ പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ റിയേജൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ സ്ട്രോങ് ആൽക്കലി ആണ് അല്ലേ, NaOH KH സ്ട്രോങ് ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ CH3 അല്ലേ, ആൽഫയിലും പാടില്ലല്ലോ. HCOH KOH-ൻ്റെ പ്രസൻസ് റിയാക്ഷൻ നടക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഇതിനകത്ത് എന്തില്ല, ആൽഫ ഹൈഡ്രജൻ ഇല്ല. COH ഗ്രൂപ്പ് ഉണ്ട്, പക്ഷേ അതെന്ത് ആൽഫ കാർബൺ ആൽഫ ഹൈഡ്രജൻ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആൻസർ എന്തായിരിക്കും എന്ന് വെച്ചാൽ HCOH റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. എന്തുണ്ടാവാറോ, ഒരു ഭാഗം CH3OH ആകും, ഒരു ഭാഗം
HCOO മൈനസ് അല്ലെ HCOK എന്ന് പറയുന്നത് HCOOK എന്നുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങോട്ട് പോകുന്ന ഭാഗം അല്ലേ, ഇത് രണ്ടെണ്ണം ഉണ്ടാവുക, ഇതിന് അല്ലേ സെൽഫ് കാനിസർ എന്ന് ഇതിൽ പറയാം, 2 പ്രാവശ്യം. ഈ ഭാഗം ഇങ്ങോട്ട് പോകുന്ന ഭാഗം ഉണ്ടല്ലോ, ഏതാണ് ഭാഗം? ഇങ്ങനെ ഈ ഭാഗം അല്ല, ഈ ഭാഗമുണ്ട്. ഈ ഭാഗം എന്താ വെച്ചാൽ റിഡക്ഷനാണ്, റിഡക്ഷൻ. ഈ ഭാഗം എന്താണ്? ഓക്സിഡേഷൻ അല്ലേ. നിങ്ങൾക്ക് അറിയുന്നതാണ്, ഒരു ആസിഡ് ആൽക്കഹോൾ ആവുന്ന പ്രോസസ് എന്താണ്? റിഡക്ഷനാണ്. ഒരു ആസിഡ് എന്ത് ചെയ്യുന്നു? HCOO ഇവിടുന്ന് H പോയി അല്ലേ, ഇതെന്താണ്? ഈ ഭാഗം എന്തായിരിക്കും? ഇതിൻ്റെ ആസിഡ് അല്ലല്ലോ, സോറി കേട്ടോ, റിയാക്ഷനിൽ കനിസാറല്ലേ പറയണത്, HCHO അല്ലേ, ആൾഡിഹൈഡ് കീറ്റോൺ. ഞാൻ എഴുതിയപ്പോൾ ആസിഡ് ആയിട്ടുണ്ട്, ആസിഡ് അല്ല അല്ലേ. ഒരു ആൾഡിഹൈഡ് കീറ്റോൺ, ആൾഡിഹൈഡ് എന്ത് ചെയ്യുന്നു? HCHO എന്നുള്ളത് ആൾഡിഹൈഡ് എന്ത് ചെയ്യുന്നു? അത് ആസിഡ് ആവുന്ന പ്രോസസ് എന്താണ്? ഓക്സിഡേഷൻ ആവുന്നു. അപ്പോൾ അല്ലേ, ഒരു ഭാഗം റിഡക്ഷൻ, ഒരു ഭാഗം ഓക്സിഡേഷൻ, ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ മോഡാണ് ആക്ച്വലി ഇതിന്. പിന്നെ എസ്റ്ററിഫിക്കേഷൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ്? RCOOHും ഒരു ആസിഡ് R-OHും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ H2 അവിടുന്ന് പുറത്തേക്ക് പോകുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്കിതാ RCOOR- എന്നുള്ള എസ്റ്റർ കിട്ടുന്നു. ഇതാണ് എസ്റ്ററിഫിക്കേഷൻ. ക്ലിയർ അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 8. Aldehydes and ketones differ in their chemical reaction. How do they react with the following? Tolerance and alcohol. അല്ലേ, ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഡിഫർ ഇൻ അല്ലേ ഉണ്ടല്ലോ. ടോളറൻസ് റിയേജൻ എന്ത് ചെയ്യും? ആൽക്കഹോൾ എന്താകും? ആൾഡിഹൈഡ് എന്താകും? പോസിറ്റീവ് ടോളറൻസ് റിയേജൻറ്റ് കാണിക്കും അല്ലേ. നമുക്ക് എന്ത് കിട്ടും? ടോളറൻസ് റിയേജനിൽ നമുക്ക് അല്ലേ സിൽവർ മിറർ എന്ത് ചെയ്യും? ഉണ്ടാക്കും. അതായത് ആൾഡിഹൈഡ് RCOH അല്ലേ, RCHO എന്ത് ചെയ്യുന്നു? ടോളറൻസ് ടെസ്റ്റിൽ AG+ എന്ന് കൊടുക്കാൻ തൽക്കാലം. ഓക്കെ, എന്ത് കിട്ടും നമുക്ക്? AG എന്ന് പറയുന്ന ഇതുണ്ടാകും. പിന്നെ RCOO- ഇത് ഓക്സിഡേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ സിൽവർ മിറർ കിട്ടും. ഫസ്റ്റ് കേസിൽ സിൽവർ മിറർ കിട്ടും. ആൽക്കഹോളുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ, ആൽക്കഹോളുമായി ആൾഡിഹൈഡ് റിയാക്ട് നമുക്ക് എന്ത് കിട്ടും? ഹെമി അസെറ്റാൾ ഉണ്ടാകും. കീറ്റോണാണെങ്കിലോ ഹെമി കീറ്റാൾ ഉണ്ടാകും. ഓക്കെ, ഈ എമിസ്റ്റാൾ വീണ്ടും റിയാക്ട് ചെയ്യുന്ന അസിറ്റാൾ ഉണ്ടാകും കേട്ടോ. വീണ്ടും എമി കീറ്റാൾ എന്ത് ചെയ്യുന്നു? ആൽക്കഹോളുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തും കീറ്റാൾ ഉണ്ടാകും. ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പനോയിക് ആസിഡ് ഇൻറ്റു ഈഥൈൻ ആണല്ലേ. പ്രൊപ്പനോയിക് ആസിഡ് CH3CH2COOH ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇത് വേണമെങ്കിലൊരു സോഡിയം NaOH റിയാക്ട് ചെയ്യിക്കുക. എന്നിട്ട് CH3CH2COONA എന്നാക്കുക. ശരിയല്ലേ? ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേക്ക് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് ചെയ്താൽ കേട്ടോ, രണ്ടെണ്ണം ആക്കിയതാണല്ല. NaO നിങ്ങൾ പഠിച്ചാൽ അങ്ങനെ ആയിരിക്കും. NaOH കാൽഷ്യം ഓക്സൈഡിൽ റിയാക്ട് ചെയ്യുക. ആ ഫൈനൽ എന്ത് കിട്ടും? നമുക്ക് ഡീകാർബോക്സിലേഷൻ കിട്ടും. CH3 പിന്നെ ഡീകാർബോക്സിലേഷൻ CH3 CH2 CH3 CS കിട്ടും. ശരിയല്ലേ? യെസ്, ഇതാണ് സംഭവം. ഓക്കെ, റൈറ്റ്. ഇനി പ്രൊപ്പനോയിക് ആസിഡ് CH3 CH2 COOH നമ്മൾ കോൾസ് റിയാക്ഷൻ നടത്താണ്. കോൾസ് ഇലക്ട്രോളിസിസ് കേട്ടോ. കോൾസ് ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടുക? അവിടെ CO2 CH3 CH2 CH2 CH. നിങ്ങൾ ജസ്റ്റ് കോൾസ് ഇലക്ട്രോളിസിസ് എഴുതിച്ചാൽ മതി, ആൻസർ ആവും. കോൾസ് ഇലക്ട്രോളിസിസ് എഴുതിച്ചാൽ എന്താവും? ഇതിന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ബ്യൂട്ടൈൻ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ഈസ് എ സ്പെഷ്യൽ റിയാക്ഷൻ ഓഫ് ആൾഡിഹൈഡ്. വാട്ട് ഈസ് ആൾഡോൾ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ആൾ ഓഫ് മെഥനാൽ. ഏതാണ്ട് കേസ് CH3 CHO പറഞ്ഞിട്ടുണ്ട്. CH3 CHO എന്താ കിട്ടും നമുക്ക്? CH3
CH ഡബിൾ ബോണ്ട് CH എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 11. റൈറ്റ് സിമ്പിൾ കെമിക്കൽ ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ യൂസ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോളോയിങ് കോമ്പൗണ്ട്. പ്രൊപ്പനോൾ ആൻഡ് പ്രൊപ്പനോൺ ആണ്. ഒന്ന് ആൽഡിഹൈഡും ഒന്ന് കീറ്റോണും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് യു ക്യാൻ യൂസ് ടോളറൻസ് ടെസ്റ്റ്. ടോളറൻസ് ഉപയോഗിക്കാം, ഫില്ലിങ്സ് ഉപയോഗിക്കാം, ബെനഡിക്റ്റ് ഉപയോഗിക്കാം. ഫിനോൾ ആൻഡ് ബെൻസോയിക് ആസിഡ്. ഫിനോൾ ബെൻസോയിക് ആസിഡ് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഫിനോള് ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH ഉണ്ടാകും, ഫിനോൾ OH അല്ലേ. ഇതിൻ്റെ ആസിഡിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ COH ഇതാണ് ഏറ്റവും കൂടുതൽ ആസിഡിക്. ആസിഡിറ്റി ഓർഡർ നോക്കുക എങ്ങനെ ഉണ്ടാവാം? COH കാർബോക്സിലിക് ആസിഡാണ് എപ്പോഴും ഫിനോളൊക്കെ ആസിഡിക് ആവും. ഓക്കെ. നമുക്ക് ഏറ്റവും സിമ്പിൾ ടെസ്റ്റ് എന്താ വെച്ചാൽ നമ്മളിതിനെ ഈ COOHനെ NaHCO3 സോഡിയം ബൈകാർബണേറ്റുമായി റിയാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുമെന്നറിയോ? ഇവിടെ എന്താകും? ഇവിടെ COONA എന്ന് കിട്ടും. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ എഫർവസൻസ് ആയിട്ട് പുറത്തേക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ COOH അല്ല, ഫിനോൾ OH NaHCO3 നോ റിയാക്ഷൻ ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ആസിഡിറ്റി വളരെ കുറവായതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് സംഭവം. FeCl3 ഉപയോഗിക്കാൻ പറ്റും. FeCl3 ഉപയോഗിച്ചാൽ നമുക്കൊരു വയലറ്റ് കളർ ഉണ്ടാവും. വയലറ്റ് കളർ ആർക്കുണ്ടാകും? ഫിനോൾ ഉണ്ടാകും. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. യെസ്, റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ പറയട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഹൗ ആർ ദ ഫോളോയിങ് കൺവേർഷൻ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബെൻസോയിൽ ക്ലോറൈഡ്. വാട്ട് ഈസ് ബെൻസോയിൽ ക്ലോറൈഡ്? COCl. അതെങ്ങോട്ടാണ് മാറ്റുന്നത്? ബെൻസാൾഡിയയിലേക്ക് മാറ്റണം അല്ലേ? റിയാക്ഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. H2 പലേഡിയം ബേരിയം സൾഫേറ്റ്, റോസൻമൺ റിഡക്ഷൻ അല്ലേ, ഇതിന് പറയുന്ന പേരല്ലേ. അതെന്ന് കിട്ടും നമുക്ക് ഇതിനെ CHO എന്നാക്കി മാറ്റാം. അസറ്റിക് ആസിഡിനെ ക്ലോറോ അസറ്റിക് ആസിഡ് ആക്കാൻ HBZ റിയാക്ഷൻ ഞാൻ എഴുതുന്നില്ല. ബെൻസീൻ ടു ബെൻസാൾഡിഹൈഡ്, ആ റിയാക്ഷൻ നമുക്ക് നോക്കേണ്ടതാണ്. നമ്മൾ ഇതുവരെ പറയാത്ത റിയാക്ഷനാണ് ബെൻസീൻ ടു ബെൻസാൾഡിഹൈഡ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് റിയാക്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ബെൻസീൻ എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബൺ മോണോക്സൈഡ് HCl AlCl3 പ്രസൻസ് കൊടുത്താൽ മതി അല്ലേ. റിയാക്ഷൻ ഓർമ്മ ഉണ്ടോ? എന്ത് കിട്ടും നമുക്ക്? ബെൻസാൾഡിഹൈഡ് ഇങ്ങനെ കിട്ടും. ഇതിനെ പറയുന്നത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷനാണ്. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ഇതിനെ പറയാം. പിന്നെ എഥനാൽ ടു ഈഥൈനാണ്. എഥനാൽ എന്ന് പറഞ്ഞാൽ CH3CHO, ഇതാണ് എഥനാൽ. എന്ത് ചെയ്യണം? നമ്മൾ CH3CH3യിലേക്ക് മാറ്റണം അല്ലേ. നമുക്ക് എന്ത് ക്ലമൻഷൻ റിഡക്ഷൻ കൊടുത്തൂടെ? എങ്ങനെ? സിങ്ക് Hg അല്ലേ, പിന്നെ എന്താണ് HCl അല്ലേ. സിങ്ക് Hg HCl കൊടുത്താൽ മതി. അപ്പോൾ ക്ലമൻഷൻ കണ്ടീഷൻ കൊടുത്താൽ മതി. യെസ്, പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബോർഡ് ഫിഷൻ റിഡക്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ. റൈറ്റ് എ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഒരുപാട് പ്രശ്നം പറഞ്ഞു അല്ലേ. പിന്നെ ഫെലിംഗ് സൊല്യൂഷൻ പറ്റും, ബെൻഡിങ് സൊല്യൂഷൻ പറ്റും, അതേപോലെ ടോളറൻസ് സ്റ്റേജിന് പറ്റും. ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൾഡിഹൈഡ് ബൈ എറ്റാർഡ് റിയാക്ഷൻ? എറ്റാർഡ് റിയാക്ഷൻ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മുടെ കാണിച്ചു എറ്റാർഡ് റിയാക്ഷൻ. ടൊളുവിനെ ക്രോമൈൽ ക്ലോറൈഡുമായി റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എ നോൺ പോളാർ സോൾവെൻറ്റ് CS2. അപ്പോൾ ക്രോമിയം കോംപ്ലക്സ് ഉണ്ടാകുന്നു, അതിനെ പിന്നെ H3O+ റിയാക്ട് ചെയ്യും, ബെൻസാൾഡിഹൈഡ് ഉണ്ടാകും. ഈ റിയാക്ഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുപോലെ പഠിച്ചു വെക്കാം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഓടിച്ചു വിടുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കംപ്ലീറ്റ് ദ റിയാക്ഷൻ. കോൺസ്റ്റന്റ് KOH റിയാക്ഷൻ അല്ലേ. ഇവിടെ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ഇതല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? CH3OH ഉണ്ടാകും, HCOO- ഉണ്ടാവും, അല്ലെങ്കിൽ HCOOK ഉണ്ടാവും എന്ന് പറയാം. KOH അതുകൊണ്ട്. ഓക്കെ. ഡൈല്യൂട്ട് ആണെങ്കിലോ ഇതെന്താ കിട്ടുക? നേരത്തെ എഴുതിയിട്ടുണ്ട് CH3CH ഡബിൾ ബോണ്ട് CHCHO ആൾഡോൾ കണ്ടൻസേഷൻ, സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ. ഫസ്റ്റ് റിയാക്ഷൻ കാനിസാരോ കേട്ടോ. ഇത് കാനിസാരോ റിയാക്ഷൻ ആണ്, ഇത് സെൽഫ് ആൾഡോൾ. അടുത്ത റിയാക്ഷൻ CH3CHO NH2NH2 എന്നാണ് അല്ലേ. അപ്പോൾ എന്താ കിട്ടും നമുക്ക്? CH3CH ഡബിൾ ബോണ്ട് NH2 അല്ലേ. ഹൈഡ്രസീൻ എന്താവും? ഹൈഡ്രസോൺ ആയിട്ട് മാറും. ദിസ് ഈസ് ഹൈഡ്രസോൺ. ഓക്കെ. അടുത്തത് സിങ്ക് അമാൽ അല്ലേ. C6 ഇതാണ് റിയാക്ഷൻ. COCH3 സിങ്ക് അമാൽഗം, സിങ്ക് Hg കോൺസെൻട്രേറ്റ് അല്ലേ. റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാലോ എന്തായിട്ട് മാറുക? അവിടെ എന്തുണ്ടാകുമ്പോൾ CH2 എന്നാവും, അത് CH2CH3 എന്നാവും അല്ലേ. ഈഥൈൽ ബെൻസീൻ ആകും.
ഓക്കെ, ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് റിയാക്ട് എന്ത് കിട്ടും? CH3CH2OH ആയിട്ട് മാറും. അത് റെഡ്യൂസ് ചെയ്തിട്ട് എന്താകും? ആൽക്കഹോൾ ആയിട്ട് മാറും, പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് മാറും. ഇവിടെ CH3CH2CO, CH3CH2COCl എന്നായിട്ട് മാറും. ഓക്കെ, ആസിഡ് ക്ലോറൈഡ് ആയിട്ട് മാറും. ബ്രോമിൻ, റെഡ് ഫോസ്ഫറസ് അല്ലേ, അവിടെ എന്താവും? CH3CHBrCOOH, ആൽഫ ഹാലോ അസറ്റിക് ആസിഡ് ഉണ്ടാവും അല്ലേ, HBZ റിയാക്ഷൻ. അടുത്ത് ഇതെന്താ റിയാക്ഷൻ? ഇവിടെ എസ്റ്ററിഫിക്കേഷൻ അവസാനം CH3CH2COOCH3 എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. ഹൗ വിൽ യു ക്യാരി ഔട്ട് ദ ഫോളോയിങ് കൺവേർഷൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ KMnO4 കൊടുത്താൽ മതി അല്ലേ, KMnO4 എന്ന് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ CO, ഇവിടെ എന്ത് കൊടുത്താൽ? NH3 കൊടുക്കുക, പിന്നെ ഒന്ന് NH3 കൊടുക്കുക, രണ്ടാമത് എന്ത് ചെയ്യുക? ഇതിന് ഹീറ്റ് ചെയ്യുക, അപ്പോൾ അത് കിട്ടും അല്ലേ. ആദ്യം എന്താ കിട്ടുക അറിയോ? ആദ്യം ഇങ്ങനെ COONH4 എന്ന് കിട്ടുക, COO മൈനസ് പ്ലസ് NH4. അതിന് ഹീറ്റ് ചെയ്ത് എന്ത് കിട്ടും? H2 ഇവിടുന്ന് പോവും, അപ്പോൾ അത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് CH3CH2COOH, ഇവിടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്യാം അല്ലേ, നേരത്തെ കണ്ടിട്ടുണ്ട്. Question number 17. Aromatic aldehydes undergo electrophilic substitution reaction. Write the nitration reaction of benzaldehyde with the chemical equation. Okay, reaction ചോദിക്കുന്നത് പിന്നെ നൈട്രേഷൻ ബെൻസാൾഡിഹൈഡിൻ്റെ നൈട്രേഷൻ റിയാക്ഷൻ ആണ്. CH ആണ് അല്ലേ. CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, മെറ്റൽ ഡയറക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നൈട്രേഷൻ റിയാക്ഷൻ കോൺസെൻട്രേറ്റഡ് H2SO4 കോൺസെൻട്രേറ്റഡ് HNO3 ആണല്ലോ ഈ പറയുന്ന എന്ത് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്നുള്ള സംഭവം. അപ്പോൾ എന്താ കിട്ടുകയെന്ന് അറിയോ? നമുക്ക് ഇങ്ങനെ CHOൻ്റെ ഈ ഭാഗത്ത് NO2 വരും. ഓക്കെ, മെറ്റാ നൈട്രോ ബെൻസാൾഡിഹൈഡ് കിട്ടും. കാരണം ദിസ് CHO ഈസ് മെറ്റാ ഡയറക്റ്റിംഗ്. എന്താണ് അത്? ഇലക്ട്രോൺ വിഡ്രോയിങ് ആയതുകൊണ്ടാണ് മെറ്റാ ഡയറക്റ്റിംഗ് ആയത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. How the conversion of aldehyde to acetal can carry out? ഓക്കെ, അസറ്റാൾ ആയിട്ട് ആൽഡിഹൈഡ് RC ഡബിൾ ബോണ്ട് OH, ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ROH അല്ലെങ്കിൽ R-OH ആഡ് ചെയ്യുന്നു. അപ്പോൾ RC ഇവിടെ OR എന്ന് വരും, ഇവിടെ എന്ത് ചെയ്യും? OH എന്ന് വരും, ഇവിടെ H ആകും. അതായത് ഈ പറയുന്ന H ഇവിടെ വരും. ഓക്കെ, ഈ OR- ഇവിടെ വന്നിട്ടുണ്ടാവും. ഇത് സാധാരണ നമ്മുടെ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ തന്നെയാണ്. അതായത് സമ്പത്തരേ ഉള്ളൂ, ഇവിടുന്ന് ഓക്സിജൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു, അതാണ് റിയാക്ഷൻ. അതിനുശേഷം വീണ്ടും ഇതിന് പറഞ്ഞ പേര് ഹെമി അസിറ്റാൾ എന്നാട്ടോ, ഹെമി അസിറ്റാൾ എന്ന് പറയാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? R-OH കൊടുക്കാൻ വിചാരിക്കും, അപ്പോൾ റിയാക്ഷൻ നടക്കും. അപ്പോൾ എന്താ കിട്ടുക വെച്ചാൽ RCOR-, ഇവിടെ H, ഇവിടെ OR- തന്നെ ഉണ്ടാവും. ദിസ് ഈസ് കോൾഡ് അസിറ്റാൾ. ഇതിനെ പറയുന്ന പേര് എന്താണ്? അസിറ്റാൾ എന്ന് തന്നെ പറയും, അസിറ്റാൾ. അപ്പോൾ ഹെമി അസിറ്റാൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആൽക്കഹോളുമായി റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് അസിറ്റാൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഇതിൽ കുറേ നെയിം റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാൻ അമീൻസിലേക്ക് പോവാണ്. അമീൻസ് പറയില്ല, അമീൻസ്. ഓക്കെ, അമീൻസിലെ aromatic amines are important synthetic intermediates. Okay, what are the products obtained when aniline is treated with bromine water? Aniline bromine വാട്ടറുമായി റിയാക്ട് ചെയ്ത് എന്ത് കിട്ടുന്നതാണ് അല്ലേ? നമുക്ക് അറിയുന്ന പോലെ എന്താണ്? NH2 അല്ലേ, BR 2,4,6 ട്രൈബ്രോമോ അനിലിൻ കിട്ടും അല്ലേ. ഹൗ വിൽ യു കൺവേർട്ട് നൈട്രോബെൻസീൻ ടു നൈട്രോബെൻസീൻ എന്ത് ചെയ്യണം? നമ്മൾ അനിലിനാക്കണം. എന്താ നൈട്രോബെൻസീൻ? നല്ല NO2 ആണ്. ഇത് എന്ത് ചെയ്യണം? അനിലിനാക്കാനുള്ള മെത്തേഡ് എന്താണ്? NH2 ആണ് സംഭവം, അനിലിൻ. നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ NO2 എന്ത് ചെയ്യണം? നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല SN-HCl ഉപയോഗിക്കാം, Fe-HCl ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കാം. Zinc-HCl ഉപയോഗിക്കാം. അങ്ങനെ മെറ്റൽ ആസിഡ് എന്നുള്ള ടൈപ്പിലാണ് എന്ത് ചെയ്യാം കൊടുക്കേണ്ടത്.
റൈറ്റ് ഡൗൺ ഐസോസൈൻ ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ്റെ ഐസോസൈൻ ടെസ്റ്റ് ഏതാണ്? കാർബൈൽ അമീൻ ടെസ്റ്റ് എന്തിനാ പറയാം? RNH2 പ്രൈമറി അമീൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? CHCl3 അതുപോലെ KOH അല്ലെങ്കിൽ NaOH അല്ലേ? ആൽക്കലൈൻ ക്ലോറോഫോമിൽ റിയാക്ട് ചെയ്യുന്നത് കിട്ടും RNC എന്ന് പറയുന്ന ഐസോസൈനൈഡ്. ഒരു ഫൗൾ സ്മെല്ലുള്ള സംഭവം കിട്ടുമെന്ന് പഠിച്ചില്ലേ? അതാണ് ഉണ്ടാവുക, അതാണ് സംഗതി. Question number 2. A student was asked to convert nitrobenzene to benzene. Teacher suggested that he should first react nitrobenzene with SN bar HCl, SnHCl, and then proceed with the product obtained to get benzene. Write down the conversion. എന്നാണ് ക്വസ്റ്റ്യൻ. ആ സംഭവത്തിലേ ഉള്ളൂ. ഒരു നൈട്രോബെൻസീൻ എടുക്കുന്നു, ഇതിനെ SN bar HCl റിയാക്ട് ചെയ്യും. നേരത്തെ കണ്ടു റിയാക്ഷൻ. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അനിലിൻ ആയിട്ട് ഇത് റെഡ്യൂസ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഡൈസോട്ടേഷൻ നടത്തുക. എങ്ങനെ നടത്തുക? NaNO2 + HCl അല്ലേ? നൈട്രസ് ആസിഡ് HNO2 ഉണ്ടാക്കാനാണത് അല്ലെ? കോൾഡ് കണ്ടീഷൻ, കോൾഡ് അല്ലെങ്കിൽ 0 to 5 degree Celsius എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ N2Cl എന്ന് പറയുന്ന ബെൻസീൻ ഡൈസോണിയം സോൾട്ട് കിട്ടും. ഈ ബെൻസീൻ ഡൈസോണിയം സോൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ബെൻസീൻ ആക്കണമല്ലോ അല്ലേ? നമുക്ക് വേണ്ടത് ബെൻസീൻ ആക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് C2H5OH കൊടുത്താൽ മതി അല്ലേ? നമുക്ക് എന്ത് കൊടുത്താൽ മതി? നമുക്ക് എഥനോൾ കൊടുത്താൽ എന്ത് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ H3PO2 കൊടുത്താലും മതി, രണ്ടായാലും കുഴപ്പമില്ല. ഇത് കൊടുത്താൽ എന്ത് ചെയ്യും? നമുക്ക് ആൻസർ കിട്ടും. Question number 3. A student tried to prepare para-nitroaniline by nitrating aniline with constant H2S mixture, but he got only meta. Why എന്നാണ് ക്വസ്റ്റ്യൻ. അതൊരു പ്രശ്നം വെച്ചാൽ ഈ അനിലിൻ്റെ പ്രശ്നം അല്ലേ? ഇവിടെ NH2 ഉണ്ട്. NH2 നമ്മൾ ഈ പറയുന്ന H+മായി റിയാക്ട് ചെയ്താൽ നമുക്കൊരു NH3+ എന്ന് പറയുന്ന അനിലിനിയം അയോൺ കിട്ടും. അനിലിനിയം അയോൺ. ഈ അനിലിനിയം അയോണിൻ്റെ NH3+ എന്നുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അത് വിഡ്രോയിങ് ആണ്, മെറ്റ ഡയറക്റ്റിംഗ് ആണ്. പിന്നീട് എങ്ങോട്ടോ പോവുക? മെറ്റയിലേക്കാണ് പോവുക. അതുകൊണ്ട് ഈ മെറ്റാപോട്ട് കിട്ടാനുള്ള കാരണം. ഓക്കെ, എക്സ്പ്ലെയിൻ ഹൗ ഷുഡ് പ്രൊസീഡ് ടു ഗെറ്റ് പാരാനൈട്രോ അനിലിൻ. അപ്പോൾ എങ്ങനെ പാര കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ്. ഓക്കെ, അഭിഷേക് പറയൂ. അഭിഷേക്, നമുക്ക് എന്താ കിട്ടാന്നാണ്. അപ്പോൾ എന്ത് കിട്ടും? ഇതാ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? NH2 എടുത്തിട്ട് നമ്മൾ ആദ്യം ഇതിനെ അസറ്റൈലേഷൻ നടത്തുന്നു. എങ്ങനെ? CH3COCl ഇൻ പ്രസൻസ് ഓഫ് പിരിഡിൻ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇതാ NHCOCH3 എന്ന് പറയുന്ന അസിറ്റാനൈഡ് കിട്ടുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നൈട്രേഷൻ നടത്താം. കോൺസെൻട്രേറ്റഡ് H2SO4 കോൺസെൻട്രേറ്റഡ് HNO3യുമായി റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാം? ഇതാ നമുക്ക് ഇവിടെ NHCOCH3 ഉണ്ട്. അതിൻ്റെ പാരൽ എന്തുണ്ടാവും? NO2. ഓർത്ത് ഉണ്ടാവും കേട്ടോ. ഓർത്ത് നമ്മളിവിടെ തൽക്കാലം മൈൻഡ് ചെയ്യുന്നില്ല. പാരയാണ് ഇവിടുത്തെ മേജർ പ്രോഡക്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പാര കിട്ടിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പാരനൈട്രോ അനിലല്ലേ വേണ്ടത്, നമുക്ക് അനിലിൻ ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ജസ്റ്റ് എന്ത് ചെയ്യുന്നു? H+ അല്ലെങ്കിൽ OH- റിയാക്ട് ചെയ്യിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഇത് NH2 തിരിച്ചു വരും. ഇവിടെ എന്തുണ്ടാകും? NO2 ആയിട്ടുണ്ടാകും. അതാണ് പാരാനൈട്രോ അനിലിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് സംഗതി. Question number 4 വരാം. Aniline is an aromatic primary amine. Starting with aniline, a number of organic compounds can be prepared. ശരിയാണ്. How is aniline converted to benzene diazonium chloride? അനിലിനെ എങ്ങനെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ആക്കാം? നേരത്തെ പറഞ്ഞു ഡൈസോട്ടേഷൻ റിയാക്ഷൻ. എങ്ങനെയാണ്? NaNO2 + HCl 0 to 5 degree Celsius കോൾഡ് കണ്ടീഷൻ കൊടുത്താൽ എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് N2Cl ബെൻസീൻ ഡൈസോണിയം സോൾട്ട്. ഹൗ ആർ ദ ഫോളോയിങ് ഒബ്റ്റെയിൻ ഫ്രം ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്? ക്ലോറോബെൻസീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ക്ലോറോബെൻസീൻ എങ്ങനെ ഉണ്ടാക്കാം? ക്ലോറോബെൻസീൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് Cu2Cl2 HCl സാൻഡ്മൈസ് റിയാക്ഷൻ. നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ക്ലോറോബെൻസീൻ കിട്ടും. ഫിനോൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം? H2O ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? വാം വിത്ത് വാട്ടർ. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ജസ്റ്റ് OH ഇവിടെ ഫിനോളായിട്ട് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ യൂസിങ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. വാട്ട് ഈസ് ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണ്? ഇതാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഓക്കെ, S+O. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ
സി അല്ലേ, എസ് ഡബിൾ ബോണ്ട് ഒ സി എൽ അല്ലേ. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ് ഈ സംഭവം. ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻ ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, RNH2മായി റിയാക്ട് എന്ത് കിട്ടും നമുക്ക്, വിൽ ഗെറ്റ് എ കോമ്പൗണ്ട് കിട്ടൂലേ. ഇവിടുന്ന് HCl പുറത്തേക്ക് പോകും, ഇവിടുന്ന് ഇങ്ങനെ HCl, ഈ എച്ചും ഇവിടുന്ന് Cl പുറത്തേക്ക് പോയിട്ട് നമുക്ക് എന്താ കിട്ടുക, വിൽ ഗെറ്റ് SO2NHR എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഈ H ഒരു ആസിഡിക് ഹൈഡ്രജൻ ആയതുകൊണ്ട് ദിസ് റിയാക്ട്സ് വിത്ത് ആൽക്കലി, ഒരു ആൽക്കലി എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും അല്ലേ. സോളിബിൾ ഇൻ ആൽക്കലി എന്ന് പറയാം, സോളിബിൾ ഇൻ ആൽക്കലി. ഓക്കെ, ഇതാണ് പ്രൈമറി. അതായത് പ്രൈമറി അമീൻ റിയാക്ട്സ് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടു ഫോം എ കോമ്പൗണ്ട് ദാറ്റ് ഈസ് സോളിബിൾ ഇൻ ആൽക്കലി. ഇനി സെക്കൻഡറി ആണെങ്കിലോ, സെക്കൻഡറി നമ്മൾ വ്യത്യാസം അറിയോ, ഇവിടെ H ഉണ്ടാവില്ല, അവിടെ എന്തായിരിക്കും, R ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക, ഇവിടെ R ഉണ്ടാവുക അല്ലെ, ഇവിടെ R ഉണ്ടാവില്ലേ. അപ്പോൾ എന്താണ്, ഇൻസോളിബിൾ ഇൻ ആൽക്കലി. ഓക്കെ, ടെർഷ്യറി ആകുമ്പോൾ വീണ്ടും എന്താവും, ഇവിടെ H ഉണ്ടാവില്ല, അവിടെ എന്തായിരിക്കും, ഇവിടെ R ആയിരിക്കും. അപ്പോൾ നോ റിയാക്ഷൻ, റിയാക്ഷൻ തന്നെ ഉണ്ടാവില്ല. അതാണ് സംഭവം. ഈ റിയാക്ഷനുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കണം, നമുക്കിത് മനസ്സിലാക്കാൻ പ്രയാസങ്ങളില്ല. ഓക്കെ, നിങ്ങൾ എന്തായിരുന്നാലും ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ നോട്ട് ബുക്കിൽ ഉണ്ടായിരിക്കും, നിങ്ങളത് പഠിച്ചു വെക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻസ് ആണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് കാർബൈലമീൻ ഹാവ് ഒഫൻസീവ് സ്മെൽ. ഓക്കെ, റൈറ്റ് ദ കാർബൈലമീൻ റിയാക്ഷൻ അല്ലെ. കാർബൈലമീൻ റിയാക്ഷൻ RNH2 ഒരു പ്രൈമറി അമീൻ റിയാക്ഷൻ പങ്കെടുക്കുക. CHCl3 NaOH അല്ലെങ്കിൽ KOH RNC ഇങ്ങനെ കിട്ടും, RNC ഐസോസൈനൈഡ് ഫോം ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് അനിലിനെ ഫിനോൾ ആക്കാന്നാണ്. അനിലിനെ ഫിനോൾ ആക്കാൻ ഏറ്റവും നല്ല മെത്തേഡ്, അനിലിൻ NH2 ആണല്ലോ അനിലിൻ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഡൈസോട്ടേഷൻ നടത്താം. എന്നിട്ട് എന്ത് ചെയ്യുക, ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് N2Cl എടുക്കുക, HNO2 ഉപയോഗിച്ചാൽ മതി അല്ലെ. കോൾഡ് കണ്ടീഷൻ H എന്ന് പറഞ്ഞാൽ NaNO2 + HCl ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, N2Cl. അതിന് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് H2O വാം ചെയ്യുക, വാം വിത്ത് വാട്ടർ. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് ജസ്റ്റ് OH കിട്ടും. എന്താ പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7, ഹൗ വിൽ യു കൺവേർട്ട് അമൈഡ് ഇൻ ടു ഫോളോയിങ് ആണ്. ഓക്കെ, ആൻ അമീൻ വിത്ത് 1 കാർബൺ ആറ്റം ലെസ് ദാൻ ദാറ്റ് ഓഫ് അമൈഡ്. ഒരു അമൈഡ് എടുക്കുക, ഇപ്പോൾ RCONH2നെ ബ്രോമിൻ, ഓക്കെ, ബ്രോമിൻ NaOH റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നറിയോ, ഇതിന് ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ എന്ന് പറയാം. RNH2 എന്ന് കിട്ടും. ഒരു കാർബൺ കുറവായിരിക്കും അമീൻ ഉണ്ടാവുക അല്ലേ. ഇത് സ്റ്റെപ്പ് ഡൗൺ റിയാക്ഷൻ പെട്ടതാണ്. ആൻ അമീൻ കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് കാർബൺ. അപ്പോൾ ഇതേ റിയാക്ഷൻ നമ്മൾ നടത്തുകയാണ്, നമുക്ക് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്യും നിങ്ങൾ. അപ്പോൾ യു വിൽ ഗെറ്റ് RCH2NH2 എന്ന് കിട്ടുക. ഈ CO ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് മാത്രം എന്താകും, CH2 ആയിട്ട് മാറും. കാർബൺ എണ്ണം കൂടുതൽ കുറയുകയും ചെയ്യില്ല, സെയിം നമ്പർ ഓഫ് കാർബൺ ആയിരിക്കും ഉണ്ടാകും. ഇതാണ് കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്, ഇങ്ങനെ കിട്ടും. രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ, രണ്ടും പഠിച്ചു വെക്കണം. ഒന്ന് ഫസ്റ്റ് റിയാക്ഷൻ ചെയ്തത് ഹോഫ്മാൻ ബ്രോമൈഡ് ആണ്. അടുത്ത റിയാക്ഷൻ എന്താണ്, ജസ്റ്റ് സിമ്പിൾ റിഡക്ഷൻ ആണ്. ദിസ് ഈസ് റിഡക്ഷൻ. രണ്ടും നമുക്ക് അറിയേണ്ട റിയാക്ഷൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, amines can be considered as derivative of ammonia. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് amines in increasing order of their basic strength ആണ്. ആരൊക്കെ ഉണ്ട്, ഒരു അനിലിൻ ഉണ്ട്, ഒരു ഈഥൈൽ അമീൻ ഉണ്ട്, ഒരു ഡൈ ഈഥൈൽ അമീൻ ഉണ്ട്, ഒരു അമോണിയ ഉണ്ട്. അരോമാറ്റിക് അമീൻസിൽ ബേസിറ്റി വളരെ കുറവായിരിക്കും, അലിഫാറ്റിക് അമീൻസിൽ ബേസിറ്റി കൂടുതലേക്ക്. അതിൽ തന്നെ സെക്കൻഡറി ആയിരിക്കും മോർ ബേസിക്. അപ്പോൾ ഇതിൽ സെക്കൻഡറി ഉണ്ട്, C2H5 ട്വൈസ് NH ആണ് ഏറ്റവും ബേസിക് ആവുക. അതിനുശേഷം C2H5NH2 ആയിട്ടുള്ള പ്രൈമറി. ഓക്കെ, അതിനുശേഷം അമോണിയക്ക് ശേഷം ആര് വരുള്ളൂ, അനിലിൻ വരുള്ളൂ, അനിലിൻ. അരോമാറ്റിക് അമീന് അമോണിയേക്കാളും ബേസിറ്റി കുറവായിരിക്കും. റെപ്രസെൻറ്റ് ദ റിയാക്ഷൻ ടു എക്സ്പ്ലെയിൻ ദ ബേസിക് സ്ട്രെങ്ത് ഓഫ് അനിലിൻ. അനിലിൻ ബേസിക് ആണെന്നൊരു ആയിട്ട് ഉണ്ടാക്കണതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ അനിലിൻ എടുക്കുക, അതിനെന്ത് ചെയ്യുക, ഒരു H+മായി ഹൈലി അസിഡിക് ആയിട്ടുള്ളൊരു മീഡിയം. ഇപ്പോൾ നൈട്രേറ്റ് മിക്സർ കയ്യിൽ പെട്ടതാണല്ലോ, നേരത്തെ കണ്ടിട്ട് നമ്മൾ. നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് അനിലിനിയം അയോൺ. അതായത് ആസിഡ് ബേസ് റിയാക്ഷൻ ആണിത് അല്ലേ. ഇത് ബേസ് ആണ്, ദിസ് ബേസ് ഈസ് ഗോയിങ് ടു റിയാക്ട് വിത്ത് ആൻ ആസിഡ് ടു ഫോം എ സോൾട്ട്. അനിലിനിയം അയോൺ ഉണ്ടാവും. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തൊരു സംഭവം, ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ്.
റിയാക്റ്റൻ്റ് ഇപ്പോൾ CHCl3NH2 എന്നൊക്കെ മനസ്സിലാകുമ്പോൾ CH3NC അല്ലേ, CH3NC. കാർബൺ എണ്ണം എന്ത് ചെയ്യാൻ പാടില്ല, കൂടാനും കുറയാനും, കാർബോലമീൻ റിയാക്ഷനാണ്. അടുത്തത് CH3CONH2Br2 അല്ലേ, ഇതിനെ പറയുന്ന പേര് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. പിന്നുള്ളത് ഡൈസർട്ടേഷൻ റിയാക്ഷനാണ്. അപ്പോൾ ഇതാണ്, ദിസ് ഈസ് അനിലിൻ അല്ലേ. അനിലിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് C6H5NH2 എന്ന് കൊടുക്കാം അല്ലേ, C6H5NH2, ദാറ്റ് ഈസ് അനിലിൻ. അപ്പോൾ ഡൈസർട്ടേഷൻ റിയാക്ഷൻ അല്ലേ. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് അമീൻ കനോട്ട് ബി പ്രിപ്പയർഡ് ഗബ്രിയൽ റിയാക്ഷൻ. ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ നമുക്ക് അരോമാറ്റിക് അമീൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഇതിൽ അരോമാറ്റിക് അമീൻ ഇയാൾ മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കാൻ കഴിയാത്തായിരുന്നല്ലേ ക്വസ്റ്റ്യൻ. കനോട്ട് ബി പ്രിപ്പയർഡ് എന്നല്ലേ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് അലിഫാറ്റിക് ആണ്. അലിഫാറ്റിക് രണ്ട് കണ്ടീഷൻ, ഒന്ന് അലിഫാറ്റിക് ആയിരിക്കണം ഉണ്ടാവുന്നത്, ഒന്ന് പ്രൈമറി അമീൻ ആയിരിക്കണം. അലിഫാറ്റിക് പ്രൈമറി അമീൻസ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ നടത്തുക, അരോമാറ്റിക് നടത്തുക. ദിസ് ഈസ് അരോമാറ്റിക്, അത് കാണാൻ പറ്റില്ല. യെസ് ഹാത്തിം ശരിയാണ്, റൈറ്റ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. നമുക്കിതിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോകണം. നമ്മൾ ബയോമോളിക്യൂൾസ് പറയല്ലേ, ബയോമോളിക്യൂൾസ്. സുക്രോസ് ഈസ് ഫെർമെൻറ്റഡ് ബൈ ഈസ്റ്റ് ടു ഈതൈൽ ആൽക്കഹോൾ. വാട്ട് ആർ ദ എൻസൈംസ് യൂസ്ഡ് ഇൻ ദ കൺവേർഷൻ ആണ് അല്ലേ. സുക്രോസ് എന്ന് പറഞ്ഞാൽ C12H22O11 നമ്മൾ ആദ്യം ഇൻവെർട്ടൈസ് എന്ന് പറയുന്ന ഈസ്റ്റിലെ ഇൻവെർട്ടൈസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവേർഷൻ നടത്തും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഷുഗർ നമ്മൾ എന്ത് ചെയ്യുന്നു, C6H12O6, ഇതിന് H2 ഉണ്ട് കേട്ടോ, അവിടെ H2 ഉണ്ട്, പ്ലസ് പിന്നെന്താണ് C6H12O6 അല്ലേ. നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിനെ ഗ്ലൂക്കോസ്, ഒരു ഭാഗം ഗ്ലൂക്കോസ് ആണ്, ഈ ഭാഗം എന്താണ്, ഫ്രക്ടോസ് ആണ്. അങ്ങനെ ഇത് ചെയ്യും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യും, ഗ്ലൂക്കോസിനും ഫ്രക്ടോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈമേസ് എന്ന് പറയുന്ന അടുത്ത എൻസൈം ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ C6H12 ഗ്ലൂക്കോസ് ആവട്ടെ ഫ്രക്ടോസ് ആവട്ടെ, C6H12O6ലേക്ക് നമ്മൾ ഈസ്റ്റിലെ സൈമേസ് വന്ന് ആക്ട് ചെയ്തിട്ട് എന്ത് കിട്ടുമെന്നറിയോ, നമുക്ക് C2H5OH ഏതിനോട് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. രണ്ടും കറക്റ്റ് അല്ലേ, ശരി. ഇതാണ് സംഭവം. അപ്പോൾ ഇൻവെർട്ടൈസ് ആൻഡ് സൈമേസ് ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 2. കാർബോഹൈഡ്രേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 classes: monosaccharides, oligosaccharides, and polysaccharides. What are polysaccharides? A carbohydrate which produce large number of monosaccharides are called polysaccharides. A carbohydrate which produce large number of monosaccharides on hydrolysis. ഹൈഡ്രോളിസിന് അടിയിലാണ് ഈ ഒരു പിന്നെ കാറ്റഗറൈസേഷൻ ഉള്ളത്, അതാണ് എന്ത്, പോളിസാക്കറൈഡ്. ഇനി എ കാർബോഹൈഡ്രേറ്റ് വിച്ച് പ്രൊഡ്യൂസ് 2 to 10 monosaccharides on hydrolysis are called oligosaccharides. ഓക്കെ, പിന്നെ മോണോസാക്കറൈഡ് എന്താണ്, അത് ഏറ്റവും ബേസിക് കാർബോഹൈഡ്രേറ്റ്സ് ആർ കോൾഡ് മോണോസാക്കറൈഡ്സ്. അത് ഫർദർ പിന്നെ ഇതിന് പറ്റില്ല, ഫർദറായിട്ട് എന്ത് ചെയ്യില്ല, പിന്നെ ഹൈഡ്രോളിസിസ് നടത്തില്ല. വാട്ട് ഈസ് ഇൻവേർട്ട് ഷുഗർ? ഇൻവേർട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സുക്രോസ് പറഞ്ഞില്ലേ, സുക്രോസ് നേരത്തെ ഈ കണ്ട സംഭവം അല്ലേ, ഈ സംഭവത്തെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാം. ഇതിലെന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ഒരു H2O, ഓക്കെ, ഇൻ പ്രസൻസ് ഓഫ് H+. അപ്പോൾ ഇത് പ്ലസ് ആയിരിക്കും ഈ സുക്രോസ്. എന്നാൽ ഇതെന്താണ്, ഇത് പ്ലസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് മൈനസ് ആണ്. ദ മൈനസ് optical rotation can overcome the plus rotation of glucose and the resultant becomes minus. So this 1:1 glucose plus fructose is called invert sugar. This 1:1 glucose plus fructose. Glucose and fructose 1:1 ഇതിലുള്ളതിനെ പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്, ഇൻവേർട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ, ഇൻവേർട്ട് ഷുഗർ. ദിസ് ഈസ് കോൾഡ് ഇൻവേർട്ട് ഷുഗർ. ഓക്കെ, വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ഡിഫറൻസ് സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് എന്നാണ്. സ്റ്റാർച്ചിൽ ആൽഫ ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ് സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നാണ് ബീറ്റാ ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ് എന്ത്, സെല്ലുലോസ്. ഇതിൽ ആൽഫ ഗ്ലൂക്കോസ്, ഇതിൽ ബീറ്റാ ഗ്ലൂക്കോസ്. ഓക്കെ, ഇതിൽ ആൽഫ ഗ്ലൂക്കോസ്, ഇതിൽ ബീറ്റാ ഗ്ലൂക്കോസ്. Question number 3. Proteins are polymers of alpha amino acid. The structure and shape of protein can be discussed at 4 levels, namely primary, secondary, tertiary, and quaternary. Give an account of the structure of shape considering above the 4 level. ഈ 4 ലെവൽ ഒന്ന് പിന്നെ പ്രൈമറി ലെവൽ ഉണ്ട്. വാട്ട് ഈസ് പ്രൈമറി ലെവൽ?
അതായത് പോളീസ് ഇത് വളരെ വളരെ കോംപ്ലക്സിറ്റി നിറഞ്ഞൊരു സംഭവമാണ് എന്ത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ. അതിൽ കുറേ അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും. ഈ അമിനോ ആസിഡിന് മാത്രം ലീനിയർ സീക്വൻഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് അമിനോ ആസിഡ് ഇൻ പ്രോട്ടീൻ ഈസ് കോൾഡ് പ്രൈമറി ലെവൽ. ലീനിയർ sequential arrangement of amino acid in protein is called primary level. Secondary level എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ആൽഫ ഹെലിക്സും രണ്ട് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറും. ഓക്കെ, ആൽഫ ഹെലിക്സ് പറഞ്ഞാൽ ഹെലിക്കൽ സ്ട്രക്ചറാണ്. ബീറ്റ പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ വേണമെങ്കിൽ ഒന്ന് എഴുതി കൊടുക്കും അങ്ങനെ. ഓക്കെ, ആൽഫ ഹെലിക്സ് പറഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെ സ്ട്രക്ചർ ഇങ്ങനെ പോകും അല്ലേ. ഇത് തമ്മിൽ എന്തുണ്ടായിരിക്കും, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരിക്കും അതിനിടക്ക് അല്ലേ. ഇത് ഉണ്ടായിരിക്കും ദർ വിൽ ബി ഹൈഡ്രജൻ ബോണ്ടിങ്, അങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരിക്കും ഹെലിക്സ് തമ്മിൽ. അത് ബീറ്റ പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ പ്ലീറ്റഡ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുണ്ടാവും, ഇത് രൂപത്തിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും തമ്മിൽ. ഓക്കെ, പിന്നെ സെക്കൻഡ് അത് ഈ പോളി പെപ്റ്റൈഡ് ചെയിൻ എന്ത് ചെയ്യുന്നു, പരസ്പരമുള്ള ഇൻട്രാക്ഷൻസ് ആണ് വരുന്നത്. ടെർഷ്യറി എന്ന് പറഞ്ഞാൽ അഗെയിൻ ഫർദർ ഫോൾഡിങ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചർ റിസൾട്ട്സ് ടെർഷ്യറി. ഓക്കെ, പിന്നെ ഒരു പോളി പെപ്റ്റൈഡ് സബ് യൂണിറ്റ്സ് അല്ലേ, ഇങ്ങനെ ഇപ്പോൾ ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു, പിന്നെ വരുന്നതാണ് ടെർഷ്യറി. അങ്ങനെ ഒന്നിൽ കൂടുതൽ ടെർഷ്യറി ഉള്ള സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യുന്നു, സബ് യൂണിറ്റ് എന്ന് പറയും, സബ് യൂണിറ്റ് എന്ന് പറയും. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് പോളിപെപ്റ്റൈഡ് സബ് യൂണിറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ ഈസ് കോൾഡ് കോർഡിനറി സ്ട്രക്ചർ. അതിൻ്റെ കോർഡിനറി സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, അത് വിശദീകരിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഞാൻ സമയത്തുണ്ടോ, സമയത്തുണ്ട് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാണ്. വാട്ട് ഈസ് ഡീനാച്ചുറേഷൻ ആണ്. ഓക്കെ, ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ദ ബയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് പ്രോട്ടീൻ ഈസ് ലോസ്റ്റ് ബൈ കെമിക്കൽ ഓർ ഫിസിക്കൽ ചേഞ്ചസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡീനാച്ചുറേഷൻ. ഓക്കെ, അവിടെ കൊടുത്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടാ സംഭവം. പിന്നെ ഡ്യൂറിങ് ഡീനാച്ചുറേഷൻ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചേഴ്സ് ആർ ഡിസ്ട്രോയിഡ് ആൻഡ് പ്രൈമറി സ്ട്രക്ചർ റിമെയിൻസ് ദ സെയിം. പ്രൈമറി സ്ട്രക്ചർ ഉണ്ടാവും, അതുപോലെ തന്നെ ഉണ്ടാവും. സെക്കൻഡറി ടെർഷ്യറി എന്ത് ചെയ്യും, ഇല്ലാതെയാവും ചെയ്യും. എക്സാമ്പിൾ കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ് ഓൺ ബോയിലിംഗ് ഓഫ് എഗ്, അല്ലെങ്കിൽ കേർഡിങ് ഓഫ് മിൽക്ക് ഒക്കെയാണ് എക്സാമ്പിൾ കൊടുക്കുന്നത്. ഗീവ് ടു എക്സാമ്പിൾസ്. ഒന്ന് കേർഡിങ് ഓഫ് മിൽക്ക് ടു കേർഡ്. രണ്ടെന്താണ് ബോയിലിംഗ് ഓഫ് എഗ്. ഓക്കെ, അപ്പോൾ സോൾഡിഫൈ ചെയ്യുമല്ലോ, അപ്പോൾ സോൾഡിഫിക്കേഷൻ ദ ഡീനാച്ചുറേഷൻ്റെ ഭാഗമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. നെയിം ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻ ദ ഫോളോയിങ് റിയാക്ഷൻ. C6H12O6 ബ്രോമിൻ വാട്ടർ. ഓക്കെ, അതായത് ഗ്ലൂക്കോസ് ആണ് ചോദിക്കുന്നത് കേട്ടോ, ബ്രോമിൻ വാട്ടറുമായുള്ള റിയാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ CHO അല്ലേ, CHOH 4 ടൈംസ് CH2OH. നമ്മൾ തുടക്കത്തിൽ എഴുതുന്ന ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഗ്ലൂക്കോസിൻ്റെ തുടക്കത്തിൽ എഴുതുന്ന സ്ട്രക്ചർ ഇല്ലേ, പിന്നെ ഏതാണ് നമ്മൾ സ്ട്രക്ചർ ലൂസിലേഷൻ വേണ്ടി ഉപയോഗിച്ച സ്ട്രക്ചർ ഇല്ലേ, അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബ്രോമിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് ബ്രോമിൻ വാട്ടർ. Br2H2O. നമുക്ക് എന്താ കിട്ടുക, COOH CHOH 4 ടൈംസ് CH2OH എന്ന് കിട്ടും. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് പറയാന്നറിയോ, ഈ CHO ഗ്രൂപ്പ് നമുക്ക് COH, ഇതാണ് വ്യത്യാസമുള്ളൂ. ഇതിന് ഗ്ലൂക്കോണിക് ആസിഡ് എന്ന് പറയാം, പേര് പഠിച്ചേക്കണം, ഗ്ലൂക്കോണിക് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഗ്ലൂക്കോണിക് ആസിഡ് എന്നാണ്, ഗ്ലൂക്കോണിക് ആസിഡ് അല്ലേ. ഇതേ റിയാക്ഷൻ അടുത്താണ് HI കൊണ്ട് റിയാക്ട് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടും എന്താ പറയുക, ഇങ്ങനെ കിട്ടും, N ഹെക്സൈൻ കിട്ടും. ഇതും അവിടെ തന്നെ കാണാൻ പറ്റും, N ഹെക്സൈൻ. നോർമൽ ഹെക്സൈൻ കിട്ടും. വാട്ട് ഈസ് ഇൻവേർട്ട് ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1:1 ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസിനെ പറയുന്ന വെരി ഇൻവേർട്ട് ഷുഗർ ആണ്. നെയിം 2 പോളിസാക്കറൈഡ്സ് അല്ലേ, നമുക്ക് പറയാൻ പറ്റും സ്റ്റാർച്ച് പറ്റും, സെല്ലുലോസ് പറ്റും അല്ലേ, ഗ്ലൈക്കോജൻ. ഇതൊക്കെ എന്താണ്, പോളിസാക്കറിൻ്റെ എക്സാമ്പിൾസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആർ. അതിന് പറഞ്ഞത് അനോമേഴ്സ് എന്ന് പറയാം, അനോമേഴ്സ്. ആൽഫയും ബീറ്റയും വന്നാൽ പേര് ഒരുപോലെ തന്നെ ആണെങ്കിൽ എന്തായിരിക്കും, അനോമേഴ്സ് ആയിരിക്കും. ഏറ്റവും നല്ലത് അനോമേഴ്സ് ആണ്. വാട്ട് ഇസ് ഡീനാച്ചുറേഷൻ പ്രോട്ടീൻ, ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡിൽ ആരുണ്ടാവുക, ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആണ് എന്ത്, ഷുഗർ പ്ലസ് ബേസ് ആണ് എന്ത് ഉണ്ടാവുക, ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെ ഉണ്ടാവുക, ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ്, അതായത് ഷുഗർ പ്ലസ് ബേസ് പ്ലസ് ഫോസ്ഫേറ്റ്. ഇതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. നമ്മളെ ന്യൂക്ലിക് ആസിഡൊക്കെ ന്യൂക്ലിയോടൈഡിൻ്റെ പോളിമർ ഫോമാണ്. സ്റ്റേറ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്ലോബുലർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ. ഈ ഗ്ലോബുലർ ഫൈബ്രസ് പ്രോട്ടീൻ്റെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാ ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. ഫൈബ്രസ് ഇറ്റ് ഹാസ് ഫൈബർ ലൈക്ക് സ്ട്രക്ചർ,
സ്ഫെറിക്കൽ ഷേപ്പ്. വാട്ടർ ഇൻസോളിബിൾ, വാട്ടർ സോളിബിൾ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇത് കൊടുക്കാം, കെരാറ്റിൻ, ഇത് എന്താണ്, ആൽബുമിൻ അല്ലേ. പോളിപെപ്റ്റൈഡ് ചെയിൻസ് റൺസ് പാരലൽ ആൻഡ് ആർ റിലേറ്റ് ടുഗദർ, ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇവിടെ ആണെങ്കിലോ ചെയിൻസ് ആർ പോയിട്ട് അറൗണ്ട് ടു ഗീവ് എ സ്ഫെറിക്കൽ ഗ്ലോബ് ഷേപ്പ്, സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ടാകുന്ന ഗ്ലോബുലാർ. ഓക്കെ. Question number 8. Carbohydrates are classified into monosaccharides, oligosaccharides and polysaccharides. What is the base of such a classification? Hydrolysis ആണ്. Give an example of oligosaccharide. Oligosaccharide എന്നാൽ നമുക്ക് 2 to 10 മോണോസാക്കറൈഡ് നൽകുന്നതാണ് അല്ലേ. ഇപ്പോൾ ഡൈസാക്കറൈഡ് എക്സാമ്പിൾ പറയാം അല്ലേ. നമ്മുടെ സുക്രോസ് പറ്റും, മാൾട്ടോസ്, ലാക്ടോസ് ഒക്കെ ഡൈസാക്രൈഡ് ആയിട്ടുള്ള ഒലിഗോസാക്രൈഡ് ആണ്. ഇനി ട്രൈസാക്രൈഡ് ആണെങ്കിൽ റാഫിനോസ് പറ്റും, അത് ട്രൈസാക്രൈഡ് എക്സാമ്പിളാണ്. വിറ്റാമിൻ സി ഈസ് എ വൈറ്റമിൻ ഫൗണ്ട് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇറ്റ് കനോട്ട് സ്റ്റോർഡ് ഇൻ അവർ ബോഡി. വൈ അല്ലെ. വിറ്റാമിൻ സി ഈസ് എ വാട്ടർ സോളിബിൾ വൈറ്റമിൻ. ബിയും സിയും ആരാണ്? വാട്ടർ സോളിബിൾ ആണ്. ബാക്കി എ, ഡി, ഇ, കെ വൈറ്റമിൻസ് എന്താണ്? വാട്ടർ ഇൻസോളിബിൾ ആണ്, ഫാറ്റ് സോളിബിൾ ആണ്. നമുക്ക് വേണ്ടത് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള സീനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സി എന്ത് ചെയ്യും അല്ലേ? സി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എങ്ങനെ? ത്രൂ യൂറിൻ, അതുപോലെ സെറ്റിലൂടെ ഇതൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഒരുപാട് സി എന്ത് ചെയ്യും? വാട്ടർ സോളിബിൾ ആയതുകൊണ്ട് വാട്ടർ ഒരുപാട് പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ സി നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് സി ഉള്ള വിറ്റാമിൻ സിയും ബിയും ഉള്ള ഡയറ്റ് നമുക്ക് എപ്പോഴും വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ഓൺ എക്സാമ്പിൾ ഈച്ച് ഫോർ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ എസെൻഷ്യൽ ആണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ട്രിപ്റ്റോഫാൻ, ത്രയോണിൻ പറ്റും, ട്രിപ്റ്റോഫാൻ അല്ലേ. പിന്നെ ഹിസ്റ്റിഡിൻ അല്ലേ. അതുപോലെ ലൂസിൻ, ഐസോലൂസിൻ, ഇതൊക്കെ എന്താണ്? എസെൻഷ്യലാണ്. ഇപ്പോൾ ഗ്ലൈസിൻ നോൺ എസെൻഷ്യലാണ് അല്ലേ. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് അത് റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ DNA and RNA. DNA RNA തമ്മിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഒന്ന് ഡിയോക്സി റൈബോസ് ആണ്, മറ്റേത് റൈബോസ് ആണ് അല്ലേ. ദ നൈട്രജൻ ബേസ് പ്രസൻറ്റ് ഇൻ DNA ആർ അഡിനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, തൈമിൻ. ഇവിടെ ആണെങ്കിൽ ഇവിടെ എന്തില്ല? ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ യുറാസിൽ ഈസ് പ്രസൻറ്റ്. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ഇതെന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാര്യമായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നിങ്ങളെ നോട്ട്ബുക്കിൽ പഠിച്ചിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ തന്നെ പഠിച്ചാൽ മതി. കൂടുതൽ എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് കൊല്ലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അതിന് ഏകദേശം കുറേ കാര്യം ഉണ്ടായിരിക്കും. ബാക്കി നിങ്ങളൊന്ന് പെർഫെക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.